Good day to all of you. So, നമ്മുടെ revision topic, second year full topic ZEOTS-ന്റെ discussion. തുടങ്ങാം. ആദ്യത്തെ question. Figure shows a network of currents, magnitude of currents. അപ്പോൾ ഇവിടെ current 12 ampere കയറി അത് ഇങ്ങോട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 8 ampere ആണ്. അപ്പോൾ കറണ്ട് എൻറ്ററിങ് എ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു കറണ്ട് ലീവിങ് എ ജംഗ്ഷൻ. അപ്പോൾ ഇത് 12 ampere, ഇത് 8 ആകുമ്പോൾ ഇത് 4 ampere ആയിരിക്കും. പിന്നെ ഇവിടെ ആ 8ൻ്റെ 5 ampereും കൂടെ കയറുന്നുണ്ട്. അപ്പോൾ 8ഉം 5ഉം കൂടെ ഇങ്ങോട്ട് പോകുമ്പോൾ 8 + 5 13 വരും. 8 + 5 13 ampere ആവും. 13 ഇങ്ങോട്ട് വരും. ഇനി ഇപ്പുറത്തുനിന്ന് 3 ampere ഇവിടെ കയറി. സോ 4ഉം 3ഉം കൂടെ താഴോട്ട് വന്നു. 4 + 3 7. ഇനി ആ 7ഉം ഈ 13ഉം കൂടെ 7 + 13 20 ampere ആയിട്ട് ഇറങ്ങി വരും. അപ്പോൾ ആൻസർ ഇസ് ചോയ്സ് 4 20 ampere. ഓൾ റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Number 2, a potentiometer consists of a wire of length 4 meter. So, potentiometer ഒരു യൂണിഫോം റെസിസ്റ്റൻസ് വയറാണ് AB. ആ വയറിൻ്റെ ലെങ്ത് 4 meter, അതിൻ്റെ റെസിസ്റ്റൻസ് 10 ohm. It is connected to a cell of EMF 2 volt. അപ്പോൾ ഇവിടെ സെല്ല് അത് 2 volt ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വയർ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വേറെ റെസിസ്റ്റൻസ് ഒന്നുമില്ല. സോ ദാറ്റ് മീൻസ് പി ഡി അക്രോസ് എ ബി പൊട്ടൻഷ്യോമീറ്റർ വയർ ഇസ് ദ സെയിം ആസ് ദ EMF ഓഫ് ദ ബാറ്ററി 2 volt. വയറിൻ്റെ ലെങ്ത് 4 meter. പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ VAB ഡിവൈഡഡ് ബൈ ലെങ്ത്. അവിടെ റെസിസ്റ്റൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 2/4, അതായത് 1/2 അല്ലെങ്കിൽ 0.5 volt per meter. ചോയ്സ് 1. ഇവിടെ വേറെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫുൾ വോൾട്ടേജ് ഇസ് അപ്ലൈ ടു ദ പൊട്ടൻഷ്യോമീറ്റർ വയർ. ഓൾ റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. നമ്പർ 3, 2 electric bulbs whose resistances are in the ratio 1:3. അപ്പോൾ 2 ബൾബ് R1/R2 എന്ന് പറയുന്നത് 1/3 ആ കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറയുമ്പോൾ രണ്ടിലെയും കറണ്ട് സെയിമാണ്. സെയിം കറണ്ട് രണ്ടിൽ കൂടെ. അപ്പോൾ പവർ ഡിസിപ്പേറ്റഡ്. അപ്പോൾ I കോൺസ്റ്റൻ്റ് ആകുമ്പോൾ പവറിൻ്റെ ഫോർമുല യൂസ് ചെയ്യേണ്ടത് I²R. പിന്നെ V²/R, I²R, VI ഉണ്ട്. സീരീസ് ആയതുകൊണ്ട് I കോൺസ്റ്റൻ്റ്. അപ്പോൾ ഏത് കോൺസ്റ്റൻ്റ് അത് വെച്ചിട്ടുള്ള റേഷ്യോ. സോ I കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് P പ്രപ്പോർഷണൽ ടു R. സോ P1:P2 വിൽ ബി P1/P2 വിൽ ബി R1/R2, അതായത് 1/3. സോ റേഷ്യോ 1:3. ചോയ്സ് 1. ഓൾ റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. നമ്പർ 4, 4 metallic plates each with a surface area of one side A. that is ഓരോ പ്ലേറ്റിൻ്റെ ഓരോ ഫേസിൻ്റെയും സർഫസ് ഏരിയ A ആണ്. സോ അവിടെ കാണിക്കണം ഇത് പ്ലേറ്റ്, ഇത് A. ആ പ്ലേറ്റ് തന്നെയാണ് ഇവിടെയും. പിന്നെ അപ്പോൾ ഇത് 1, ഇത് 2 വിളിച്ചാൽ, പിന്നെ ഇത് അടുത്തത് B is connected to, ഇത് B ആണ്. B is connected to 3 and 4. All right. So that means ഇത് capacitance of the system എന്ന് പറയുമ്പോൾ this A is connected to a battery എന്നാണ് അർത്ഥം. എന്നിട്ട് CAB ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ബാറ്ററി ആകുമ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ, ഇത് V, ഇത് 0 ആണെങ്കിൽ ദിസ് പൊട്ടൻഷ്യൽ വിൽ ബി, വേറെ കളർ എടുത്ത് കാണിക്കാം. സോ ദിസ് പൊട്ടൻഷ്യൽ V എന്ന് വിളിക്കാം, ഇത് 0 എന്ന് വിളിച്ചാൽ, ഇത് V ആണെങ്കിൽ ഇതും V, പിന്നെ ഇതും V. ദെൻ ഇത് 0 ആയതുകൊണ്ട് ഇതും 0, ഇതും 0. സോ 1 and 3 പ്ലേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് D, ഏരിയ ഓഫ് ഈച്ച് പ്ലേറ്റ് A. അപ്പോൾ 1, ഇത് പ്ലേറ്റ് 1, ഇത് പ്ലേറ്റ് 3, ഇവിടെ V, ഇവിടെ 0. ഇനി
This is V and 0. Again, plate 2. V ആണ് 3, 0. ഇനിയും plate 2 V ആണ് and plate 4, 0. ഇതെല്ലാം 0 ആണ്. അപ്പോൾ എന്താ പറ്റും? Between V and 0 you've got 3 capacitors. ഓരോന്നിൻ്റെയും ഏരിയ A, distance between the plates D. അപ്പോൾ ഓരോ കപ്പാസിറ്റിയും C is equal to epsilon 0 A by D. അങ്ങനെ 3 പേര്. അപ്പോൾ effective capacity is going to be 3C. So C net is going to be 3C, അതായത് 3 epsilon 0 A by D. So that's a capacity of the system. All right. അടുത്ത question. An electric dipole of moment P is placed normal to the electric lines of force. So this is normal to the electric field lines. That means dipole momentum, ഇത് dipole momentum electric field in തുടക്കത്തിൽ perpendicular ആണ്. So that means original angle is 90 degree. Then work done in deflecting through an angle 180. അപ്പോൾ ഇനിയും 180 ഡിഗ്രി തിരിക്കണം. ഇനിയും 180 ഡിഗ്രി തിരിക്കണം. അപ്പോൾ ഇനിയും 180 ഡിഗ്രി തിരിക്കണം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ആംഗിൾ തുടക്കത്തിൽ നിന്ന് ഫ്രം പി ഇറ്റ് ഇസ് ടേണിംഗ് ത്രൂ 90 പ്ലസ് 180, അതായത് 270. അണ്ടർസ്റ്റുഡ്? തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റർ പി ആൻഡ് വെക്റ്റർ ഇ. വർക്ക് ഡൺ എന്ന് പറയുന്നത് പി ഇ കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. ഇവിടെ തീറ്റ 1 90 ഡിഗ്രിയും തീറ്റ 2 90 പ്ലസ് 180 270 ഡിഗ്രി. കോസ് 90 നമുക്ക് 0 എന്നറിയാം. കോസ് 270 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കോസ് 180 പ്ലസ് 90. കോസ് 180 പ്ലസ് 90 ഈസ് മൈനസ് കോസ് 90. So that is 0. Cos 90 എന്താണ് 0. Okay. So cos 270 is 0. അപ്പോൾ രണ്ടും 0. So P cos theta 1 0, cos theta 2 0. So answer is P is 0 minus 0. So that is 0. So answer becomes 0. Clear ആയല്ലോ? അപ്പോൾ ഇവിടെ ടേണിംഗ് ത്രൂ 180 ഇവിടെയാണ് തെറ്റാൻ ചാൻസ്. അതായത് ആദ്യം അത് 90 ഡിഗ്രി ഇരിക്കുകയാണ്, പിന്നെ ഒരു 180 ഡിഗ്രി തിരിയെന്ന് പറയുമ്പോൾ 90ന്ന് ഇനി ഒരു 180 ഡിഗ്രി തിരിയുമ്പോൾ ദ ടോട്ടൽ ആംഗിൾ ടേൺഡ് ഇസ് 270 ഡിഗ്രി. സോ 270 ഡിഗ്രി. സോ cos 90 is also 0, cos 270 is also 0. So cos work done PE cos theta 1 minus cos theta 2. So answer becomes 0, choice 1. Clear? അടുത്ത question. Number 6. Electric potential at any point V is equal to 6 Z squared. Electric field. ഇവിടെ Z മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇ എക്സ് ഇസ് മൈനസ് ഡി വി ബൈ ഡി എക്സ്, ഈ വൈ എന്ന് പറയുന്നത് മൈനസ് ഡി വി ബൈ ഡി വൈ. പക്ഷേ ഇവിടെ എക്സും വൈയും ഇല്ലാത്തതുകൊണ്ട് അത് എഴുതണ്ട. അപ്പോൾ ആകെ ഉള്ളത് ഇ ഇസെഡ്. ഇ ഇസെഡ് ഇസ് മൈനസ് ഡി വി ബൈ ഡി ഇസെഡ്. സോ മൈനസ് ഡി ബൈ ഡി ഇസെഡ് ഓഫ് 6 Z squared. So minus 6 into differentiation of Z squared 2Z. ഇനി we have to find out the electric field at 2 minus 1 3 എന്ന് പറഞ്ഞാൽ x is equal to 2, പക്ഷേ x ഇല്ല, y is equal to minus 1 and z is equal to 3 എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ z മാത്രമേ ഉള്ളൂ. സോ is equal to minus 12 into 3, അതായത് minus 36. മൈനസ് 36 അത്രയും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വോൾട്ട് പെർ മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ കൂളം. സോ ആൻസർ മൈനസ് 36, ചോയ്സ് 3. ഓൾറൈറ്റ്, ഇവിടെ ഇസെഡ് മാത്രമേ ഉള്ളൂ. സോ ഈ ഇസെഡ് ഇസ് മൈനസ് ഡി വി ബൈ ഡി ഇസെഡ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. വർക്ക് ഡൺ in moving an alpha particle between 2 points having a potential difference of 25 volt. Work done to move a charge into difference in potential. Q into V2 minus V1. V2 final position, V1 initial position. ഇവിടെ difference in potential straight away delta V 25 volt എന്ന് തന്നിട്ടുണ്ട്. ചാർജ് എന്ന് പറയുന്നത്
charge of alpha particle. Alpha particle is similar to helium nucleus, so by 2He4. That means charge 2 protons, 2e. So charge Q എന്ന് പറയുന്നത് 2e ആണ്, പോസിറ്റീവ് ആണ്. So because alpha particle plus ആണ്, so plus 2 into 1.6 into 10 raised to minus 19 കൂളം. ഇതാണ് ചാർജ്. ആൻഡ് PD 25 volt, delta V 25 volt. Delta V 25 volt. So work done will be, W will be charge 3.2 2e. So 3.2 into 10 raised to minus 19, that is Q into 25. Okay, 25. So 25 2s are 50, carry 5, 75, 80 into 10 raised to minus 19 joules. അതായത് 8 into 10 raised to minus 18 joules. So choice 1. 8 into 10 raised to minus 18 joules. Clear ആയല്ലോ? Work done, charge into difference in potential. Q into V final minus V initial. പക്ഷേ ഇവിടെ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ നേരെ തന്നിട്ടുണ്ട്, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A bird in air looks at a fish vertically below it. അപ്പോൾ ഇവിടെ ഇത് എയർ ആണ്, ഇത് വെള്ളമാണ്. So bird is here, fish is here. X is the height of the bird above the surface of water. അപ്പോൾ ഇതാണ് X, height of the bird. And Y is the depth of the fish. ഇവിടെയാണ്, ഇത് വാട്ടർ. ഇനി refractive index of water with respect to air mu തന്നിട്ടുണ്ട്. Refractive index of water is given as mu. Then the distance of the fish as observed by the bird, that means bird and observer. Bird observer, that means bird is going to see the image of the fish. Fish is in the denser medium. So image of fish എവിടെ? Image of fish എന്ന് പറയുമ്പോൾ object in denser medium എന്ന് പറയുമ്പോഴത്തേക്ക് the image will be raised. So the image will be at f dash. So image of fish at f dash. And that depth, that distance, ഇത് d എന്ന് ഞാൻ വിളിച്ചാൽ എന്താണ്? D is equal to y divided by refractive index mu. Right? Object in denser medium, image appears to be raised, and the depth of the image is object distance divided by refractive index of the denser medium with respect to rarer medium. So the bird is seeing f dash. അപ്പോൾ b f dash എന്തോ ആണ്. b f dash എന്ന് പറയുമ്പോൾ x plus d, അതായത് x plus y divided by mu. X plus y divided by mu, choice 2. Alright? ഇതേ ക്വസ്റ്റ്യൻ ഫിഷ് ബേർഡിനെ നോക്കുകയാണെങ്കിൽ, ബേർഡിൻ്റെ ഇമേജ്, ബേർഡ് ഇസ് ഇൻ ദ റെയറർ മീഡിയം, ഇമേജ് ഓഫ് ദ ബേർഡ് വിൽ ബി അറ്റ് എ ഡിസ്റ്റൻസ് ഫർദർ അവേ. സോ ദാറ്റ് വിൽ ബി mu x വരും. ഇമേജ് ഓഫ് ദ ബേർഡ് ഇവിടെ b ഡാഷ് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫിഷ് ബേർഡിനെ നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് വുഡ് ബി y പ്ലസ് mu x എന്ന് വന്നത്. രണ്ട് വിധത്തിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സോ ഇവിടെ ഇപ്പം x plus y divided by mu. X plus y divided by mu. Choice 2. Alright. അടുത്ത question. A ray of light travels from an optically denser to a rarer medium. So either denser medium, either rarer medium. Light is traveling from denser to rarer, critical angle condition. So either normal, angle of incidence in the denser medium C, angle of refraction 90 degree. This angle of incidence. If the angle of incidence is greater than critical angle, total internal reflection will take place. Appa further refraction illa. Maximum possible deviation. Angle of deviation is
angle of refraction minus angle of incidence. Here it's r minus I അല്ലെങ്കിൽ I minus r. Here r more than I and r minus I. Maximum angle of deviation will happen when r is maximum. Maximum value of angle of refraction is here 90 degree. കാരണം ഇതിനെക്കാട്ടിയും കൂടിയ പിന്നെ റിഫ്രാക്ഷൻ അല്ല ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ മാക്സിമം ഡീവിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കണ്ടീഷനിലാണ്, TIR എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനിലാണ്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രിയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളും ആണ്. സോ ഇറ്റ് ഈസ് 90 മൈനസ് സി. ആ 90 മൈനസ് സി ആണ്. വാട്ട് ഇസ് 90? π/2 മൈനസ് സി എന്ന് എഴുതിയിരിക്കണം. π/2 is 90 degree. So that is π/2 minus c, which is 90 minus c, maximum possible deviation. Because any angle of incidence kudiya, the ray will get reflected back into the denser medium. Alright? Appo ivide choice 1. Okay? Adutha question. 10. Conceptual. The sun appears to be slightly flat ആയിട്ട് ഇങ്ങനെ ചപ്പിയിരിക്കും. ഈ റൗണ്ടാണ്, അത് കുറച്ച് ചപ്പിയിരിക്കും. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഇഫക്ട്സ്. സോ ദാറ്റ്സ് ബിക്കോസ് ഓഫ് റിഫ്രാക്ഷൻ. ചോയ്സ് 1. ഓക്കെ. അടുത്തത് 11. The lens shown in figure is made of 2 different material. 2 different material. അപ്പോൾ ലെൻസ് ഇവിടെ സാധാരണ ഇത് ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആയിരിക്കും. അപ്പോൾ ഒരു ഓബ്ജക്റ്റ് ആണെങ്കിൽ അതിന് ഒരു ഇമേജേ കാണും, ബിക്കോസ് ഒരു മെറ്റീരിയലേ ഉള്ളൂ. 2 ഡിഫറെൻറ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ആണ്, μ1 ആൻഡ് μ2. അപ്പോൾ 2 തരം ബെൻഡിങ് ഉണ്ടാവും. ഒരേ ഇൻസിഡൻറ്റ് റേ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1 കാരണം ഒരു റേ വിൽ ബെൻഡ്, μ2 കാരണം വേറൊരു ബെൻഡിങ് ഉണ്ടാവും. അതുകൊണ്ട് 2 ഇമേജസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ മാറി മാറിയൊക്കെ കണക്ട് ചെയ്ത അതൊന്നും നോക്കണ്ട. ഇതൊരു മെറ്റീരിയലായിട്ട് കണക്ട് ചെയ്തു, പിന്നെ ഒരു മെറ്റീരിയൽ, പിന്നെ ആദ്യത്തെ മെറ്റീരിയൽ, അത് നോക്കണ്ട. എത്ര മെറ്റീരിയൽ ഉണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ 2 മെറ്റീരിയലേ ഉള്ളൂ. അപ്പോൾ 2 ഡിഫറെൻറ്റ് മെറ്റീരിയൽസിന് 2 ഡിഫറെൻറ്റ് ഇമേജസ് ഉണ്ടാവും. സോ ഹൗ മെനി ഇമേജസ് ഓഫ് ദി ഓബ്ജെക്ട് വിത്ത് എ ലെൻസ് ഫോം 2 ഇമേജസ്, ബിക്കോസ് ഇറ്റ് ഈസ് 2 ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ഓൾറൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ടെലസ്കോപ്പാണ്, astronomical telescope. Astronomical telescope, object at infinity, image at infinity. So object at infinity, image at infinity എന്ന് പറയുമ്പോൾ ഇത് ഒബ്ജക്റ്റ്, ഇവിടെ ഐ പീസ്. Object at infinity എന്ന് പറയുമ്പോൾ ray will be parallel to the principal axis. So the ray will be parallel. Object at infinity, ray is parallel to the principal axis. After refraction converges at the focus of the objective, and focus of the objective in the eyepiece il varumbo object at focus, image will be formed at infinity. So final image also will be at infinity. Object at focus, final image at infinity. Idana astronomical telescope. Appo idu FO, the eyepiece inde focus ivide thanne aayirikkum. Appo idu FE. So length of the telescope എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ലെൻസസ് ആണ്, വിച്ച് ഇസ് FO പ്ലസ് FE. ഈ അറേഞ്ച്മെൻ്റ് ആണ് നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നോർമൽ അഡ്ജസ്റ്റ്മെൻറ്റിന് മാഗ്നിഫൈങ് പവറിൻ്റെ മാഗ്നിറ്റ്യൂഡ് FO/FE. നിങ്ങൾ ഫോർമുല -FO/FE എന്ന് പഠിച്ചു കാണും. മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് വിത്ത് റെസ്പെക്ട് ടു ദി ഒറിജിനൽ ഓബ്ജെക്റ്റ്. സോ ദ ഇമേജ് ഇസ് റിയൽ. അപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡ് മതി. അപ്പോൾ M is FO/FE ആൻഡ് ലെങ്ത് ഇസ് FO പ്ലസ് FE. So ഇവിടെ length of the telescope is 100 centimeter. അപ്പോൾ FO plus FE is 100 and magnification is 19. FO/FE is 19. That means FO is equal to 19 FE. അപ്പോൾ FO plus FE 100 FO 19 FE. So you have FO plus FE is equal to 100. FO എന്ന് പറയുന്നത് 19 FE. അപ്പോൾ 19 FE plus FE 20 FE ആണ് 100. So FE becomes 5 centimeter. FO എന്ന് പറയുമ്പോൾ 19 into 5. So that becomes 95 centimeter. അപ്പോൾ ഐ പീസ് 5 സെൻറ്റിമീറ്ററും ഒബ്ജക്റ്റ് 95 സെൻറ്റിമീറ്ററും. So the
ഒബ്ജക്റ്റീവ് ഐ പീസും തമ്മിലുള്ള അവരുടെ ഫോക്കൽ ലെങ്സ് FO 95 FE 5 cm. Okay, so FO 95 FE 5 cm, choice 4. All right. Next question 13. Identify the mismatch. മയോപ്യ. അപ്പോൾ ഏതാണ് തെറ്റ് കമ്പാരിസൺ? മിസ്മാച്ച് എന്ന് പറയുമ്പോൾ ഏതാണ് തെറ്റ് കമ്പാരിസൺ? മയോപ്യ എന്ന് പറയുമ്പോൾ ഷോർട്ട് സൈറ്റാണ്. ഷോർട്ട് സൈറ്റിൽ യൂസ് ചെയ്യുന്ന കണ്ണാടി കോൺകേവ് ലെൻസാണ്. ഷോർട്ട് സൈറ്റ് എന്ന് പറയുമ്പോൾ അടുത്ത് കാണാം, ദൂരെ കാണാൻ പറ്റില്ല. സോ ഒരു യു ക്യാൻ സീ നിയർ ഷോർട്ട്, യു ക്യാൻ സീ നിയർ, ദാറ്റ് മീൻസ് ദ നിയർ പോയിൻറ്റ് 25 cm, far point is less than infinity. So you use a concave lens to rectify your image. Alle? So that's correct. Rear view mirror of vehicles endana use cheyana? Convex mirror aanu. Convex mirror. So object placed, that is the object coming behind the vehicle. നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വരുന്ന വെഹിക്കിളിൻ്റെ ഇമേജ് കോൺവെക്സ് മിററിൽ കാണുമ്പോൾ ദി ഇമേജ് ഇസ് ഫോംഡ് വിതിൻ ദ ഫോക്കസ്. അപ്പോൾ ഒരു ഡിമിനിഷ്ഡ് ഇറക്റ്റ് ഇമേജ് ഇസ് ഫോംഡ് ക്ലോസ് ബിഹൈൻഡ് ദ മിറർ. സോ ദാറ്റ് ഇസ് എ കോൺവെക്സ് മിറർ. അപ്പോൾ 2 മിസ്മാച്ച് ആണ്. 2 ഷുഡ് ഹാവ് ബീൻ കോൺവെക്സ് മിറർ. ഹൈപ്പർ മെട്രോപ്പിയ ലോങ് സൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ദൂരെ കാണാം, അടുത്ത് കണ്ടുകൂടാം. അപ്പം നിയർ പോയിൻ്റ് മോർ ദാൻ 25 cm ആണ്. അതിനെ റെമഡി ചെയ്യാൻ കോൺവെക്സ് ലെൻസാണ് യൂസ് ചെയ്യണം. ആസ്റ്റിഗ്മാറ്റിസം, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ അൺഈക്വൽ കർവച്ചർ ഓഫ് ദി ഐലൻഡ്സ്. അപ്പോൾ അതിന് യൂസ് ചെയ്യണം സിലിണ്ട്രിക്കൽ ലെൻസ്. അപ്പോൾ അതെല്ലാം ശരിയാണ്. അപ്പോൾ നമ്പർ 2ൻ്റെ ആൻസർ റിയർ വ്യൂവിന് കോൺവെക്സ് മിററാണ് യൂസ് ചെയ്യേണ്ടത്. സോ അതാണ് മിസ്മാച്ച്. ഓൾ റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A galvanometer, conversion of galvanometer to ammeter ആണ് 1 ampere. അപ്പോൾ ആ ഗാൽവനോമീറ്ററിൻ്റെ resistance of galvanometer 20 ohm. Shows a deflection of 10 divisions when a current of 1 mA. So current 1 mA ആവുമ്പോൾ ആ ഗാൽവനോമീറ്ററിൻ്റെ സ്കെയിലിൽ എത്ര 10 ഡിവിഷനാണ്. അപ്പോൾ 10 ഡിവിഷനിലാണ്, 10 ഡിവിഷൻ ആകുമ്പോൾ കറണ്ട് 1 ആംപെയർ ആണ്. ദെൻ ഇഫ് എ ഷണ്ട് ഓഫ് 4 ohm is connected and there are 50 divisions on the scale. അപ്പോൾ 10 ഡിവിഷന് 1 ആംപെയർ, അപ്പോൾ 50 ഡിവിഷന് 5 ആംപെയർ. That means the maximum current in the galvanometer is 5 mA. മാക്സിമം കറണ്ട് ഇൻ ദ ഗാൽവനോമീറ്റർ. ഇനി ഷണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഷണ്ട് റെസിസ്റ്റൻസ് 4 ohm ആണ്. അപ്പോൾ അമീറ്റർ റേഞ്ച് ഓഫ് ദ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഷണ്ട് കണക്റ്റഡ് ഇൻ പാരലൽ ടു ദ ഗാൽവനോമീറ്ററും എ ലോ റെസിസ്റ്റൻസ് കോൾ ദ ഷണ്ടും കണക്റ്റഡ് ഇൻ പാരലൽ. ഈ കോമ്പിനേഷനാണ് അമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് IG, ഇത് IS. റേഞ്ച് ഓഫ് ദ ഗാൽവനോമീറ്റർ ചോദിച്ചാൽ ഈ ഷണ്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന് I വരെ മെഷർ ചെയ്യാൻ പറ്റും. I എത്ര എന്നാണ്. അപ്പോൾ IG 5 mA ആണ്. IS കണ്ടുപിടിച്ചാൽ I എന്ന് പറയുന്നത് IG + IS. അപ്പോൾ IS കണ്ടുപിടിക്കാൻ ഗാൽവനോമീറ്ററും ഷണ്ടും പാരലലിലാണ്. അപ്പോൾ പാരലലിൽ PD കോമൺ. അപ്പോൾ IG × G is equal to IS × S. അപ്പോൾ IS എന്ന് പറയുന്നത് IG multiplied by G divided by S. IG എത്ര 5 mA. So 5 mA multiplied by galvanometer resistance 20 ohm divided by ഷണ്ടിൻ്റെ resistance 4. അപ്പോൾ 4 5 അപ്പോൾ എന്താ വന്നു 25 mA. ഇതാണ് IS. അപ്പോൾ I എന്താണ്? വാട്ട് ഇസ് I? I is equal to IG + IS. അപ്പോൾ അമീറ്ററിന് ഇത്രയും കറണ്ട് മെഷർ ചെയ്യാൻ പറ്റും, IG + IS. So IG എന്ന് പറയുന്നത് 5 + 25. So the ammeter can measure 30 mA. The range of the galvanometer means now that galvanometer is converted to ammeter, it can measure a maximum of 30 mA. നേരത്തെ അതിന് 5 mA മെഷർ ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പോൾ 30 mA. That is full scale deflection. So answer is choice 4. Okay, conversion of galvanometer to ammeter. Next question. Power factor of LCR circuit at resonance. Power factor എന്ന് പറയുമ്പോൾ cos phi ആണ്.
phi is the phase difference between voltage and current. Power factor basic formula R by Z. Clear? Resonance ആകുമ്പോൾ XL is equal to XC. Z LCR എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ എന്താണ്, റൂട്ട് ഓഫ് R squared plus X squared. X stands for XLും XCയും തമ്മിൽ കുറയ്ക്കുന്നത്. അപ്പോൾ റെസൊണൻസ് ആകുമ്പോൾ XL മൈനസ് XC 0. അതുകൊണ്ട് റെസൊണൻസിൽ Z LCR becomes equal to R. So Z is equal to R. So cos phi becomes R by R, that's equal to 1. നേരിട്ട് ആൻസർ അറിയാമെങ്കിൽ എഴുതാം. At resonance power factor is unity എന്നും പറയും. Power factor is cos phi. Power factor is unity at resonance because Z is equal to R. XLC becomes equal to 0 because XL is equal to XC. Next question. അപ്പോൾ ഇവിടെ answer is choice 4. Next one. A capacitor, capacitance 1 by pi mu f microfarad എന്ന് പറയുമ്പോൾ into 10 raised to minus 6 farad. Is connected in an AC circuit, frequency 50. അപ്പോൾ omega is 2 pi f. അപ്പോൾ 2 pi into 50 അതായത് 100 pi. Capacitative reactance XC. XCയുടെ ഫോർമുല 1 by C omega. So 1 by C എന്ന് പറയുന്നത് 10 raised to minus 6 by pi molipom. 1 by C omega. Omega താഴെയാണ് 100 pi. So pi and pi cancels. You get 1 divided by 10 raised to minus 4. That is 10 raised to plus 4. So 10 raised to plus 4 ohm. Choice 4. സൂക്ഷിച്ചോണം ഈ 1 by pi എന്നൊക്കെ പറയുമ്പോൾ XC is 1 by C omega. സിംപ്ലിഫൈ ചെയ്യണം, സൂക്ഷിച്ച് ചെയ്യണം. ആൻഡ് ഓൾ ദ XC ആയാലും XL ആയാലും R ആയാലും എല്ലാ യൂണിറ്റും ഓംസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എഡി കറൻസ്. എഡി കറൻസ് എന്താണ്? ഒരു പീസ് ഓഫ് മെറ്റൽ ഇൻ എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിൽ വയ്ക്കുമ്പോൾ കറണ്ട് ഇസ് ഫ്ലോയിങ് അലോങ് ദാറ്റ് സർഫസ് ഓഫ് ദ മെറ്റൽ ഇൻ ഡിഫറെൻറ്റ് ക്ലോസ് പാത്ത്സ്. അപ്പോൾ അത് ഡാമ്പിങ് ഗാൽവനോമീറ്ററിൻ്റെ ഓസിലേഷൻ കുറയ്ക്കും. ദാറ്റ് ഇസ് ഇറ്റ് പ്രൊഡ്യൂസസ് റെസിസ്റ്റൻസ്, ഹീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ദർ ഇസ് ഡിസിപ്പേഷൻ ഓഫ് എനർജി, പക്ഷേ സ്പാർക്കിംഗ് ഉണ്ടാവില്ല. സ്പാർക്കിംഗ് ഇല്ല. സോ ഡു നോട്ട് കോസ് സ്പാർക്കിംഗ്. ബാക്കിയെല്ലാം അതുണ്ടാക്കും. ഡാമ്പിംഗ് എന്ന് പറയുമ്പോൾ ഓസിലേഷൻസ് ഓഫ് ദ ഗാൽവനോമീറ്റർ ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ. ഇറ്റ്സ് ലൈക്ക് ഫ്രിക്ഷൻ പോലെ എഡി കറൻസ്. അപ്പോൾ ഹീറ്റിംഗ്, വേസ്റ്റേജ് ഓഫ് എനർജി ഉണ്ടാവും, ലോസ് ഓഫ് എനർജി ഉണ്ടാവും. സ്പാർക്കിംഗ് മാത്രം അത് ഉണ്ടാക്കില്ല. നെക്സ്റ്റ് വൺ, 2 coils A and B. സോ കോയിൽ എ ഇങ്ങനെ കാണിച്ചു, അതിൽ കൂടെ ഒരു കറണ്ട് പോകണുണ്ട്. ആൻഡ് കോയിൽ ബി ഇങ്ങനെ കാണിച്ചു. ദാറ്റ് മീൻസ് കോയിൽ എൻ്റെ ഏരിയ ഇങ്ങനെയാണെങ്കിൽ കോയിൽ ബിയുടെ ഏരിയ ഇങ്ങനെയാണ്, താഴോട്ടോ മുകളിലോട്ടോ ഏരിയ. ഇനി if this current is suddenly there is change in current. So formula ഇത് number 1, ഇത് number 2 ആണെങ്കിൽ EMF induced in 2 is because of M into di by dt in 1. അല്ലേ? M mutual inductance between the two coils. M ൻ്റെ general formula K into root L1 L2. ഇനി K maximum value 1. K is equal to 1 എപ്പോൾ രണ്ട് കോയിൽസും ഒരേപോലെ, ദാറ്റ് മീൻസ് ആക്സിസ് സെയിം. സോ ദാറ്റ് മീൻസ് ഇതാണ് K1. K0 എപ്പോൾ വരും? ഒരു കോയിൽ ഇങ്ങനെയും മറ്റേ കോയിൽ ഇങ്ങനെ. ദാറ്റ് ഈസ് രണ്ടിൻ്റെയും വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, വെക്റ്റർ എ. അതാണ് ഈ കേസ്. അപ്പോൾ ഇവിടെ M0 ആണ്. M0 ആൻഡ് EMF ഇൻഡ്യൂസ് വിൽ ബി 0. So the EMF induced in the second coil 0 എന്ന് പറയുമ്പോൾ current induced in the second coil also becomes 0. അപ്പോൾ ഇത് K is equal to 1, ഇത് K is equal to 0. പിന്നെ അല്ലാതെ ഇപ്പോൾ ഈ ആദ്യത്തെ കോയിൽ ഇങ്ങനെ മറ്റേ കോയിൽ ഇങ്ങനെ എങ്കിൽ K is greater than 0 and less than 1. K is the coefficient of coupling. M is equal to K root L1 L2. അപ്പോൾ ഈ കണക്കിൽ K0 മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇല്ല തമ്മിൽ. അതുകൊണ്ട് നോ EMF വിൽ ബി ഇൻഡ്യൂസ് ഇൻ ദ സെക്കൻഡ് കോയിൽ.
EMF induced in the second coil 0 എന്ന് പറയുമ്പോൾ current induced in the second coil also is 0. So current induced in B is 0. Choice 3. Alright. Next one. A current carrying wire. A conductor carrying current produces only magnetic field. When a current flows through a wire, net charge is 0. Charge is 0. Okay. Appo no electric field, only current carrying wire produces only a magnetic field around it. And strength of the magnetic field is given from Biot and Savart's law, different formula namakkariyam. So it produces only magnetic field. No electric field is produced by a current carrying wire. Next one. A length of wire carries a steady current. It is bent first to form a circular plane loop of one turn. Upon that L that is made into a circle എന്ന് പറയുമ്പോൾ 2 pi r 2 pi r1 എന്ന് വിളിക്കാം. അതേ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ബി. അപ്പോൾ ബി എന്ന് പറയുന്ന mu 0 I divided by 2r1. ഇനി ഇതാണ് ബി. The same length is now bent more sharply to give a double loop. അപ്പോൾ സെയിം എൽ നമ്മൾ നേരത്തെ 2 pi r1 എന്ന് പറഞ്ഞത് ഇപ്പം ഡബിൾ ലൂപ്പ്. അപ്പോൾ രണ്ട് ലൂപ്പ് ഉണ്ടായി. അപ്പോൾ 2 into 2 pi r2 എന്ന് പറഞ്ഞാൽ r1 is equal to 2r2 അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഫീൽഡ് എന്ന് പറയുമ്പോൾ അതേ കറണ്ടാണ് mu 0 I ബൈ ഇവിടെ എൻ ഐ രണ്ട് ലൂപ്പാണല്ലോ. അപ്പോൾ mu 0 എൻ ഐ ഡിവൈഡഡ് ബൈ 2r2 ആണ്. ഇതാണ് അതിൻ്റെ തിയറി. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ ദാറ്റ് ഈസ് ഫ്രം ഹിയർ 2 pi r1 is equal to 2 pi r2, r1 r2 തമ്മിലുള്ള ബന്ധം കിട്ടി. And if you find out b2 divided by b1, it simplifies to n2 by n1 the whole square. Where നമ്മുടെ കണക്കിൽ n2 is equal to 2 ടേൺ and n1 is equal to 1 ടേൺ. ഞാൻ അതിൻ്റെ കൺസെപ്റ്റ് ആദ്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനത്തെ കണക്ക് വരുമ്പോൾ പഠിച്ചു വെക്കണം. എന്താണ്? The same length of wire ആണ്. Length of the wire same ആണ്. That is first made into a coil of n1 turns. So L will be n1 into 2 pi r1, and that same wire is made into a coil of n2 turns. So n2 into 2 pi r2. So in other words n1 r1 is equal to n2 r2. അങ്ങനെ ആറും എന്നും തമ്മിലുള്ള ബന്ധം കാണും. ബിൻ്റെ ജനറൽ ഫോർമുല mu 0 ni by 2r. കറണ്ട് സെയിം ആണ്. അപ്പോൾ b1 by b2 എടുക്കുമ്പോൾ b1 by b ഇവിടെ b2 by v1 is n2 by n1 the whole square, or b proportional to n square. ഈ കേസിൽ അല്ലെങ്കിൽ b is mu 0 ni by 2r ഉള്ളൂ. ഈ കേസിൽ b proportional to n square അല്ലെങ്കിൽ b proportional to 1 by r square, because n1 by n2 എന്ന് പറയുന്നത് r2 by r1. ഓക്കെ. അപ്പോൾ ബി പ്രപ്പോർഷണൽ ടു എൻ സ്ക്വയർ. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. പക്ഷേ ഫോർമുലയായിട്ട് ഓർക്കണമാണ് ബുദ്ധി. ഇത് എപ്പോഴും വരുന്ന ടൈപ്പാണ്. കറണ്ട് സെയിം ആണെങ്കിൽ, കറണ്ട് വേറെ ആണെങ്കിൽ b1 by b2 b2 by b1 will be n2 by n1 the whole square into i2 by i1 എന്ന് വരും. സോ ഇവിടെ സെക്കൻഡ് കേസ് b2 by b1 will be n2 divided by n1 the whole square. രണ്ടാമത്തെ കേസിൽ 2 ടേൺ, ആദ്യത്തെ കേസിൽ 1 ടേൺ, ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. സോ b2 is equal to 4b1. സോ ചോയ്സ് 3. ഈ റിസൾട്ട് ഓർത്ത് വയ്ക്കണം. എങ്ങനെ വന്നു എന്നൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഈ കേസിൽ എന്നും ആറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. സെയിം കറണ്ട് ഡിഫറെൻ്റ് ആണെങ്കിൽ ബി ഇസ് ഓൾസോ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ കറണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 21. Two particles x and y equal charges. അപ്പോൾ ചാർജ് സെയിം ആണ്. ആക്സിലറേറ്റഡ് ത്രൂ ദ സെയിം പി ഡി വിയും സെയിം ആണ് രണ്ടുപേർക്ക്. Enter a region of uniform magnetic field and describe circular path. That means the charge is moving with a velocity, and when it's entering the magnetic field, the velocity is perpendicular to the യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോഴല്ലേ സർക്കുലർ പാത്ത് ആയിട്ട് പോകും.
So നമുക്ക് ബേസിക് ഐഡിയ അറിയാമല്ലോ, QVB is converted to mv squared by r or r is equal to mv by qb. ഈ r is equal to mv by qb എന്ന് ഓർത്ത് വെച്ചോണം. ഇവിടെ I want to connect it with potential difference. mv എന്ന് പറഞ്ഞാൽ മൊമെൻറ്റമാണ്, മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും. അപ്പോൾ ഇത് p by qb. p എന്ന് പറയുന്നത് മൊമെൻറ്റവും കൈനറ്റിക് എനർജി is equal to p squared by 2m. ഞാൻ എന്തൊക്കെ ഫോർമുല ഇതിൽ അറിയണം എന്നാണ് എഴുതണം, എങ്ങനെ കണക്ട് ചെയ്യണമെന്ന്. സോ ഇതിൽ നിന്ന് r is mv by qb. mv മൊമെൻറ്റമാണ്, p എന്ന് പറയുന്നത് √2m കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ qb. ഇനി ചാർജ് പാർട്ടിക്കിൾ കൈനറ്റിക് എനർജിയും ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യലും ആണെങ്കിൽ qv ആണ് വർക്ക് ഡൺ, വിച്ച് ഇസ് ദ increase in kinetic energy. So ke is qv. So that simplifies to √2m qv divided by qb. അല്ലെങ്കിൽ നേരിട്ട് ഫോർമുല അറിയാമെന്നുള്ളവർ നേരിട്ട് എഴുതിക്കോളൂ. 1/b √2mv divided by q. ഇതൊക്കെയാണ് ഫോർമുല നമ്മൾ അറിയേണ്ടത്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു കേസ് വരാറുണ്ട്. എങ്ങനെ വന്നു എന്ന് എഴുതി, ഇഫ് യു ഡയറക്റ്റ്ലി നോ ദ ഫോർമുല അത് മതി. ഇതിലേതെങ്കിലും മൊമെൻറ്റം കോൺസ്റ്റൻറ്റോ, മാസ് സെയിം എന്നോ, വി സെയിം എന്നോ, കൈനറ്റിക് എനർജി സെയിം, അല്ലെങ്കിൽ ഇവിടെ ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ സെയിം. അപ്പോൾ നമുക്കിവിടെ വേണ്ടത്, ഇറ്റ്സ് എ ഫോർമുല വെയർ r is equal to 1/b √2mv divided by q. അതിൽ what all is same here? ചാർജ് സെയിം, PD സെയിം, ക്യൂവും വിയും സെയിം. അപ്പോൾ ക്യൂ വി പിന്നെ മാഗ്നറ്റിക് ഫീൽഡും കോൺസ്റ്റൻ്റ് ആണ്. ക്യൂ വി ബി സെയിം എന്ന് പറയുമ്പോൾ r പ്രപ്പോർഷണൽ ടു √m or r² പ്രപ്പോർഷണൽ ടു m. r² പ്രപ്പോർഷണൽ ടു m. സോ mx by my, mx ഡിവൈഡഡ് ബൈ my എന്ന് പറയുമ്പോൾ rx by ry the whole square. rx by ry the whole square. ഇവിടെ rx ആണ് r1, രണ്ടാമത്തെ r2. സോ r1 by r2 the whole square. ഇതാണ് mx by my. സോ ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് x to y എന്ന് പറയുമ്പോൾ r1 by r2 the whole square. ചോയ്സ് 3. ക്ലിയർ? ഇതതിൻ്റെ വേരിയസ് ഫോർമുലയാണ്. നേരിട്ട് ഫോർമുല ഓർക്കണമെങ്കിൽ അത് തന്നെ എഴുതാം. ഡൗട്ട് ഉള്ളവർക്ക് ഇത് ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഇവിടെ വരാം. മൊമെൻറ്റം, കൈനറ്റിക് എനർജി, മാസ്, വെലോസിറ്റി, ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് വൺ 22. ഇവിടെയും അതേ ഐഡിയ ആണ്. പ്രോട്ടോൺ, ന്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ, സെയിം കൈനറ്റിക് എനർജി. Enter uniform magnetic field moving at right angles. നമ്മൾ നേരത്തെ എഴുതിയല്ലോ, r is equal to mv by qb. mv എന്ന് പറയുന്ന മൊമെൻറ്റം, അപ്പോൾ √2m കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ qb. ഇവിടെ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ സെയിം കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ പ്രപ്പോർഷണൽ ടു, ഇവിടെ ചാർജ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ 2 കോൺസ്റ്റൻറ്റ്, കൈനറ്റിക് എനർജി കോൺസ്റ്റൻറ്റ്, ബി കോൺസ്റ്റൻറ്റ്. അപ്പോൾ √m ഡിവൈഡഡ് ബൈ q. √m ഡിവൈഡഡ് ബൈ q. സോ r പ്രപ്പോർഷണൽ ടു √m ബൈ q. ആരൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ ഓരോരുത്തരുടെ മാസും ചാർജും നമുക്ക് നോക്കാം. പ്രോട്ടോണിൻ്റെ മാസ് അഥവാ 1 ചാർജ് 1 എന്ന് എടുത്താൽ, ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു പ്രോട്ടോൺ, മാസ് 1 ചാർജ് 1 എന്ന് എടുത്താൽ, ഡ്യൂട്രോൺ എന്ന് പറയുമ്പോൾ 1h2 ആണ്. അപ്പോൾ അതിൻ്റെ ചാർജ് 1ഉം മാസ് 2ഉം. പിന്നെ ആൽഫ പാർട്ടിക്കിൾ 2he4. സോ അതിൻ്റെ മാസ് 4ഉം ചാർജ് 2. സോ വി വോണ്ട് ദ റേഷ്യോ ഓഫ് ദ റേഡിയൈ. സോ ആ ഓർഡറിൽ r proton is to r deuteron is to r alpha particle. √m by q. അപ്പോൾ പറയൂ, എമ്മും ക്യൂവും നമ്മൾ എഴുതി. അപ്പോൾ √1 ഡിവൈഡഡ് ബൈ 1 is to deuteron, മാസ് 2. √2 is to 1 is to alpha particleൻ്റെ മാസ് 4. √4 and charge 2. Okay. So 1 is to √2 is to √4 2. 2 by 2 1.
So 1 is to root 2 is to 1. It's a very important type. Kinetic energy or accelerating potential or speed or mass or same. ഏതെങ്കിലും ഒന്ന് വന്നിട്ട് റേഷ്യോ ഓഫ് റേഡിയായി കാണാൻ പറയാം, അല്ലെങ്കിൽ ഒരു റേഡിയസ് തന്നിട്ട് വേറെ റേഡിയസ് കാണാൻ പറയാം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം. അപ്പോൾ ഇവിടെ 1 is to root 2 is to 1, ചോയ്സ് 1. Question clear? അടുത്ത ക്വസ്റ്റ്യൻ 23. Ferromagnetic core of electromagnets. ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് മാഗ്നറ്റ് ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാത്രമേ അത് മാഗ്നറ്റ് ഉള്ളൂ. അതുകൊണ്ട് അത് എളുപ്പത്തിൽ ഈസിലി ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റണം. മാഗ്നറ്റ് ആയിരിക്കുമ്പോൾ സ്ട്രോങ് ആയിരിക്കണം, പക്ഷേ ഇറ്റ് ഷുഡ് ബി ഈസിലി ഡീമാഗ്നറ്റൈസ്ഡ്. അപ്പോൾ അതുകൊണ്ട് സ്ട്രോങ് മാഗ്നറ്റ് ആവുമെന്ന് പറയുമ്പോൾ അതിന് ഹൈ പെർമിയബിലിറ്റി ആയിരിക്കണം, മ്യൂ ഹൈ ആയിരിക്കണം. ഈസിലി ഡീമാഗ്നറ്റൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിസ്റ്ററിസിസ് ലൂപ്പ് എടുത്താൽ എച്ചും ബിയും ഗ്രാഫ് വരച്ചാൽ ഇതല്ലേ ഷേപ്പ് ഓഫ് ഹിസ്റ്ററിസിസ് ലൂപ്പ്, അതിൻ്റെ റിറ്റൻറ്റിവിറ്റി ഹൈ പെർമിയബിലിറ്റിയും ലോ റിറ്റൻറ്റിവിറ്റി. സോ ഫെറോ മാഗ്നറ്റ്, സോ അതിന് എളുപ്പത്തിൽ ഈ കോഴ്സിവിറ്റിയും ലോ ആയിരിക്കണം, പക്ഷേ ഇവിടെ കോഴ്സിവിറ്റി പറഞ്ഞിട്ടില്ല, റിറ്റൻറ്റിവിറ്റി. ഇതാണ് റിറ്റൻറ്റിവിറ്റി. OA is retentivity of the specimen and OC is the coercivity. ഇതാണ് റിറ്റൻറ്റിവിറ്റി, ഇതാണ് കോഴ്സിവിറ്റി. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് ആയിരിക്കുമ്പോൾ അത് സ്ട്രോങ് മാഗ്നറ്റ് ആയിരിക്കണം, എളുപ്പത്തിൽ മാഗ്നറ്റൈസ് ചെയ്തു. പക്ഷേ അതുപോലെ അതിനെ പെട്ടെന്ന് ഡീമാഗ്നറ്റൈസ് ചെയ്യാനും പറ്റും. ഇറ്റ് ഷുഡ് ബി ഈസിലി ഡീമാഗ്നറ്റൈസ്ഡ്. അപ്പം ഇറ്റ് ഷുഡ് നോട്ട് റീറ്റെയിൻ ഇറ്റ്സ് മാഗ്നറ്റിസം. എളുപ്പത്തിൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് പോകണം. അപ്പോൾ OA എന്ന് പറയുമ്പോൾ റിറ്റൻറ്റിവിറ്റിയാണ്, മാഗ്നറ്റിസം എത്ര റീറ്റെയിൻ ചെയ്യണു അത് ലോ ആയിരിക്കണം. പിന്നെ ഈസിലി ഡീമാഗ്നറ്റൈസ്. കോഴ്സിവിറ്റി ചോദിച്ചാൽ OCയും ലോ ആയിരിക്കും. ഇവിടെ കോഴ്സിവിറ്റി പറഞ്ഞിട്ടില്ല. OCയും ലോ ആയിരിക്കും, OAയും ലോ ആയിരിക്കും. ഓക്കെ, ലോ റിറ്റൻറ്റിവിറ്റിയും ഹൈ പെർമിയബിലിറ്റി ആയിരിക്കണം. All right. Next one, 24. Wave optics ആണ്. Two interfering beams, intensity ratio I1 by I2 9:4. Interference pattern will be maximum intensity and minimum intensity. So I maximum divided by I minimum എന്ന് പറയുമ്പോൾ root I1 plus root I2 divided by root I1 minus root I2 the whole squared. Formula I maximum divided by I minimum. അപ്പോൾ ഇവിടെ I1 9, I2 4 ആയിട്ട് എടുക്കാം. അപ്പോൾ root I1 എന്ന് പറയുമ്പോൾ 3, root I2 എന്ന് പറയുമ്പോൾ 4 root divided by 3 minus 2 the whole square. ഇത് സിമ്പിൾ ആണെങ്കിലും this is again an important question. So 5 by 1 squared, അപ്പോൾ 25:1. So 25 by 1, choice 1. All right. അടുത്ത question 25. Young's double slit experiment, width of the third fringe. അപ്പോൾ bandwidth 10⁻⁻² centimeter, width of the fifth fringe. Young's double slit experimental bright fringe ആയാലും dark fringe ആയാലും beta is the same. Beta bright ആയാലും beta dark ആയാലും all the fringes have the same width. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, ആൻസർ ഇപ്പോഴും 10⁻⁻² centimeters തന്നെയാണ്. ബാൻഡ്വിഡ്ത്ത് ഇസ് ദ സെയിം വെദർ ഇറ്റ് ഈസ് ബ്രൈറ്റ് ഓർ ഡാർക്ക്. ഏത് ഫ്രിഞ്ച് ആയാലും എല്ലാവർക്കും ഒരേ ബാൻഡ്വിഡ്ത്ത് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡിഫ്രാക്ഷൻ്റെ a slit of width A is illuminated by white light. അപ്പോൾ വൈറ്റ് ലൈറ്റിൽ വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. റെഡ് ലൈറ്റിൻ്റെ മിനിമ. അപ്പോൾ ഡിഫ്രാക്ഷനിൽ മിനിമയുടെ കണ്ടീഷൻ A sin theta is equal to n lambda, where n is equal to 1, 2, 3, etc. So ഇവിടെ ഫസ്റ്റ്
ഫസ്റ്റ് മിനിമം എന്ന് പറയുമ്പോൾ n is equal to 1. അപ്പോൾ a sin theta is equal to 1 lambda. തീറ്റ 30 ഡിഗ്രി ആണ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് സ്മോൾ. അപ്പോൾ സൈൻ തീറ്റാനെ എടുക്കും. തീറ്റ വെരി സ്മോൾ ആണെങ്കിൽ a തീറ്റ ഇസ് ഈക്വൽ ടു 1 ലാംഡ എന്ന് എഴുതിയാണ്. അപ്പോൾ a സൈൻ 30 ഇസ് ഈക്വൽ ടു ലാംഡ. ആങ്സ്ട്രോം യൂണിറ്റിന് മീറ്റ് ആൻസർ ആദ്യം നമുക്ക് മീറ്റർ ആക്കാം. ആങ്സ്ട്രോം യൂണിറ്റ് 10⁻⁻10. സൈൻ 30 1/2 എന്നറിയാം. അപ്പോൾ a is 2 × 6500 × 10⁻⁻10 മീറ്റേഴ്സ് ആണ്. അതായത് 2 × 65 എന്ന് പറയുമ്പോൾ 130 × 10⁻⁻8 മീറ്റേഴ്സ്. ഇനി മൈക്രോൺ എന്ന് പറയുന്നത് മൈക്രോമീറ്ററിനെയാണ് മൈക്രോൺ. അപ്പോൾ മൈക്രോൺ ആക്കണമെങ്കിൽ എന്ത് വേണം? മൈക്രോ എന്ന് പറയുമ്പോൾ മീറ്ററിന് മൈക്രോമീറ്റർ ആക്കണം. സോ മൾട്ടിപ്ലൈ ബൈ 10⁻+6 മീറ്ററിന് മൈക്രോമീറ്റർ ആക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ മൾട്ടിപ്ലൈ ബൈ +6 മൈക്രോമീറ്റർ. സോ ഇറ്റ് ഈസ് ഇവിടെ -8 + 6 -2 130 × 10⁻⁻2 എന്ന് പറയുമ്പോൾ ഇറ്റ് ബിക്കംസ് 1.3 മൈക്രോൺസ്. മൈക്രോമീറ്ററിന് മൈക്രോൺ എന്ന് പറയും. അപ്പോൾ 1.3 മൈക്രോൺ, 1.3 മ്യൂ. മില്ലിമീറ്റർ ആക്കണമായിരുന്നെങ്കിൽ മീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ മൾട്ടിപ്ലൈ ബൈ 10⁻+3. അപ്പോൾ ആൻസർ വരില്ലായിരുന്നു. അപ്പോൾ അടുത്തത് ആങ്സ്ട്രോം യൂണിറ്റ് ആണെങ്കിൽ അത് 1300 ആങ്സ്ട്രോം യൂണിറ്റ് വന്നേനെ. സെൻറ്റിമീറ്റർ ആണെങ്കിൽ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ മൾട്ടിപ്ലൈ ബൈ 100. അപ്പോൾ നൺ ഓഫ് ദോസ് ആൻസേഴ്സ് വിൽ ബി റൈറ്റ്. അപ്പോൾ മൈക്രോമീറ്റർ ആക്കുമ്പോഴാണ് ആൻസർ കിട്ടുന്നത്. സോ ചോയ്സ് 3. കൺവേർഷൻ ബി കെയർഫുൾ. നെക്സ്റ്റ് വൺ, photoelectric effect. Light of frequency 1.5 the threshold frequency is incident on a photocell. Basic formula h nu minus w. W ക്ക് പകരം h nu 0 is equal to kinetic energy max. Frequency half ചെയ്താ. അപ്പോൾ if the frequency becomes nu by 2, it then becomes 0.75 nu 0, 1.5/2. which is less than nu 0. Photoelectric effect can take place only if nu is greater than or equal to nu 0. അപ്പോൾ ഇവിടെ nu is less than nu 0. അതുകൊണ്ട് no photo emission. No photo emission ആകുമ്പോൾ പിന്നെ no kinetic energy also. അപ്പോൾ കറണ്ടും ഇല്ല, photoelectric effect നടക്കണില്ല. അതുകൊണ്ട് the photoelectric current is 0. Clear? So electrons, the photo cell does not work. So 1.5 in the pagadi 0.75. So the frequency is now smaller than nu 0. So no photoelectric emission. Photo emission takes place only if the frequency of the incident light is greater than or equal to the threshold frequency nu 0. Next one. What will be the ratio of de Broglie wavelength? De Broglie wavelength h/p. P എന്ന് പറയുന്നത് mv. സോ h/p ഇവിടെ സെയിം എനർജിയാണ്. അപ്പോൾ മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും √2m കൈനറ്റിക് എനർജി. അപ്പോൾ ലാംഡ സെയിം കൈനറ്റിക് എനർജി സെയിം, h പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് സെയിം. അപ്പോൾ ലാംഡ പ്രപ്പോർഷണൽ 1/√m. പ്രോട്ടോണും ആൽഫ പാർട്ടിക്കിൾ നമ്മൾ നേരത്തെ എടുത്തല്ലോ. മാസ് ഓഫ് പ്രോട്ടോൺ 1 എന്നെടുത്താൽ മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ 4 എന്നെടുക്കാം അല്ലേ, 2he4 അല്ലേ. സോ ലാംഡ പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ ലാംഡ ആൽഫ പാർട്ടിക്കിൾ വിൽ ബി മാസ് ഓഫ് ആൽഫ ബൈ മാസ് ഓഫ് പ്രോട്ടോൺ. അതായത് √4/1. സോ 2. സോ റേഷ്യോ 2:1. ചോയ്സ് 1. സിമ്പിൾ ബട്ട് ബി കെയർഫുൾ ഓഫ് ദ ഫോർമുല. കഴിഞ്ഞല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് കൺസെപ്റ്റാണ്. ഡേവിസൺ ആൻഡ് ജെർമ എക്സ്പെരിമെൻറ്റ്. ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം ദി ഇലക്ട്രോൺ ഗൺ ക്യാൻ ബി ഇൻക്രീസ്. എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ അല്ലേ, വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അതാണ് ഡേവിസൺ ആൻഡ് ജെർമ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അവിടെ നമുക്കറിയാം ഇഫ് ചാർജ് പാർട്ടിക്കിൾ, ഇവിടെ ഇലക്ട്രോൺ ആണ്, ഇലക്ട്രോൺ ഇസ് ആക്സിലറേറ്റഡ് ത്രൂ v വോൾട്സ്. ഇത് v വോൾട്സ് ആണ്. then it gets a gain in kinetic energy. This is increase in kinetic energy.
So because work done is charge into potential, work done is also change in kinetic energy. So the velocity of electrons emitted from the electron gun can be increased. Appa velocity half m, initial kinetic energy 0 anengil half mv square. Appa velocity kootanengil accelerating potential kootanam. So the velocity of the electrons emitted from the electron gun can be increased by increasing the PD between the anode and the filament, by increasing the potential difference between anode and filament. Filament current kootiya, filament current is from the filament is heated, electrons are coming out. Filament current kootiyal number of electrons irangi varunathu koodum. Intensity of electrons koodumne ullu, intensity. Appa filament current karanam number of electrons emitted increases, velocity kootanannundengil PD between the anode and cathode kootanam. Ivide cathode filament aanu. So PD between the filament and anode kootanam. Adana idu. Answer 3. Choice 3. Filament current kootiyal more electrons irangi varum. So the intensity of electrons coming out will increase. Adutha question. Number 30. Nuclear radius of a nucleus. Nucleon number എന്ന് പറയുമ്പോൾ mass number. ഒരു element Z, is the atomic number, that's number of protons. A is the mass number, that's a total number of nucleons inside the nucleus. അതുകൊണ്ട് mass number is also called nucleon number. So radius. R, basic formula, R is equal to R0 A raised to 1 by 3. So R proportional to A raised to 1 by 3. A ആണ് nucleon number. So ഇവിടെ രണ്ട് പേരുടെ radius. So R2 by R1 is A2 by A1 raised to 1 by 3. A2 128 by 16. 8 പ്രാവശ്യം 8 into 16 128, 8 raised to 1 by 3 എന്ന് പറയുമ്പോൾ 2. So R2 becomes 2R1. Original radius 3 into, അപ്പോൾ 2 into 3 into 10 raised to minus 15, അതായത് 6 into 10 raised to minus 15, choice 3. Okay. ഇത് simple formula ആണെങ്കിലും R is equal to R0 A raised to 1 by 3 is an important formula. In R is equal to R0 A raised to 1 by 3, generally R0 is 1.2 Fermi. Fermi എന്ന് പറഞ്ഞാൽ 10 raised to 1.2 1.1 Fermi. Fermi എന്ന് പറഞ്ഞാൽ 10 raised to minus 15 meter. 10 raised to minus 15 meter. ഇവിടെ പിന്നെ ratio ചോദിച്ചിട്ടേ ഉള്ളൂ. Alright. Next one. Rutherford scattering experiment. Number of alpha particles scattered. അതും full formula വേണ്ട, എപ്പോഴും in terms of angle of scattering. Number of alpha particles scattered is proportional to 1 by sine raised to 4 theta by 2. Theta is the angle of scattering. ഇത് ഓർത്തിരിക്കണം, full formula ഓർക്കണമെന്നില്ല. Number of particles scattered. It's alpha particle scattering experiment ആണ്. അപ്പോൾ this is the relation between number of particles and angle of scattering. അപ്പോൾ ഇവിടെ theta 1 60 ഡിഗ്രിയും theta 2 120 degree. So second case, so n2 divided by n1 എന്ന് പറയുമ്പോൾ sin theta 1 അല്ലേ, n2 by n1 will be sin theta 1 divided by sin theta 2, theta 1 by 2 proportional to, inversely proportional to sin theta by 2 ആണ്. അപ്പോൾ sin theta 1 by 2 divided by sin theta 2 by 2 the whole raised to 4. ഇതാണ് ഫോർമുല. So that means sin 30 divided by sin 60 the whole raised to 4. Sin 30 1 by 2, sin 60 root 3 by 2, the whole raised to 4. That means 1 by root 3 raised to 4.
റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എന്ന് പറയുമ്പോൾ 3 സ്ക്വയർഡ് ആണ്. അപ്പോൾ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/9. So you get n2 by n1 is 1/9. n2 by n1 1/9. അപ്പോൾ രണ്ടാമത്തെ n2 എത്ര? n2 എന്ന് പറയുമ്പോൾ n1 ഇൻറ്റു 1/9. n1 എന്താണ്? 5 ഇൻറ്റു 10⁶ ഇൻറ്റു 1/9. അപ്പോൾ ആൻസർ becomes 5/9 multiplied by 10⁶. So many alpha particles per second. So 5/9 into 10⁶. Clear? So choice 3. Alright. Just remember the number of alpha particles scattered per second is inversely proportional to sin raised to 4 theta by 2, where theta is the angle of scattering. അത് വെച്ചിട്ട് റേഷ്യോ കണക്ക് മാക്സിമം അത്രേ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The level formed due to impurity atom in the forbidden energy gap. അപ്പോൾ ഇവിടെ വാലൻസ് ബാൻഡാണ്. പി ടൈപ്പ് സെമി കണ്ടക്ടർ വാലൻസ് ബാൻഡ്, ഇവിടെ കണ്ടക്ഷൻ ബാൻഡ്, ഇതാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ തിയറി പി ടൈപ്പ് സെമി കണ്ടക്ടർ. പി ടൈപ്പ് സെമി കണ്ടക്ടറിന് ഇവിടുത്തെ എന്താണ് എക്സസ് ഹോൾസ് ആണല്ലോ. സോ ദേ ഓക്കുപ്പൈ എക്സസ് ഹോൾസ്, എനർജി കിട്ടി, ദേ ഓക്കുപ്പൈ slightly valence band തൊട്ട് മുകളിൽ there is the acceptor energy level. Acceptor energy level, that is holes jump into this acceptor energy level. So the acceptor energy level is slightly above the valence band, about 0.02 eV above the valence band ആണ്. ഇത് ആർക്ക്? പി ടൈപ്പ് സെമി കണ്ടക്ടർ. So this is called the acceptor level. ഇതേ ക്വസ്റ്റ്യൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരുന്നെങ്കിൽ എൻ ടൈപ്പ് ആകുമ്പോൾ ഡോണറാണ്. ഡോണർ എനർജി ലെവൽ എവിടെയാണ്? ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി ബിലോ ദ കണ്ടക്ഷൻ ബാൻഡ്. ഇതാണ് ഡോണർ എനർജി ലെവൽ. വാലൻസ് ബാൻഡ് ഇവിടെ ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് ദ ഫോർബിഡൻ എനർജി ഗ്യാപ്പാണ്. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന് ദ ഡോണർ എനർജി ലെവൽ ഇസ് സ്ലൈറ്റ്ലി ബിലോ ദ കണ്ടക്ഷൻ ബാൻഡ്. പി ടൈപ്പ് സെമി കണ്ടക്ടറിന് ആക്സെപ്റ്റർ എനർജി ലെവൽ ഇസ് സ്ലൈറ്റ്ലി അബവ് ദി വാലൻസ് ബാൻഡ്. അപ്പോൾ ഇവിടെ ആക്സെപ്റ്റർ ലെവലാണ്, ബിക്കോസ് ഇറ്റ്സ് എ പി ടൈപ്പ് സെമി കണ്ടക്ടർ. ദിസ് ഇസ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. അടുത്ത Zener diode. Zener diode is used as a voltage stabilizer, right? It's used as voltage stabilizer. Zener diode is working in reverse bias, and it works as a voltage stabilizer. Next one. Zener diode in the question aana in the given circuit. So Zener diode in the symbol idana ingeneana in a Zener diode, and it is working because either negative that's connected to positive of the supply. So Zener diode is in reverse bias. Either IV kancha forward bias like the usual PN junction, idana reverse bias. Appo idana VZ, Zener voltage. Idante diode characteristic. So ഇതിൻ്റെ VZ 12 volt ആണ്. ഈ പടത്തിൽ 12 volt ആണ്. So that means the PD across 2 kilo ohm, PD across 2 kilo ohm is also 12 volt because it's connected in parallel. So what is the current in 2 kilo ohm? Current is equal to voltage by resistance. So voltage 12 volt, resistance 2 kilo ohm എന്ന് പറയുമ്പോൾ നേരിട്ട് എഴുതാം, അല്ലെങ്കിൽ 6 നേരിട്ട് എഴുതാമെന്നുള്ളവർ നേരിട്ട് എഴുതിക്കോളൂ. അല്ലാത്തവർ 12 divided by 2 into 10⁻³ എന്ന് പറയുമ്പോൾ 6 into 10⁻³ ampere or 6 mA. So the current in 2 ohm is 2 kilo ohm is 6 mA. Simple but very important question ആണ്. ഈ 12 volt ആണ് Zener diode എന്ന് പറയുന്നത്. സോ ആ ടോട്ടൽ കറണ്ട് ആയി വന്നിട്ട് ഇവിടെ IZ ആയിട്ട് വരും. ഇതാണ് കറണ്ട് ത്രൂ ദ ലോഡ് ആയിട്ട് വരുന്നത്. I is equal to IL plus IZ ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ മിസ്മാച്ച്ഡ് പെയർ. Microwave. Microwave is used in
എയർക്രാഫ്റ്റ് നാവിഗേഷന് മൈക്രോവേവ് യൂസ് ചെയ്തു, ശരി തന്നെ. ആൻഡ് മൈക്രോവേവ് പ്രൊഡ്യൂസ്ഡ് ബൈ ക്ലിസ്ട്രോൺ അല്ലെങ്കിൽ മാഗ്നട്രോൺ വാൽവാണ്. മൈക്രോവേവ് ആണ് പ്രൊഡ്യൂസ്ഡ് ബൈ ക്ലിസ്ട്രോൺ ആൻഡ് മാഗ്നട്രോൺ വാൽവാണ്. റേഡിയോ വേവ്സ് ആണ്, നമ്മുടെ റിമോട്ട് സെല്ലുലർ ഫോണൊക്കെ യൂസ് ചെയ്യണത് റേഡിയോ വേവ്സ് ആണ്. ഇൻഫ്രാറെഡ് വേവ്സ് ആണ് യൂസ്ഡ് ഇൻ റിമോട്ടൊക്കെ. നമ്മുടെ ടി വിയുടെയൊക്കെ റിമോട്ട് സ്വിച്ച് ഇസ് വർക്കിംഗ് ഓൺ ഇൻഫ്രാറെഡ് വേവ്സ്. ദാറ്റ് ഈസ് നമുക്ക് റെഡ് ലൈറ്റ് കാണാമല്ലോ. ഗാമ റേ ഇസ് റേഡിയോ ആക്റ്റീവ് ഡീക്കേ ഓഫ് ദ ന്യൂക്ലിയസ്. ദാറ്റ് ഈസ് ന്യൂക്ലിയസ് ഡീക്കേ ചെയ്യുമ്പോൾ ആൽഫ പാർട്ടിക്കിൾ എമിറ്റഡ്, ബീറ്റ പാർട്ടിക്കിൾ എമിറ്റഡ്, അല്ലെങ്കിൽ ഇഫ് എനർജി മാത്രം കുറയാണെങ്കിൽ ഗാമ റേസ് വിൽ ബി എമിറ്റഡ്, അല്ലെങ്കിൽ ആൽഫയോ ബീറ്റയുടെ കൂടെ ഗാമ ക്യാൻ ബി എമിറ്റഡ്. സോ ഗാമ റേസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ റേഡിയോ ആക്റ്റീവ് ഡീക്കേ ഓഫ് ദ ന്യൂക്ലിയസ്. അപ്പോൾ ക്ലിസ്ട്രോൺ തെറ്റാണ്. അപ്പോൾ ഗാമ റേ ക്ലിസ്ട്രോൺ തെറ്റാണ്. ക്ലിസ്ട്രോൺ എന്താണ്? മൈക്രോവേവ് ഇസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ക്ലിസ്ട്രോൺ അല്ലെങ്കിൽ മാഗ്നട്രോൺ വാൽവ്. ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കണില്ല, ആ ഡിറ്റക്ഷൻ എങ്ങനെയെന്നൊക്കെ ആൻഡ് പ്രൊഡക്ഷൻ പഠിക്കണം. സോ ദോസ് പോയിൻറ്റ്സ് എപ്പോഴും വരാറുണ്ട്, ബി കെയർഫുൾ. അപ്പോൾ മൈക്രോവേവ് ആണ് ക്ലിസ്ട്രോൺ വാൽവ് വരേണ്ടിയിരുന്നത്. ഗാമ റേ ഷുഡ് ഹാവ് ബീൻ റേഡിയോ ആക്റ്റീവ് ഡീക്കേ ഓഫ് ദ ന്യൂക്ലിയസ്. അപ്പോൾ ഇതാണ് മിസ്മാച്ച് പെയർ. ഇത് ശരിയാണ്. റേഡിയോ വേവ്സ് ആർ യൂസ്ഡ് ഇൻ ദ സെല്ലുലർ ഫോൺ. ഇൻഫ്രാറെഡ് വേവ് ഇസ് യൂസ്ഡ് ഇൻ റിമോട്ട് കൺട്രോളിൽ യൂസ് ചെയ്യണത് ഇൻഫ്രാറെഡ് വേവ്സ് ആണ്. സോ മിസ്മാച്ച് ചോയ്സ് 4. Next one, section B. Section B le 10 questions. So ഇവിടെ potential difference between points A and B. So here simple question, 5 ohm, ഇതും 5 ohm, ഇതാണ് AB. അല്ലാതെ ഇവിടെ ഒരു 5 ohm ഉണ്ട്, ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. This is 2 volt. ഞാൻ ബാക്കി വരയ്ക്കണില്ല ബിക്കോസ് നമുക്ക് എ ബിയുടെ പി ഡി മതി. സോ ദിസ് 2 volt ഇസ് പ്രൊവൈഡിങ് കറണ്ട് ടു ദിസ് പോർഷൻ. ക്ലിയർ? സോ ബാക്കി ഇങ്ങോട്ടും കറണ്ട്, ഒരു ബ്രാഞ്ച് കറണ്ട് പോകും, പക്ഷെ അത് നമുക്ക് വേണ്ടല്ലോ, നമുക്ക് ഈ പാർട്ട് മതി. സോ ഇതിലെ കറണ്ട് I1 ആണെങ്കിൽ ദാറ്റ് ടോട്ടൽ വോൾട്ടേജ് അക്രോസ്, ഇഫ് ഐ കോൾ ദിസ് C, ടോട്ടൽ വോൾട്ടേജ് ഇസ് 2 volt. സോ കറണ്ട് I1 എന്ന് പറയുമ്പോഴത്തേക്ക് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്, ദാറ്റ് ഇസ് 2 divided by 5 and 5 is in series, അപ്പോൾ 15. ഇതാണ് I1. Now I want the PD across AB. So PD across AB will be current in AB I1 multiplied by resistance of AB. I1 എന്ന് പറയുമ്പോൾ 2 divided by 15 multiplied by resistance AB എന്ന് പറഞ്ഞാൽ 5 plus 5 10. A തൊട്ട് B വരെ 5 and 5 are in series. So answer becomes 20 divided by 15 അല്ലെങ്കിൽ 4/3 volt. Simple question. Choice 3. Choice 3. Okay. അടുത്ത question 37. ഒരു ക്ലോസ് സർഫസിൽ ഇലക്ട്രിക് ഫ്ലക്സ് എൻറ്ററിങ് ആണ് phi1. Electric flux is a measure of number of field lines penetrating the surface. അപ്പോൾ ഫീൽഡ് ലൈൻ അകത്തോട്ട് കയറുന്നത് മീൻസ് അകത്ത് there is a negative charge, because field line is a line along which a unit positive charge travels. അപ്പോൾ അകത്തോട്ട് കയറുന്നത് നെഗറ്റീവ് ചാർജ് കാരണം, പുറത്തോട്ട് ഇറങ്ങുന്നത് is repelled by the positive charge. അപ്പം phi2 is because of positive charge inside, phi1 is because of negative charge inside. അപ്പോൾ net number of lines leaving, net flux lines leaving ആണ് phi2, entering ആണ് phi1. അപ്പോൾ നെറ്റ് ലീവിങ് എന്ന് പറയുമ്പോൾ phi2 minus phi1. നെറ്റ് ലീവിങ് ആര് കാരണം? ബിക്കോസ് ഓഫ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ നെറ്റ് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 1/epsilon 0 Q. അപ്പോൾ ലീവിങ് മൈനസ് എൻറ്ററിങ് ആയതുകൊണ്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് പ്ലസ് Q. അപ്പോൾ പ്ലസ് Q എന്ന് പറയുന്നത് phi2 minus phi1 multiplied by epsilon 0. അപ്പോൾ phi2 minus phi1 into epsilon 0 ആണ് Q. That charge is positive. Choice 2. ഇനി കയറുന്ന ലൈൻസ് കൂടുതലായിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? കയറുന്ന ലൈൻസ് കൂടുതലാണെങ്കിൽ അകത്തുള്ള ചാർജ് നെഗറ്റീവാണ്. അപ്പോൾ phi1 minus phi2 ആണെങ്കിൽ നെറ്റ് ലൈൻസ് കയറുന്നത് കൂടുതൽ. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ ചാർജ് ഇൻസൈഡ്, നെറ്റ് ചാർജ് ഇൻസൈഡ് ബീങ് നെഗറ്റീവ്. ഓക്കെ, ഇത് പോസിറ്റീവ് ചാർജാണ് ലീവിങ് മൈനസ് എൻറ്ററിങ് ഇൻ ടു epsilon 0 ഓർത്താൽ മതി. അപ്പോൾ phi2 കുറവാണെങ്കിൽ നെറ്റ് ചാർജ് ഇൻസൈഡ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ,
So here the answer is choice 2, phi 2 minus phi 1 multiplied by epsilon 0. Simple but important concept aanu. Next one, a vessel of depth 2D. So we already know, ഇപ്പോൾ ഇത് ലിക്വിഡ് ഉണ്ട്, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് which is at a depth d. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലിക്വിഡ് mu ആണെങ്കിൽ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ the image is formed slightly above the object, that is the image is shifted more towards the surface and the image is shifted, and the apparent depth എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. apparent depth y എന്ന് പറയുമ്പോഴത്തേക്ക് it is d divided by mu. നമ്മൾ നേരത്തെ ആ ബേർഡും ഫിഷിൻ്റെയും കണക്ക് പറഞ്ഞപ്പോൾ കണ്ടു. apparent depth is actual depth divided by mu where the object is in the denser medium. ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് ലിക്വിഡ്സ് ആണ്. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ലിക്വിഡ്സ് ഇൻ ജനറൽ മോർ ദാൻ വൺ ലിക്വിഡ് ആണെങ്കിൽ ഇതൊരു ലിക്വിഡ് d1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu1, പിന്നെ ഡെപ്ത് d2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu2. ഐ എം അസ്യൂമിങ് ദാറ്റ് ദ ലിക്വിഡ്സ് ഡു നോട്ട് മിക്സ്, ഇൻറ്ററാക്ട് ചെയ്യുന്ന ലിക്വിഡ്സ് അല്ല. അപ്പോൾ ദാറ്റ് മീൻസ് ദ apparent depth of that object will be, apparent depth is given by, y is given by d1 by mu1 plus d2 by mu2 plus etc. എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ മീഡിയം ഉണ്ടെങ്കിൽ പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകും. ഇതാണ് ജനറൽ ഫോർമുല. ഇവിടെ എ വെസൽ ഓഫ് ഡെപ്ത് 2D സെൻറ്റിമീറ്റർ. സോ ദാറ്റ് മീൻസ് ഇവിടെ ഓബ്ജക്റ്റ് ഇരിക്കണം, ഇതാണ് അതിൻ്റെ ആക്ച്വൽ ഡെപ്ത് 2D ആണ്. പക്ഷേ അതിൽ ഡിയും d വരെ ഒരു ലിക്വിഡും ഈ ഭാഗം mu1ഉം ഈ ഭാഗം mu2, ദാറ്റ് ഈസ് ഡെൻസർ ലിക്വിഡ് ആയിരിക്കും താഴെ. അപ്പോൾ ജനറൽ ഫോർമുല ഡെപ്ത് ഇസ് d1 by mu1 plus d2 by mu2 എക്സെട്ര. അപ്പോൾ ഇവിടെ ഡെപ്ത് എന്ന് പറയുമ്പോൾ d1 is equal to d2 is equal to d because total depth is 2D. 2Dയുടെ പകുതി d. അപ്പോൾ it becomes d by mu1 plus d by mu2. d by mu1 plus d by mu2. So that is written as d into 1 by mu1 plus 1 by mu2. Choice 2. All right. Next one, 39. Two lenses in contact form an achromatic doublet. Achromat is a combination of lenses to minimize or to eliminate chromatic aberration. അതിൻ്റെ ബേസിക് ഫോർമുല omega1 and omega2 dispersive pass ആണെങ്കിൽ of the two different materials, ഒരു കോൺവെക്സ് ലെൻസും തിൻ കോൺവെക്സ് ലെൻസും തിൻ കോൺകേവ് ലെൻസും, focal lengths f1 and f2, and dispersive pass omega1 and omega2 are kept in contact, satisfying the condition omega1 by f1 plus omega2 by f2 is equal to 0. അപ്പോൾ രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു ലെൻസ് പ്ലസ് ആയിരിക്കണം, ഒരു ലെൻസ് മൈനസ് ആയിരിക്കണം. അതായത് ഒരാൾ കോൺവെക്സും ഒരാൾ കോൺകേവും. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ്, കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ്. അപ്പോൾ അതിൽ നിന്ന് omega1 by f1 is equal to minus omega2 by f2. പക്ഷേ dispersive power is always a positive quantity. Dispersive power is never negative. It's a constant for a given material and it is always positive. So omega1 by omega2 എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് f1 by f2. പക്ഷേ ഫോക്കൽ ലെങ്ത് ഒരു ലെൻസ് പ്ലസും ഒരു ലെൻസ് മൈനസും ആണ്. അപ്പോൾ എക്രോമാറ്റിക് ഫോക്കൽ ലെങ്സ് 2:3. അപ്പോൾ മൈനസ് ഒരാൾ +2 മറ്റേ ആൾ -3. അപ്പോൾ ആൻസർ +2/3. സോ ചിലപ്പോൾ പ്ലസും മൈനസും വരും. ഡിസ്പേഴ്സീവ് പവർ റേഷ്യോ ഇസ് നെവർ നെഗറ്റീവ്. It's a constant for a given material and it's always a positive quantity. So answer 2:3. 2:3. Okay. ഒരു കൺവേർജിങ് എക്രോമാറ്റ് ആണെങ്കിൽ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് വിൽ ബി സ്മോളർ ദാൻ കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്. കൺവേർജിങ് എക്രോമാറ്റ് ആണ് യൂഷ്വലി ലാബിൽ യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് സ്മോളർ ദാൻ കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഡിസ്പേഴ്സീവ് പവർ ഓഫ് കോൺവെക്സ് ലെൻസും ചെറുതായിരിക്കും, കോൺകേവ് ലെൻസിൻ്റെ കൂടുതലായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A concave lens of focal length 20 cm
Focal length of concave lens negative ആണ് -20. Produces an image half the size of the real object. So concave lens produces always erect image. Erect image. അതുകൊണ്ട് m is equal to plus half. Erect with respect to the object. Magnification formula. Lens in a magnification formula m is equal to f divided by f plus u. അറിയാലോ? It comes from 1 by v minus 1 by u is equal to 1 by f, and m in the formula v by u, and m f u ആണെങ്കിൽ multiply throughout by u and simplify. u by v എന്ന് പറയുമ്പോൾ 1 by m minus 1 is u by f, simplify ചെയ്യുമ്പോൾ ഇത് കിട്ടും. Okay, so concave lens, ഇത് concave lens, object is here. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ട. ഇത് ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ പോസിറ്റീവ്, സോ യു ഇസ് ഈക്വൽ ടു -x. അപ്പോൾ യു -x ആണ് കാണേണ്ടത്. എം പ്ലസ് ഹാഫ്. സോ ഈ ഫോമുല അപ്ലൈ ചെയ്യാൻ പോകുന്നു. സോ പ്ലസ് ഹാഫ്, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് -20 ഡിവൈഡഡ് ബൈ എഫ് -20 പ്ലസ് യു എന്താണ് -x. മുകളിലും താഴെയും എല്ലാ ടേമും നെഗറ്റീവ്. അപ്പോൾ അത് എല്ലാം നെഗറ്റീവ് ആകുമ്പോൾ അതിനെ പോസിറ്റീവ് ആക്കാം അല്ലേ? ത്രൂ ഔട്ട് മൈനസ് എല്ലാ മൈനസും പ്ലസ് ആക്കുമ്പോൾ +20 ഡിവൈഡഡ് ബൈ 20 + x. ക്രോസ് മൾട്ടിപ്ലൈ 20 + x ആണ് 40. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരും? 20 സെൻറ്റിമീറ്റർ. എക്സ് ഇസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ യു ഇസ് ഈക്വൽ ടു -x. ദാറ്റ് മീൻസ് ഓബ്ജക്റ്റ് ഇസ് കെപ്റ്റ് 20 centimeters from the lens. So the distance of the real object is 20 centimeters away. Point okay? Formula for lens, m is equal to f by f plus u. Mirror na m is equal to f by f minus u. This formula ഓർത്തിരിക്കണം, it's very useful. Magnification formula. Mirror na m is equal to minus v by u. f u ആണെങ്കിൽ m is equal to f by f minus u. Lens na m is equal to plus v by u. And in terms of u, m is f by f plus u. പിന്നെ apply signs. Concave lens in f is negative. Convex lens in f positive. So it's okay. So object distance 20 centimeters away. Next one. AC ആണ്. 20 volt AC. So voltage of the source 20 volt ആണ്. AC source. വെറുതെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് RMS വാല്യൂ ആണ്. അപ്പോൾ അത് 20 volt is applied to a circuit consisting of a resistance and a coil with a negligible resistance. അപ്പോൾ കോയിലിന് റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറയുമ്പോൾ അതിന് ഇൻഡക്റ്റൻസ് ഉണ്ട്. ഇൻ അതർ വേർഡ്സ് ഇറ്റ്സ് ആൻ LR സർക്യൂട്ട്. ആൻഡ് വോൾട്ടേജ് അക്രോസ് R. സോ സോഴ്സ് വോൾട്ടേജ് ഉണ്ട്, VR ഉണ്ട്, 12 volt. LR സർക്യൂട്ട്. അപ്പം ഇവിടെ കറണ്ടാണ്, ഇത് VR ആണ്, ഇത് VL ആണ് അല്ലേ? ഫോർമുല നേരിട്ട് അറിയാമെന്നുള്ളവർ ചെയ്തോളൂ. അപ്പോൾ ഇതാണ് വോൾട്ടേജ് ഓഫ് ദ സോഴ്സ്. സോ VS. സോ VS സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു VL സ്ക്വയർഡ് പ്ലസ് VR സ്ക്വയർഡ്. LR സർക്യൂട്ട്. സോ അതിൽ നിന്ന് നമുക്ക് VL കാണണം. സോ VS 20 squared. 20 squared is equal to VL squared plus VR 12 squared. Simplify. So VL squared will become 20 squared 400 minus 12 squared 144. 400 minus 144 256. So VL is root of 256, that is 16 volt. So the voltage across the coil, that is the voltage across the inductance is 16 volt. Choice 1. Simple question. LR circuit, series LR circuit, AC circuit. Next question. A current loop of area 0.01 meter squared and carrying a current 10 ampere is held with its plane parallel to magnetic field.
കോയിൽ ഇങ്ങനെയാണെങ്കിൽ വെക്റ്റർ എ ഇങ്ങനെയാണ്, അറിയാലോ. അപ്പോൾ പ്ലെയിൻ ഓഫ് കോയിൽ പാരലൽ ടു ബി എന്ന് പറയുമ്പോൾ വെക്റ്റർ എ പെർപെൻഡിക്കുലർ ടു ബി. മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ കറണ്ട് ഇൻറ്റു ഏരിയ നമുക്കറിയാം. ഓക്കെ, സോ ദാറ്റ് മീൻസ് പ്ലെയിൻ ഓഫ് ദ കോയിൽ പാരലൽ ടു ബി എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് പെർപെൻഡിക്കുലർ ടു ബി. ടോർക്കിൻ്റെ ഫോർമുല എം ബി സൈൻ തീറ്റ. ഇവിടെ തീറ്റ 90 ആണ്. അപ്പോൾ എം ബി ഇൻറ്റു സൈൻ 91 എം ബി. എം എന്താണ്? കറണ്ട് ഇൻറ്റു ഏരിയ. നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ടെങ്കിൽ എം ഇസ് ഈക്വൽ എൻ ഐ എ. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ഇല്ല, കറണ്ട് ലൂപ്പ് എന്നേ ഉള്ളൂ. സോ മാഗ്നറ്റിക് മൊമെൻ്റ് ഇസ് കറണ്ട് ഇൻറ്റു ഏരിയ. സോ ഐ എ ബി അത്രയും ചെയ്താൽ മതി. സോ ടോർക്ക് ഇസ് ഐ എ ബി. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഐ കറണ്ട് 10, ഏരിയ 0.01. 0.01 it's easier to write 10 raised to minus 2 meters square. അല്ലെങ്കിൽ ഇഷ്ടം പോലെ സിംപ്ലിഫൈ ചെയ്തോളൂ. 10 raised to minus 2. മാഗ്നറ്റിക് ഫീൽഡ് 0.1 ടെസ്ല. 0.1 ടെസ്ലേനെ 10 raised to minus 1 ടെസ്ല എന്ന് എഴുതാം. സോ 10 raised to minus 1. അപ്പോൾ 10 raised to 1ഉം 10 raised to minus 1ഉം പോയി. അപ്പോൾ 10 raised to minus 2 എന്ന് വരും. 10 raised to minus 2 എന്ന് പറയുമ്പോൾ 2 സ്ഥാനം പുറകോട്ട് 0.01. ഇതാണ് ടോർക്ക്. 0.01 ന്യൂട്ടൺ മീറ്റർ. ടോർക്ക് ഇസ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ടോർക്ക് ഇസ് 0.01 ന്യൂട്ടൺ മീറ്റർ. ഈ കോയിൽ പ്ലെയിൻ ആണ് സൂക്ഷിക്കേണ്ടത്. പ്ലെയിൻ ഓഫ് ദ കോയിൽ എന്ന് പറയുമ്പോൾ വെക്റ്റർ എ പെർപെൻഡിക്കുലർ ടു ബി. വെക്റ്റർ എ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് മൊമെൻ്റ് ഇസ് എലോങ് വെക്റ്റർ എ. സോ ടോർക്ക് എന്ന് പറയുന്നത് എം ബി സൈൻ തീറ്റ. സോ ഐ എ ബി സൈൻ 90. Sin 90 is 1. Then, so answer torque is equal to 0.01 Newton meter. Choice 1. This type of problem is very important. Okay. Next one, 43. Magnetism. Period of oscillation. Time period. Or magnet oscillating 2 pi into root of I divided by mb. I moment of inertia of the magnet about the axis of oscillation. M magnetic moment, B the external magnetic field in which it is oscillating. ഇവിടെ മാഗ്നറ്റിക് മൊമെൻറ്റും T മാത്രമേ ഉള്ളൂ. സോ T proportional to 1 by root മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പോൾ T2 by T1 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് M1 by M2. T2 കണ്ടുപിടിക്കണം. T1 2 seconds. അപ്പോൾ T2 divided by 2. എന്നിട്ട് പുതിയ മാഗ്നറ്റിക് മൊമെൻ്റ് എത്ര? ഹൂസ് മാഗ്നറ്റിക് മൊമെൻ്റ് ഇസ് 4 times the first one. So M2 is equal to 4M1. So M1 by M2 will be 1 by 4. So root of 1 by 4. Okay. Root of 1 by 4 എന്ന് പറയുമ്പോൾ 1 by 2. So T2 will become what? E2 molipom 2 by 2. So the answer is 1 second. So time period is 1 second. Okay, T 2 pi into root of I by MB. Full calculation chance കുറവാണ്. റേഷ്യോ ടൈപ്പ് പ്രോബ്ലം ആണ് കൂടുന്നത്. ഫ്രീക്വൻസി വെച്ച് വന്ന ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ 1 by ഫ്രീക്വൻസി ആണെന്ന് ഓർത്തോണം. ഓൾറൈറ്റ്, ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് വൺ 44. Wave optics. A beam of unpolarized light of intensity I0. അപ്പോൾ ഓർഡിനറി ലൈറ്റ്, അൺപോളറൈസ്ഡ് ലൈറ്റ് ഇസ് ഓർഡിനറി ലൈറ്റ്. ഓർഡിനറി ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I0 ഈസ് പാസ് ത്രൂ എ ടൂർമാലൈൻ ക്രിസ്റ്റൽ. അപ്പോൾ ആദ്യത്തെ ക്രിസ്റ്റലിൻ്റെ ആക്സസ് എങ്ങനെ ആയാലും ഇത് ഓർഡിനറി ലൈറ്റാണ്, അൺപോളറൈസ്ഡ് ആണ്. ആദ്യത്തെ ക്രിസ്റ്റൽ പോളറൈസറാണ്. ആദ്യത്തെ ക്രിസ്റ്റലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഏത് ആക്സസ് എങ്ങനെ ഇരുന്നാലും ദ ഇമേജിംഗ് ബീം വിൽ ബി പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആൻഡ് അതിൻ്റെ ഇൻറ്റൻസിറ്റി വിൽ ബിക്കം I0/2. ഇനി ഇതാണ് ക്രിസ്റ്റൽ എ. It is then passed through another crystal B oriented so that its principal plane is parallel to A. അപ്പോൾ ഈ ബിയുടെ ആക്സസും പാരലൽ ടു എ ആണ്. അപ്പോൾ രണ്ട് ആക്സസും പാരലൽ എന്ന് പറയുമ്പോഴത്തേക്ക് തീറ്റ 0 ആണ്. തമ്മിലുള്ള ആംഗിൾ, ആക്സസ് തമ്മിലുള്ള ആംഗിൾ 0. അപ്പോൾ ഇമേജിംഗ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I ആണ്.
ഐൻ്റെ മാലൂസ് ലോ അനുസരിച്ച് I0/2 cos square തീറ്റയാണ്. പക്ഷേ ഇവിടെ തീറ്റ 0, cos 0 1. അതുകൊണ്ട് ആൻസർ I0/2 തന്നെയാണ്. കാരണം cos 0 is 1. 0/2 0 ആണല്ലോ. സോ I0/2 ഇവിടെ 0/2 വരണില്ല. തീറ്റ is equal to 0, cos square തീറ്റ. സോ I0/2 തന്നെയാണ് ആംഗിൾ. സോ ദ വാല്യൂ ഓഫ് I is I0/2. ഓക്കെ, നെക്സ്റ്റ് വൺ. A radioisotope has a half-life of 5 years. Fraction of the atom of this material that will decay in 15 years. So we know the formula in general, n/n0. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച പോലെ n0/n എന്ന് പറയുന്ന 2 raised to n. n0 എന്താണ്? ഒറിജിനൽ സാമ്പിൾ at t is equal to 0. n is the number of parent atoms, that is the atoms remaining without decay after time t. n is the number of half lives, that is t/t12. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ t/t12, 15/5, that is 3. n stands for the parent atoms ആണ് in time t. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര ഡീക്കേ ചെയ്തു എന്നാണ്. പേരൻ്റ് ആണ് n. സോ ഇവിടെ n0/n എന്ന് പറയുമ്പോൾ 2 raised to 3, that is 8. അപ്പോൾ n becomes n0/8. ഡീക്കേ ചെയ്ത ആരാ? സോ ഡീക്കേ ചെയ്തത് ഫ്രാക്ഷൻ ഡീക്കേയിങ്. എത്ര ഡീക്കേ ചെയ്തു? n0 ഒറിജിനൽ ഉണ്ട്, n ഇപ്പം ബാക്കിയുണ്ട്. അപ്പോൾ ബാക്കി ഡീക്കേ ചെയ്ത് n0 - n ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ n0. ഓക്കെ, ഇതാണ് ഫ്രാക്ഷൻ ഡീക്കേ. ദ എമൗണ്ട് ദറ്റ് ഇസ് ഡീക്കേ എന്ന് പറഞ്ഞാൽ കൺവേർട്ടഡ് ടു ഡോട്ടർ എലിമെൻറ്റ്സ് ഡിവൈഡഡ് ബൈ ദി ഒറിജിനൽ വാല്യൂ. n0 ഒറിജിനൽ വാല്യൂ ഇപ്പം n ഉണ്ട്, അപ്പം ബാക്കി ഡീക്കേ ചെയ്തു. സോ n0 - n ഡീക്കേ ചെയ്തു, ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ ആണ് ഫ്രാക്ഷൻ ഡീക്കേ, which you can write as n0/n01 minus n/n0. Okay, അപ്പോൾ n/n0 എന്ന് പറയുന്നത് 1/8. So it becomes 1 minus 1/8, which is 7/8. So fraction decaying is 7/8. Choice 3. These are also all important questions ആണ് ഇവിടെ. സാധാരണ വരുന്ന വലിയ കോംപ്ലിക്കേഷൻ ഇല്ല, അതേസമയം തിയറി തറോ ആവേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണ ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ 7/8, ചോയ്സ് 3. ഫ്രാക്ഷൻ ഡീക്കേ. ഫ്രാക്ഷൻ റിമൈനിങ് ആണെങ്കിൽ n/n0 1/8 മതിയായിരുന്നു. ഇതിപ്പോൾ എത്ര ഡീക്കേ ചെയ്തു എന്നാണ്. അതുകൊണ്ട് 7/8 ഡീക്കേ ചെയ്തു, 1/8 പേരൻ്റ് ബാക്കിയുണ്ട്. അടുത്ത് 46. പിക്ക് ഔട്ട് ദി അൺമാച്ച്ഡ് പെയർ. ഏതാണ് തെറ്റ്? മോഡറേറ്റർ, ഹെവി വാട്ടർ. ശരിയാണ്, ഹെവി വാട്ടറും ഗ്രാഫൈറ്റും ആണ് മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് ടു സ്ലോ ഡൗൺ ദ ഫാസ്റ്റ് ന്യൂട്രോൺ അല്ലേ. ന്യൂക്ലിയർ ഫ്യൂവൽ 92U235 ഇസ് ദ ന്യൂക്ലിയർ ഫ്യൂവൽ, റൈറ്റ്. പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ, ദാറ്റ് ഈസ് ലോട്ട് ഓഫ് ഹീറ്റ് വിൽ ബി ജനറേറ്റഡ്. ഈ ഫിഷൻ നടക്കുമ്പോൾ അതിന് കൂളൻസ് വാട്ടർ സർക്കുലേറ്റ് ചെയ്ത് ആണ് ആ ഹീറ്റ് റിമൂവ് ചെയ്യണം. സോ അതാണ് പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ. സോ വാട്ടർ ഇസ് ദ ഹീറ്റ് എക്സ്ചേഞ്ച് സിസ്റ്റം. സേഫ്റ്റി റോഡ് അല്ല, ദാറ്റ് ഈസ് ദ കൺട്രോൾ റോഡ്സ്. കൺട്രോൾ റോഡ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളപ്പം മാത്രം ദ ന്യൂട്രോൺസ് ആർ അലൗഡ് ടു കം ഇൻ കോൺടാക്ട് വിത്ത് U235, ദാറ്റ് ഈസ് കാഡ്മിയം. കാഡ്മിയം ഇസ് ദ കൺട്രോൾ റോഡ് യൂസ്. സേഫ്റ്റി റോഡല്ല, കൺട്രോൾ റോഡ്, അതും കാഡ്മിയമാണ്. ഓക്കെ, സോ അതാണ് മിസ്മാച്ച്. ബാക്കിയെല്ലാം ശരിയാണ്. സോ ചോയ്സ് 4 ഇസ് ദി ആൻസർ. നെക്സ്റ്റ് വൺ. ഇൻ ആൻ NPN ട്രാൻസിസ്റ്റർ, NPN, എമിറ്റർ, ബേസ്, കളക്ടർ. NPN ട്രാൻസിസ്റ്റർ. കളക്ടർ കറണ്ട് 10 mA. 90% of the electrons emitted reach the collector.
അപ്പോൾ ഈ കളക്ടർ എമിറ്ററിൽ നിന്ന് വരുന്ന കറണ്ട് പാർട്ട്ലി കുറച്ച് ബേസ് എടുക്കും, ബാക്കി കളക്ടർ. അപ്പോൾ 90% ഓഫ് എമിറ്റർ കറണ്ടാണ് കളക്ടർ കറണ്ടായിട്ട് വരുന്നത്. 90% ഓഫ് ദി ഇലക്ട്രോൺസ് എമിറ്റഡ് റീച്ച് ദ കളക്ടർ എന്ന് പറയുമ്പോൾ ആ ഇലക്ട്രോൺ മൂവ്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് കറണ്ട്. സോ 90% ഓഫ് എമിറ്റർ കറണ്ട് ഈസ് ബിക്കമിങ് ദ കളക്ടർ കറണ്ട്. ആൻഡ് ദ കളക്ടർ കറണ്ട് ഈസ് ഗിവൺ ആസ് 10 mA. So that means 9/10, 0.9 IE ആണ് കളക്ടർ കറണ്ട്. എത്ര? 10. അപ്പോൾ IE എന്തോ വരും? 10 divided by 0.9, which is 100/9. So 9 ones are 9, ones are 9, 11.1 mA. So emitter current is 11.1 mA. 11.1 mA. കളക്ടർ കറണ്ട് അവർ ഓൾറെഡി തന്നിട്ടുണ്ട് 10 mA. അപ്പോൾ ബേസ് കറണ്ട് എന്തോ ആയിരിക്കും? ബേസ് കറണ്ട് എമിറ്റർ കറണ്ട് മൈനസ് കളക്ടർ കറണ്ട്. 11.1 മൈനസ് 10, 1.1. അപ്പോൾ ഇവിടെ എമിറ്റർ കറണ്ട് 11.1 mA ആണ് വരേണ്ടത്. സോ ചോയ്സ് 2. ബേസ് കറണ്ട് 1.1 mA വരണം, 0.1 അല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ചോയ്സ് 2. ഓൾ റൈറ്റ്. NPN transistor, 90% of the emitter current reaches the collector. അടുത്ത question. Following circuit. അപ്പോൾ ഇവിടെ A ഇന്ന് ഇത് നോട്ട് ആണല്ലോ, അപ്പോൾ ഇത് A ബാർ ആണ്, നോട്ട് A. നോട്ട് A ഇവിടെ കൊടുത്തു D ആൻഡിലും അല്ലേ, ലോജിക്ക് ഗേറ്റ് ആൻഡ്. പിന്നെ ഇവിടെ ബി ഇന്ന് നേരിട്ട് ആൻഡിൽ പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഔട്ട്പുട്ട് എ ബാർ ആൻഡ് ബി. ഇനി ബി ഇന്ന് നോട്ട് പോയി, സോ ഇറ്റ് ബിക്കംസ് ബി ബാർ. അത് ആൻഡ് ഗേറ്റിൽ പോയിട്ടുണ്ട്. ഇനി ഈ എ ഇന്നും നേരെ ഇതിനെ തൊടാതെ ഇറ്റ്സ് കം ഹിയർ. സോ ദിസ് ഇസ് എ. സോ വാട്ട് കംസ് ഹിയർ ഇസ് എ ബി ബാർ, എ ആൻഡ് ബി ബാർ. ഇത് രണ്ടും ഇത് ഏത് ഗേറ്റാണ്? ഓർ ഗേറ്റാണ്. സോ ദിസ് ഇസ് ഗോയിങ് ടു ഓർ ഗേറ്റ്. സോ ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ എ ബാർ ബി ഓർ പ്ലസ് എ ബി ബാർ. This is the symbol of SOR. Exclusive OR. Exclusive OR. XOR. Exclusive OR ഗേറ്റിൽ എന്താണ്? രണ്ടും A, B, Y. SOR ഗേറ്റിൽ രണ്ടും 0 അല്ലെങ്കിൽ രണ്ടും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0. രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1. ഇതല്ലേ XOR ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ ബൂളിയൻ എക്സ്പ്രഷൻ എ ബാർ ബി പ്ലസ് എ ബി ബാർ XOR ഗേറ്റ്. ഇതാണ് അതിൻ്റെ അർത്ഥം. രണ്ട് ഇൻപുട്ട്സും സെയിം ആണെങ്കിൽ, ദാറ്റ് ഈസ് രണ്ടും 0 ആണ് അല്ലെങ്കിൽ രണ്ടും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്. രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് മാക്സിമം ഉള്ളൂ. ദാറ്റ്സ് ദി XOR. So this is the following circuit represents an exclusive OR gate, XOR. All right. Next one. Diode used as voltage regulator. നമ്മൾ നേരത്തെ കണ്ടാണ്. വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ സ്റ്റെബിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്ന Zener diode ആണ്. Zener diode is used as the voltage stabilizer. So number 3, Zener diode. Photodiode, light emitting diode, LED, PN junction diode. So light emitting diode എന്ന് പറയുമ്പോൾ electrical energy converted to light energy, light emitting diode. Photodiode, light energy converting to electrical energy. Photodiode is used in reverse bias. Zener diode is always working in reverse bias. It acts as a voltage stabilizer. PN junction diode, PN junction can be in forward bias or in reverse bias. Okay, അപ്പോൾ ഇവിടെ Zener diode ആണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. In the circuit shown, RMS current
ഇപ്പോൾ എ സി സർക്യൂട്ടാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ ഇൻഡക്ടർ. അപ്പോൾ എ സി വോൾട്ടേജ് 20 ohm. Then ഇവിടെ കപ്പാസിറ്റർ. PD across capacitor is 200 volt. Inductor. സീരീസ് LCR സർക്യൂട്ടാണ്. എന്നിട്ട് ഇവിടെ 220 എ സി സോഴ്സ് 220 വോൾട്ട് 50 ഹെർട്സ്. വെറുതെ വാല്യൂ തന്നാൽ അത് RMS ആണ്. 220 വോൾട്ട്. RMS വോൾട്ടേജ് ഓഫ് ദ സോഴ്സ് ആണ് 220 വോൾട്ട്. RMS കറണ്ട് 11 ആംപെയറിന് തന്നിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് VR റെസിസ്റ്റൻസ് ആണ് 20 ഓം. അപ്പോൾ VR എന്ന് പറയുമ്പോൾ RMS വോൾട്ടേജ് ആണ്. RMS കറണ്ട് മൾട്ടിപ്ലൈഡ് ബൈ റെസിസ്റ്റൻസ് വിച്ച് ഇസ് 11 into 20 which you get as 220 volt. അപ്പോൾ എന്താ മനസ്സിലായി? സോഴ്സിൻ്റെ വോൾട്ടേജും റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും സെയിം ആണ്. If the source voltage is completely across VR, it means it is a condition of resonance. Resonance എന്ന് പറയുമ്പോൾ XL is equal to XR, or sorry, XL is equal to XC. Inductive reactance is equal to capacitive reactance. VL is equal to VC. So, PD across capacitance 200 volt ആണ്. So, PD across inductance also will be 200 volt. അപ്പോൾ ഒരു കാൽക്കുലേഷനും ചെയ്യേണ്ട. ഇവിടെ RMS കറണ്ട് 11 തന്നു. 11 into 20 ചെയ്യുമ്പോൾ 220 വോൾട്ട് വിച്ച് ഇസ് ദ സെയിം ആസ് സോഴ്സ് വോൾട്ടേജ്. ഉടൻ മനസ്സിലാവും അത് റെസൊണൻസ് ആണ്. റെസൊണൻസ് ആണെങ്കിൽ VL is equal to VC. So, VL is also equal to 200 volt. അപ്പോൾ ആൻസർ 200 volt choice 4. ഓൾറൈറ്റ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ചെറിയ ക്യാച്ചൊക്കെ ആയിരിക്കണം. തറവാണെങ്കിൽ ഫുൾ മാർക്കും വാങ്ങിക്കാം. ഓക്കെ, സോ സ്റ്റഡി തർലി ആൻഡ് ഡു വെൽ. ഇനിയിപ്പോൾ ഒരു കഷ്ടിച്ച് 2 ആഴ്ചയിലേ ഉള്ളൂ. സോ ഓൾ ദി ബെസ്റ്റ്, സ്റ്റഡി പ്രോപ്പർലി. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന സെക്കൻഡ് ഇയർ ഹോൾ ടോപ്പിക്കിൻ്റെ റിവിഷൻ ടെസ്റ്റ് അതിൻ്റെ ഡിസ്കഷനാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ എയിൽ ദ പ്രോഡക്റ്റ് ഓഫ് ഫോളോയിങ് റിയാക്ഷൻ ഈസ്. നമുക്കൊരു ആൽക്കീൻ തന്നിട്ടുണ്ട്, B2H6 ഇൻ പ്രസൻസ് ഓഫ് ടെട്രാഹൈഡ്രോഫ്യൂറോൺ. ടെട്രാഹൈഡ്രോഫ്യൂറോൺ സോൾവെൻ്റ് ആണ്, വേറെ ഒന്നുമല്ല. ഫോളോഡ് ബൈ ആൽക്കലൈൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഓക്സിഡേഷൻ. ഈ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഇറ്റ് ഈസ് എൻ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ആൻറ്റി മാർക്കോണിക് ഓഫ് അഡീഷൻ ഓഫ് വാട്ടർ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ആൽക്കീന് ആൻറ്റി മാർക്കോണിക് ഓഫ് അഡീഷൻ ചെയ്താൽ മതി. ഇവിടെ CH3 എഴുതുന്നതും എഴുതാത്തതും എല്ലാം കണക്ക് തന്നെ, അല്ലെങ്കിലും അത് CH3 തന്നെ. ആൻറ്റി മാർക്കോണിക് ഓഫ് അഡീഷൻ ഓഫ് വാട്ടർ ചെയ്യുമ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വാട്ടറിന് നെഗറ്റീവ് പാർട്ട് ഏറ്റവും കൂടുതൽ ഹൈഡ്രജനുള്ള ഡബിൾ ബോണ്ടഡ് കാർബൺ വന്ന് ചേരും, പോസിറ്റീവ് പാർട്ട് ഇവിടെ വന്ന് ചേരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും പ്രോഡക്റ്റ്. CH2 ഇവിടെ ഉണ്ട്, OH. OH എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ എഴുതിയാൽ മതി, അത്രയേ ഉള്ളൂ. OH ഇതാണ്. സോ ദ ആൻസർ ഈസ് 1 2 3 4 5. Pentane 1 mole. That is, first option is the correct answer. First option. Next one. Question number 2. Given E0 Cu2 plus bar Cu equal to 0.34 and E0 Zn2 plus bar Zn equal to minus 0.76 volt. A Daniell cell contains 0.1 molar zinc sulfate solution and 0.01 molar copper sulfate solution at its electrodes. EMF of the cell is. ഒരു ഡാനിയൽ സെല്ലിൻ്റെ ഓവറോൾ റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. സിങ്ക് Cu2 പ്ലസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിങ്ക് 2 പ്ലസും കോപ്പറായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഈ സെൽ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ഈ സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്. ഇതാണ്. ഇതിൽ E0 സെൽ കണ്ടുപിടിക്കാൻ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പറും സിങ്കും തന്നിട്ടുണ്ട്. അപ്പോൾ E0 സെൽ എന്ന് പറഞ്ഞാൽ E0 കാഥോഡ് മൈനസ് E0 ആനോഡാണ്.
ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂടുതലുള്ളത് കോപ്പറാണ്. അപ്പോൾ അതാണ് കാഥോഡ്. 0.34 മൈനസ് 0.76 മൈനസ് ഉണ്ട്. 0.34 മൈനസ് 0.76. അപ്പോൾ നോക്കുവാണെങ്കിൽ 1.1. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇ സെൽ ഈക്വൽ ടു E0 സെല്ലിന് പകരം 1.1 മൈനസ് 0.059 ഡിവൈഡഡ് ബൈ ഇലക്ട്രോൺ ഇൻവോൾവ് ചെയ്യുന്നത് 2 ആണ് ഇൻറ്റു ലോഗ് Zn2+ൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.1 ദറ്റ് ഈസ് 10⁻⁻1 ഡിവൈഡഡ് ബൈ Cu2+ൻ്റെ കോൺസെൻട്രേഷൻ CuSO4 ചെയ്യുന്ന 0.01 ദറ്റ് ഈസ് 10⁻². അപ്പോൾ ഇത് മുകളിലേക്ക് വരുമ്പം 10⁻+2 ആകും. അപ്പോൾ 10 ആകുമ്പം log 1 ദറ്റ് ഈസ് 1.1 മൈനസ് ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.0295. ഇത് ലോഗ് 10 ആകും. ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1.1 നിന്ന് ഇത് കുറച്ചാൽ മതി. 1.1 മൈനസ് 0.03 അപ്രോക്സിമേറ്റ്ലി ദാറ്റ് ഈസ് 1.07 എന്ന് വരും. 1.07 വോൾട്ട്. ദാറ്റ് ഈസ് fourth option is the correct answer. Next one. Match list 1 with list 2 and select the correct answer using the code given below the list. Chemotherapeutic agents examples ആണ്. ഫസ്റ്റ് വൺ ആൻറ്റിബയോട്ടിക് തന്നിരിക്കുന്നതിൽ ആൻറ്റിബയോട്ടിക് ആയിട്ട് വരുന്ന ക്ലോറാംഫെനിക്കോൾ ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ്. ദറ്റ് ഈസ് ആൻറ്റിസെപ്റ്റിക് ആയിട്ട് അവിടെ വരുന്നത് സോഫ്രാമൈസിൻ. ആൻറ്റിഹിസ്റ്റമിൻ അലർജിക്ക് ആൻറ്റി അലർജറ്റിക് ഡ്രഗ് ആയിട്ട് വരുന്ന ഹിസ്റ്റമിൻ സെക്രീഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ ആൻറ്റിഹിസ്റ്റമിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ബ്രോംഫെനിറമൈൻ ബി. ട്രാങ്കുലൈസർ ആയിട്ട് വരുന്നത് നോക്കുകയാണെങ്കിൽ വെറോണോൾ ഇ. So the correct answer is PCQA, CABE. That is fourth option is the correct answer. CABE. Fourth option is the correct answer. Next one. The number of moles of KMnO4 reduced by 1 mole of potassium iodide in alkaline medium. ആൽക്കലൈൻ മീഡിയത്തിൽ 1 മോൾ പൊട്ടാസ്യം അയോഡൈഡ് എത്ര KMnO4നെ റെഡ്യൂസ് ചെയ്യും? ആൽക്കലൈൻ മീഡിയത്തിൽ KMnO4 MnO4 മൈനസ് MnO2 ആയിട്ടാണ് മാറുന്നത്. പൊട്ടാസ്യം അയോഡൈഡിലുള്ള I മൈനസ് IO3 മൈനസ് ആയിട്ടാണ് മാറുന്നത്. അയോഡേറ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ആൽക്കലൈൻ മീഡിയത്തിൽ പെർമാംഗനേറ്റ് മാംഗനീസ് ഡയോക്സൈഡ് MnO2 ആയിട്ടും I മൈനസ് IO3 മൈനസും ആയിട്ടാണ് മാറുന്നത്. ഇത് രണ്ടിലെയും ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ എടുക്കുക. ഇതിൽ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ എടുക്കുമ്പം ഇതിൽ +7 ആണ്, ഇവിടെ +4 ആണ്. അപ്പോൾ ചേഞ്ച് 3 ആണ്. ഇവിടെ -1 ആണ്, ഇതിൽ +5 ആണ്. അപ്പോൾ ചേഞ്ച് നോക്കുകയാണെങ്കിൽ -1 0 പിന്നെ +5 അപ്പോൾ 6 ആണ്. അപ്പോൾ രണ്ടിലും ആൽക്കലൈൻ മീഡിയത്തിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്തോന്നായിട്ട് മാറും, അതുപോലെ I മൈനസ് എന്തോന്നായിട്ട് മാറും എന്നറിയണം. രണ്ടിൻ്റെയും ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ എടുത്തു. നമ്മൾ ഇത് രണ്ടിൻ്റെയും റെസിപ്രോക്കൽ ഇക്വേറ്റ് ചെയ്യുന്നു. റെസിപ്രോക്കൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് 1/3 മോൾ MnO4 മൈനസ് 1/6 മോൾ I മൈനസിനെ ഓക്സിഡേഷൻ ചെയ്യുന്നതാണ് അതിൻ്റെ മീനിങ്. അതാണ് അതിൻ്റെ വളരെ ഷോർട്ടായിട്ട് ചെയ്യാനുള്ളത്. നമ്മൾ ബാലൻസിങ് ഇക്വേഷൻ അതൊന്നും എഴുതണ്ട. ദറ്റ് ഈസ് ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ റെസിപ്രോക്കൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസിന് ഈക്വൽ ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഇവിടെ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് KMnO4 റെഡ്യൂസ്ഡ് ബൈ 1 മോൾ ഓഫ് പൊട്ടാസ്യം അയോഡൈഡ്. അപ്പോൾ ഇതിനെ 1 ആക്കണം. ഇതിനെ 1 ആക്കണമെങ്കിൽ 6 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇതിനെയും 6 കൊണ്ട് ഗുണിച്ചാൽ മതി. 6 കൊണ്ട് ഗുണിക്കുമ്പം 6 1 ആകും. അപ്പോൾ ഇത് 2. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 2. 1 മോൾ പൊട്ടാസ്യം അയോഡൈഡ് എത്ര മോൾ KMnO4നെ റെഡ്യൂസ് ചെയ്യുന്നു? സോ ദ കറക്റ്റ് ആൻസർ ഈസ് 2. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ രീതി കണ്ടുപിടിച്ചാൽ മതി. ഇനി 1 മോൾ KMnO4 ആണ് ചോദിക്കുന്നതെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3/6 1/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് 1 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 6 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ഇവിടെയും 6 കൊണ്ട് ഗുണിക്കുന്നു. സോ ദ ആൻസർ ഈസ് 2 മോൾ. നെക്സ്റ്റ് വൺ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ബോത്ത് ദ അയോൺസ് ആർ കളേർഡ് ഇൻ അക്വ സൊല്യൂഷൻ? അൺപെയ്ഡ് ഇലക്ട്രോൺ ഇരിക്കുവാണെങ്കിൽ കളേർഡ് ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ Ni2+ ആണ്, നിക്കൽ 28 ആണ്, 3D8 4s2. നിക്കൽ 2+ ആകുമ്പം 3D8 ആണ്, 3D8 അതിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്.
അപ്പോൾ അത് കളേർഡാണ്, രണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. പക്ഷേ നമുക്ക് രണ്ടും കളേർഡായി വരണം. കോപ്പർ 29 ആണ്, 3D10 4s1 എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ. കോപ്പർ പ്ലസ് ആണ് പറഞ്ഞിട്ടുള്ളത്, 3D10 ഫുള്ളി ഫിൽഡ് ആണ്. അപ്പോൾ അത് കളേർഡ് അല്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആൻസർ അല്ല, ബോത്ത് അയോൺസും കളേർഡ് ആയിട്ട് വരണം. സെക്കൻഡ് ഓപ്ഷനിൽ നിക്കൽ 2+ കളേർഡ് ആണ്, നമ്മൾ ചെയ്തു. ടൈറ്റാനിയം 3+, ടൈറ്റാനിയം 22 ആണ്, ദാറ്റ് ഈസ് 3D2 4s2. ടൈറ്റാനിയം 3+ ആകുമ്പം 4s നിന്ന് 2 ഇലക്ട്രോൺ പോയി, 3Dയിൽ നിന്ന് ഒരെണ്ണം പോയി. അപ്പോൾ 3D1 ആകുമ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്, ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. സോ ഇതും കളേർഡ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, question number 6. The increasing order of the rate of HCN addition to compounds A to D is. HCN addition, carbonyl compounds in HCN addition, it is an example for nucleophilic addition reaction ആണ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ടുകൾ ഇതൊക്കെയാണ്. ഫോർമാൽഡിഹൈഡ് HCH, CH3COCH3 അസറ്റോൺ, PHCOCH3 എന്ന് പറഞ്ഞാൽ PH എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് ആണ്, ഫിനൈലാണ്. COCH3 അസറ്റോഫിനോൺ ആണിത്. PHCOPH ദാറ്റ് ഈസ് ബെൻസോഫിനോൺ ആണ്, ബെൻസോഫിനോൺ. HCN അഡീഷനിൽ അതിൻ്റെ റേറ്റ് ഇതാണ്. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എപ്പോഴും ആൽഡിഹൈഡ്സ് കീറ്റോൺസിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഒരു ആൽഡിഹൈഡേ ഉള്ളൂ, എ മാത്രമാണ്. അപ്പോൾ എക്ക് എപ്പോഴും റിയാക്ടിവിറ്റി കൂടുതലാണ്, ഇൻക്രീസിങ് ഓർഡറാണ്. അപ്പോൾ എ ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതൽ. അടുത്തത് കീറ്റോൺസ് വരുമ്പം ഇവിടെ ഇത് അലിഫാറ്റിക് കീറ്റോൺ, മറ്റത് രണ്ട് ആരോമാറ്റിക് കീറ്റോൺ. അപ്പോൾ അങ്ങനെ വരുമ്പം അലിഫാറ്റിക് കീറ്റോൺസിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ, ബി. അടുത്തത് ആരോമാറ്റിക് കീറ്റോൺസ് വരുമ്പം ബെൻസീൻ റിങ്ങിന് എണ്ണം കൂടുന്നവരും റിയാക്ടിവിറ്റി കുറയും. എന്ത് കാരണം എന്ന് പറഞ്ഞാൽ ഈ കാർബൺ പുറത്തേണ്ട പോസിറ്റീവ് ചാർജിന് ഇൻറ്റൻസിറ്റി കുറയും, റെസൊണൻസ് കാരണം കുറഞ്ഞു പോകും. ഇവിടെ അങ്ങനെയല്ല, പോസിറ്റീവ് ചാർജിന് ഇൻറ്റൻസിറ്റി ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പോസിറ്റീവ് ചാർജിന് ഇൻറ്റൻസിറ്റി ഒരിക്കലും കുറയത്തില്ല. ഇവിടെ ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജിന് ഇൻറ്റൻസിറ്റി ഈ രണ്ട് CH3യുടെയും +I എഫക്റ്റ് കൊണ്ട് കുറയും കുറച്ച്. ഇവിടെ ഇത് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോസിറ്റീവ് ചാർജിന് ഇൻറ്റൻസിറ്റി ഈ ബെൻസീൻ റിങ്ങിൽ റെസൊണൻസ് ഉണ്ടാകും. ഇവിടെയാണെങ്കിൽ രണ്ട് ബെൻസീൻ റിങ്ങിലും റെസൊണൻസിലേക്ക് വരും. അപ്പോൾ പോസിറ്റീവ് ചാർജിന് ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കുറയും. ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കുറയുമ്പോൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ്റെ ടെൻഡൻസി കുറയും. അതാണ് കാരണം. അപ്പോൾ ആൽഡിഹൈഡ് ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതൽ കീറ്റോണിൽ അലിഫാറ്റിക് കീറ്റോൺ ആയിരിക്കും. അടുത്തത് ആരോമാറ്റിക് കീറ്റോണിൽ രണ്ട് ബെൻസീൻ റിങ് വരുന്നതിന് തീരെ കുറവായിരിക്കും, ഒരു ബെൻസീൻ റിങ് വരുന്നതിന് അതിനേക്കാളും കൂടുതലായിരിക്കും. സോ ദ ആൻസർ ഈസ് DCBA. ഇതാണ് ആൻസർ, DCBA. ദാറ്റ് ഈസ് ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, Nickel is at 28 combines with a uninegative monodentate ligand X- to form a paramagnetic complex NaX4 2-. The number of unpaired electrons in the nickel and geometry of the complex ion are respectively. Nickel എന്ന് പറഞ്ഞ ഒരു മെറ്റൽ ആറ്റം 28 ആണ്, 3D8 4s2 ആണ്. യൂണി നെഗറ്റീവ്, ഒരു നെഗറ്റീവ് ചാർജുള്ള മോണോഡെൻറ്റേറ്റ് ലിഗാണ്ടായ X- കൂടെ ചേരുന്നു, NaX4 2-. നിക്കലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുമ്പോൾ എക്സ് ഇത് യൂണി നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, -4 = -2, X = +2. നിക്കൽ 2+ എഴുതുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും വരുന്നത്, 3D8 4s0 4p0. ഇനി അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് പാരാമാഗ്നറ്റിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പാരാമാഗ്നറ്റിക് കോംപ്ലക്സ് എന്ന് പറയുമ്പം അത് വീക്ക് ലിഗാണ്ട് ഫീൽഡാണ്, വീക്ക് ലിഗാണ്ടാണ്. സ്ട്രോങ് ലിഗാണ്ട് ആയിരുന്നുണ്ടെങ്കിൽ ഇത് പെയറിങ് ആയേനെ, പക്ഷേ വീക്ക് ലിഗാണ്ടാണ്. X- ഹാലജനാകുമ്പോൾ വീക്ക് ലിഗാണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ 3D8 ഇലക്ട്രോൺ ഇങ്ങനെ ഇരിക്കുന്നത് ഹൺസ് റൂളിന് അഗൻസ്റ്റ് ആയിട്ട് പെയറിങ് ആകത്തില്ല. അപ്പോൾ 1 2 3 4 5 6 7 8 ഇങ്ങനെ ഇരിക്കുന്നത്. രണ്ട് ഓർബിറ്റലിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാകും, 4s 4p. ഇത് കോർഡിനേഷൻ നമ്പർ 4 ആണ്. അപ്പോൾ വേക്കൻ്റ് ആയിട്ടുള്ള 4 അറ്റോമിക് ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷൻ ആകും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും, ഈ ഒരു എസും 3 പിയും കൂടെ ചേർന്ന് നമുക്ക് sp3 ഹൈബ്രിഡൈസേഷൻ ഉണ്ടാകും. sp3 ഹൈബ്രിഡൈസേഷൻ, sp3 ആണെങ്കിൽ ടെട്രാഹീഡ്രൽ സ്ട്രക്ചറാണ്, ടെട്രാഹീഡ്രൽ ജോമെട്രി. അൺപെയ്ഡ് ഇലക്ട്രോൺ 2 എണ്ണം, ഇതാ ഇവിടെ ഇരിക്കുന്ന 2 എണ്ണം, n = 2. സോ 2 ആൻഡ് ടെട്രാഹീഡ്രൽ, അതാണ് ആൻസർ, 2 ആൻഡ് ടെട്രാഹീഡ്രൽ. ഇതിപ്പം
ഡയാമാഗ്നറ്റിക് കോംപ്ലക്സ് ആണെങ്കിൽ DsP2 ഹൈബ്രിഡൈസേഷൻ ആയേനെ, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് പെയറിങ് ആയേനെ, അൺപെയർഡ് ഇലക്ട്രോൺ ഒന്നും കാണത്തില്ല. ഡയാമാഗ്നറ്റിക് ആയിരുന്നെങ്കിൽ. ഇത് പാരാമാഗ്നറ്റിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം ഈ എക്സ് എന്താണ് വീക്ക്ലി കാണ്ടാണ്. എക്സ് എന്ന് പറയുന്നത് വീക്ക്ലി കാണ്ടാണ്. വീക്ക്ലി കാണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. Aniline is reacted with bromine water and the resulting product is treated with an aqueous solution of sodium nitrate in presence of dilute hydrochloric acid. The compound so formed is heated with H3PO2 and water mixer. The final product is aniline C6H5NH2. Aniline എടുത്തിട്ട് ബ്രോമിൻ വാട്ടർ വെച്ച് റിയാക്ട് ചെയ്യും. ബ്രോമിൻ വാട്ടർ വെച്ച് റിയാക്ട് ചെയ്യുമ്പം ഈ അനലീൻ ബെൻസീൻ റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഈ ബ്രോമിൻ വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് ആയിട്ട് 2,4,6 ട്രൈബ്രോമോ അനിലീൻ എന്ന് പറഞ്ഞ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും. 2,4,6 ട്രൈബ്രോമോ അനിലീൻ എന്ന് പറഞ്ഞ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും. 2,4,6 ട്രൈബ്രോമോ അനിലീൻ എന്ന് പറഞ്ഞ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. എന്നിട്ട് ഇതിന് അക്വ സൊല്യൂഷൻ ഓഫ് സോഡിയം നൈട്രേറ്റ് ഇൻ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് NaNO2HCl വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഡയസറ്റൈസേഷൻ റിയാക്ഷൻ ആണ്. NH2N2Cl ആയിട്ട് മാറും. NH2N2Cl ആയിട്ട് മാറും. ഈ ബ്രോമിൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും. ഇനി ഇതിനെ H3PO2 വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. H3PO2 വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ്, അത് ഫോസ്ഫീനിക് ആസിഡ് അല്ലെങ്കിൽ അത് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ റിഡക്ഷൻ റിയാക്ഷൻ ആണ്. N2Cl ഗ്രൂപ്പ് മുഴുവനും റീപ്ലേസ് ആയിപ്പോൾ. അപ്പോൾ നമുക്ക് ട്രൈബ്രോമോ ബെൻസീൻ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ബെൻസീൻ റിങ്ങിൽ 3 ബ്രോമിൻ മാത്രമേ കാണത്തുള്ളൂ. ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇപ്പോഴിതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബ്രോമിൻ ഇരിക്കുന്ന കാർബൺ തൊട്ടാണ് എണ്ണേണ്ടത്. അപ്പോൾ സോ 135 tribromo benzene. 135 tribromo benzene. So the correct answer is fourth option. 135 tribromo benzene. Next one. The least stable hydride of 15th group elements is 15th group elements in the hydride stability താഴോട്ട് വരുന്തോറും കുറഞ്ഞു വരും. എന്താണെന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റത്തിൻ്റെ വലിപ്പം കൂടി വരുന്നു. ഇപ്പോൾ ബിസ്മത്തൈൻ BiH3 അതാണ് ആൻസർ. തിയറി ക്വസ്റ്റ്യൻ ആണ്. ഫോസ്ഫറസ് ആർസനിക് ആൻറ്റിമണി ബിസ്മത്ത് വരുമ്പോൾ താഴോട്ട് വരുന്നതോറും ബിസ്മത്തിനാണ് സൈസ് കൂടുതൽ. അപ്പോൾ ബിസ്മത്ത് ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ലെന്ത് കൂടുതലായിരിക്കും, സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പോൾ അതായിരിക്കും ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. താഴോട്ട് ഡൗൺ ദി ഗ്രൂപ്പ് സ്റ്റെബിലിറ്റി ഡിക്രീസസ് ആണ്. നെക്സ്റ്റ് വൺ. xenon hexafluoride on partial hydrolysis produces compounds A and B. The compounds A and B and the oxidation state 2 പ്രാവശ്യം അതിൽ ഉണ്ട്. A and B, the oxidation states of xenon in them are respectively. Xenon hexan fluoride എടുത്തിട്ട് പാർഷ്യലായിട്ട് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ പാർഷ്യൽ ഹൈഡ്രോളൈസ് നമുക്ക് 2 കോമ്പൗണ്ട് കിട്ടുന്നു. ആ 2 കോമ്പൗണ്ടിലുള്ള xenonൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ്? 2 കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. XeOF4ഉം XeO2F2 ആണ് 2 കോമ്പൗണ്ട് എന്ന് പറയുന്നത്. XeOF4ഉം XeO2F2 ആണ് 2 കോമ്പൗണ്ട്. ഇതിൽ രണ്ടിലും xenonൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് A, ഇത് B. ഇവിടെ നോക്കുകയാണെങ്കിൽ X ഓക്സിജൻ -2, 4 ഫ്ലൂറിൻ -4 = 0, X = +6. ഇത് നോക്കുകയാണെങ്കിൽ X 2 ഓക്സിജൻ -4, 2 ഫ്ലൂറിൻ -2 = 0, X = +6. അപ്പോൾ കോമ്പൗണ്ടും ഓക്സിഡേഷൻ നമ്പറും +6. ദാറ്റ് ഈസ് XeOF4ഉം XeO2F2 രണ്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +6. സോ ദ കറക്റ്റ് ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ. Question number 11. Which one of the following compound on treatment with barium hydroxide and further heating yield 4-methyl pen-3-in-2-1? 4-methyl pen-3-in-2-1. അത് മെസിറ്റൈൽ ഓക്സൈഡിൻ്റെ IUPAC നെയിമാണ്. മെസിറ്റൈൽ ഓക്സൈഡ് എന്ന് പറഞ്ഞ കോമൺ നെയിമുള്ള കോമ്പൗണ്ടിൻ്റെ IUPAC നെയിമാണ്. മെസിറ്റൈൽ ഓക്സൈഡ് കിട്ടുന്നത് അസറ്റോണിൻ്റെ അൾഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റാണ്. നമുക്ക് റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. CH3 CO CH3. ഈ അൾഡോൾ കണ്ടൻസേഷൻ്റെ പ്രോഡക്റ്റ് എഴുതാൻ 2 മോളിക്യൂൾ അസറ്റോൺ എടുത്തിട്ട്
ഇങ്ങനെ ബേരിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ 2 സ്റ്റെപ്പും കൂടെ ചേർത്ത് എഴുതുവാണ്, ഫർദർ ഹീറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒരു മോളിൻ്റെ ഓക്സിജനും മറ്റൊരെണ്ണത്തിൻ്റെ ആൽഫ ഹൈഡ്രജൻ 2 ചേർന്നിട്ട് വാട്ടർ കളഞ്ഞാൽ മതി. ആദ്യത്തെ സ്റ്റെപ്പിൽ അതിൻ്റെ ആൽഫ ഹൈഡ്രജൻ ഇങ്ങോട്ടൊന്ന് ചേർന്നിട്ട് അൾഡോളും ഉണ്ടാകും, ഇവിടെ കീറ്റോളോണം ഉണ്ടാകുക. എന്നിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ OH H കൂടെ ചേർന്നിട്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ഉണ്ടാകും. അപ്പോൾ നമ്മളിവിടെ 2 സ്റ്റെപ്പും കൂടെ ചേർത്ത് എഴുതുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇതായിരിക്കും, CH3 C CH3 ഡബിൾ ബോണ്ട് CH CO CH3. ഇതാണ് മെസിറ്റൈൽ ഓക്സൈഡിൻ്റെ സ്ട്രക്ചർ. ഇതിൻ്റെ IUPAC നെയിമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് പാരന്റ് ചെയിൻ 1 2 3 4 5 4 മീഥൈൽ പെൻറ്റ് 5 കാർബൺ, തേർഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് 3 in, സെക്കൻഡ് പൊസിഷനിൽ കീറ്റോൺ 2 1. സോ ദ കറക്റ്റ് ആൻസർ ഈസ് അസറ്റോൺ. അപ്പോൾ അത് തന്നെ മെസിറ്റൈൽ ഓക്സൈഡിൻ്റെ IUPAC നെയിമാണെന്ന് അറിയുവാണെങ്കിൽ നമുക്ക് അപ്പോഴേ തന്നെ ആൻസർ എഴുതാൻ പറ്റും. CH3 CO CH3 എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റവോൾസ് ലോ? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഏതാണ്? ഫസ്റ്റ് വൺ, ടൊളുവിൻ ബെൻസീൻ, അത് ഐഡിയൽ സൊല്യൂഷനാണ്. കാർബൺ ഡൈ സൾഫൈഡ് അസറ്റോൺ, അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതാണ്. എത്തനോൾ വാട്ടർ, അതും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതാണ്. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് ക്ലോറോഫോം അസറ്റോൺ, ക്ലോറോഫോം ആൻഡ് അസറ്റോൺ, ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. അതുപോലെ ഫീനോൾ ആൻഡ് അനിലീൻ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതാണ്. വാട്ടർ നൈട്രിക് ആസിഡ്, അത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതാണ്. വാട്ടറും ഒരു ഇനോർഗാനിക് ആസിഡും ചേരുമ്പോഴും നെഗറ്റീവ് ഡീവിയേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. For a reversible reaction, the activation energies of the forward and backward reactions are 60 kilojoule and 20 kilojoule respectively. The energy of reactants is 20 kilojoule. The energy of products will be. ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജിയുടെ ഒരു ഇതാണ്. റിയാക്ഷൻ കോർഡിനേറ്റും പൊട്ടൻഷ്യൽ എനർജിയും നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. റിയാക്ഷൻ കോർഡിനേറ്റും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇത് ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ 60 ബാക്ക്വേർഡ് റിയാക്ഷൻ 20 ആണ്. ഫോർവേഡ് റിയാക്ഷൻ ആക്ടിവേഷൻ എനർജി കൂടുതലാണ്. അപ്പോൾ അത് കാരണം ഇതൊരു എൻഡോതെർമിക് റിയാക്ഷനാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇത് റിയാക്റ്റൻ്റ്, ഇത് പ്രോഡക്റ്റ്. റിയാക്റ്റൻ്റ് ആക്ടിവേഷൻ എനർജി പറഞ്ഞിട്ടുണ്ട് 60, അത് ഇതാണ്. റിയാക്റ്റൻ്റ് ആക്ടിവേഷൻ എനർജി 60. ഇത് പ്രോഡക്റ്റിൻ്റെ ആക്ടിവേഷൻ എനർജി 20. ഇത് കുറച്ചുകൂടെ മുകളിലോട്ട് വരയ്ക്കാം നമുക്ക്. ഇതിൻ്റെ ആക്ടിവേഷൻ എനർജി 20. എനർജി ഓഫ് റിയാക്റ്റൻസ് 20 ആണ്. ഈ റിയാക്റ്റൻസിന് എനർജി 20. എന്നാൽ എനർജി ഓഫ് പ്രോഡക്റ്റ് എത്ര? ഈ വാല്യൂ എന്ന് പറയുന്നത് 80 ആണ്. അതെങ്ങനെയാണ് 80 വന്നതെന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജി 60, റിയാക്റ്റൻ്റ് എനർജി 20 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് 80 ആണ്. അപ്പോൾ ഇതും 80 തന്നെയായിരിക്കും. അതിൽ ഇത് പ്രോഡക്റ്റാണ്, സോറി. ഇതിൽ പ്രോഡക്റ്റ് ആക്ടിവേഷൻ എനർജി 20 പോയാൽ ബാക്കി ഇതിൻ്റെ എനർജി 60. ഇത് 80 അല്ലേ ആകെ. അപ്പോൾ ഇത് 20 ആകുമ്പോൾ പ്രോഡക്റ്റ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് 60 ആയിരിക്കും. അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ 20ഉം 60ഉം കൂടെ ചേരുമ്പോഴാണ് 80 വരുന്നത്. അതിൽ ആക്ടിവേഷൻ എനർജി 20. അപ്പോൾ ബാക്കിയുള്ളത് ആ 80യിലുള്ള ബാക്കി 60 എന്ന് പറയുന്നത് പ്രോഡക്ട്സിൻ്റെ എനർജി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, മാച്ച് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗിവൺ ബിലോ. അമോണിയ, മെത്തനമൈൻ, ബെൻസീനമൈൻ, NN ഡൈമീഥൈൽ അനിലീൻ. ഇതിൻ്റെയൊക്കെ PKBയുടെ വാല്യൂ ആണ്. PKBയുടെ വാല്യൂ നമുക്ക് അതിൻ്റെ ബേസിക് വാല്യൂ ഒന്നും നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ബേസിക് ക്യാരക്ടറിൻ്റെ ഇൻക്രീസിങ് ഓർഡർ നമ്മൾ എഴുതാം. അമോണിയ ഉണ്ട്, മെത്തനമൈൻ ഉണ്ട്, CH3NH2, ബെൻസീനമൈൻ അനിലീനാണിത്. അനിലീൻ ബെൻസീൻ അമൈൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബെൻസൈൽ അമൈൻ അല്ല. ബെൻസൈൽ അമൈൻ ആണെങ്കിൽ വേറെയാണ്. ബെൻസീൻ അമൈൻ, അത് അനിലീൻ്റെ സാധാരണ വിളിക്കുന്ന ബെൻസീൻ അമൈൻ.
NN ഡൈമീഥൈൽ അനിലീൻ, NN ഡൈമീഥൈൽ അനിലീൻ ഇതാണ്. ഇതിൽ അലിഫാറ്റിക് അമൈൻസിന് അമോണിയേക്കാളും മോർ ബേസിക് ആണ്. അപ്പം അലിഫാറ്റിക് അമൈൻസ് ഇതാണ് മോർ ബേസിക്. അടുത്തത് അമോണിയ, അടുത്തത് NN ഡൈമീഥൈൽ അനിലീൻ ആയിരിക്കും, അടുത്തത് അനിലീൻ. ഇതാണ് ബേസിക് ക്യാരക്ടറിൻ്റെ ഡിക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അമോണിയേക്കാളും അലിഫാറ്റിക് അമൈൻ മോർ ബേസിക്, ആരോമാറ്റിക് അമൈൻ ലെസ് ബേസിക്. ആരോമാറ്റിക് അമൈനിൽ നൈട്രജനിലിരിക്കുന്ന ലോൺ പെയർ ബെൻസീൻ റിംഗിൽ റെസണൻസിൽ ഇൻവോൾവ് ചെയ്യും. ഇതിലാണെങ്കിൽ 2 CH3 ഉള്ളത് കാരണം അനിലീനേക്കാളും മോർ ബേസിക് ആയിട്ട് വരും. ഇനി ബേസിക് നേച്ചർ കൂടുമ്പം ലീസ്റ്റ് PKB വാല്യൂ ആയിരിക്കും. അപ്പോൾ PKBയുടെ വാല്യൂ നേരെ തിരിച്ചായിരിക്കും. ഏറ്റവും PKBയുടെ വാല്യൂ കുറവായിട്ടുള്ളത് ആരായിരിക്കും എന്ന് പറഞ്ഞാൽ CH3NH2 ആയിരിക്കും, മെത്തനമൈൻ ആയിരിക്കും. ഏറ്റവും കുറവ് വാല്യൂ 1.892, അത് Q ആണ്. Q. അടുത്തത് ആർക്കായിരിക്കും എന്ന് പറഞ്ഞാൽ അമോണിയ ആയിരിക്കും. അടുത്തത് ഏറ്റവും ഇതായിട്ട് വരുന്നത് നോക്കുകയാണെങ്കിൽ ശരി, ഇവിടെ 1, 2, 3, 4 അതിൻ്റെ വാല്യൂ 8.92, 9.38, 3.38, 4.75. അപ്പോൾ മീഥൈലമീനാണ് ഏറ്റവും ബേസിക് സ്ട്രെങ്ത് കൂടുതൽ. മീഥൈലമീൻ ബേസിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുമ്പോൾ അതിൻ്റെ PKBയുടെ വാല്യൂ ഏറ്റവും കുറവായിരിക്കും. PKBയുടെ വാല്യൂ ഏറ്റവും കുറവുള്ളത് 3.38, അപ്പോൾ 3 ആണ്. മെത്തനമൈൻ 3 ആണ് വരിക. അടുത്തത് അമോണിയ, അടുത്ത ഹയസ്റ്റ് വാല്യൂ 4.75 ആണ്, അത് അമോണിയയ്ക്ക്. അടുത്തത് NN ഡൈമീഥൈൽ അനിലീൻ, NN ഡൈമീഥൈൽ അനിലീന് അടുത്ത ഹയസ്റ്റ് വാല്യൂ 8.91. അടുത്തത് ബെൻസീൻ അമൈൻ അനിലീനാണ് ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ അതിന് ബേസിക് സ്ട്രെങ്ത് ഏറ്റവും കുറവാണ്, അപ്പോൾ 9.382. അപ്പോൾ P4 Q3 R2 S1. So fourth option is the correct answer. Next one, which one of the following will have the highest coagulating value for a ferric hydroxide salt? Ferric hydroxide salt highest coagulating value ഉള്ളതാണ്. ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ പോസിറ്റീവ് സോളാണ്. അപ്പോൾ പോസിറ്റീവ് സോളിനെ കൊയാഗുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റിൽ നെഗറ്റീവ് പാർട്ടാണ് ഇതാകുന്നത്. നെഗറ്റീവ് പാർട്ടായിട്ട് ആദ്യത്തേൽ Cl- ആണ്, രണ്ടാമത്തേൽ SO4 2- ആണ്, അതിൽ PO4 3- ആണ്, അടുത്തത് FeCN 6 times 4- ആണ്. ഇതിന് പവർ കൂടുതലുള്ളത് ഇതിനാണ്. പക്ഷേ ഹയസ്റ്റ് കൊയാഗുലേറ്റിംഗ് വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. കൊയാഗുലേറ്റിംഗ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Cl- സോ ദ കറക്റ്റ് ആൻസർ ഈസ് NaCl. എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരിക. ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾട്ട് ഇതിൽ ഒരു നെഗറ്റീവ് ചാർജേ ഉള്ളൂ. അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ ഇത് 2 ഹവറിൽ 1 ലിറ്റർ പെർ ഇതിൽ കൊയാഗുലേറ്റ് ചെയ്യാൻ ക്വാണ്ടിറ്റി ഏറ്റവും കൂടുതൽ വേണ്ടത് Cl- ആണ്. സോ ഹയസ്റ്റ് കൊയാഗുലേറ്റിംഗ് വാല്യൂ ഉള്ളത് ആരാണെന്ന് പറഞ്ഞാൽ NaCl ആയിരിക്കും. നെക്സ്റ്റ് വൺ, which of the following has the lowest pKa value? Lowest pKa value. Lowest pKa value എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി അസിഡിക് ആയിരിക്കണം. ഹൈലി അസിഡിക് ആയിരിക്കണം. PKയുടെ വാല്യൂ അസിഡിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ ലോവസ്റ്റ് PKa വാല്യൂ ഹൈലി അസിഡിക് ആയിരിക്കണം. 4-നൈട്രോ ബെൻസോയിക് ആസിഡ് ഇതാണ് 4-നൈട്രോ ബെൻസോയിക് ആസിഡ്. അടുത്തത് ബെൻസോയിക് ആസിഡ്, അടുത്തത് 4-മീഥോക്സി ബെൻസോയിക് ആസിഡ്, അടുത്തത് 3,4-ഡൈനൈട്രോ ബെൻസോയിക് ആസിഡ്. 3,4-ഡൈനൈട്രോ ബെൻസോയിക് ആസിഡ്. അതിൽ ഇലക്ട്രോൺ നിട്രോയിൻ ഗ്രൂപ്പ് വരുന്ന ഈ നൈട്രോ ഗ്രൂപ്പ് വരുന്നതെല്ലാം ബെൻസോയിക് ആസിഡിനേക്കാളും മോർ അസിഡിക്കാണ്. മീഥോക്സി ഗ്രൂപ്പ് വരുന്ന ബെൻസോയിക് ആസിഡിനേക്കാളും ലെസ് അസിഡിക്കാണ്. 2 NO2 ഗ്രൂപ്പ് വരുന്ന ഇതാണ് ബെൻസോയിക് ആസിഡിനേക്കാളും ഏറ്റവും അസിഡിറ്റി കൂടുതലായിട്ട് വരുന്നത്, ഹൈലി അസിഡിക്. അതിനായിരിക്കും ലോവസ്റ്റ് PKa വാല്യൂ വരുന്നത്. സോ 3,4-ഡൈനൈട്രോ ബെൻസോയിക് ആസിഡ്. ഇലക്ട്രോൺ നിട്രോയിൻ ഗ്രൂപ്പ് വരുമ്പോഴാണ് അസിഡിക് സ്ട്രെങ്ത് എന്തോന്ന് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ PKയുടെ വാല്യൂ കുറയുക. നെക്സ്റ്റ് വൺ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് MX2 ഇൻ അക്വ സൊല്യൂഷൻ ഈസ് 0.5. MX2 ആണത്. MX2 in aqueous solution is 0.5. The ratio of the observed depression in freezing point of the solution to the value of depression in freezing point in the absence of dissociation is. MX2 എന്ന് പറഞ്ഞ ഇലക്ട്രോലൈറ്റ് ആണ്. MX2 ഡിസോസിയേഷൻ ആകുമ്പോൾ M2+ ഉണ്ടാകും, 2X- ഉണ്ടാകും.
അപ്പോൾ എന്നിൻ്റെ വാല്യൂ 3 ആണ്. ഇവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 0.5 ആണ്, ആൽഫ 0.5. ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും വാൻ ഡുവ ഫാക്ടറും തമ്മിലുള്ള റിലേഷൻ പഠിച്ചിട്ടുണ്ടാകും. ആൽഫ ഈക്വൽ ടു I-1 ഡിവൈഡഡ് ബൈ n-1. അപ്പോൾ ആൽഫ 0.5 I-1 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് 3 ആണ്, 3 - 1. അപ്പോൾ 2 × 0.5 1 ഈക്വൽ ടു I-1, I ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ ദ റേഷ്യോ ഓഫ് ദി അബ്സർവ്ഡ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ടു ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ഡിപ്രഷൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഡിസോസിയേഷൻ ആണ്. അത് ഐയുടെ വാല്യൂ തന്നെയായിരിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 2. ഐയുടെ വാല്യൂ തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അബ്സർവ്ഡ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിൻ്റെയും ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഡിസോസിയേഷനും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. എപ്പോഴും വാൻ ഡുവ ഫാക്ടറിൻ്റെ വാല്യൂ കൂടുന്തോറും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും. അപ്പോൾ അതിനനുസരിച്ച് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി തന്നെയായിരിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 2. നെക്സ്റ്റ് വൺ, ആറ്റംസ് ഓഫ് ആൻ എലിമെന്റ് ബി ഫോം HCP ലാറ്റീസ്. ബി വന്ന് HCP ലാറ്റീസ്. ആൻഡ് ദോസ് ഓഫ് എലിമെന്റ് എ occupy 2/3 of tetrahedral voids. Tetrahedral voids. The formula of the compound formed by the elements A and X. ബിയുടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ എക്സ് നോക്കിയ. അപ്പോൾ എയുടെ ഇത് 2/3 ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ് ആണ്. പാർട്ടിക്കിൾസ് എക്സ് ആണെങ്കിൽ ടെട്രാഹീഡ്രൽ വോയിഡ്സ് 2x ആണ്, അതിൻ്റെ 2/3 ആണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് 4/3x വരും. റേഷ്യോ ഓഫ് എ ആൻഡ് ബി എടുക്കുമ്പോൾ 4/3:1 എന്ന് വരും. എക്സ് ക്യാൻസൽ ആയിപ്പോൾ 4/3:1. പിന്നെ നമ്മൾ ഹോൾ നമ്പർ ആക്കാൻ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 4:3 എന്ന് വരും അല്ലേ. സോ ദ ഫോർമുല ഈസ് A4B3. A4B3. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ, A4B3. നെക്സ്റ്റ് വൺ, the complex ion which has the highest magnetic moment among the following. highest magnetic moment ഏതിലാണ് വരിക? നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ കൂടുമ്പോഴാണ് മാഗ്നറ്റിക് മൊമെന്റ് കൂടുക. FeCN 6 times 4 minus. FeCN 6 times 4 minus. ഇവിടെ അയൺ 26, 3d6 4s2. അയണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നോക്കുമ്പം x -6 ഈക്വൽ ടു -4, x ഈക്വൽ ടു +2 എന്ന് വരും. അപ്പോൾ Fe2+ എടുക്കുമ്പോൾ 4s നിന്നുള്ള 2 ഇലക്ട്രോൺ പോകും, 3d6. ഇവിടെ CN സ്ട്രോങ് ലിഗാണ്ടാണ്. സ്ട്രോങ് ലിഗാണ്ട് വരുമ്പോൾ ഹൺസ് റൂളിന് എഗൻസ്റ്റ് ആയിട്ട് പെയറിംഗ് ആകും. പെയറിംഗ് ആകുമ്പോൾ 3d6 ഇങ്ങനെ ആയിരിക്കും വരുന്നത്. 2 ഇലക്ട്രോൺ ആയിട്ടായിരിക്കും ഫില്ലാകുന്നത്. സോ അൺപെയർഡ് ഇലക്ട്രോൺ അവിടെ ഇല്ല ശരിക്കും പറഞ്ഞാൽ. NiNH3 6 times 2+. NiNH3 6 times 2+. ഇതെടുക്കുമ്പം നിക്കൽ 28, 3d8 4s2 ആണ്. നിക്കൽ 2+, ഇവിടെ 2 ആണ്. അമോണിയ 0 ആകുമ്പോൾ x + 0 = +2, 2+. അപ്പോൾ 4s ഉള്ള 2 ഇലക്ട്രോൺ പോയി 3d8. കോർഡിനേഷൻ നമ്പർ 6 ആണ്. അപ്പോൾ അമോണിയ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അമോണിയ സ്ട്രോങ് ആണ് CFT അനുസരിച്ച്. വാലൻസ് ബോണ്ട് തിയറിയിൽ സ്ട്രോങ്ങും വീക്കാണെന്ന് പറഞ്ഞ് വളരെ ഇതായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ എന്നാലും അത് 3d8 പെയറിംഗ് ആയിട്ട് D2sp3 ഉണ്ടാകാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെയായിരിക്കും വരുന്നത്. 5, 6, 7, 8 2 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് ഇവിടെ. നെക്സ്റ്റ് വൺ, COF6 3-. COF6 3-. അത് വരുമ്പം കൊബാൾട്ട് 27, 3d7 4s2. ഇവിടെ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നോക്കുമ്പോൾ x -6 = -3, x = +3 വരും. അപ്പോൾ CO3+ എഴുതുമ്പോൾ ഇതിൽ നിന്ന് 2 എണ്ണം പോകും, 3d6 വീക്ക് ലിഗാണ്ടാണ്. ഇത് വീക്ക് ലിഗാണ്ട് വരുമ്പം അവിടെ പെയറിംഗ് നടക്കത്തില്ല. അപ്പോൾ 3d6 ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. 1, 2, 3, 4, 5, 6. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ 4 ഉണ്ട്.
The last one, MnH2O 6 times 2 plus, manganese 25, 3d5 4s2. ഇവിടെ വാട്ടർ 0 ആകുമ്പോൾ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. Mn2 പ്ലസ് 3d5 4s0 ഇങ്ങനെയായിരിക്കും വരുന്നത്. വാട്ടർ വീക്ക്ലി കാണ്ട്. വാട്ടർ വീക്ക്ലി കാണ്ടാകുമ്പം ഹൺസ് റൂളിന് അഗൈൻസ്റ്റ് ആയിട്ട് പെയറിംഗ് ആകത്തില്ല. അപ്പോൾ 3d5 മാക്സിമം അൺപെയ്ഡ് ഇലക്ട്രോൺ, 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാകും. 5 അൺപെയ്ഡ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു വീക്ക്ലി കാണ്ട് വന്നിട്ട് 3d5 എന്നൊരു കോൺഫിഗറേഷൻ വരികയാണെങ്കിൽ അതൊന്നൊന്നായിരിക്കും മാക്സിമം അൺപെയ്ഡ് ഇലക്ട്രോൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം നമുക്ക് 5 ആദ്യമേ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ എഴുതാം, അല്ലെങ്കിൽ നമ്മളെല്ലാം ചെയ്ത് വേണം എഴുതേണ്ടത്. 4th ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ലാക്ടോസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ലാക്ടോസ് ഒരു ഡൈസാക്രൈഡ് ആണ്. അതിൽ 2 ഡിഫറൻറ്റ് മോണോസാക്രൈഡ് ആണ് ഇരിക്കുന്നത്. അതിലിരിക്കുന്ന മോണോസാക്രൈഡ് ഗാലക്ടോസും ഗ്ലൂക്കോസും, അതിലിരിക്കുന്ന ബീറ്റാ ഡി ഗാലക്ടോസ് ആൻഡ് ബീറ്റാ ഡി ഗ്ലൂക്കോസ്. 4th ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 21. Lambda 0 m for NaCl, HCl and NaR 126.4, 425.9 and 100.5 Siemens centimeter square per mole respectively. If the conductivity of 0.001 molar Ha is 5 into 10 raised to minus 5 Siemens per centimeter, then the degree of dissociation of Ha is. നമുക്ക് NaCl, HCl and Na ഇതിൻ്റെയൊക്കെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഇതിലിരുന്ന് HAയുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HA കണ്ടുപിടിക്കാൻ ഇതിൻ്റെ അയോൺസ് വരുന്ന 2 സബ്സ്റ്റൻസ് ആഡ് ചെയ്യണം. അപ്പോൾ H അതുപോലെ A ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaA അത് രണ്ടും ആഡ് ചെയ്തു. അതിലിരുന്ന് പിന്നെ NaCl വേണ്ടല്ലോ, HA മാത്രമല്ലേ വേണ്ട, NaCl നമ്മൾ കുറയ്ക്കണം. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl കുറയ്ക്കണം. ഇപ്പോൾ HClൻ്റെ വാല്യൂ അവിടെ പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് വാല്യൂ ആണ് 425.9 പ്ലസ് NaAയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഏതാണെന്ന് പറഞ്ഞാൽ 100.5 മൈനസ് NaClൻ്റെ വാല്യൂ 126.4. ഇപ്പോൾ 9 14 1 6 2 526.4 മൈനസ് 126.4 ദാറ്റ് ഈസ് 400 വരും. 400. ഇപ്പോൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HA കിട്ടി. നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് വേണ്ടത്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡയലൂഷൻ ആണ്. മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ ആ ഇലക്ട്രോലൈറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനുള്ള കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. അപ്പം ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ കണ്ടുപിടിക്കാൻ നമ്മളിങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഈക്വൽ ടു 1000 ഇൻറ്റു നമുക്ക് തന്നിരിക്കുന്ന കണ്ടക്ടിവിറ്റി എത്ര, 5 into 10 raised to minus 5 ഡിവൈഡഡ് ബൈ മോളാരിറ്റി. മോളാരിറ്റി എത്ര, 0.001, ദാറ്റ് ഈസ് 10 raised to minus 3. അപ്പോൾ 1000 ഇൻറ്റു കണ്ടക്ടിവിറ്റി ഡിവൈഡ് ബൈ മോളാരിറ്റി. അതിൽ നിന്ന് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ കിട്ടും. ഇത് 10 raised to plus 3 ആകും. +3 ആകുമ്പോൾ പിന്നെ 10 raised to minus 2 മാത്രമേ ബാക്കിയുള്ളൂ. 10 raised to minus 2 വരുമ്പോൾ 2 പോയി 15 വരും. 15 വരും. ഇനി ആൽഫ ഈക്വൽ ടു 50/400 1/8 എന്ന് വരും. 1/8 0.1 2 16 5 0.125 എന്ന് വരും. അപ്പോൾ ആൽഫയുടെ വാല്യൂ 0.125. So the correct answer is 0.125. Fourth option is the correct answer. Next one.
For a first order reaction, the plot of log k against 1 by t is a straight line. The slope of the line is equal to log k versus 1 by t. Arrhenius equation ഒരു ഗ്രാഫാണ്. Arrhenius equation ഗ്രാഫാണ്. ലോഗ് കെയ്ക്കും 1 by ടിക്ക് അഗൻസ്റ്റ് ആയിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു. സ്ലോപ്പ് ഓഫ് ദ സ്ലോപ്പ് നെഗറ്റീവ് സ്ലോപ്പുള്ള സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. സ്ലോപ്പിൻ്റെ വാല്യൂ -EA/2.303 R ആണ്. -EA/2.303 R. ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഫോർത്ത് ഓപ്ഷൻ. ഇത് നാച്ചുറൽ ലോഗരിതം ഓഫ് കെ ആയിരുന്നെങ്കിൽ -EA/R വന്നേനെ. log to the base 10 ആയതുകൊണ്ട് -EA/2.303 R. Fourth option is the correct answer. Next one. Which one of the following orders is not accordance with the property stated against it? ഹാലജൻസിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് വന്നിട്ടുണ്ട്. ഹാലജൻസ് ഹൈഡ്രജൻ ഹാലൈഡ്സിൻ്റെയും അതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത്? നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് നോട്ട് കറക്റ്റ്. അതാണ് ഫസ്റ്റ് വൺ. ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ ഓക്സിഡൈസിങ് പവർ അത് കറക്റ്റാണ്. ഓക്സിഡൈസിങ് പവർ എങ്ങനെയാണ്? ഡൗൺ ദി ഗ്രൂപ്പ് എന്നൊന്നാണെന്ന് പറഞ്ഞാൽ കുറഞ്ഞാണ് വരുന്നത്. ഇനി ഹാലജൻ ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഹാലൈഡിൻ്റെ അസിഡിക് പ്രോപ്പർട്ടി ഇൻ വാട്ടർ നോക്കുമ്പോൾ HI, HBr, HCl, HF ശരിയാണ്. ബോണ്ട് ലെന്ത് കൂടുന്നവരും ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കുറയും, അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് അങ്ങനെ ആയിരിക്കും. ഡൗൺ ദി ഗ്രൂപ്പ് എന്തോ ഹാലജൻസ് കുറഞ്ഞാണ് വരുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ അതും കറക്റ്റാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വാല്യൂ. ബോണ്ട് ഡിസോസിയേഷൻ എനർജി അത് തെറ്റാണ്. ബോണ്ട് ഡിസോസിയേഷൻ എനർജിയുടെ വാല്യൂ വരുമ്പം അത് തെറ്റായിട്ടുള്ളതാണ്. അത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ക്ലോറിനാണ് ഏറ്റവും കൂടുതൽ, അടുത്തത് ബ്രോമിൻ, അടുത്തത് ഫ്ലൂറിൻ, അടുത്തതായിരിക്കും അയഡിൻ വരുന്നത്. സോ ദ ഇൻകറക്റ്റ് വൺ ഈസ് ഫോർത്ത് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ. ഡ്യൂറിങ് ഓസ്മോസിസ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഈസ്. ഓസ്മോസിസിൻ്റെ സമയത്ത് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം സൊല്യൂഷൻ ഹാവിംഗ് ലോവർ കോൺസെൻട്രേഷൻ ഓൺലി. അല്ല, ഓസ്മോസിസിൻ്റെ സമയത്ത് രണ്ട് സൈഡിൽ നിന്നും ഫ്ലോ നടക്കും. പക്ഷേ രണ്ടും അൺഈക്വൽ റേറ്റ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. നെറ്റ് ഫ്ലോ ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ ആയിരിക്കും നെറ്റായിട്ട് ഫ്ലോ നടക്കുന്നത്. ഇല്ലാതെ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് മാത്രമേ കടത്തി വിടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ എടുത്ത് വയ്ക്കുമ്പം രണ്ട് സൈഡിൽ നിന്നും ഫ്ലോ നടക്കും, പക്ഷേ അൺഈക്വൽ റേറ്റ് ആയിരിക്കും. ഫ്രം സൊല്യൂഷൻ ഹാവ് എ ഹയർ കോൺസെൻട്രേഷൻ ഓൺലി ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് സെമി പെർമിയബിൾ മെംബ്രെയിൻ വിത്ത് ഈക്വൽ ഫ്ലോ റേറ്റ്. ഈക്വൽ ഫ്ലോ റേറ്റ് എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു കോൺസ്റ്റന്റ് ലെവലിലേക്ക് എത്തിച്ചതിന് ശേഷം. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞല്ലോ, ഡ്യൂറിങ് ഓസ്മോസിസിൻ്റെ സമയത്താണ് ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് സെമി പെർമിയബിൾ മെംബ്രെയിൻ വിത്ത് അൺഈക്വൽ റേറ്റ്സ്. അതാണ് കറക്റ്റ് ആൻസർ. ബോത്ത് സൈഡ്സ് ഓഫ് സെമി പെർമിയബിൾ മെംബ്രെയിൻ നടക്കും, പക്ഷെ അൺഈക്വൽ ഫ്ലോ റേറ്റ് ആയിരിക്കും. നമ്മൾ ഒരു സൊല്യൂഷനും എടുത്തിട്ട് അതിൻ്റെ സോൾവനിൽ നിന്ന് സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുന്നു, അപ്പോഴായിരിക്കും ഓസ്മോസിസ് നടക്കുന്നത്. നെറ്റായിട്ട് ലോ കോൺസെൻട്രേറ്റഡ് ടു മോർ കോൺസെൻട്രേറ്റഡ് ആണ് നടക്കുന്നത്, പക്ഷേ രണ്ട് സൈഡിലും ഫ്ലോ നടക്കും, അൺഈക്വൽ റേറ്റ് ആയിരിക്കും. സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. ടോട്ടൽ വോളിയം ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ഓഫ് എ മെറ്റൽ ഈസ് R ഇസ് അറ്റോമിക് റേഡിയസ്. ഫേസ് സെന്റേർഡ് ക്യൂബിക് ലാറ്റീസ് FCCയിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ 4 ആണ്. 4. ടോട്ടൽ വോളിയം ഓഫ് ആറ്റംസ് ആണ്. വോളിയം ഓഫ് 1 ആറ്റം എന്ന് പറഞ്ഞാൽ വോളിയം കണ്ടുപിടിക്കുന്നത് 4/3 πr³ ആണ്. അതാണ് ഫോർമുല. അപ്പോൾ 4 ആറ്റം ആകുമ്പോൾ ടോട്ടൽ വോളിയം ഈക്വൽ ടു 4 × 4/3 πr³. That is 16/3 πr³. 16/3 πr³. So second option is the correct answer. Second option. In a set of reactions, acetic acid yielded a product D. The structure of D would be CH3COH SOCl2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ CH3COCl ഉണ്ടാകും. ബെൻസീൻ അൺഹൈഡ്രസ് AlCl3 അതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് അസറ്റൈലേഷൻ. ബെൻസീനിൽ ഈ CH3COCl CH3CO+ കയറി അറ്റാക്ക് ചെയ്ത് അസറ്റോഫീനോൺ ഉണ്ടാകും. അസറ്റോഫീനോൺ ഹൈഡ്രജൻ സയനൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അസറ്റോഫീനോൺ ഹൈഡ്രജൻ സയനൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടക്കും. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ C6H5 C ഇതിൽ CH3 ഉണ്ട് ഒരെണ്ണം, ഓയുടെ കൂടെ എച്ചും പിന്നെ ആ കാർബണിൽ CN ചേർന്നിട്ട് ഇങ്ങനെ ഒരു
ഇത് കണ്ടാകും എന്ന് പറഞ്ഞാൽ COCH3 ഇങ്ങനെയാണ് ഇരിക്കുന്നത്. COCH3 ബെൻസീൻ റിങ്ങിൽ ഇരിക്കുന്നു. ഇതിലേക്ക് HCN അഡീഷൻ ആകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഇവിടെ CN മൈനസ് ഇവിടെ H കൂടെ ചേരും. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യും. ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ CN COH ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ. അപ്പം ഒരു ബെൻസീൻ റിങ്ങിൽ CH3 OH CN വന്ന് COH ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് CH3 OH COH. Fourth option is the correct answer. Benzene ring ഉണ്ട്, C ഉണ്ട്, OH, CH3, COH. Fourth option is the correct answer. Next one. The reaction of toluene with chlorine in presence of FeCl3 gives X, and reaction in presence of light gives Y. The X and Y are. Toluene എടുത്തിട്ട് chlorine in presence of FeCl3 gives X. ഹാലജൻ കാരിയർ ലൂയിസ് ആസിഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പം Cl പ്ലസ് ബെൻസീൻ റിങ്ങിൽ വന്ന് ചേർന്നിട്ട് നമുക്ക് ഓർത്തോക്ലോറോ ടൊളുവീനും പാരാക്ലോറോ ടൊളുവീനും ചേർന്ന മിക്സർ കിട്ടും. ഓർത്തോക്ലോറോ ടൊളുവീനും പാരാക്ലോറോ ടൊളുവീനും ചേർന്ന മിക്സർ കിട്ടും ഇങ്ങനെ. ആൻഡ് റിയാക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ഗീവ്സ് Y. ലൈറ്റിൻ്റെ പ്രസൻസിൽ ഇത് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സൈഡ് ചെയിനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്ന് ബെൻസൈൽ ക്ലോറൈഡ് ആയിരിക്കും കിട്ടുന്നത്. ഇത് ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇത് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ഓർത്തോ ആൻഡ് പാരാക്ലോറോ ടൊളുവീനും ബെൻസൈൽ ക്ലോറൈഡ്. X ഓർത്തോ ആൻഡ് പാരാക്ലോറോ ടൊളുവീൻ, Y ബെൻസൈൽ ക്ലോറൈഡ്. സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. പോസിറ്റീവ് കാർബോ എലമെന്റ് ടെസ്റ്റ് ഈസ് ഗിവൺ ബൈ. ഈ കാർബോ എലമെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ടെസ്റ്റ് ഫോർ പ്രൈമറി അമൈൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടെസ്റ്റാണ്. NN ഡൈമീഥൈൽ അനിലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് NN ഡൈമീഥൈൽ അനിലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെർഷ്യറി അമൈൻ. ട്രൈഥൈൽ അമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർഷ്യറി അമൈൻ, ആൻസർ ചെയ്യത്തില്ല. N-മീഥൈൽ അനിലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്കൻഡറി അമൈൻ, അതും ആൻസർ ചെയ്യത്തില്ല. പാരാമീഥൈൽ ബെൻസൈൽ അമൈൻ അത് ആൻസർ ചെയ്യും. പാരാമീഥൈൽ ബെൻസൈൽ അമൈൻ എന്ന് പറഞ്ഞാൽ അത് പ്രൈമറി അമീനാണ്. സോ പാരാമീഥൈൽ ബെൻസൈൽ അമൈൻ ഈസ് ദ ആൻസർ. പ്രൈമറി അമീൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷനാണ് കാർബൈൽ അമൈൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഫോർത്ത് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. ഇറ്റ് കോസ്റ്റ് ₹10 to electrodeposit 1 gram of magnesium from a solution of MgSO4. The cost of electrodepositing of 1 gram of aluminium from Al to SO4 thrice solution at the same temperature is. 1 gram magnesium deposit ചെയ്യാൻ നമുക്ക് 10 രൂപ ആകുന്നു. മെഗ്നീഷ്യം സൾഫേറ്റിൽ Mg2+ ആണ് ഇരിക്കുന്നത്. Mg2+ 2 ഇലക്ട്രോണുമായിട്ട് ചേർന്നിട്ടാണ് മെഗ്നീഷ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. 2 ഇലക്ട്രോൺ ആകുമ്പം 2 ഫാരഡേ ഇലക്ട്രിസിറ്റി എന്ന് പറയും. 2 ഫാരഡേ ഇലക്ട്രിസിറ്റി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് മെഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് 24 ഗ്രാം. 1 മോൾ മെഗ്നീഷ്യമാണ് 24 ഗ്രാം. അപ്പോൾ ഇതാണ് അതിൻ്റെ മെഗ്നീഷ്യത്തിൻ്റെ റിയാക്ഷൻ. അതിൽ 2 ഇലക്ട്രോൺ ആകുമ്പോൾ 2 ഫാരഡേ ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ നോക്കുകയാണെങ്കിൽ 24 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ 1 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/24 ഫാരഡേ. 2/24 ഫാരഡേ. 24 ഗ്രാമിന് 2 ഫാരഡേ. അപ്പോൾ 1 ഗ്രാമിന് എത്ര കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 2/24 ഗ്രാം ഫാരഡേ വരും. ഇനി അലുമിനിയം നോക്കുമ്പോൾ Al3+ ആണ് അലുമിനിയം സൾഫേറ്റ്. അപ്പോൾ 3 ഇലക്ട്രോൺ കടത്തി വിടുമ്പോഴാണ് ഒരു അലുമിനിയം ഡെപ്പോസിറ്റ് ആകുന്നത്. 3 ഫാരഡേ ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ അലുമിനിയം 27 ഗ്രാം ആണ് അറ്റോമിക് മാസ്. 3 ഫാരഡേ കടത്തി വിടുമ്പോൾ 27 ഗ്രാം. അപ്പോൾ 1 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഫാരഡേ വേണം? ദാറ്റ് ഈസ് 3/27 ഫാരഡേ വേണം അല്ലേ? ഇത് 1 ഗ്രാം മെഗ്നീഷ്യം ഡെപ്പോസിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കറണ്ട്. ഇത് 1 ഗ്രാം അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കറണ്ട്. 1 ഗ്രാം മെഗ്നീഷ്യം ഡെപ്പോസിറ്റ് ചെയ്യാൻ 10 രൂപയാണ്. അപ്പം 2/24 ഫാരഡേ ഇലക്ട്രിസിറ്റിയുടെ വില 10 രൂപ. അങ്ങനെയാണെങ്കിൽ 3/27 ഫാരഡേ ഇലക്ട്രിസിറ്റിയുടെ
വാല്യൂ എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി, ആൻസറായി. ഇതിൻ്റെ വാല്യൂ ആണ് 10 രൂപ തന്നിരിക്കുന്നത്, അതിൻ്റെ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. സോ 3/27 × 10 ഫാരഡേ എല്ലാം ക്യാൻസൽ ആയി പോവും. 2/24 24 ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെ വരും. ശരി, 9 12 120/9 എന്ന് വരും അല്ലേ. 120/9 ദാറ്റ് ഈസ് 10-നേക്കാളും അല്പം കൂടുതലുള്ള വാല്യൂ, 10-നേക്കാളും ഒരു വാല്യൂ ഉള്ളൂ, 10.33. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 10.33. സോറി 13.33. 10-നേക്കാളും കൂടുതലുള്ള 13.33. ഇതിൻ്റെ വാല്യൂ 13.33 എന്ന് വരും. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ. A reaction N2O5 gives 2NO2 plus half O2 follows first order kinetics. After 50 minutes, the pressure inside the vessel increases from 50 mm mercury to 87.5 mm mercury. The pressure of the gaseous mixture after 100 minutes at constant temperature will be. ഒരു റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. N2O5 gives 2NO2 plus half O2. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. 50 മിനിറ്റ് കഴിയുമ്പം പ്രഷർ ഇൻസൈഡ് ദ വെസൽ ഇൻക്രീസസ് ഫ്രം 50 mm മെർക്കുറി ടു 87.5 mm മെർക്കുറി. 50 mm മെർക്കുറി ആണ് ഇനീഷ്യലായിട്ടുണ്ടായിരുന്നത് t=0 എന്ന് പറഞ്ഞ ടൈമിൽ. ഇതില്ല. 50 മിനിറ്റ് കഴിയുമ്പോൾ t=50 മിനിറ്റ്സ് ആകുമ്പോൾ അതിൻ്റെ പ്രഷർ 87.5 mm മെർക്കുറി ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. 87.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മിനിറ്റ് കഴിയുമ്പം കുറച്ച് N2O5 ഡീകമ്പോസിഷൻ ആകും, കുറച്ച് NO2 ഫോം ചെയ്യും, കുറച്ച് O2 ഫോം ചെയ്യും. അതിൻ്റെ എല്ലാത്തിനും കൂടി ടോട്ടൽ പ്രഷറാണ്. നമുക്ക് ഇതിലിരുന്ന് ഒരു എക്സ് എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ ഇതാകുന്നു. അപ്പോൾ 50 - x ആണ് 50 മിനിറ്റ് കഴിയുമ്പോൾ ഇതിരിക്കുക. ഇനി ഇതിൽ നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ ഇത് 2x ഫോം ചെയ്യും, ഇത് x/2 ഫോം ചെയ്യും. അതിന് കാരണം ഇതിൻ്റെ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് അങ്ങനെയാണ്. ഇത് 1, ഇത് 2, ഇത് 1/2 ആണ്. അപ്പോൾ ഇതിലിരുന്ന് എത്ര റിയാക്ട് ചെയ്യുന്ന അതിൻ്റെ ഇരട്ടി ഇതുണ്ടാകും, ഇതിൻ്റെ പകുതി ഉണ്ടാകും. അപ്പോൾ x റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2x ഉണ്ടാകും, x/2. ഇത് ടോട്ടൽ വാല്യൂ ആണ് 87.5. സോ 50 - x + 2x + x/2 എന്ന് പറയുന്നത് 87.5 ആണ്. അപ്പോൾ 50 ഒരു എക്സ് ഉണ്ട് പ്ലസ് അപ്പോൾ 3/2x = 87.5 ആണ്. 3/2x = 50 അപ്പുറത്ത് പോകുമ്പോൾ 37.5. x = 2 × 37.5 ഡിവൈഡഡ് ബൈ 3. 75 / 25 എന്ന് വരും. 25. അപ്പോൾ ഇതിൻ്റെ പ്രഷർ x എന്ന് പറഞ്ഞാൽ 25, 50 - 25. അപ്പോൾ 25 mm ആണ് ബാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് അല്ലേ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആകുമ്പം 50 ഉണ്ടായിരുന്നു, 25 mm ആയിട്ട് കുറയുന്നു, പകുതിയായിട്ട് കുറയുന്നു അല്ലേ. അപ്പോൾ ഈ 50 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫാണ്. 50 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫാണ്. എന്ന് പറഞ്ഞാൽ 50 മിനിറ്റ് ആയിരുന്നത് 50 mm ആയിരുന്നത് 50 മിനിറ്റ്സ് കഴിയുമ്പോൾ 25 mm ആയിട്ട് മാറി. അപ്പോൾ ഹാഫ് ലൈഫാണ്. ഇനി നമുക്ക് വേണ്ടത് ദ പ്രഷർ ഓഫ് ദ ഗേഷ്യസ് മിക്സർ ആഫ്റ്റർ 100 മിനിറ്റ്സ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. 100 മിനിറ്റ് കഴിയുമ്പോൾ ഉള്ള ഇതാണ് ആഫ്റ്റർ 100 മിനിറ്റ്സ്. 100 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ഹാഫ് ലൈഫ് 50 മിനിറ്റ് അല്ലേ. അപ്പോൾ 50 ആയിരുന്നത് ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ 25 ആയിട്ട് കുറഞ്ഞു. ഇന്നൊരു ഹാഫ് ലൈഫായിട്ട് മാറുമ്പോൾ അത് ഇതിൻ്റെയും പകുതിയായിട്ട് കുറയും, 12.5 mm ആയിട്ട് കുറയും അല്ലേ. തീർച്ചയായിട്ടും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ട്. 50 ഇരുന്നത് ഒരു 50 മിനിറ്റ് കഴിയുമ്പോൾ 25 ആയി. അടുത്ത 50 മിനിറ്റ് അതാണല്ലോ 100 മിനിറ്റ് എന്ന് പറയുന്നത്. അടുത്ത 50 കൂടെ ആകുമ്പോൾ 25 12.5 ആകും. 12.5 ആകുമ്പോൾ എത്ര NO2 ഉണ്ടായിരിക്കും, എത്ര O2 ഉണ്ടായിരിക്കും എന്നും കൂടെ കണ്ടുപിടിക്കണം. അപ്പോഴേ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. 37.5 റിയാക്ട് ചെയ്തിട്ടുണ്ടാകും. 50 ഇരുന്ന് 37.5 പോകുമ്പോഴാണ് 12.5 വരുന്നത്. ഇവിടെ ഒരെണ്ണം റിയാക്ട് ചെയ്താൽ 2 എണ്ണം വരുന്നു. അവിടെ 37.5 ആണ് റിയാക്ട് ചെയ്യുന്നത്. 37.5 കുറയുമ്പോഴാണ് 12.5 ബാലൻസ് ഇരിക്കുന്നതാണ്. 37.5 റിയാക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ 2 × 37.5 ഉണ്ടാകും. ഇവിടെ 2 × 37.5 ഉണ്ടാകും. ഇവിടെ അതിൻ്റെ പകുതി ഉണ്ടാകും, 37.5 ഡിവൈഡഡ് ബൈ 2. ഇത് 75 mm. ഇത് 18.75 mm.
ഇതെല്ലാം കൂടെ ചേർത്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ടോട്ടൽ പ്രഷറാണ് വേണ്ടത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പം നോക്കിയേ, 75 പ്ലസ് 12.5 പ്ലസ് 18.75 5 2 1 6 8 6 10 106.25. That is second option is the correct answer. Second option ആണ് correct answer. Second option. Okay. Next one. Glucose on treatment with mild oxidizing agent like Tollens reagent yield gluconic acid. But on treatment with strong oxidizing agent like nitric acid yield saccharic acid. The second reaction indicate. മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ ബ്രോമിൻ വാട്ടറാണ് നമ്മളെ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. ടോളൻസ് റിയേജൻറ്റ് മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് തന്നെ. അത് വെച്ച് കഴിയുമ്പം ഗ്ലൂക്കോണിക് ആസിഡ് കിട്ടുന്നു. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം സാക്കറിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു ഡൈകാർബോക്സിലിക് ആസിഡ് കിട്ടുന്നു. അപ്പം ആ രണ്ടാമത്തെ റിയാക്ഷൻ എന്താണ് മനസ്സിലാകുന്നത്? മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ മോണോകാർബോക്സിലിക് ആസിഡ് കിട്ടുന്നതിൽ നിന്ന് ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലാകും. ഒരു ഡൈകാർബോക്സിലിക് ആസിഡ് കിട്ടുന്ന സെക്കൻഡ് റിയാക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് കൂടെ അതിലുണ്ടെന്ന് മനസ്സിലാകും. പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ്. സോ ദ പ്രസൻസ് ഓഫ് എ പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് അതിൻ്റെ ഇൻഡിക്കേഷനാണ്. പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് കാരണമാണ് ഈ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ആൽഡിഹൈഡായിട്ട് മാറിയിട്ട് പിന്നെ COH ആയിട്ട് മാറുന്നത്. സോ ദ ഇൻഡിക്കേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ്. നെക്സ്റ്റ് വൺ. In the complexes FeH2O 6 times 3 plus, FeCN 6 times 3 minus, FeC2O4 thrice 3 minus and FeCl 6 times 3 minus, more stability is shown by. ഇതിൽ ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ ചിലേറ്റിംഗ് കോംപ്ലക്സ് ആയിരിക്കും. ചിലേറ്റിംഗ് കോംപ്ലക്സ് ആയിട്ട് ഇവിടെ ഒന്നേ ഉള്ളൂ, FeC2O4 thrice എന്ന് പറഞ്ഞാൽ മറ്റെല്ലാം മോണോഡെൻഡൽ ലിഗാണ്ടിരിക്കുന്ന കോംപ്ലക്സ് ആണ്. ഡൈ ആൻഡ് പോളിഡെൻഡൽ ലിഗാണ്ട്സ് വരുമ്പോൾ സൈക്ലിക് സ്ട്രക്ചർ ഉണ്ടാകും. സൈക്ലിക് സ്ട്രക്ചർ ഉണ്ടാകുന്നതിനാണ് ചിലേറ്റിംഗ് കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ചിലേറ്റിംഗ് കോംപ്ലക്സിന് സ്റ്റെബിലിറ്റി എന്തോന്നായിരിക്കും എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് വൺ. മാച്ച് ദ ഫോളോയിങ് കോളം 1 വിത്ത് കോളം 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ കോഡ്സ് ഗിവൺ ബിലോ. കോളം 1 രണ്ട് പേരിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും കോളം 2 ഏത് റിയേജനുമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. മെത്തനോൾ ആൻഡ് ഡൈഈഥൈൽ ഈഥർ. മെത്തനോൾ ആൻഡ് ഡൈഈഥൈൽ ഈഥർ. ഡൈഈഥൈൽ ഈഥർ. മെത്തനോളും ഡൈഈഥൈൽ ഈഥറും വരുമ്പം അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വരണം ആൽക്കഹോൾ, വരണം ഈഥർ. സോഡിയം മെറ്റൽ. സോഡിയം മെറ്റൽ സെക്കൻഡ് വൺ. സോഡിയം മെറ്റൽ. സോഡിയം മെറ്റൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. ഇതിൽ നിന്ന് ഹൈഡ്രജൻ ലിബറേഷൻ ആകത്തില്ല. മെത്തനോൾ ആൻഡ് എത്തനോൾ. എത്തനോളും പ്രൈമറി ആൽക്കഹോളാണ്. പക്ഷേ മെത്തനോൾ ഐഡഫോം ടെസ്റ്റ് ആൻസർ ചെയ്യത്തില്ല. എത്തനോൾ ഐഡഫോം ടെസ്റ്റ് ആൻസർ ചെയ്യും. സോ ഐഡഫോം ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ തിരിച്ചറിയുന്നത്. രണ്ടും പ്രൈമറി ആൽക്കഹോൾ ആയത് കാരണം. സോ ഐഡഫോം ടെസ്റ്റ്. 3. ഫീനോൾ ആൻഡ് സൈക്ലോഹെക്സനോൾ. ഫീനോളും സൈക്ലോഹെക്സനോളും വരുമ്പോൾ ഫീനോൾ ഇതാണ്, ആരോമാറ്റിക് ആൽക്കഹോളാണ്. സൈക്ലോഹെക്സനോൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫീനോളിൻ്റെ ഒരു ടെസ്റ്റാണ് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫെറിക് ക്ലോറൈഡ്. സോ ഓപ്ഷൻ 4. നോർമൽ പ്രൊപ്പൈൽ ആൽക്കഹോൾ ആൻഡ് ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. നോർമൽ പ്രൊപ്പൈൽ ആൽക്കഹോൾ, പ്രൈമറി ആൽക്കഹോൾ, ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ, ടെർഷ്യറി ആൽക്കഹോൾ, ലൂക്വാസ് റിയേജന്റ്. So 1. So the correct answer is 2, 3, 4, 1. Second option is the correct answer. Next one is the correct increasing order of boiling point of the following compounds. നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഫസ്റ്റ് ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഏതൊക്കെ കോമ്പൗണ്ട് എന്ന് നോക്കാം. CH3OCH3 ഒരു ഈഥർ, പിന്നെ CH3 CH2 CH3 ഒരു ആൽക്കേൻ, ഒരു ആൽഡിഹൈഡ്, ഒരു ആൽക്കഹോൾ. ഇതിൽ എപ്പോഴും ആൽക്കഹോളിനായിരിക്കും ബോയിലിംഗ് പോയിന്റ് കൂടുതൽ വരിക. എന്താണെന്ന് പറഞ്ഞാൽ ആൽക്കഹോളിൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അടുത്തത് നോക്കുമ്പോൾ ഹൈഡ്രോ കാർബൺ ഈഥർ ആൽഡിഹൈഡ് വരുമ്പോൾ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് വരുന്ന, മൾട്ടിപ്പിൾ ബോണ്ട് വരുന്നത് ആൽഡിഹൈഡിലാണ്. സോ കാർബണിൽ കോമ്പൗണ്ട് ഡൈപോൾ ഇൻട്രാക്ഷൻ ഉണ്ടാകും. അടുത്തത് ഈഥർ ആയിരിക്കും. ഏറ്റവും കുറവ് ഹൈഡ്രോ കാർബൺ ആയിരിക്കും. സോ ദ ഇൻക്രീസിങ് ഓർഡറിൻ്റെ ഇതാണ് ഇൻക്രീസിങ് ഓർഡർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ആൽക്കേൻ, ഈഥർ, aldehyde, alcohol. That is fourth option is the correct answer. Fourth option. Next one. Question number 35. When phenol is allowed to react with bromine in CS2 solution and in aqueous solution, the resulting compounds are. Phenol is allowed to react. Phenol എടുത്തിട്ട് allowed to react with bromine in CS2 solution.
കാർബൺ ഡൈ സൾഫൈഡ് നോൺ പോളാർ സോൾവെൻറ്റ്. നോൺ പോളാർ സോൾവെൻറ്റിൽ ഫീനോൾ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫീനോൾ ആയിരിക്കും കിട്ടുന്നത്. ഓർത്തോബ്രോമോഫീനോളും പാരാബ്രോമോഫീനോളും ചേർന്ന മിക്സർ ആയിരിക്കും കിട്ടുന്നത്. ഓർത്തോബ്രോമോഫീനോളും പാരാബ്രോമോഫീനോളും ചേർന്ന മിക്സർ. ഇത് ഇൻ അക്വ സൊല്യൂഷൻ, ബ്രോമിൻ ഇൻ അക്വ സൊല്യൂഷൻ, ദാറ്റ് ഈസ് ബ്രോമിൻ വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം ഇത് പോളാർ സോൾവെൻറ്റ് ഫീനോക്സൈഡ് ആനയോണായിട്ട് മാറും. ബെൻസീൻ റിങ്ങിനെ ഹൈലി ആക്ടിവേറ്റ് ചെയ്യുന്ന കാരണം ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള 2,4,6 ട്രൈബ്രോമോഫീനോൾ ആയിരിക്കും കിട്ടുന്നത്. 2,4,6 ട്രൈബ്രോമോഫീനോൾ വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓർത്തോ ആൻഡ് പാരാബ്രോമോഫീനോൾ and 2,4,6 tribromophene. Fourth option is the correct answer. Fourth option. Next one, section B. Specific conductance of 0.1 molar sodium chloride solution is 1.06 into 10 raised to minus 2 ohm raised to minus 1 centimeter raised to minus 1. Its molar conductance in ohm raised to minus 1 centimeter square per mole is. Specific conductance molar conductance തമ്മിലുള്ള റിലേഷൻ ഇതാണ്. lambda m equal to specific conductance എത്ര 1000 into specific 1.06 into 10 raised to minus 2 divided by molarity 0.1, that is 10 raised to minus 1. 10 raised to minus 1 മോളിൽ കൊണ്ടുപോകുമ്പോൾ 10 raised to plus 1 ആകും. അപ്പം 10 raised to plus 1 അപ്പോൾ minus 1 100 into 1.06 100 into 1.06 അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. 100 into 1.06. ഇതില്ല. 10 raised to minus 1 മുകളിലോട്ട് പോകുമ്പോൾ പ്ലസ് 1 ആകും, മൈനസ് 1. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ 100 into 1.06. ദാറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, CH3Br NU- CH3Nu plus Br minus. The decreasing order of the rate of the above reaction with nucleophiles A to D is. നമുക്ക് ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. CH3Br ന്യൂക്ലിയോഫൈൽ വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ CH3Nu plus Br minus. Decreasing order the rate of the above reaction with nucleophiles A to D. Nucleophiles ഇതൊക്കെയാണ് PHO minus, ACO minus, OH minus, CH3O minus. ഇതിൻ്റെ ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയാണ്. ആദ്യം ഇതിൻ്റെ എല്ലാത്തിനും കൂടെ ഒരു H പ്ലസ് ചേർത്തിട്ട് ഇതിൻ്റെ കോഞ്ചുഗേറ്റ് ആസിഡ് എഴുതുക. H പ്ലസ് എല്ലാത്തിനും ചേർക്കുക. H പ്ലസ് ചേർക്കുമ്പോൾ PHOH ആകും. ഇത് ACOH ആകും. ഇത് വാട്ടറായിട്ട് മാറും. ഇത് മെത്തനോളായിട്ട് മാറും. PHOH എന്ന് പറഞ്ഞാൽ ഫീനോളാണ്. ACOH എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡാണ്. CH3COOH വാട്ടർ, മെത്തനോൾ. ഇതിൽ ഏറ്റവും അസിഡിറ്റിയുടെ ഓർഡർ ഓഫ് അസിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. PHO മൈനസ്, സോറി, ഏറ്റവും അസിഡിറ്റി കൂടുതൽ ACOH അസറ്റിക് ആസിഡ്. അടുത്തത് ഫീനോൾ PHOH. അടുത്തത് വാട്ടർ. അടുത്തത് മെത്തനോൾ. ഇത് അസിഡിറ്റിയുടെ ഓർഡർ എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും. കാർബോക്സിലിക് ആസിഡാണ് മോർ അസിഡിക്, അടുത്തത് ഫീനോൾ, അടുത്തത് വാട്ടർ, ഏറ്റവും കുറവ് അലിഫാറ്റിക് ആൽക്കഹോൾ. ഇനി അടുത്തത് ഇങ്ങനെ അസിഡിറ്റിയുടെ ഓർഡർ ഇതാണെങ്കിൽ ഓർഡർ ഓഫ് ബേസിസിറ്റി ഓഫ് കോഞ്ചുഗേറ്റ് ബേസ്, ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് ഓഫ് കോഞ്ചുഗേറ്റ് ബേസ്. കോഞ്ചുഗേറ്റ് ബേസിൻ്റെ ബേസിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തിരിച്ചായിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ട്രോങ് ആസിഡ് ഹാസ് വീക്ക് കോഞ്ചുഗേറ്റ് ബേസ്, വീക്ക് ആസിഡ് ഹാസ് സ്ട്രോങ് കോഞ്ചുഗേറ്റ് ബേസ്. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ഓർഡർ. ഒരു സ്ട്രോങ് ആസിഡിന് വീക്ക് കോഞ്ചുഗേറ്റ് ബേസും ഒരു വീക്ക് ആസിഡിന് സ്ട്രോങ് കോഞ്ചുഗേറ്റ് ബേസും ആയിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക് ക്യാരക്ടർ കൂടുതൽ. നമുക്ക് ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ റേറ്റ് ഓഫ് എബോവ് റിയാക്ഷൻ. അപ്പം ബേസിക് ക്യാരക്ടർ കൂടുന്തോറും അതിൻ്റെ റേറ്റ് കൂടും. അപ്പോൾ നമുക്ക് ഡിക്രീസിങ് ഓർഡറാണ് വേണ്ടത്. CH3O മൈനസ് ആണ് ഏറ്റവും കൂടുതൽ. CH3O മൈനസ് D. അടുത്തത് OH മൈനസ്, അത് നോക്കുകയാണെങ്കിൽ C. അടുത്തത് PHO മൈനസ് A. അടുത്ത ACO മൈനസ് B. സോ ദ കറക്റ്റ് ആൻസർ ഈസ് D, C,
A, B. Third option is the correct answer. Third option. Next one. Which of the following is not correct regarding terline? Terline എന്ന് പറഞ്ഞ പോളിമറിനെ സംബന്ധിച്ചോളം ഏതാണ് കറക്റ്റ് അല്ലാത്തത്? ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമർ. അത് കറക്റ്റ് ആണ്. സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറാണ്. ഒരു കണ്ടൻസേഷൻ പോളിമറാണ്, സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറുമാണ്. കണ്ടൻസേഷൻ പോളിമർ, അതും കറക്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡാക്രോൺ. ഡാക്രോൺ എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു പേരാണ്. ടെർലിൻ്റെ വേറൊരു പേരാണ്. ടെറിഫ്താലിക് ആസിഡും അതുപോലെ എത്തിലീൻ ഗ്ലൈക്കോളും ചേർന്നുണ്ടാകുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ എന്തോന്നാണെന്ന് പറഞ്ഞാൽ ഡാക്രോൺ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഇതാണ്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്, അത് തെറ്റാണ്. നോട്ട് കറക്റ്റാണ്. നോട്ട് കറക്റ്റാണ് വേണ്ടത്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് അല്ല, അത് ഒരു ഫൈബറാണ്. ഓക്കെ, സോ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നുള്ളത് ഇൻകറക്റ്റാണ്. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് മെറ്റൽ ഈസ് പ്യൂരിഫൈഡ് ബൈ വാൻ ആർക്കൽ മെത്തേഡ്? വാൻ ആർക്കൽ മെത്തേഡിൽ പ്യൂരിഫൈ ചെയ്യുന്നത് സിർക്കോണിയം ആൻഡ് ടൈറ്റാനിയം. നിങ്ങൾക്ക് തന്നെ അറിയാം, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. സിർക്കോണിയം ആൻഡ് ടൈറ്റാനിയം. നെക്സ്റ്റ് വൺ. അയഡോഫോം കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ റിയാക്ടിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വിത്ത് NaOH ആൻഡ് അയഡിൻ? NaOH അയഡിനും വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ഏതിലാണ് അയഡോഫോം പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തത്? അയഡോഫോം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നീ CH3CHOH എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ CH3CO എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ടാവണം. ഇതുണ്ടെങ്കിൽ അയഡോഫോം പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ CH3OH അങ്ങനത്തെ ഒരു യൂണിറ്റ് ഇല്ല, അപ്പോൾ അതാണ് ആൻസർ. CH3CH2OH ഇവിടെ വെച്ചിട്ടാൽ മതി, അപ്പോൾ CH3CH2OH ആയി. CH3CHO ഇവിടെ വെച്ചിട്ടാൽ മതി. ഓക്കെ, CH3CO2 CH3COCH3 അസറ്റോൾ. അപ്പോൾ അതിലെല്ലാം അങ്ങനത്തെ സ്ട്രക്ചറൽ യൂണിറ്റ് ഉണ്ട്. ഇത് എത്തനോൾ, ഇത് അസറ്റാൽഡിഹൈഡ്, ഇത് അസറ്റോൾ. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. ദ റിപ്പീറ്റിംഗ് യൂണിറ്റ് പ്രസൻറ്റ് ഇൻ നൈലോൺ 6. നൈലോൺ 6 എന്ന് പറഞ്ഞാൽ ഒരു ഹോമോ പോളിമറാണ്, കണ്ടൻസേഷൻ പോളിമറാണ്. കാപ്രോലാക്ടോ എന്ന് പറഞ്ഞ മോണോമറാണ് അതിലിരിക്കുന്നത്. ഈ നൈലോൺ 6 റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ CO CH2 5 ടൈംസ് NH. ഇതാണ് അതിലിരിക്കുന്ന റിപ്പീറ്റിംഗ് യൂണിറ്റ്. കാപ്രോലാക്ടത്തിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പം അമിനോ കാപ്രോയിക് ആസിഡ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ടാകും. അതിനെ പോളിമറൈസേഷൻ ചെയ്യുമ്പോഴാണ് നൈലോൺ 6 ഉണ്ടാകുന്നത്. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. CO CH2 5 ടൈംസ് NH. ഇതാണ് ഇതല്ല, ഇത് 7 കാർബണായി പോവും. 6 കാർബണേ ഉള്ളൂ ആകെ. അപ്പം ഇതാണ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ദ ഇൻകറക്റ്റ് വൺ ഈസ് കലാമിൻ ആൻഡ് സിഡറേറ്റ് ആർ കാർബണേറ്റ് ഓർ. അത് കറക്റ്റാണ്. ZnCO3 കലാമിൻ, സിഡറേറ്റ് FeCO3 കാർബണേറ്റ് ഓറുകളാണ്. ഓക്കെ. സെക്കൻഡ് വൺ. സിംഗൈറ്റ് ആൻഡ് കുപ്രൈറ്റ് ആർ ഓക്സൈഡ് ഓർ. അതും കറക്റ്റാണ്. ZnO കുപ്രൈറ്റ്, കുപ്രസ് ഓക്സൈഡ് Cu2O, അത് ഓക്സൈഡ്. സിംഗ് ബ്ലൻഡ് ആൻഡ് അയൺ പൈറൈറ്റ്സ് ആർ സൾഫൈഡ് ഓർ. അതും ശരിയാണ്. സിംഗ് ബ്ലൻഡ് ZnS, അയൺ പൈറൈറ്റ്സ് FeS2, അത് രണ്ടും സൾഫൈഡ് ഓറാണ്. മാലക്കൈറ്റ് ആൻഡ് സ്പലിറൈറ്റ് ആർ ഓർസ് ഓഫ് കോപ്പർ. അത് ഇൻകറക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ മാലക്കൈറ്റ് അത് കോപ്പറിൻ്റെ ഓറാണ്. സ്പലിറൈറ്റ് സിംഗ് ബ്ലൻഡിൻ്റെ വേറൊരു പേരാണ്. അപ്പോൾ സ്പലിറൈറ്റ് എന്ന് പറഞ്ഞാൽ സിങ്ങിൻ്റെ ഓറാണ്. CuCO3 CuOH ടോയ്സ്, അതാണ് മാലക്കൈറ്റ് എന്ന് പറയുന്നത്. സ്പലിറൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ സിംഗ് ബ്ലൻഡ് ZnSN, അത് കോപ്പറിൻ്റെ ഓറല്ല, അത് സിങ്ങിൻ്റെ ഓറാണ്. സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് വൺ. Calculate the total number of possible isomers, structure and stereo of the ion. ഇവിടെ തന്നിരിക്കുന്ന അയോൺ ഇതാണ്. ഇറിഡിയം കോംപ്ലക്സ് En ടോയ്സ് NH3 NO2 +2. ഒരു കോർഡിനേഷൻ പെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അയണൈസേഷൻ ഐസോമർ, ഹൈഡ്രേറ്റ് ഐസോമറിസം, കോർഡിനേഷൻ ഐസോമർസം അതൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ആംബിഡൻ്റ് ലിഗാണ്ടിരിക്കുന്ന കാരണം ലിങ്കേജ് ഐസോമർസം ഉണ്ടാകും. അപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതാം, NH3ONO എന്ന് എഴുതാം. അപ്പോൾ സ്ട്രക്ചറൽ ഐസോമറായിട്ട് ഇങ്ങനെ ഒരെണ്ണം കൂടെ ഉണ്ടാകും, ലിങ്കേജ് ഐസോമർസം. ഇനി സ്റ്റീരിയോ ഐസോമർസം നോക്കുമ്പം ഇത് MAA ടോയ്സ് BC ഈ ടൈപ്പിലെ കോമ്പൗണ്ടാണ്. സെൻട്രൽ മെറ്റൽ ആറ്റം AA ബൈഡൻ്റേറ്റ് ലിഗാണ്ട് 2 മോണോഡൻ്റേറ്റ് ലിഗാണ്ട് 2. അങ്ങനത്തെ ലിഗാണ്ടിൽ എന്തോന്നുണ്ടാകും എന്ന് പറഞ്ഞാൽ സിസ് ട്രാൻസ് ഐസോമർസം ഉണ്ടാകും. അപ്പോൾ ഇതിൽ സിസ് ഐസോമർ ഉണ്ടാകും, ട്രാൻസ് ഐസോമർ ഉണ്ടാകും. ഇതിലും അതുപോലെ സിസ് ഐസോമർ ഉണ്ടാകും, ട്രാൻസ് ഐസോമർ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ 2 EN ഓപ്പോസിറ്റ് ആയിട്ട് എഴുതാം, അടുത്തെടുത്ത് എഴുതാം. അപ്പോൾ അങ്ങനെ സിസും ട്രാൻസും ഉണ്ടാകും. അപ്പോൾ അതിലും സിസും ട്രാൻസും ഉണ്ടാകും.
അതിൽ സിസ് ഐസോമർ ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കും, ഡെക്സ്ട്രോയും ലീവോയും ഉണ്ടാകും. ട്രാൻസിൽ ഒപ്റ്റിക്കൽ ഐസോമർസം ഇല്ല. അപ്പോൾ ഇതിലും ഡെക്സ്ട്രോ ഉണ്ടാകും, ലീവോ ഉണ്ടാകും. അത് പ്ലെയിൻ ആസിമെട്രി കാണത്തില്ല സിസ് ഐസോമറിന്. എന്താണെന്ന് പറഞ്ഞാൽ സിസ് ഐസോമർ ഇങ്ങനെയാണ് വരയ്ക്കുന്നത് നമ്മൾ. ഇറിഡിയം EN ടോയ്സ്, ഇതാണ് EN ടോയ്സ്. NH3 നമ്മൾ NO2 ഇത് വെച്ചിട്ട് വരയ്ക്കുന്നു. ONO ആണെങ്കിൽ ഇവിടെ ONO എന്ന് എഴുതണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന് അതുപോലെ ഒരു സിസ് ഐസോമർ ഉണ്ടാകും. ആ സിസ് ഐസോമറിൽ പ്ലെയിൻ ആസിമെട്രി ഇല്ല, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉണ്ടാക്കും. പ്ലെയിൻ ആസിമെട്രി ഉള്ളതിലാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തത്. അപ്പോൾ ഇതിൽ പ്ലെയിൻ ആസിമെട്രി ഇല്ല, അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അപ്പോൾ സിസിൽ ഡെക്സ്ട്രോ ലീവോ ഉണ്ടാകും. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ഐസോമേഴ്സ് എണ്ണുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഡെക്സ്ട്രോ ഒരെണ്ണം, ലീവോ ഒരെണ്ണം, ട്രാൻസ് ഒരെണ്ണം. അത് NO2 വരുമ്പോൾ. ONO വരുമ്പോൾ ഡെക്സ്ട്രോ ഒരെണ്ണം, ലീവോ ഒരെണ്ണം, ട്രാൻസ് ഒരെണ്ണം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഐസോമേഴ്സ് 6 ആണ്. 6 ഈസ് ദ കറക്റ്റ് ആൻസർ. 6 ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇതൊന്നും വേണ്ടല്ലോ, സിസ്സായിട്ടിരിക്കുമ്പോൾ ഒന്നീ ഡെക്സ്ട്രോ അല്ലെങ്കിൽ ലീവോ, അത്രയേ ഉള്ളൂ. അപ്പോൾ അവസാനത്തെ ഇത് രണ്ടും ഇതൊന്ന് ട്രാൻസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്, ഇതിൽ ഡെക്സ്ട്രോ ലീവോ. അപ്പോൾ 6 ആണ് ആൻസർ. നെക്സ്റ്റ് വൺ. Which of the following factors are responsible for the increase in rate of surface catalyzed reaction? സർഫസ് കാറ്റലൈസ്ഡ് റിയാക്ഷനിൽ റേറ്റിനെ ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതാണ്? എ കാറ്റലിസ്റ്റ് പ്രൊവൈഡ് പ്രോപ്പർ ഓറിയൻറ്റേഷൻ ഫോർ ദ റിയാക്ടൻറ്റ് മോളിക്യൂൾസ് റിയാക്ട്. കറക്റ്റാണ്. കാറ്റലിസ്റ്റ് പ്രോപ്പർ ഓറിയൻറ്റേഷൻ ഓഫ് ദ റിയാക്ടൻറ്റ് കൊടുക്കും. ഹീറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് റിയാക്ടൻസ് ഓൺ എ കാറ്റലിസ്റ്റ് ഹെൽപ്സ് റിയാക്ടൻറ്റ് മോളിക്യൂൾസ് ടു ഓവർകം ആക്ടിവേഷൻ എനർജി. അതും ശരിയാണ്. ഹീറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് റിയാക്ടൻസ് ഓൺ കാറ്റലിസ്റ്റ് വരുമ്പോൾ അത് റിയാക്ടൻറ്റ് മോളിക്യൂൾസിന് ആക്ടിവേഷൻ എനർജിയെ ഓവർകം ചെയ്യാൻ സഹായിക്കും. ദ കാറ്റലിസ്റ്റ് ഇൻക്രീസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. അത് തെറ്റാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും കാറ്റലിസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിനെ ഇൻക്രീസ് ചെയ്യാൻ ഒരിക്കലും എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്? ഇപ്പോൾ 5 മോൾ പെർ ലിറ്റർ കാറ്റലിസ്റ്റ് ആഡ് എന്ന് പറഞ്ഞാൽ 10 മോൾ പെർ ലിറ്റർ ആകും, അല്ല. അബ്സോർപ്ഷൻ ഇൻക്രീസ് ദ ലോക്കൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ മോളിക്യൂൾസ് ഓൺ ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ്. ശരിയാണ്. അബ്സോർപ്ഷൻ കൂടുന്തോറും കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കൂടും. അബ്സോർപ്ഷൻ കൂടുമ്പോഴാണല്ലോ കൂടുന്നത്. കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ കൂടുന്നു, അത്രയേ ഉള്ളൂ. ലോക്കൽ കോൺസെൻട്രേഷൻ, അതാണ് പറയുന്നത്. കോൺസെൻട്രേഷൻ കൂടത്തില്ല, സർഫസിലുള്ള കോൺസെൻട്രേഷൻ കൂടിയാലേ റിയാക്ഷൻ്റെ റേറ്റ് കൂടത്തുള്ളൂ. സോ അത് കറക്റ്റാണ്. സെലക്ട് ദ കറക്റ്റ് ആൻസർ. അപ്പം 1, 2, 4 ആണ് ആൻസർ. 1, 2, 4 അത് മൂന്നും റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടറുകളാണ്. ഒരിക്കലും കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ജനറലായിട്ട് ഇൻക്രീസ് ചെയ്യത്തില്ല. ലോക്കൽ കോൺസെൻട്രേഷൻ സർഫസിൽ ഇൻക്രീസ് ചെയ്യും. സോ 1, 2, 4 ആർ ദി കറക്റ്റ് ആൻസർ. ആക്ടിവേഷൻ എനർജിക്ക് അബ്സോർപ്ഷൻ ചെയ്യുന്ന ഹീറ്റ് ഓഫ് അബ്സോർപ്ഷൻ കൊണ്ട് സഹായിക്കും. അതുപോലെ പ്രോപ്പർ ഓറിയൻറ്റേഷൻ, ആൾട്ടർനേറ്റ് പാത്തിൽ കൂടെ ആയിരിക്കും കാറ്റലിസ്റ്റ് റിയാക്ഷൻ നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 45. ബെൻസോയിക് ആസിഡ് ഗിവ്സ് ബെൻസീൻ വെൻ ഹീറ്റഡ് വിത്ത് X. ഫീനോൾ ഗിവ്സ് ബെൻസീൻ ഓൺ ഹീറ്റഡ് വിത്ത് Y. X and Y are. ബെൻസോയിക് ആസിഡ് gives benzene when heated with X. സോഡ ലൈം ഇട്ട് ഹീറ്റ് ചെയ്യുമ്പോഴാണ് ബെൻസീൻ കിട്ടുന്നത്. സോഡ ലൈം ഇട്ട് ഹീറ്റ് ചെയ്യുമ്പോഴാണ് ബെൻസീൻ കിട്ടുന്നത്. സോഡ ലൈം ഡീകാർബോക്സിലേഷൻ നടത്തുന്നുണ്ട്. ഫീനോൾ ബെൻസീൻ തരണമെങ്കിൽ സിങ്ക് ഡസ്റ്റ് ഇട്ട് ഹീറ്റ് ചെയ്യണം. സിങ്ക് ഡസ്റ്റ് ഓക്സിജനെ റിമൂവ് ചെയ്യും, ബെൻസീൻ കിട്ടും. സോ സോഡ ലൈം ആൻഡ് സിങ്ക് ഡസ്റ്റ്, ദാറ്റ് ഈസ് ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. Question number 46. 80% of a first order reaction was completed in 70 minutes. How much it will take for 90% completion of a reaction? 80% first order reaction 70 minutes. 90% completion എത്ര മിനിറ്റ്? ഓക്കെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഇതാണ്. K = 2.303 ഡിവൈഡഡ് ബൈ T log R0/R. 80% റിയാക്ട് ചെയ്യാൻ 70 മിനിറ്റ്സ്. ആ ഇത് ഉപയോഗിച്ച് നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. 70 മിനിറ്റ്സ് ലോഗ് 100 ഇനിഷ്യൽ പെർസെൻറ്റേജ്. 80% റിയാക്ട് ചെയ്താൽ ബാക്കി ഇരിക്കുന്നത് 20, അപ്പോൾ 5 log 5. K = 2. ഇത് 303 ആണ്. 2.303 ഡിവൈഡഡ് ബൈ 70.
2.303 divided by 70 into log 5 വാല്യൂ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എത്രയാണ് log 5 വാല്യൂ? 0.6990 ഇരിക്കട്ടെ. അടുത്തത് ഇതേ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷനിൽ T 90% കണ്ടുപിടിക്കുമ്പോൾ 2.303 ഡിവൈഡഡ് ബൈ ഈ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2.303 ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു 0.7 ഇട്ടാലും മതി. 0.7 ഇത് ലോഗ് 90% കംപ്ലീഷൻ. ഇനീഷ്യൽ 100 ഉണ്ടായിരുന്നു, 90% കംപ്ലീഷൻ ആയ 10% ആണ് ബാക്കി. ലോഗ് 10 1 2.303 ക്യാൻസൽ ആയി പോകും. T 90% ഈക്വൽ ടു ഇത് മുകളിലോട്ട് വരുമ്പം 70 by 0.7 700 divided by 7 100 minutes. So the correct answer is 100 minutes. അതാണ് ആൻസർ. Next one. Which of the following has OO linkage? പെറോക്സൈഡ് ലിങ്കേജ് വരുന്ന ഏതിലാണ്? അതൊരു വളരെ ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ. H2S2O8 പെറോക്സി ഡൈസൾഫ്യൂരിക് ആസിഡ്. പെറോക്സി ഡൈസൾഫ്യൂരിക് ആസിഡ് H2S2O8. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും വരുന്നത്. പെറോക്സി ഡൈസൾഫ്യൂരിക് ആസിഡ് H2S2O8 1 2 3 4 1 2 3 4 H2S2O8. ഇതാണ് പെറോക്സി ഡൈസൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മാർഷൽസ് ആസിഡ് എന്ന് പറയും. മാർഷൽസ് ആസിഡ്. സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ വരുന്നത് +6 ആണ് വരുന്നത്. നമ്മൾ സാധാരണ കണ്ടുപിടിച്ചാൽ അങ്ങനെ വരത്തില്ല. +7 ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഓക്സിജൻ പെറോക്സൈഡ് ലിങ്കേജിലിരിക്കുന്ന ഒരു എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. പോളിയെത്തിലീൻ ഗ്ലൈക്കോൾസ് ആർ യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ഡിറ്റർജൻസ്? കാറ്റോണിക് ഡിറ്റർജൻറ്റ് അല്ല, ആനയോണിക് ഡിറ്റർജൻറ്റ് അല്ല, നോൺ അയോണിക് ഡിറ്റർജൻറ്റ്. നോൺ അയോണിക് ഡിറ്റർജൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ ഉപയോഗിക്കുന്നത്. പോളിയെത്തിലീൻ ഗ്ലൈക്കോളും സ്റ്റിയറിക് ആസിഡും ചേർന്നുണ്ടാകുന്ന പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ സ്റ്റിയറേറ്റ് എന്നൊക്കെ പറയും. അയോണിക് പാർട്ട് കാണത്തില്ല. കാറ്റോണിക് ഡിറ്റർജൻറ്റ് എന്ന് പറഞ്ഞാൽ സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ക്ലോറൈഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് ചെയിൻ കാറ്റോണിക് പാർട്ടായിരിക്കും. അനോണിക് ഡിറ്റർജൻറ്റ് ഹൗസ് ഹോൾഡ് ഡിറ്റർജൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. സോഡിയം ഡോഡക്കൈൽ ബെൻസീൻ സൾഫോണൈറ്റ്, സോഡിയം ലോറൈൽ സൾഫേറ്റ് അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ആനയോണിക് പാർട്ടായിരിക്കും ലാർജ് പാർട്ടായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം. റേഡിയേ ഓഫ് സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ആർ ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ. അത് കറക്റ്റാണ്. പീരിയോഡിക് ടേബിളിലെ ട്വിൻസ് എന്ന് പറയുന്നത് ഇതാണ്. സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം അത് ഐഡൻറ്റിക്കലാണ്. ഇറ്റ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ദ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ്റെ കോൺസിക്വൻസ് ആണ്. കറക്റ്റാണ്. ബോത്ത് അക്കർ ടുഗദർ ഇൻ നേച്ചർ. രണ്ടും ഒരുമിച്ചാണ് നേച്ചർ അക്കർ ചെയ്യുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ് സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം. ഓക്കെ, അതും കറക്റ്റാണ്. ഇതെല്ലാം ലാന്തനോയിഡ് കോൺട്രാക്ഷൻ്റെ കോൺസിക്വൻ്റ് ആയിട്ട് വരുന്നതാണ്. ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 1 2 3 4 എല്ലാം കറക്റ്റാണ്. തിയറി ക്വസ്റ്റ്യൻ ആണ്. എല്ലാം കറക്റ്റാണ്. ലാന്തനോയിഡ് സീരീസിൽ അറ്റോമിക് നമ്പർ കൂടുന്തോറും അതിൻ്റെ റേഡിയസ് കുറഞ്ഞു വരും. ഇതിനെയാണ് നമ്മൾ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. എഫ് ഓർബിറ്റലിൻ്റെ പുവർ ഷീൽഡിങ് കാരണം വരുന്നതാണ്. അത് കാരണമാണ് ഈ സിർക്കോണിയം ഹാഫ്നിയത്തിനും ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് എല്ലാം ഐഡൻറ്റിക്കലായി പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പാടാണ്. ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഐഡൻറ്റിക്കലാണ് അതിൻ്റെ റേഡിയസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ ലാസ്റ്റ് വൺ. ഇഫ് ദ വേപ്പർ പ്രഷേഴ്സ് ഓഫ് പ്യുവർ എ ആൻഡ് പ്യുവർ ബി അറ്റ് 298 Kelvin ആർ 60 and 15 torr respectively, what would be the mole fraction of A in vapor phase at this temperature in a solution that contains 20 mole percentage of A in the A plus B binary mixture in the liquid phase? വേപ്പർ ഫേസിലെ മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. വേപ്പർ ഫേസിലെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ YA ഈക്വൽ ടു PA by P total. ഇതാണ് PA എന്ന് പറഞ്ഞാൽ P0A ഇൻറ്റു കൈ എ, അതുപോലെ പി ടോട്ടൽ എന്ന് പറഞ്ഞാൽ P0A ഇൻറ്റു കൈ എ പ്ലസ് P0B ഇൻറ്റു കൈ ബി. P0A വേപ്പർ പ്രഷർ പ്യുവർ എ 60 ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻ ലിക്വിഡ് എത്രയാന്ന് പറഞ്ഞാൽ 20 mole percentage ഓഫ് എ. 20 mole percentage എന്ന് പറഞ്ഞാൽ 0.2 ആണ്. 20% ആണ് മോൾ പെർസെൻറ്റേജ്. 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 0.2 ആണ് കൈ എ എന്ന് പറയുന്നത്. കൈ എ അപ്പോൾ കൈ ബി 0.8 1 minus 0.2 divided by 60 into 0.2 plus P0B യുടെ വാല്യൂ 15 torr.
pi b 0.8. 60 into 0.2, 12 plus 12 plus 15 into 0.8, 15 ഗുണം 8, 120, 12. 12 by 24, there is 1 by 2, 0.5. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ഇൻ വേപ്പർ ഫേസ് ഈസ് 0.5. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ സെക്കൻഡ് ഇയർ ഹോൾ ടോപ്പിക്കിൻ്റെ ഡിസ്കഷൻ. ഓക്കെ, താങ്ക് യു. Yes, welcome dear students. Today നമ്മൾ സെക്കൻഡ് ഇയർ ഹോൾ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് ഇയർ ഹോൾ ടോപ്പിക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് മനസ്സിലാക്കേണ്ടത്. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് ചാപ്റ്റർ. വെജിറ്റേറ്റീവ് സെൽ ഈസ് ലാർജർ ദാൻ ജനറേറ്റീവ് സെൽ. ഇപ്പോൾ ആൻജിയോസ്പേമുകളിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പോളൻ ഗ്രെയിൻ 2 സെൽ സ്റ്റേജ്. പോളൻ ഗ്രെയിനിനകത്തെ ലാർജ് സെല്ല് വെജിറ്റേറ്റീവ് സെൽ എന്നറിയപ്പെടുക. അതിന് വെജിറ്റേറ്റീവ് പർപ്പസേ ഉള്ളൂ. ദെൻ എ സ്മോൾ ലെൻസ് ഷേപ്ഡ് സെൽ, അത് ജനറേറ്റീവ് സെൽ. ജനറേറ്റീവ് സെല്ല് വൺസ് മോർ ഡിവൈഡ് ചെയ്ത് 2 സ്പേംസ് ആകും. വെജിറ്റേറ്റീവ് സെൽ പോളൻ ട്യൂബായിട്ട് വളരാനുള്ള സെല്ല്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. മൈക്രോസ്കോപ്പിക് മോട്ടൈൽ എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ സൂസ്പോർസ്. മൂവബിളായിട്ടുള്ള എസെക്ഷൽ സ്പോറുകളെ സൂസ്പോർസ് എന്ന് പറയും. മെജോറിറ്റി ഓഫ് ആൽഗെ ആൻഡ് അക്വാട്ടിക് ഫഞ്ചൈ, ഫൈക്കോമൈസിറ്റ്സ്, മ്യൂക്കോർ, അൽബുഗോ പോലുള്ള ഫംഗസുകൾ, അവരും സൂസ്പോർസ്, വെള്ളത്തിൽ സ്വിം ചെയ്യുന്ന സ്പോർട്സ് ഉണ്ടാക്കാറുണ്ട്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ലുക്ക് അറ്റ് ഇറ്റ്. ഇൻ പൊട്ടറ്റോ, ബനാന ആൻഡ് ജിഞ്ചർ, അതൊക്കെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്ന് പ്ലാന്റ്ലെറ്റ്സ് ഉണ്ടാവും. പ്ലാന്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ടൈനി ഗ്രോത്ത്, പുതിയ ചെടിയായിട്ട് വളരാവുന്ന ടൈനി ഗ്രോത്ത്. അതെപ്പോഴും ആക്സിലറി ബഡാണ് വളരുന്നത്. ആക്സിലറി ബഡ് മീൻസ് നോഡ് റീജിയനിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണെങ്കിലും അതിനൊരു നോഡൽ റെപ്രസെൻറ്റഡ് റീജിയനുണ്ട്. അവിടെ ആക്സിലറി ബഡ് കാണും. റൂട്ടാണെങ്കിൽ ആക്സിലറി ബഡ് ഇല്ല. അപ്പോൾ സ്റ്റെം അണ്ടർഗ്രൗണ്ട് ആണെങ്കിൽ പോലും അതിൽ ആക്സിലറി ബഡുണ്ട്, നോഡും ആക്സിലറി ബഡും. അതാണ് വളർന്ന് തൈകളായി വരുന്നത്. അല്ലാതെ ഒരിക്കലും ഇൻ്റർനോഡ് ഭാഗത്തുനിന്ന് 2 നോഡിന് ഇടയ്ക്കുള്ള സ്റ്റെം ലെങ്ത്, ഇൻ്റർനോഡ്, അവിടുന്ന് ബഡുകൾ സ്പ്രൗട്ട് ചെയ്യുക ഇല്ല. So the third statement is incorrect in this. വാട്ടർ ഹയാസിന്ത് വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ച് വളരുന്നതുകൊണ്ട് അവിടെ ഫിഷുകൾക്ക് അഫക്റ്റ് ചെയ്യും. അതൊക്കെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. സോ തേർഡ് ഈസ് ദ ആൻസർ. In which one of the following both autogamy and geitonogamy are prevented? എന്താണ് ഓട്ടോഗമി? ഒരു ഫ്ലവർ ബൈസെക്ഷൽ ആണെങ്കിൽ, സ്റ്റേമനും പിസ്റ്റലും ആ ഫ്ലവറിലുണ്ടെങ്കിൽ, ആ ഫ്ലവറിൻ്റെ ആന്തറിലെ പോളൻ ഗ്രെയിൻ അതിൻ്റെ തന്നെ സ്റ്റിഗ്മയിലോട്ട് വീഴുന്നതാണ് ഓട്ടോഗമി. ഒരു ഫ്ലവറിൽ തന്നെ പോളിനേഷൻ നടക്കും. അതിന് ബൈസെക്ഷൽ ഫ്ലവർ ആയിരിക്കണം. ഗൈറ്റോണോഗമി എന്താണ്? അത് ഒരു ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻ ആ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയല്ല, പക്ഷേ ആ ചെടിയുടെ തന്നെ വേറൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ വീഴാം. അപ്പോൾ അത് ഗൈറ്റോണോഗമിയാണ്. ഓട്ടോഗമി ആൻഡ് ഗൈറ്റോണോഗമി ആർ ഇൻ എഫക്റ്റ് സെൽഫ് പോളിനേഷൻ, കാരണം ഒരു പ്ലാന്റിൽ തന്നെ നടക്കുകയാണ്. ഈ ലിസ്റ്റ് ചെയ്തേക്കുന്ന പ്ലാന്റ്സൊക്കെ യൂണിസെക്ഷൽ ഫ്ലവറുള്ള പ്ലാന്റ്സാണ്. ഇപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവർ, സ്റ്റാമിനേറ്റ് ഫ്ലവർ, പിസ്റ്റിലേറ്റ് ഫ്ലവർ, ബൈസെക്ഷൽ അല്ല ഫ്ലവർ. യൂണിസെക്ഷൽ ഫ്ലവർ വരുന്ന പ്ലാന്റുകളിൽ 2 കണ്ടീഷൻ വരാം. ഒരു പ്ലാന്റിൽ തന്നെ സ്റ്റാമിനേറ്റ് ഫ്ലവറും പിസ്റ്റിലേറ്റ് ഫ്ലവറും കാണും. സോ ദാറ്റ് പ്ലാന്റ് ഈസ് ബൈസെക്ഷൽ ബട്ട് ഫ്ലവേഴ്സ് ആർ യൂണിസെക്ഷൽ. അത്തരം പ്ലാന്റിനെയാണ് മൊണേഷ്യസ് എന്ന് പറയുക. അപ്പം മൊണേഷ്യസ് പ്ലാന്റ് ആണെങ്കിൽ, അതായത് ബൈസെക്ഷൽ പ്ലാന്റ് വിത്ത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, ദാറ്റ്സ് ദ പോയിന്റ്. അതാണ് മൊണേഷ്യസ് പ്ലാന്റ്സ്. എന്നാൽ ഡയേഷ്യസ് പ്ലാന്റ്സ് ഉണ്ട്. ഡയേഷ്യസ് പ്ലാന്റിൽ സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ പ്ലാന്റ് ആണ്. ഒരു പ്ലാന്റിൽ സ്റ്റാമിനേറ്റ് ഫ്ലവർ മാത്രം, വേറൊരു പ്ലാന്റിൽ പിസ്റ്റിലേറ്റ് ഫ്ലവർ.
അപ്പോൾ ഈ ലിസ്റ്റ് ചെയ്തേക്കുന്ന പ്ലാന്റുകളിൽ പപ്പായ ഡയേഷ്യസ് ആണ്, പപ്പായ, ഡേറ്റ് പാം ഒക്കെ ഡയേഷ്യസ് ആണ്. ഒരു പ്ലാന്റിൽ മെയിൽ ഫ്ലവർ മാത്രം, വേറൊരു പ്ലാന്റിൽ ഫീമെയിൽ ഫ്ലവർ. എന്നാൽ കുക്കുംബർ, കാസ്റ്റർ, മെയ്സ് അതൊക്കെ മൊണേഷ്യസ് പ്ലാന്റ്സ് ആണ്. മൊണേഷ്യസ് മീൻസ് ഇപ്പോൾ കുക്കുംബറിൽ ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും കാണും, മൊണേഷ്യസ്. അപ്പോൾ മൊണേഷ്യസ് പ്ലാന്റുകളിൽ ഓട്ടോഗമി ഇല്ല, എന്നാൽ ഗേറ്റോണോഗമി പോസിബിളാണ്. കാരണം ഒരു പ്ലാന്റിലെ മെയിൽ ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻ ആ പ്ലാന്റിലെ തന്നെ വേറൊരു ഫീമെയിൽ ഫ്ലവറിൽ പോയി വീഴാം. അപ്പോൾ ഗേറ്റോണോഗമി പോസിബിൾ ഇൻ മൊണേഷ്യസ് പ്ലാന്റ്സ്. മൊണേഷ്യസ് പ്ലാന്റ്സിലും ഓട്ടോഗമി ഇമ്പോസിബിളാണ്. സോ ഇൻ മൊണേഷ്യസ് plant means bisexual plant having unisexual flowers of both types. In such plant, autogamy is possible but no geitonogamy. എന്നാൽ ഡയേഷ്യസ് പ്ലാന്റ് അതിൽ ഓട്ടോഗമി ഇമ്പോസിബിൾ, ഗേറ്റോണോഗമി ഓൾസോ ഇമ്പോസിബിൾ. അപ്പോൾ ഇവിടെ ബോത്ത് ഓട്ടോഗമി ആൻഡ് ഗേറ്റോണോഗമി, that is self pollination totally prevented in dioecious plants only, that is papaya. Guiding and attracting the pollen tube is the function of, the easy answer, filiform process or filiform apparatus. ഇപ്പോൾ ഓവ്യൂളിനകത്ത് എംബ്രിയോ സാക്ക് ടിപ്പിക്കലി 7 celled 8 ന്യൂക്ലിയേറ്റ്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ എംബ്രിയോ സാക്കിൻ്റെ മൈക്രോപൈലാർ എൻഡിൽ, ഓവ്യൂളിൻ്റെ മൈക്രോപൈലിൻ്റെ ആ എൻഡിലേക്ക് എംബ്രിയോ സാക്കിൻ്റെ റീജിയൻ വരുന്നിടത്ത് എഗ്, 2 synergid cells, then antipodals at the other end, and at the middle of embryo sac is the polar nuclei. Pollen tube, അതായത് pollen grain is male gametophyte. Pollen grain, microspore, haploid male spore, ആന്തറിലുണ്ടാകും. അത് ഹാപ്ലോയിഡ് സെൽ 2ആയി, ജനറേറ്റീവ് സെൽ, വെജിറ്റേറ്റീവ് സെൽ. അപ്പോൾ അത് ആ ജനറേറ്റീവ് സെല്ലാണ് സ്പേം ആകാൻ പോകുന്നത്, ഗ്യാമേറ്റ് ആകാൻ പോകുന്നത്. സോ പോളൻ ഗ്രെയിൻ ഈസ് മെയിൽ ഗ്യാമേറ്റ് ബെയറിംഗ് സ്ട്രക്ചർ, മെയിൽ ഗ്യാമറ്റോഫൈറ്റ്. അതിൽ വെജിറ്റേറ്റീവ് സെൽ ട്യൂബായിട്ട് വളരും, സ്റ്റിഗ്മയിൽ സ്റ്റൈലിലൂടെ ട്യൂബായിട്ട് വളർന്ന് എയിം എന്ന് പറയുന്നത് ഓവറിക്കകത്തുള്ള ഓവ്യൂളിലേക്ക് എത്തുക. While the pollen tube is growing, vegetative cell is growing as a tube, the generative cell once more divide by mitosis, forming 2 haploid cells. They are the sperms. So pollen tube carry the sperms. Pollen tube in the end portion like sperms കാണും. Pollen tube enters the ovule through the micropyle. Then the pollen tube has to discharge the 2 sperms into the embryo sac. അതാണ് പ്രശ്നം. അപ്പം മൈക്രോപൈലിലൂടെ അകത്ത് കയറിയ, ഓവ്യൂളിനകത്ത് കയറിയ പോളൻ ട്യൂബ് ഇനി തൊട്ട് അടുത്ത് തന്നെ എംബ്രിയോ സാക്കിൻ്റെ മൈക്രോപൈലറിലെ സൈനർജിഡ്സ് ഉണ്ട്, 2 സൈനർജിഡ് സെൽസ്. അതിന് ഈ ഫിലിഫോം പ്രോസസ്സ് ഉണ്ട്, ഫിംഗർ ലൈക്ക് പ്രോസസ്സ്. ആ ഫിലിഫോം പ്രോസസ്സുകൾ പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യും. ഗൈഡ് ചെയ്തിട്ട് ഏതെങ്കിലും 2 സൈനർജിഡിൽ ഏതെങ്കിലും ഒരു സൈനർജിഡിലോട്ട് ഈ പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്ത്, അട്രാക്റ്റ് ചെയ്ത്, പെനിട്രേറ്റ് ചെയ്ത് കയറാൻ സഹായിക്കും. ഇമ്മീഡിയറ്റ്ലി പോളൻ ട്യൂബിൻ്റെ അഗ്രം റപ്ചർ ചെയ്തിട്ട് 2 സ്പേംസും ഒരു സൈനർജിഡ് സെല്ലിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. ബൈ ദ ടൈം സൈനർജിഡ് വിൽ ഡെലിവർ ദ 2 സ്പേംസ്. അതിലൊരു സ്പേം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും, syngamy. Other sperm go and fuse with the polar nuclei. About 3 haploid nucleus fusing, triple fusion, so double fertilization occur. So definitely filiform apparatus ആണ് pollen ട്യൂബിനെ അട്രാക്റ്റ് ചെയ്ത് ഗൈഡ് ചെയ്ത് വൺ ഓഫ് ദ സൈനർജിഡിലേക്ക് ആ സ്പേംസ് ഡെലിവറി ചെയ്യാൻ സഹായിക്കുന്നത്. സോ ഫെർട്ടിലൈസേഷനിൽ സുപ്രധാനമായ ഫങ്ഷനാണ് ഈ സൈനർജിഡ്സിനും അവരുടെ ഫിലിഫോം പ്രോസസ്സുകൾക്കുമുള്ള. പെരിസ്പേം ഡിഫേഴ്സ് ഫ്രം എൻഡോസ്പേം. എല്ലാവർക്കും അറിയാം പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ് ഓഫ് എ ഫ്ലവർ. ഒരു ഫ്ലവറിൻ്റെ ഓവറിക്കകത്തുള്ള ഓവ്യൂളിൽ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ്. എന്തൊക്കെയാണ് സംഭവിക്കുക?
ഓവറി സക്സസ്ഫുള്ളായിട്ട് ഓവറിക്കകത്തുള്ള ഓവ്യൂൾ അഥവാ ഓവ്യൂൾസ് ഫെർട്ടിലൈസ്ഡ് ആയി എങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഓവറി വോൾ ഗ്രോ, ഇപ്പോൾ ഫ്രൂട്ടായിട്ട് വളരും, ഫ്രൂട്ട് വോൾ, പെരികാർപ്പായിട്ട് ഓവറി വോൾ വളരും. മീൻവയൽ അതിനകത്തുള്ള ഫെർട്ടിലൈസ്ഡ് ഓവ്യൂളുകൾ വളരാൻ തുടങ്ങും. ഓവ്യൂൾ ഗ്രോ ആസ് സീഡ്സ്. ഓവറി ഫ്രൂട്ട്, ഓവ്യൂൾ സീഡ് പാരലായിട്ട് വളരും. ഇങ്ങനെ ഓവ്യൂൾ സീഡാവുമ്പോൾ സീഡിന് എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? സീഡ് കോട്ടിനകത്ത് ട്രിപ്ലോയിഡ് ഫുഡ് റിസർവ്ഡ് എൻഡോസ്പേം ടിഷ്യൂ ആൻഡ് വിത്തിൻ ഇറ്റ് ദ ഡിപ്ലോയിഡ് എംബ്രിയോ. ഇപ്പോൾ സീഡ് കോട്ട്, എൻഡോസ്പേം, ഫുഡ് ടിഷ്യൂ ആൻഡ് എംബ്രിയോ. എംബ്രിയോ മീൻസ് പ്രോജനിറ്റർ ഓഫ് ഫ്യൂച്ചർ പ്ലാന്റ്. അതാണ് ചെടിയായിട്ട് വരുന്നത്. ഈ ഓവ്യൂളിൻ്റെ ഇൻഡഗുമെൻസാണ് സീഡ് കോട്ടാകുന്നത്. ഇൻഡഗുമെൻസിന് അകത്ത് ന്യൂസെല്ലസ് എന്നൊരു പാരൻ്റൽ ഡിപ്ലോയിഡ് ടിഷ്യൂ ഉണ്ട്. ന്യൂസെല്ലസിനും അകത്ത് എംബഡഡ് ആയിട്ടാണല്ലോ എംബ്രിയോസാക്ക് ഇരിക്കുന്നത്. അപ്പോൾ സീഡ് കോട്ട് ആയിട്ട് ഇൻഡഗുമെൻസ് വളരുക, ന്യൂസെല്ലസ് നശിച്ചു പോകും. ന്യൂസെല്ലസ് സെല്ലുകൾ അപ്പോഴേ നശിച്ചു പോകും. എന്നിട്ട് ഈ എംബ്രിയോസാക്ക് ബൈ ദ ടൈം സ്വെല്ല് ചെയ്ത് വളർന്നിട്ടുണ്ട്. എംബ്രിയോസാക്കിനകത്ത് 2 ഫങ്ഷണൽ സെല്ലുകൾ ഉണ്ടായല്ലോ ഫെർട്ടിലൈസേഷൻ്റെ ഫലമായിട്ട്. ഒന്ന് സൈഗോട്ടും ഒന്ന് ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം സെൽ നടുക്ക്. ബാക്കി ആൻറ്റിപോഡൽസും സൈനറിസിസും ഒക്കെ ബൈ ദ ടൈം ഡീജനറേറ്റ്. അപ്പോൾ ഫെർട്ടിലൈസ്ഡ് ഓവ്യൂളിൻ്റെ വളരുന്ന ഭാഗങ്ങൾ ഇൻഡഗുമെൻസ്, സീഡ് കോട്ട്, ന്യൂസെല്ലസ് ഡീജനറേറ്റ്. Then the triploid pen, primary endosperm nucleus, അതിരിക്കുന്ന ലാർജ് സെൻട്രൽ സെൽ ഓഫ് ദ എംബ്രിയോസാക്ക്. ആ സെല്ല് അതിലെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് എൻഡോസ്പേം ടിഷ്യൂ ആകും, ട്രിപ്ലോയിഡ്. ദെൻ സൈഗോട്ട് വിൽ ഗ്രോ ഇൻ ടു എംബ്രിയോ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ന്യൂസെല്ലസ് നശിച്ചു പോകും, ഡെവലപ്പിംഗ് സീഡിൽ പെർസിസ്റ്റ് ചെയ്യത്തില്ല. എന്നാൽ അപൂർവം ചില സീഡുകളിൽ ഈ ന്യൂസെല്ലസ് ടിഷ്യൂ കൂടെ നിലനിൽക്കും. പെർസിസ്റ്റിംഗ് ന്യൂസെല്ലസ്. അപ്പോൾ സീഡ് കോട്ടിനകത്ത് ഈ ന്യൂസെല്ലസ് ലെയർ കാണും ആ സീഡുകളിൽ. അതിനും അകത്തായിരിക്കും ട്രിപ്ലോയിഡ് എൻഡോസ്പേമും എംബ്രിയോയും ഒക്കെ കാണുക. അപ്പോൾ സാധാരണ സീഡുകളിൽ ന്യൂസെല്ലസ് റെപ്രസെൻ്റ് ചെയ്യുന്ന പെരിസ്പേം എന്ന ലെയർ ഇല്ല, അത് ഡീജനറേറ്റ് ചെയ്ത് പോയി. എന്നാൽ ചില സീഡുകളിൽ ന്യൂസെല്ലസ്, ഡിപ്ലോയിഡ് മെറ്റേണൽ ടിഷ്യൂ പെർസിസ്റ്റ് ചെയ്യും സീഡിനകത്ത്. അതാണ് പെരിസ്പേം. ഇപ്പോൾ പെരിസ്പേം ഡിഫേഴ്സ് ഫ്രം എൻഡോസ്പേം. പെപ്പറിൻ്റെ സീഡിലൊക്കെ പെരിസ്പേം ഉണ്ടെന്നറിയാം. അപ്പോൾ എന്താണ് വ്യത്യാസം? ഈ പെരിസ്പേം ഉള്ള സീഡിൽ പെരിസ്പേമും എൻഡോസ്പേമും ഉണ്ടല്ലോ, എന്താണ് വ്യത്യാസം? ബീങ് എ ഹാപ്ലോയിഡ് ടിഷ്യൂ, പെരിസ്പേം ഹാപ്ലോയിഡ് അല്ല, അത് ഒറിജിനൽ പാരൻ്റൽ ഡിപ്ലോയിഡ് സെൽസ് ആണ്. ഹാവിങ് നോ റിസർവ് ഫുഡ്, ശകല റിസർവ് ഫുഡൊക്കെ ഈ പെർസിസ്റ്റിംഗ് ന്യൂസെല്ലസ് അഥവാ പെരിസ്പേമിൽ കാണും. ബീങ് എ ഡിപ്ലോയിഡ് ടിഷ്യൂ, അപ്പോൾ പെരിസ്പേമിലും എൻഡോസ്പേമിലും റിസർവ് ഫുഡുണ്ട്, അതിൽ വ്യത്യാസമില്ല. ബീങ് എ ഡിപ്ലോയിഡ് ടിഷ്യൂ, പെരിസ്പേം ഈസ് എ ഡിപ്ലോയിഡ് ടിഷ്യൂ ആൻഡ് എൻഡോസ്പേം ഈസ് എ ട്രിപ്ലോയിഡ് ടിഷ്യൂ. സോ പ്ലോയിഡിയിലാണ് ഡിഫറൻസ്. Which is the most common type of embryo sac in angiosperms. Most common type embryo sac in angiosperms. Embryo sac development clear ആയിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ഓവറിക്കകത്ത് യങ് ഓവറി ആയിരിക്കുമ്പോൾ, ഫ്ലവർ ബഡ് കണ്ടീഷൻ, യങ് ഓവറി ആയിരിക്കുമ്പോൾ അതിനകത്ത് ഇൻഡഗുമെൻസിനകത്ത് നിറച്ചും ഇരിക്കുന്നത് ന്യൂസെല്ലസ് മാത്രമാണ്. ഡിപ്ലോയിഡ് ടിഷ്യൂ, ന്യൂസെല്ലസ് യങ് ഓവറിക്കകത്ത്, ഐ മീൻ യങ് ഓവ്യൂളിനകത്ത്. ഓവറിക്കകത്ത് യങ് ഓവ്യൂൾ ഡെവലപ്പ് ചെയ്യും. ആ യങ് ഓവ്യൂളിനകത്ത് ന്യൂസെല്ലസ് എന്ന ഡിപ്ലോയിഡ് ടിഷ്യൂ മാത്രമേ ഉള്ളൂ ബഡ് കണ്ടീഷനിൽ. ആ ന്യൂസെല്ലസിൽ ഹൺഡ്രഡ്സ് ഓഫ് ഡിപ്ലോയിഡ് സെൽസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. എന്തായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും? ഫങ്ഷണലി ഡിഫറൻഷ്യേറ്റ് ചെയ്ത്, അതാണ് മെഗാസ്പോർ മദർ സെൽ. ഫീമെയിൽ സ്പോർ ഉണ്ടാകാനുള്ള മദർ സെൽ, മെഗാസ്പോർ മദർ സെൽ, വൺ ഓഫ് ദ സെൽസ് ഓഫ് ദ ന്യൂസെല്ലസ്. ബാക്കി സെല്ലുകൾ ഫർദർ ന്യൂസെല്ലസ് ആയിട്ട് പെർസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഡെവലപ്ഡ് ഓവ്യൂളിലെ ന്യൂസെല്ലസ്. സോ ബിഗിനിങ്ങിൽ ന്യൂസെല്ലസ് മാത്രമേ ഉള്ളൂ.
സ്പോറോജിനസ് ടിഷ്യൂ എന്നും പറയും. അതിലെ ഒരു സെല്ല് മെഗാസ്പോർ മദർ സെല്ലായി മാറും. ആ മെഗാസ്പോർ മദർ സെൽ മിയോസൈറ്റാണ്, മിയോസിസ് നടക്കാൻ പോകുന്ന സെല്ലാണ്. ആ ഡിപ്ലോയിഡ് മെഗാസ്പോർ മദർ സെൽ ബൈ മിയോസിസ് പ്രൊഡ്യൂസ് 4 ഹാപ്ലോയിഡ് സെൽസ്, അതാണ് മെഗാസ്പോർസ്. അതൊരു ലീനിയർ ടെട്രാഡായിട്ട് 4 മെഗാസ്പോർസ് ഉണ്ടാകും. ഇമ്മീഡിയറ്റ്ലി അതിൽ 3 സെല്ലുകൾ ഡീജനറേറ്റ് ചെയ്യും. ഒരു ഹാപ്ലോയിഡ് സെൽ ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ടിരിക്കും. ആ ഒരു ഹാപ്ലോയിഡ് സെല്ല് പിന്നീട് വലുതായിത്തീരും. ന്യൂസെല്ലസിലെ ഒരു ഡിപ്ലോയിഡ് സെൽ മെഗാസ്പോർ മദർ സെൽ MMC, അത് റിഡക്ഷൻ ഡിവിഷൻ forming 4 haploid cells. These are the megaspores. Linear tetrad of 4 megaspores. Ovilnathundayi. Then 3 of the megaspore cells degenerate immediately, and 1 cell become large and functional. This is functional megaspore. ഈ ഫങ്ഷണൽ മെഗാസ്പോർ ഇനി ഓവ്യൂളിനകത്ത് എംബ്രിയോസാക്കായിട്ട് വളരണം. സോ ദിസ് സെൽ ഗ്രോ ഇൻ സൈസ്. മറ്റേ സെല്ലുകൾ നശിച്ചുപോയി. ദ ഫങ്ഷണൽ മെഗാസ്പോർ സെൽ ഗ്രോ ഇൻ സൈസ് ആൻഡ് ഇറ്റ്സ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഡിവൈഡ് ബൈ മൈറ്റോസിസ്. അപ്പോൾ ഒരു മൈറ്റോസിസ്, അഗൈൻ 1 more mitosis, again 1 more mitosis. So 3 consecutive mitosis. ഒരു ഫങ്ഷണൽ മെഗാസ്പോർ സെൽ, അതിൻ്റെ ന്യൂക്ലിയസ് ഒരു മൈറ്റോസിസ്, again mitosis, again mitosis. So 8 nuclei, 8 haploid nuclei. ഈ 8 ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകളിൽ നാലെണ്ണം ചലാസലൻറ്റിലും 4 മൈക്രോപൈലാറിലേക്ക്, കാരണം ആദ്യത്തെ 2 ന്യൂക്ലിയസുകൾ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ വരും. നൗ two nuclei, 1 from each pole, migrated to the center. അതാണ് പോളാർ ന്യൂക്ലിയൈ. 2 ന്യൂക്ലിയസുകൾ മധ്യത്തേക്ക് വരും. 3 ന്യൂക്ലിയസ് ചലാസലൻറ്റിൽ റിമെയിൻ ചെയ്യും, 3 ന്യൂക്ലിയസ് മൈക്രോപൈലാറൻറ്റിൽ റിമെയിൻ ചെയ്യും. ദെൻ സെൽ വോൾ കട്ട് ഓഫ്. ഇതുവരെ സെൽ വോൾ ഉണ്ടായിട്ടില്ല, ന്യൂക്ലിയർ ഡിവിഷനായിരുന്നു. നടുക്ക് 2 ന്യൂക്ലിയസ് റിമെയിൻ ചെയ്യും. ഇവിടെയുള്ള 3 ന്യൂക്ലിയസിൽ ഒരെണ്ണത്തിന് ചുറ്റും റിച്ച് സൈറ്റോപ്ലാസം വരുന്ന രീതിയിൽ സെൽ വോൾ കട്ട് ഓഫ് ചെയ്യും. 2 എണ്ണം. അപ്പോൾ ഇതാണ് എഗ് സെൽ. ദീസ് ആർ ദ സൈനർജിഡ്സ്. ഇതിനെ ഫിലിഫോം പ്രോസസ്സൊക്കെ ഡെവലപ്പ് ചെയ്യും. ആൻഡ് ഹിയർ ദ 3 nuclei forming 3 cells, the antipodals, functionless cells. അപ്പോൾ ഇതാണ് എംബ്രിയോ സാക്ക്. 7 celled but 8 nucleate mature embryo sac, which is typical embryo sac. അത് ഒരു സ്പോറിൽ നിന്ന് വന്നതാണ്. സോ മോണോസ്പോറിക്, സെക്കൻഡ് ഓപ്ഷൻ മോണോസ്പോറിക്. 4 മെഗാസ്പോർ ഉണ്ടാകുമെങ്കിലും 4 ഡെവലപ്പ് ചെയ്യത്തില്ല. അതിൽ 3 എണ്ണം നശിച്ചിട്ട് ഒരു സ്പോർ. മോണോസ്പോറിക് undergoing 3 sequential mitotic divisions. ഒരു മൈറ്റോസിസ്, അനദർ മൈറ്റോസിസ്, അനദർ മൈറ്റോസിസ്. അങ്ങനെയാണ് 8 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടാകുന്നത്. സോ ദ സെക്കൻഡ് ഓപ്ഷൻ വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഇതൊക്കെ സ്റ്റഡി ചെയ്തത് പഞ്ചാനൻ മഹേശ്വരി. Now we come to next question. A trait appears in the female child in the pedigree for unaffected parents. Then it is പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്. ഈ ഹ്യൂമനിൽ
ട്രൈറ്റുകളുടെ ഇൻഹെറിറ്റൻസ് സ്റ്റഡി ചെയ്യാനായിട്ട് ഹൈബ്രിഡൈസേഷൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഫാമിലികളെ സർവേ ചെയ്യും, ഫാമിലി ഹിസ്റ്ററി എടുക്കും. അതാണ് പെഡിഗ്രി അനാലിസിസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രൈറ്റ് അത് റിസസീവ് ആണോ അല്ലെങ്കിൽ അത് ഡോമിനൻ്റ് ആണോ, ഡോമിനൻ്റ് ആണെങ്കിൽ ഓട്ടോസോമിലാണോ അതിൻ്റെ ലോക്കസ്, അതുപോലെ റിസസീവ് ആണെങ്കിൽ ഓട്ടോസോമിലാണോ അല്ലെങ്കിൽ റിസസീവ് എക്സ് ക്രോമസോമിലിരിക്കുന്ന ജീനാണോ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പെഡിഗ്രി അനാലിസിസ് ആണ് മാർഗം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ട്രൈറ്റ് സ്റ്റഡി ചെയ്യാനായിട്ട് ഫാമിലികൾ സർവേ ചെയ്യണം. ഒരു ഡിസീസ് ട്രൈറ്റ് ആണെങ്കിൽ ആ ഡിസീസ് റിസസീവ് ആണോ ഡോമിനൻ്റ് ആണോ എന്ന് അറിയാനാണ് ഈ പെഡിഗ്രി ചെയ്യുന്നത്. അപ്പോൾ ഫാമിലികളിൽ പോയി ചോദിച്ചറിയണം ആ പർട്ടിക്കുലർ റിസസീവ് ട്രൈറ്റ് അവിടെ ഏതെങ്കിലും കുട്ടിക്കുണ്ടോ അല്ലെങ്കിൽ പേരൻസിനുണ്ടോ ഗ്രാൻഡ് പേരൻസിനുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് ഡേറ്റ കളക്ട് ചെയ്യണം. എന്നിട്ടാണ് പെഡിഗ്രി ചാർട്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ട്രൈറ്റിനെ പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഡേറ്റ ഇങ്ങനെയാണ്. എ ട്രൈറ്റ്, നമ്മൾ പഠിക്കുന്ന ആ ട്രൈറ്റ് അപ്പിയേഴ്സ് ഇൻ ദ ഫീമെയിൽ ചൈൽഡ് ഇൻ എ പെഡിഗ്രി ഫോർ അൺഅഫക്റ്റഡ് പേരൻസ്. ഒരു ഫാമിലിയിൽ അച്ഛനും അമ്മയ്ക്കും ആ ട്രൈറ്റ് ഇല്ല, അൺഅഫക്റ്റഡ് പേരൻസ്. പക്ഷേ അവിടുത്തെ ഒരു പെൺകുഞ്ഞിന് ആ ട്രൈറ്റ് ഉണ്ട്. അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്തപ്പോഴും കുഞ്ഞിന് വരുന്നു. അതിൻ്റെ അർത്ഥം അത് റിസസീവ് ട്രൈറ്റാണ്. കാരണം അച്ഛനും അമ്മയും ഹെട്രോസൈഗോട്ടുകളായിരിക്കും. ക്യാപിറ്റൽ എ സ്മോൾ എ, ക്യാപിറ്റൽ എ സ്മോൾ എ. മെയിൽ പേരൻ്റ് ആൻഡ് ഫീമെയിൽ പേരൻറ്റ് ബോത്ത് ഹെട്രോസൈഗോട്ട്. അപ്പോൾ അവർക്ക് ട്രൈറ്റ് ഇല്ല. അൺഅഫക്റ്റഡ് ആണ് രണ്ട് പേരൻസും. രണ്ടുപേർക്കും റിസസീവ് ജീനിൻ്റെ എക്സ്പ്രഷൻ ഇല്ല, ഹെട്രോസൈഗസ് ആണ്. എങ്കിലും അവർ കാരിയേഴ്സാണ്. ആ റിസസീവ് അല്ലിൽ അവർ ക്യാരി ചെയ്യുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യാത്ത രീതിയിൽ. അപ്പോൾ ഇവർക്ക് ഉണ്ടായ ഒരു പെൺകുഞ്ഞ് അഫക്റ്റഡാണ്. എന്നാൽ ആൺകുട്ടിക്ക് ഡിസീസ് ഇല്ലാതാണ്, പെൺകുഞ്ഞ് അഫക്റ്റഡാണ്. അപ്പോൾ ഈ ഹെട്രോസൈഗസ് ആണ് രണ്ട് പേരൻസ് എങ്കിൽ മക്കൾക്ക് വരാം. കാരണം ഇങ്ങനെ വരാം, മക്കൾക്ക് രോഗം വരാതെയും ഇരിക്കാം. ഇനി ഇവിടെ ഈ കൺസിഡർ ചെയ്യുന്ന ട്രൈറ്റ് പെൺകുഞ്ഞിന് വന്നിട്ടുണ്ട്. പെൺകുഞ്ഞിന് വന്നു എന്ന് പറഞ്ഞാൽ കണ്ണും അടച്ച് നമുക്ക് ആൻസർ ചെയ്യാം, ഇത് ഓട്ടോസോമൽ റിസസീവാണ്. ഈ ലോക്കസ് ഓട്ടോസോമലാണ്, റിസസീവാണ് രോഗമായിട്ട് വരുന്നത്. ഓട്ടോസോമലാണെങ്കിലേ അച്ഛനിലും അമ്മയിലും പെയറായിട്ട് അലിൽസ് വരും. എക്സ് ക്രോമസോമിലാണ് ഈ റിസസീവ് ഈ ലോക്കസ് എങ്കിൽ അച്ഛൻ ഹെട്രോസൈഗസ് ആവാൻ പറ്റില്ല. കാരണം എക്സ് ക്രോമസോം ഒരെണ്ണേ ഉള്ളൂ മെയിൽ പേരൻറ്റിന്, അതർ ഈസ് വൈ. വൈ ക്രോമസോമിൽ ഈ പറയുന്ന സൊമാറ്റിക് ട്രൈറ്റ് ലോക്കസുകളൊന്നുമില്ല. ടെസ്റ്റിസ് ഉണ്ടാക്കാനുള്ള ഒരു ലോക്കസ് മാത്രമേ വൈ ക്രോമസോമിലുള്ളൂ. വേറെ ജീനുകൾക്കൊന്നും വൈയിൽ സ്ഥാനമില്ല. എന്നാൽ എക്സ് ക്രോമസോമിൽ നിരവധി ലോക്കസുകളുണ്ട്, ഇമ്പോർട്ടൻ്റ് സൊമാറ്റിക് ക്യാരക്ടറുകളുടെ ലോക്കസുകളുണ്ട്. സെക്സുമായി ബന്ധപ്പെടാത്ത നിരവധി ക്യാരക്ടറുകളുടെ ജീനുകൾ ഇരിക്കുന്നത് എക്സ് ക്രോമസോമിലാണ്. ഇപ്പോൾ കളർ വിഷൻ്റെ ജീൻ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ജീൻ, ഇങ്ങനെ നിരവധി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറുകളുടെ ജീനൊക്കെ എക്സിലാണ് ഇരിക്കുന്നത്. പക്ഷേ എക്സ് ക്രോമസോമിൽ ഇരിക്കുന്ന ജീനുകളുടെ ഒരു പ്രശ്നം, മെയിലിൽ വരുമ്പോൾ ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ, വൈ ചെറിയ ക്രോമസോമാണ്, എക്സിലെ ലോക്കസുകൾ അതിലില്ല. അപ്പോൾ ഈ പറയുന്ന ജീൻ എക്സ് ക്രോമസോമിലാണെങ്കിൽ എക്സ് ക്രോമസോം ഓഫ് മെയിലിലാണെങ്കിൽ
അദ്ദേഹത്തിന് രോഗമില്ലെങ്കിൽ ക്യാപിറ്റൽ എ മാത്രമേ ഉള്ളൂ, സ്മോൾ എ ഇല്ല. ഇപ്പോൾ റിസസീവ് അലിൽ നോട്ട് റെപ്രസെൻറ്റഡ് ഇൻ മെയിൽ, അൺഅഫക്റ്റഡ് ഇഫ് ദ ലോക്കസ് ഈസ് ഓൺ എക്സ് ക്രോമസ്. എന്നാൽ ഫീമെയിലിൽ XX ഉള്ളതുകൊണ്ട് ഈ ജീനോടൈപ്പ് വരും, റിസസീവ് അലിൽ അവിടെ ഉണ്ട്. നിങ്ങളെപ്പോഴും ഓർത്തിരിക്കണം, ഫാദർ ഇൻഹെറിറ്റ് എക്സ് ക്രോമസോം ഷുവർലി ടു ഡോട്ടർ. ഡോട്ടർക്ക് XX ക്രോമസോം വരുന്നതിൽ ഒരു എക്സ് ക്രോമസോം ഫാദറിൽ നിന്ന് വരുന്നതാണ് തീർച്ചയായിട്ടും. അമ്മയിൽ നിന്ന് ഒരു എക്സ് ക്രോമസോം, അച്ഛനിൽ നിന്ന് ഒരു എക്സ് ക്രോമസോം, അങ്ങനെ വരണം. അപ്പോൾ അൺഅഫക്റ്റഡ് മെയിൽ ആ ലോക്കസ് എക്സ് ക്രോമസോമിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഡോമിനൻ്റ് അലിൽ മകൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ മകൾ രോഗിയാകാൻ പറ്റത്തില്ല. അൺഅഫക്റ്റഡ് ആണ് രണ്ട് പേരൻസ്, അവിടെ മകൾക്ക് രോഗം വരുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, ആ ലോക്കസ് എക്സ് ക്രോമസോമിലല്ല, ഓട്ടോസോമിലാണ്. അതുകൊണ്ട് ആൻസർ ഓട്ടോസോമൽ റിസസീവ്. എന്നാൽ അച്ഛനും അമ്മയും രോഗികളല്ല, ആൺകുട്ടിക്ക് രോഗം വരുന്നു. ഒരിക്കലും അച്ഛനും അമ്മയും രോഗികളല്ലാത്ത ഒരു ഫാമിലിയിൽ പെൺകുട്ടിക്ക് ആ ട്രൈറ്റ് ഒരിക്കലും വരുന്നില്ല ഒരു ഫാമിലിയിലും. അങ്ങനെയാണെങ്കിൽ അത് എക്സ് ലിങ്ക്ഡ് റിസസീവായി. അപ്പോൾ അൺഅഫക്റ്റഡ് പേരൻസ് പ്രോജനി ഗെറ്റ് ദ ഡിസീസ്. അപ്പോൾ പ്രോജനിയുടെ സെക്സ് നമ്മൾ നോക്കണം. പ്രോജനിയിൽ മെയിലിൽ മാത്രമേ ഈ രോഗം വരുന്നുള്ളൂ, അൺഅഫക്റ്റഡ് പേരൻസ്. ഒരു ഫാമിലിയിലും അൺഅഫക്റ്റഡ് പേരൻ്റ് വരുമ്പോൾ പെൺകുഞ്ഞിന് ആ രോഗം വരുന്നില്ല, എങ്കിലത് എക്സ് ലിങ്ക്ഡ് റിസസീവ്, ആൺകുഞ്ഞിന് മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ ആൺകുഞ്ഞിനോ പെൺകുഞ്ഞിനോ, അപ്പോൾ ഫോക്കസ് ഇങ്ങനെ പോകാം, പെൺകുഞ്ഞിന് കാണുന്നുവെങ്കിൽ എക്സ് ലിങ്ക്ഡ് റിസസീവ് അല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. സോ ദ ആൻസർ വിൽ ബി ഓട്ടോസോമൽ റിസസീവ്. Select the correct statements from the ons given below with respect to dihybrid cross. Dihybrid cross ചെയ്യുമ്പോൾ recombination of unlinked genes are due to independent assortment. ഈ ഡൈഹൈബ്രിഡ് ചെയ്യുമ്പോൾ രണ്ട് ക്യാരക്ടർ പരിഗണിക്കുകയാണല്ലോ. ഈ നമുക്കറിയാം ക്രോമസോമുകളുടെ ലോക്കസുകളിലാണ് ജീനുകൾ ഇരിക്കുന്നത്. ഇപ്പോൾ രണ്ട് ക്യാരക്ടർ പരിഗണിക്കുമ്പോൾ നമ്മൾ പരിഗണിച്ച ക്യാരക്ടറുകളുടെ ജീൻ സ്ഥാനം ഏത് ക്രോമസോമിലാണെന്നുള്ളതാണ് പ്രശ്നം. ഒരു ക്രോമസോമിൽ ഒരുപാട് ക്യാരക്ടറുകൾ ലോക്കസുകളുണ്ട്, അതാണ് ലിങ്ക്ഡ് ലോസായി. ഒരു ക്രോമസോമിലിരിക്കുന്ന ജീനുകളെല്ലാം ലിങ്ക്ഡാണ്. ഇപ്പോൾ നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസിന് പരിഗണിച്ച രണ്ട് ജീനുകൾ, രണ്ട് ക്യാരക്ടറുകൾ സെയിം ക്രോമസോമിലുള്ളതാണെങ്കിൽ ചിലപ്പോൾ ഡിഫറൻറ്റ് ക്രോമസോമിലുള്ളത് ആയിരിക്കാം നമ്മൾ പരിഗണിച്ചത്. ചിലപ്പോൾ നമ്മൾ പരിഗണിച്ച രണ്ട് ക്യാരക്ടറുകൾ സെയിം ക്രോമസോമിലുള്ളതായിരിക്കും. സെയിം ക്രോമസോമിലുള്ളതാണോ ആ രണ്ട് ക്യാരക്ടറെന്ന് മനസ്സിലാകുന്നത് ഈ റിസൾട്ടുകൾ വെച്ചാണ്. മെൻഡൽ ചെയ്ത ഡൈഹൈബ്രിഡ് ക്രോസിലൊക്കെ അദ്ദേഹം പരിഗണിച്ച രണ്ട് ക്യാരക്ടറുകളും ഡിഫറൻറ്റ് ക്രോമസോം അഥവാ ഡിഫറൻറ്റ് ക്രോമസോം പെയറിലായിരുന്നു, എന്ന് പറഞ്ഞാൽ അൺലിങ്ക്ഡ് ആയിരുന്നു. അൺലിങ്ക്ഡ് ആണ് രണ്ട് ജീനുകളെങ്കിൽ, സെയിം ക്രോമസോമിൽ അല്ലെങ്കിൽ ഡൈഹൈബ്രിഡ് ചെയ്യുമ്പോൾ ഈ ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് ചെയ്യണം. ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ അൺലിങ്ക്ഡ് ജീനുകളാണെങ്കിൽ, ഇൻഡിപെൻഡൻ്റായിട്ട് അസോർട്ട് ചെയ്യുന്ന ജീനുകളാണെങ്കിൽ, രണ്ട് വ്യത്യസ്ത ക്രോമസോം ജോഡികൾ ഇൻഡിപെൻഡൻ്റായിട്ട് അസോർട്ട് ചെയ്യും അനാഫേസ് സോണിൽ, അത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇൻഡിപെൻഡൻ്റായിട്ട് അസോർട്ട് ചെയ്യുന്ന രണ്ട് ജീനുകളാണെങ്കിൽ ഡൈഹൈബ്രിഡിനെ ടെസ്റ്റ് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോജനി റേഷ്യോ 1:1:1:1 ആയിരിക്കും. ഡൈഹൈബ്രിഡിനെ F1 ഡൈഹൈബ്രിഡിനെ സെൽഫ് ചെയ്ത് കിട്ടുന്ന F2 തലമുറയിലെ റേഷ്യോ 9:3:3:1 ആയിരിക്കും. എന്നാൽ F1 ഡൈഹൈബ്രിഡിനെ ടെസ്റ്റ് ക്രോസ് ചെയ്ത് കിട്ടിയെന്ന റേഷ്യോ 1:1:1:1 ആയിരിക്കും. കാരണം ഇൻഡിപെൻഡൻ്റ്ലി അസോർട്ട് ചെയ്യുന്നത് അൺലിങ്ക്ഡ് ജീനുകളാണ്. ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് നടക്കുമ്പോൾ ഡൈഹൈബ്രിഡ് പ്രൊഡ്യൂസ് 4 types ഓഫ് ഗാമേറ്റ്സ് ഇൻ ഈക്വൽ ഫ്രീക്വൻസി ഓഫ് 1/4 ഈച്ച്. സോ ടെസ്റ്റ് ക്രോസ് പ്രോജനി 1:1:1:1 റേഷ്യോയിൽ കിട്ടും. അതിൽ 50% റീകോമ്പിനൻ്റ് ടൈപ്പ് പ്രോജനീസ് ആയിരിക്കും, 50% പാരൻ്റൽ ടൈപ്പ് പ്രോജനി ആയിരിക്കും. സോ അത് അസർട്ടൈൻ ചെയ്ത് അടിസ്ഥാനപരമായിട്ട് ഓർത്തിരിക്കുക.
when we conduct a dihybrid cross using unlinked genes, സെയിം ക്രോമസോമിലുള്ള ജീനല്ല, രണ്ട് വ്യത്യസ്ത ക്രോമസോം ജോഡിയിലുള്ള ജീൻസാണ്. രണ്ട് വ്യത്യസ്ത ക്രോമസോം ജോഡികൾ മിയോസിൻ്റെ അനാഫേസ് ഒന്നിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്യും. ആസ് എ റിസൾട്ട് ഡൈഹൈബ്രിഡ് വിൽ പ്രൊഡ്യൂസ് 4 types of gametes in equal frequency of 1/4 each. ആ 4 ടൈപ്പ് ഗാമേറ്റിൽ 2 ടൈപ്പ് റീകോംബിനൻ്റ് ടൈപ്പും 2 ടൈപ്പ് പേരൻ്റൽ ടൈപ്പും ആയിരിക്കും. സേ ഇതൊരു ഡൈഹൈബ്രിഡ്. ഇറ്റ് പ്രൊഡ്യൂസ് 4 types of gametes. In equal frequency of 1/4 each. ഇത് രണ്ടും പേരൻ്റൽ ടൈപ്പ് ഗാമേറ്റ്സ് ആണ്, ഇത് രണ്ടും റീകോംബിനൻ്റ് ടൈപ്സ് ആണ്. അപ്പോൾ ടെസ്റ്റ് ക്രോസ് ചെയ്താൽ 1:1:1:1 പ്രൊപ്പോർഷനിൽ പ്രോജനികൾ കിട്ടും. അതിൽ 50% റീകോംബിനൻ്റ് ടൈപ്പ് പ്രോജനീസ് ആയിരിക്കും, 50% പേരൻ്റൽ ടൈപ്പ് പ്രോജനീസ് ആയിരിക്കും. എന്നാൽ നമ്മൾ ഈ പരിഗണിച്ച 2 ലോക്കസുകൾ സെയിം ക്രോമസോമിലാണെങ്കിൽ, സെയിം ക്രോമസോമിലാണ് ഈ 2 ലോക്കസ് എങ്കിൽ ലിങ്ക്ഡ് ലോസായി. അപ്പോൾ ഈ ഡൈഹൈബ്രിഡിൻ്റെ 2 പെയർ ജീൻസും ഇൻഡിപെൻഡൻ്റായിട്ട് അസോർട്ട് ചെയ്യാൻ നോക്കില്ല. സെയിം ക്രോമസോമിലാകുമ്പോൾ ഒരുമിച്ചേ പോകാൻ പറ്റും. ഡിപ്പെൻഡൻ്റ് അസോർട്ട്മെൻറ്റ്, ഇൻഡിപെൻഡൻ്റായിട്ട് അസോർട്ട് ചെയ്യാൻ പറ്റില്ല. ലിങ്ക്ഡ് ജീൻസ് കനോട്ട് ഇൻഡിപെൻഡൻ്റ്ലി അസോർട്ട്. അങ്ങനെയാകുമ്പോൾ റീകോംബിനൻ്റ് ടൈപ്പ് ഗാമേറ്റ്സ് കിട്ടുമോ? അതാണ് ചോദ്യം. ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റിൻ്റെ ഫലമാണ് റീകോംബിനൻ്റ് ടൈപ്പ് ഗാമേറ്റ്സ്. ലിങ്ക്ഡ് ജീൻസ് ഇൻഡിപെൻഡൻ്റായിട്ട് അസോർട്ട് ചെയ്യത്തില്ല. ദെൻ ക്യാൻ ദെയർ ബി റീകോംബിനൻ്റ് ടൈപ്പ് ഗാമേറ്റ്സ് ആൻഡ് പ്രോജനി? യെസ്. ഈ ലിങ്ക്ഡ് ജീനുകളുടെ 2 ലോക്കസിനിടയ്ക്ക് ക്രോസിംഗ് ഓവർ നടന്നാൽ, ക്രോസിംഗ് ഓവർ റാൻഡം ചാൻസിൽ നടക്കാം. അപ്പോൾ ക്രോസിംഗ് ഓവർ നടന്നാൽ ലിങ്ക്ഡ് ജീനാണെങ്കിലും റീകോംബിനൻ്റ് ടൈപ്പ് ഗാമേറ്റ്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് ലിങ്ക്ഡ് ജീനുകളെ ഡൈഹൈബ്രിഡ് ചെയ്യുമ്പോഴും റീകോംബിനൻ്റ് ടൈപ്പ് പ്രോജനികൾ ഉണ്ടാവാറുണ്ട്. നില്ലല്ല, 0 അല്ല, കുറച്ചുണ്ടാവും. പക്ഷേ 50% കിട്ടത്തില്ല. ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ 50% റീകോംബിനൻസ് ഉണ്ടാവൂ. ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് ഇല്ലെങ്കിൽ റീകോംബിനൻസ് ലെസ് ദാൻ 50% ഓർ ലെസ് ദാൻ പേരൻ്റൽ ടൈപ്സ്. അതിൻ്റെ സൂചന ഇതാണ്, ജീൻസ് ലിങ്ക്ഡ് ആണ്, പക്ഷേ ക്രോസിംഗ് ഓവറിലൂടെ കുറച്ച് റീകോംബിനൻസ് ഉണ്ടായി വരും. Now read the options. Recombination of unlinked genes are due to independent assortment. അൺലിങ്ക്ഡ് ജീനുകൾ റീകോംബിനൻറ്റുകൾ ഉണ്ടാക്കുന്നത് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് കൊണ്ടാണ്. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ. ജീൻസ് ലൂസ്ലി ലിങ്ക്ഡ് ഓൺ ദ സെയിം ക്രോമസോം ഷോ വെരി ഫ്യൂ റീകോംബിനേഷൻസ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ജീൻസ് ലിങ്ക്ഡ് ആണ്, പക്ഷേ ലൂസ്ലി ലിങ്ക്ഡ്. ലൂസ്ലി ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ വളരെ അകലത്തിലാണ്. സെയിം ക്രോമസോമിലാണെങ്കിലും വളരെ അകലത്തിലാണ്. അടുത്താണെങ്കിൽ ടൈറ്റ് ലിങ്കേജ്. അപ്പോൾ ലൂസ്ലി ലിങ്ക്ഡ് ആണ്. ഈ ലിങ്ക്ഡ് ജീനുകളുടെ ആ ലോക്കസിൻ്റെ അകലം കൂടുതലാണെങ്കിൽ അതിനിടയ്ക്ക് എവിടെയെങ്കിലും ക്രോസിംഗ് ഓവർ വരാനുള്ള പ്രോബബിലിറ്റി കൂടും. സോ ക്രോസിംഗ് ഓവർ വരാനുള്ള പ്രോബബിലിറ്റി കൂടുമ്പോൾ വെരി ഫ്യൂ റീകോംബിനേഷൻ അല്ല, കുറച്ച് നല്ല. ഇപ്പോൾ മോർഗൻ്റെ ആ 2 സെറ്റ് ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ റിസൾട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബോഡി കളർ, ഐ കളർ, ആ 2 ക്യാരക്ടർ വെച്ചുകൊണ്ട് ഡൈഹൈബ്രിഡ് ചെയ്തപ്പോൾ റീകോംബിനൻറ്റുകളുടെ ഫ്രീക്വൻസി വെറും 1.3%. എന്നാൽ ഐ കളർ മിനിയേച്ചർ വിങ് വെച്ച് ചെയ്തപ്പോൾ 37.2% കിട്ടി. ഇപ്പോൾ 2 കേസിലും 50% ഇല്ല. അതിൻ്റെ അർത്ഥം ആ ജീനുകളൊക്കെ ലിങ്ക്ഡ് ആണെന്നാണ്. അതിൽ ബോഡി കളർ, ഐ കളർ വെച്ചപ്പോൾ വളരെ കുറഞ്ഞു പോയി റീകോംബിനേഷൻ. അത് വളരെ അടുത്താണ്. ടൈറ്റ് ലിങ്കേജ് ആകുമ്പോഴാണ് വെരി ഫ്യൂ റീകോംബിനേഷൻ. ലൂസ് ലിങ്കേജ് ആകുമ്പോൾ ഫെയർലി ഗുഡ് നമ്പർ ഓഫ് റീകോംബിനേഷൻ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ജീൻസ് ലൂസ്ലി ലിങ്ക്ഡ് ഓൺ ദ സെയിം ക്രോമസോം ഷോ വെരി ഫ്യൂ റീകോംബിനേഷൻ. അത് തെറ്റാണ്. ലൂസ്ലി ലിങ്ക്ഡ് ആണെങ്കിൽ ഫെയർലി ഗുഡ് നമ്പർ ഓഫ് റീകോംബിനേഷൻസ് വരും. തേർഡ് ഓപ്ഷൻ നോക്കൂ. ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ഷോ ലോ റീകോംബിനേഷൻ ഫ്രീക്വൻസി. ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനാവുമ്പോൾ വെരി ലോ റീകോംബിനേഷൻ ഫ്രീക്വൻസി ഉള്ളൂ. അത് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. റീകോംബിനേഷൻ ഓഫ് അൺലിങ്ക്ഡ് ജീൻസ് ആർ ഡ്യൂ ടു ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ്. അത് ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പിക്കപ്പ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടാണ് കിടക്കുക.
അങ്ങനൊരു പ്രശ്നമുണ്ട് ഇവിടെ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. An autosomal dominant trait is ഓട്ടോസോമിലിരിക്കുന്നതും ഡോമിനൻറ്റുമായിട്ടുള്ള ട്രൈറ്റ്. അപ്പോൾ ആസ് പെർ NCERT കുറച്ച് ട്രൈറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. മയോട്ടോണിക് ഡിസ്ട്രോഫി, അത് ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണെന്ന് വളരെ ക്ലിയറായിട്ട് എല്ലാവർക്കും അറിയാം. ഓട്ടോസോമൽ ഡോമിനൻറ്റിന് നിങ്ങൾ അത് മാത്രമേ പഠിക്കാനുള്ളൂ. പ്രധാനമായ ഒരു ഡിസീസ് ഓട്ടോസോമിലിരിക്കുന്ന ഡോമിനൻറ്റ് അല്ലിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ രോഗം വരിക, റിസസീവ് അല്ലിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഗുഡ് ഹെൽത്ത്. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് മയോട്ടോണിക് ഡിസ്ട്രോഫി. മയോട്ടോണിക് ഡിസ്ട്രോഫി. എന്നാൽ റിസസീവായിട്ടുള്ള രോഗങ്ങൾ ഒരുപാടുണ്ട്, പ്രധാനപ്പെട്ട ഒരുപാട് റിസസീവ് രോഗങ്ങളുണ്ട്. സിസ്റ്റിക് ഫൈബ്രോസിസ്, അത് ഓട്ടോസോമിലിരിക്കുന്ന റിസസീവാണ്. ഓട്ടോസോം നമ്പർ 7th ക്രോമസോമിലാണ് ലോക്കസ്. അതിൻ്റെ റിസസീവ് അല്ലിൽ എക്സ്പ്രസ് ചെയ്താൽ, എന്ന് വെച്ചാൽ ഹോമോസൈഗസ് റിസസീവ് പേഴ്സണ് രോഗം വരും. ഹെട്രോസൈഗോട്ടുകളും ഡോമിനൻറ്റുകളും ഹോമോസൈഗസ് ഡോമിനൻറ്റുകളും ഗുഡ് ഹെൽത്ത് ആയിരിക്കും. സിക്കിൾ സെൽ അനീമിയയും റിസസീവ് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് രോഗം. 11th ക്രോമസോമിലാണ് ലോക്കസ്. തലസേമിയ ആൽഫയും തലസേമിയ ബീറ്റയും ഉണ്ട്. അതിൽ തലസേമിയ ബീറ്റയാണ് വളരെ കൂടുതലായിട്ട് ലോകത്ത് കാണുന്ന തലസേമിയ എന്ന് പറഞ്ഞാൽ ആൽഫ ചെയിൻ ബീറ്റ ചെയിൻ, 2 തരം പോളിപെപ്റ്റൈഡ് ചെയിനുകൾ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഉണ്ടാകാൻ വേണം. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിൽ 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും ചേരണമെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ ബീറ്റ ചെയിൻ്റെ അളവ് കുറയുന്നതാണ്, ക്വാണ്ടിറ്റി കുറയുന്നതാണ് ബീറ്റ തലസേമിയ. അപ്പോൾ ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഉണ്ടാകാൻ 2 ബീറ്റ ചെയിൻ വേണം. അങ്ങനെ മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ വേണമല്ലോ. അപ്പോൾ ഓരോ ഹീമോഗ്ലോബിൻ മോളിക്യൂളിലും 2 ബീറ്റ ചെയിൻ വേണമല്ലോ. അപ്പോൾ ഈ ബീറ്റ ചെയിൻ, ബീറ്റ പോളിപെപ്റ്റൈഡ്, 146 അമിനോ ആസിഡ് നീളമുള്ള പോളിപെപ്റ്റൈഡ് ചെയിനാണ് ബീറ്റ ചെയിൻ, ബീറ്റ ഗ്ലോബിൻ ചെയിൻ. അത് കോടാനുകോടി ഉണ്ടാവണം ഓരോ സമയത്തും, എങ്കിലേ ഈ ഹീമോഗ്ലോബിൻ മോളിക്യൂളെല്ലാം അസംബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 11th ലോക്കസിലാണ് തലസേമിയ ബീറ്റ ജീൻ. 11th ക്രോമസോമിലെ ഒരു ലോക്കസിലാണ് തലസേമിയ ബീറ്റ ജീൻ. അതിൻ്റെ 2 അല്ലിലും ഡോമിനൻ്റ് ആണെങ്കിൽ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി, 2 അല്ലിലും ഡോമിനൻ്റ്, ഹോമോലോഗസ് ക്രോമസോമുകളിലുള്ള 2 അല്ലിലും ഡോമിനൻ്റ് അല്ലിലാണെങ്കിൽ അത് ട്രാൻസ്ക്രൈബ് ചെയ്ത് mRNA വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് 2 ക്രോമസോമിലിരിക്കുന്ന ജീനുകളും ട്രാൻസ്ക്രൈബ് ചെയ്ത് mRNA ആയി ട്രാൻസ്ലേറ്റ് ചെയ്താലേ ആവശ്യത്തിന് അളവ് ബീറ്റ ചെയിൻ ഉണ്ടാവും. സാധാരണ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ ഹെട്രോസൈഗസ് കണ്ടീഷൻ ആയാലും ഡോമിനൻ്റ് അല്ലിൽ എക്സ്പ്രസ് ചെയ്യും. കാരണം ആ പ്രോട്ടീൻ അധികം വേണ്ടെങ്കിൽ ഒരു അല്ലിൽ എക്സ്പ്രസ് ചെയ്തുണ്ടാകുന്ന പ്രോട്ടീൻ മതി, മറ്റേ അല്ലിലൂടെ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. അത് റിസസീവായിട്ടിരുന്നാലും ഒരു പ്രശ്നവും വരത്തില്ല. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് ട്രൈറ്റാണ് തലസേമിയ. അപ്പോൾ 2 അല്ലിലും വർക്ക് ചെയ്താലേ ആവശ്യത്തിന് പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ടാവും. അപ്പോൾ ഹെട്രോസൈഗസ് കണ്ടീഷൻ ആകുമ്പോൾ ഒരല്ലിലേ പ്രവർത്തിക്കൂ, ഒരല്ലിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട് ബീറ്റ ചെയിൻ നിർമ്മാണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയും. അത് മൈൽഡ് അനേമിയാണ്, മൈൽഡ് തലസേമിയാണ്. തലസേമിയയും വിളർച്ചയായിട്ടാണ്, അനേമിയായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഹോമോസൈഗസ് റിസസീവ് ആകുമ്പോഴത്തേക്ക് ബീറ്റ ചെയിൻ ഒട്ടും തന്നെ ഉണ്ടാകുന്നില്ല. അത് സിവിയർ ബീറ്റ തലസേമിയ. സോ തലസേമിയയും ഓട്ടോസോമൽ ഡോമിനൻ്റ് ട്രൈറ്റാണ്, റിസസീവ് ട്രൈറ്റാണ്. തലസേമിയ എന്ന രോഗം റിസസീവ് കൊണ്ടുണ്ടാകുന്നതാണ്. സിസ്റ്റിക് ഫൈബ്രോസിസ് 7ാം ക്രോമസോമിലിരിക്കുന്ന ഒരു ലോക്കസ് റിസസീവ് ആകുമ്പോൾ വരുന്ന രോഗമാണ്. സിക്കിൾ സെൽ അനീമിയ 11ാം ക്രോമസോമിലെ കൺസേൺ ലോക്കസ് റിസസീവ് ആകുമ്പോൾ വരുന്ന രോഗമാണ്. തലസേമിയ ബീറ്റ എഗെയിൻ 11ാം ക്രോമസോമിലെ കൺസേൺ ലോക്കസ് റിസസീവ് ആകുമ്പോൾ വരുന്ന രോഗമാണ്. മയോട്ടോണിക് ഡിസ്ട്രോഫി ഡോമിനൻ്റ് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് രോഗം, റിസസീവ് ഹെൽത്താണ്. മയോട്ടോണിക് ഡിസ്ട്രോഫിയുടെ ലോക്കസ് ക്രോമസോം നമ്പർ 19, 19ാം ക്രോമസോമിലാണ് ലോക്കസ് മയോട്ടോണിക് ഡിസ്ട്രോഫി. അതുപോലെ എക്സ് ക്രോമസോമിലിരിക്കുന്ന നിരവധി റിസസീവ് രോഗങ്ങളുണ്ട്. കളർ ബ്ലൈൻഡ്നെസ്, എക്സ് ക്രോമസോമിലാണ് ലോക്കസ്, കളർ ബ്ലൈൻഡ്നെസ്.
റെഡ് ഗ്രീൻ കളറുകൾ തിരിച്ചറിയാനുള്ള കഴിവില്ല ആർക്ക്? റിസസീവിന്. ഡോമിനൻ്റ് അലിലുള്ളവർക്ക് ആ കഴിവ് കിട്ടും. ഹിമോഫീലിയ, ഇത് എക്സ് ക്രോമസോമിലാണ്. അതിൻ്റെ ഡോമിനൻ്റ് ജീനാണെങ്കിൽ രക്തം കട്ട പിടിക്കും, റിസസീവ് ആണെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് ഇല്ല. അപ്പോൾ അതൊക്കെ എക്സ് ലിങ്ക്ഡ് റിസസീവാണ്. ഡ്യൂച്ചം മസ്കുലാർ ഡിസ്ട്രോഫി, അങ്ങനൊരു ഡിസീസുണ്ട്. ഡ്യൂച്ചം മസ്കുലാർ ഡിസ്ട്രോഫിയുടെ ലോക്കസും എക്സ് ക്രോമസോമിലാണ്. അവിടെ ഡോമിനൻ്റ് ജീൻ ഡിസ്ട്രോഫിൻ എന്ന മസിൽ പ്രോട്ടീൻ ഉണ്ടാക്കും, മസിൽ കോൺട്രാക്ഷന് വേണ്ട പ്രോട്ടീൻ ഡിസ്ട്രോഫിൻ. റിസസീവ് വരുമ്പോൾ ഡിസ്ട്രോഫിൻ ഉണ്ടാവാത്തതുകൊണ്ട് രോഗം വരും. ഈ ഡ്യൂച്ചം മസ്കുലാർ ഡിസ്ട്രോഫിയും മയോട്ടോണിക് ഡിസ്ട്രോഫിയായിട്ടൊന്ന് കമ്പയർ ചെയ്തോണം. ഈ ലോക്കസിൽ ഡോമിനൻ്റ് ജീൻ ഉണ്ടെങ്കിൽ ഡിസ്ട്രോഫിൻ പ്രോട്ടീൻ ഉണ്ടാകും, മസിൽ കോൺട്രാക്ഷൻ. ഇനി മയോട്ടോണിക് ഡിസ്ട്രോഫി ലോക്കസ് ക്രോമസോം നമ്പർ 19 ഓട്ടോസോമിലാണ്. ആ ക്രോമസോമിൽ ഡോമിനൻ്റ് അലിലുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു പ്രോട്ടീൻ ഈ ഡിസ്ട്രോഫിൻ പ്രോട്ടീനെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ മസിൽ കോൺട്രാക്ഷൻ തടസ്സപ്പെടും. അപ്പോൾ ഈ രണ്ട് രോഗങ്ങളുടെയും ലക്ഷണം ഏകദേശം സിമിലറായിട്ട് വരും. എക്സിലെ ലോക്കസ് ഡോമിനൻ്റ് അലിൽ ഉണ്ടാക്കുന്ന ഡിസ്ട്രോഫിൻ പ്രോട്ടീനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീനെ ഉണ്ടാക്കുന്ന ഡോമിനൻ്റ് ജീനാണ് മയോട്ടോണിക് ഡിസ്ട്രോഫിക്ക് കാരണം. Which of the following characters represent inheritance of blood group in humans? ABO blood group, I gene. I gene 3 അലലിക് ഗ്രൂപ്പുണ്ട്, IA, IB, സ്മോൾ I. അപ്പോൾ മൾട്ടിപ്പിൾ അലലിസ് അവിടെ വരുന്നുണ്ട്. അതിൽ IA ഈസ് ഡോമിനൻ്റ് ടു സ്മോൾ I, ഡോമിനൻസ് വരുന്നുണ്ട്. IA, IB അലിൽസ് ഒരുമിച്ച് വരുമ്പോൾ അവിടെ കോഡോമിനൻസ്. IA പ്രൊഡ്യൂസ് A ആൻറ്റിജൻ, IB പ്രൊഡ്യൂസ് B ആൻറ്റിജൻ. 2 തരം ആൻറ്റിജനും ഓരോ RBCയിലും ഉണ്ടാകുന്ന കോഡോമിനൻസും വരും. സോ ബോത്ത് ABC ഡോമിനൻസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, കോഡോമിനൻസ് വരുന്നുണ്ട്, മൾട്ടിപ്പിൾ അലലിസും വരുന്നുണ്ട്. പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഹിമോഫീലിയ ഈസ് എ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസ്. അത് ശരിയാണ്. ക്രോമസോം കോൺസ്റ്റിറ്റ്യൂഷൻ ഡൗൺ സിൻഡ്രോം ഈസ് 45 ഓട്ടോസോം പ്ലസ് XX ഓർ 45 ഓട്ടോസോം പ്ലസ് XY. ഡൗൺ സിൻഡ്രോം 21st ട്രൈസോമി എന്ന് പറഞ്ഞാൽ 44 ഓട്ടോസോം ആണ് ടിപ്പിക്കലി വേണ്ടത്, പിന്നെ ഒരു സെക്സ് പെയറും. ഈ 44 ഓട്ടോസോമിന് പകരം 45 ഓട്ടോസോം ഉണ്ട്. 21ാം ക്രോമസോം 3 ഡോസ്, 21st ട്രൈസോമി. അപ്പോൾ 45 ഓട്ടോസോമും പിന്നെ സെക്സ് പെയർ XX. അപ്പോൾ പെൺകുട്ടി ഉണ്ടാകാം, അല്ലെങ്കിൽ സെക്സ് പെയർ XY. ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകാം. സെക്സ് പെയർ ഓക്കെയാണ്. ഓട്ടോസോമിൽ 21ാം ക്രോമസോം ഒരെണ്ണം XS. അപ്പോൾ 45 ഓട്ടോസോം. ഇത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനൈൽ കീറ്റോൺ യൂറിയ ഈസ് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ. അതും ശരിയാണ്. 12ാം ക്രോമസോമിലാണ് ഫിനൈൽ കീറ്റോൺ യൂറിയയുടെ ലോക്കസ്. HBS റെപ്രസെൻറ്റ് സിക്കിൾ സെൽ ട്രൈറ്റ്. അല്ല, HBA ഹോമോസൈഗസ് ഡോമിനൻറ്റ്, ഗുഡ് ഹീമോഗ്ലോബിൻ. HBS റിസസീവ് അലിൽ ഹോമോസൈഗസ്. ഇവിടെ സിക്കിൾ ഹീമോഗ്ലോബിൻ മാത്രമേ ഉണ്ടാവൂ, അബ്നോർമൽ ഹീമോഗ്ലോബിൻ മാത്രമേ ഉണ്ടാവൂ. ഇവിടെയും കോഡോമിനൻസ് ഉള്ള അലിൽസാണിത്. അപ്പോൾ നോർമൽ ഹീമോഗ്ലോബിനും സിക്കിൾ ഹീമോഗ്ലോബിനും രണ്ടും RBCയിൽ രൂപപ്പെടും. അപ്പോൾ HBS വരുമ്പോഴത്തേക്ക് RBCകൾ പാർഷ്യലി സിക്കിൾഡ് ആവും. ടിപ്പിക്കലി സർക്കുലറാണ് ഈ കേസിൽ നോർമൽ ബ്ലഡ്. ഇതാവുമ്പോൾ സിക്കിൾ ഹീമോഗ്ലോബിൻ, സോ RBCs സിക്കിളിങ്ങിന് വിധേയമാകും. ഇതാണ് സിക്കിൾ സെൽ അനീമിയ. അത് ചൈൽഡ്ഹുഡിൽ ഡെത്ത് വരും. എന്നാൽ ഹെട്രോസൈഗസ് ആണെങ്കിൽ സിക്കിൾ സെൽ ട്രൈറ്റ്, സിക്കിൾ സെൽ അനീമിയ അല്ല, പാർഷ്യൽ സിക്കിളിങ് RBCക്കുള്ളൂ. കാര്യമായ ഒരു ബ്ലഡ് ഫ്ലോ തടസ്സം ക്യാപ്പിലറിയിൽ വരത്തില്ല. അപ്പോൾ മൈൽഡ് അനീമിയ ഇവിടെ വരികയുള്ളൂ. അതാണ് സിക്കിൾ സെൽ ട്രൈറ്റ്. ഹെട്രോസൈഗോട്ടാണ് സിക്കിൾ സെൽ ട്രൈറ്റ്. HBS സിവിയർ സിക്കിൾ സെൽ അനീമിയ ആയിരിക്കും. If a colorblind man marries a woman who is homozygous for normal color vision, the probability of their son being colorblind is colorblind man
XY, man colorblind, small c. Man is a woman who is homozygous for color vision. Definitely, ova will be like this, and sperms, X sperm, Y sperm, fertilization chance, female child like this chance, male child becoming colorblind is 0, never. Male child ഒരിക്കലും colorblind ആകില്ല, കാരണം mother is homozygous dominant, capital C ഉള്ള X chromosome ആ രണ്ടും. Male child receive X chromosome only from mother, not from father. So colorblind male child 0 probability. The association of H1 with a nucleosome indicates that. അതായത് നമ്മുടെ ഇനോർമസ് ലെങ്ത് ഉള്ള DNA, സെല്ലിലെ DNA, അത് സെല്ലിൻ്റെ ന്യൂക്ലിയസിൽ പാക്ക് ചെയ്യുന്നതിന് കാര്യം നമ്മൾ മോളിക്കുലാർ ജനറ്റിക്സിൽ പഠിക്കും. അപ്പോൾ ഡബിൾ ഹെലിക്സ് DNA ഹിസ്റ്റോൺ ഒക്ടാമറിൽ ഇങ്ങനെ റാപ്പ് ചെയ്യും ടോയ്സ്, 8 ഹിസ്റ്റോൺ ചേർന്ന ന്യൂക്ലിയോസോം കോർ ബോഡി ഒക്ടാമർ, അതിൽ DNA ഡബിൾ ഹെലിക്സ് ടോയ്സ് റാപ്പ് ചെയ്ത് ഇങ്ങനെ പോകും, വീണ്ടും ഇങ്ങനെ വരും. അപ്പോൾ 2 ന്യൂക്ലിയോസോമുകൾക്ക് ഇടയ്ക്ക് വരുന്ന DNA പോർഷനുണ്ട്. ഒക്ടാമറിൽ ചുറ്റി അടുത്ത ഒക്ടാമറിൽ ചുറ്റുമ്പോൾ ഇടയ്ക്ക് വരുന്ന DNA പോർഷൻ, അതാണ് ലിങ്കർ DNA. ഈ ന്യൂക്ലിയോസോം ത്രെഡ് ഫർദർ വീണ്ടും കോയിൽ ചെയ്യുമ്പോൾ ഈ ലിങ്കർ DNA സ്റ്റെബിലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു ഹിസ്റ്റോണാണ് H1 ഹിസ്റ്റോൺ. സോ H1 ഹിസ്റ്റോൺ stabilize the linker DNA portion, and at higher chromatin condensation level H1 is necessary for stabilizing the linker DNA portion. So association of H1 with the nucleosome indicates that the DNA condensed into a chromatin fiber. DNA ശരിക്കും ഹൈ ലെവൽ കോയിൽ ചെയ്ത് തിക്ക് ക്രൊമാറ്റിനായിട്ടിരിക്കുകയാണ്. അതാണ് H1 ഹിസ്റ്റോണിൻ്റെ സാന്നിധ്യം വെളിവാക്കുന്നത്. DNA replication in chromosome also is semi-conservative. This was proved by Taylor 1958 അത് തെളിയിച്ചത്. അതായത് മിസൽസൺ-സ്റ്റോൾ ഈക്കോളയുടെ DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണെന്ന് തെളിയിച്ചാണ്. നേക്കഡ് DNA അല്ലേ ബാക്ടീരിയയിൽ, അതിന് N15 ഹെവി ഐസോട്ടോപ്പ് ഉപയോഗിച്ചു. എന്നാൽ അതേ വർഷം തന്നെ ടെയ്ലറും കോവർക്കേഴ്സും വിസിയ ഫാബ എന്ന പയർജിയുടെ റൂട്ട് ട്യൂബ് സെല്ലുകളിൽ S3 തൈമിഡിൻ ഹെവി റേഡിയോആക്റ്റീവ് ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ അടങ്ങിയ തൈമിൻ ഫീഡ് ചെയ്തിട്ട് പഠിച്ചു. അപ്പോൾ വിസിയ ഫാബയിലാണ് ആ സ്റ്റഡി നടത്തിയത്. അപ്പോൾ ക്രോമസോമിനകത്തിരിക്കുന്ന DNAയും സെമി കൺസർവേറ്റീവായിട്ട് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്ന് തെളിയിക്കാൻ വിസിയ ഫാബ എന്ന പയർ ചെടിയുടെ വേരിലെ സെല്ലുകളിലാണ് പരീക്ഷണം നടത്തിയത്. ടെയ്ലറാണ് പരീക്ഷണം നടത്തിയത്. അതിനുവേണ്ടി അവർ ഉപയോഗിച്ചത് S3 തൈമിഡിൻ, റേഡിയോ ആക്റ്റീവ് ഹൈഡ്രജൻ അടങ്ങിയ തൈമിൻ ന്യൂക്ലിയോടൈഡുകൾ ഫീഡ് ചെയ്തിട്ടാണ്. Which of the following is not a property of the genetic code? Genetic code പ്രോപ്പർട്ടീസ് ഡീജനറസി ഉണ്ട്. അതായത് ഒരു അമിനോ ആസിഡിനെ ഒന്നിലധികം കോഡുകൾ സിഗ്നിഫൈ ചെയ്യും, ഡീജനറസി ഓഫ് കോഡ്സ്. എന്നാൽ ഒരു കോഡ് ഒരൊറ്റ അമിനോ ആസിഡിനെ മാത്രമേ സൂചിപ്പിക്കൂ. ഇപ്പോൾ UUU എന്ന കോഡ് ഫീനൈൽ അലനിൻ, വേറൊരു അമിനോ ആസിഡിനെ അത് സൂചിപ്പിക്കില്ല. അപ്പോൾ ആ പ്രോപ്പർട്ടിയാണ് അൺആംബിഗ്വിറ്റി. കൺഫ്യൂഷൻ ഇല്ല. ഒരു കോഡിന് ഒരു അർത്ഥമേ ഉള്ളൂ, വേറെ അർത്ഥങ്ങൾ ഒരു ജീവിയിലും വരില്ല. അൺആംബിഗ്വിറ്റി അത് തന്നെയാണ് യൂണിവേഴ്സലി സെയിം മീനിങ്. അപ്പോൾ ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ. ഒരു കോഡിന് ഒരു ജീവിയിൽ ഒരർത്ഥം, വേറൊരു ജീവിയിൽ വേറെ അർത്ഥം വരുന്നതിനെയാണ് ആംബിഗ്വിറ്റി എന്ന് പറയുക. അപ്പോൾ ആംബിഗ്വിറ്റി ഇല്ല. Which of the following is not a property of genetic code? Genetic code is never ambiguous. It is universal, nearly universal. വളരെ ചെറിയ എക്സെപ്ഷണൽ മീനിങ് ഡിഫറൻസ് ലോവർ ഫോമിൽ കാണാൻ ചിലപ്പോൾ കണ്ടേക്കാം. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ, അത് നിയർലി യൂണിവേഴ്സൽ എന്ന് പറയുക. എനിവേ കാര്യമായ ഒരു ആംബിഗ്വിറ്റി ഇല്ല, അൺആംബിഗ്വസ് ആണ്.
During DNA replication, Okazaki fragments are used to elongate the lagging strand. ഫ്രാഗ്മെൻ്റ് ആയിട്ടുണ്ടാകുന്നത് 3' ആൻഡ് എവേ ഫ്രം ഫോർക്ക് വരുന്നതാണ്. ഫോർക്കിലേക്ക് വളരുന്ന ന്യൂ സ്ട്രാൻഡ് കണ്ടിന്യൂസ്, ഫോർക്കിന് എതിർദിശയിൽ വളരുന്ന ന്യൂ സ്ട്രാൻഡാണ് ഫ്രാഗ്മെൻ്റ് ആയിട്ട് വരുന്നത്. അതാണ് ലാഗിങ് സ്ട്രാൻഡ്. ലാഗിങ് സ്ട്രാൻഡ് എവേ ഫ്രം ദ റെപ്ലിക്കേഷൻ ഫോർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി, വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ആപ്ലിക്കബിൾ ടു ആർനെ. ആർനയ്ക്ക് ആപ്ലിക്കബിൾ അല്ലാത്തത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ബേസ് പെയറിംഗ് റൂൾ, അവിടെയും ബേസ് പെയറിംഗ് റൂൾ വർക്ക് ചെയ്യും. ആർനെ യൂഷ്വലി സിംഗിൾ സ്ട്രാൻഡ് ആയിട്ടാണെങ്കിലും ഡബിൾ സ്ട്രാൻഡ് ആർനെയും ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ബേസ് പെയറിംഗ് റൂൾ ഓപ്പറേറ്റ് ചെയ്യും. അഡിനൈന് പെയറായിട്ട് യുറാസിൽ വരുമെന്നേ ഉള്ളൂ. ഹെട്രോസൈക്ലിക് നൈട്രജൻ ബേസുകൾ ഹെട്രോസൈക്ലിക് റിംഗ് മോളിക്യൂൾസ് ആണ്. DNA-യിലുള്ള അതേ ബേസ് തന്നെ ആർനയിലും കാണും, എക്സെപ്റ്റ് ദാറ്റ് യുറാസിൽ തൈമിന് പകരം വരുമെന്നുള്ളത്. ചാർഗാഫ് റൂൾ എന്താണ്? അഡിനൈന് തുല്യ അളവാണ് തൈമൈൻ, ഗ്വാനൈന് തുല്യ അളവാണ്. ബേസ് പ്രൊപ്പോർഷൻ, അഡിനൈന് തുല്യം തൈമൈൻ, ഗ്വാനൈന് തുല്യം സൈറ്റോസൈൻ. അങ്ങനെ വരാൻ കാരണം ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA-യിലാണ് ആ പ്രൊപ്പോർഷൻ കറക്റ്റായിട്ട് വരിക. കാരണം അഡിനൈന് പേരായിട്ട് തൈമൈൻ ഇരിക്കുമ്പോൾ അഡിനൈന് തുല്യമായിട്ട് തൈമൈൻ വരുമല്ലോ. എന്നാൽ ആർനെ യൂഷ്വലി ബീയിങ് സിംഗിൾ സ്ട്രാൻഡഡ്, അഡിനൈന് തുല്യമായിട്ട് തൈമൈൻ വരാൻ സാധ്യത ഇല്ല. ആക്സിഡൻ്റൽ കോയിൻസിഡൻസിൽ അങ്ങനെ സംഭവിക്കാമെന്നല്ലാതെ സാധാരണ അങ്ങനെ വരത്തില്ല. അപ്പോൾ ചാർഗാഫ് റൂൾ, അഡിനൈൻ ഈക്വൽസ് തൈമൈൻ, ആ ബേസ് പ്രൊപ്പോർഷൻ റൂൾ, ചാർഗാഫ് റൂള് ആർനയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഡബിൾ സ്ട്രാൻഡഡ് DNA-ക്കാണ് ആ റൂൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പോളിപെപ്റ്റൈഡ് ഫോർമേഷൻ ഈസ് ടെർമിനേറ്റഡ് വെൻ, അതായത് ട്രാൻസ്ലേഷൻ. mRNA റിബോസോമിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ AUG ഇനിഷ്യേഷൻ കോഡോൺ തൊട്ട് അമിനോ ആസിഡുകൾ tRNA വഴി വരും. UAA സ്റ്റോപ്പ് കോഡോൺ ആണെന്ന് എല്ലാവർക്കും അറിയാം. UAG ഓർ UGA, ഇതിലേതെങ്കിലും ഒരു കോഡോൺ ഈ ട്രാൻസ്ലേഷൻ യൂണിറ്റിൻ്റെ അവസാനം കാണും, സ്റ്റോപ്പ് കോഡോൺ. അപ്പോൾ റിബോസോം അവിടെ എത്തിക്കഴിയുമ്പോൾ റിബോസോമിൻ്റെ സെക്കൻഡ് സൈറ്റ് ഈ ഒരു സ്റ്റോപ്പ് കോഡോണിൽ എക്സ്പോസ് ചെയ്ത് കഴിയുമ്പോൾ അമിനോ ആസിഡിൽ tRNA വരത്തില്ല. കാരണം ഒരു അമിനോ ആസിഡിനെ അർത്ഥമാക്കുന്ന കോഡല്ല. അപ്പോൾ അവിടെ ഒരു റിലീസ് ഫാക്ടർ പ്രോട്ടീൻ ഈ കോഡിൽ വന്ന് അസംബിൾ ചെയ്യും. അതോടുകൂടി റിബോസോമും mRNA ഡിസോഷിയേറ്റ് ചെയ്ത് പ്രോട്ടീൻ നിർമ്മാണം ടെർമിനേറ്റഡ് ആകും. ഓപ്പറോൺ എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് ക്ലോസ്ലി ലിങ്ക്ഡ് ജീൻസ് which regulate a polysystronic transcription unit of prokaryote. പ്രൊക്കാരിയോട്ടിലെ പോളിസിസ്ട്രോണിക് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിനെ നിയന്ത്രിക്കുന്ന ആ പ്രൊമോട്ടറും അതിനോടനുബന്ധിച്ചുള്ള നിയന്ത്രണ ജീനുകളും ചേരുന്നതാണ് ഒരു ഓപ്പറോൺ. അപ്പോൾ ലാക്ക് ഓപ്പറോണിലാണെങ്കിൽ ZYA എന്ന 3 സ്ട്രക്ചറൽ ജീൻസ് അതൊരു പ്രൊമോട്ടറിൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ്, നമുക്കറിയാം. ആ 3 പോളിസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻ, ആ 3 സിസ്ട്രോണും ഉണ്ടാക്കുന്ന എൻസൈംസ് ലാക്ടോസിൻ്റെ മെറ്റബോളിസത്തിന് ആവശ്യമാണ്. അപ്പോൾ ഒരു മെറ്റബോളിക് പാത്വേയെ നിയന്ത്രിക്കാൻ വേണ്ട എൻസൈമുകളെ ഉണ്ടാക്കുന്ന പോളിസിസ്ട്രോണിക് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് അണ്ടർ ദ റെഗുലേഷൻ ഓഫ് സിംഗിൾ പ്രൊമോട്ടർ, ആ സെറ്റ് ഓഫ് ജീൻ അറേഞ്ച്മെൻറ്റിനെയാണ് ഓപ്പറോൺ എന്ന് പറയുക. സോ തേർഡ് ഓപ്ഷൻ വിൽ ബി ദ കറക്റ്റ് ആൻസർ. സാറ്റലൈറ്റ് DNA ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ്, സാറ്റലൈറ്റ് DNA എന്ന് പറയുന്നത് റെപ്പറ്റേറ്റീവ് DNA ആണ്. ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഇങ്ങനെ ടാൻഡംലി തുടർച്ചയായിട്ട് ആ സീക്വൻസ് ഇങ്ങനെ ആവർത്തിച്ച് കാണുക. അതാണ് വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്, VNTR. റെപ്പറ്റേറ്റീവ് DNA-ക്ക് വേറൊരു പേരാണ് VNTR. ഒരു ഗിവൺ സീക്വൻസ് CCG, വീണ്ടും CCG, വീണ്ടും CCG, അങ്ങനെ ആവർത്തിച്ച് പോകുന്നതിനെയാണ് റെപ്പറ്റേറ്റീവ് സീക്വൻസ് റെപ്പറ്റേറ്റീവ് DNA എന്ന് പറയുക. വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ് എന്നും അതിനെ പറയാം. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു പർട്ടിക്കുലർ ക്രോമസോമിൽ ഒരു സീക്വൻസ് 7 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. ആ വ്യക്തിയുടെ എല്ലാ സെല്ലുകളിലെയും ആ ക്രോമസോമിൽ ആ സീക്വൻസ് അതേപോലെ ആവർത്തിക്കും. എന്നാൽ വേറൊരു വ്യക്തിയുടെ അതേ ക്രോമസോമിൽ അതേ സീക്വൻസ് 11 പ്രാവശ്യം ആവർത്തിച്ചേക്കാം. അതാണ് കോപ്പി നമ്പർ വേരിയേഷൻ.
കോപ്പി നമ്പർ പോളിമോർഫിസം എന്ന് പറയുന്ന ഫിനോമിനൻ. സാറ്റലൈറ്റ് DNA ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫോർത്ത് ഓപ്ഷനാണ് ആൻസർ. ഷോ ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം. ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ കോപ്പി നമ്പറിൻ്റെ കാര്യത്തിൽ വ്യത്യസ്ത രൂപങ്ങൾ ഇൻ പോപ്പുലേഷൻ ആൻഡ് ഓൾസോ ദ സെയിം ഡിഗ്രി ഓഫ് പോളിമോർഫിസം ഇൻ ദ സെയിം ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൽ ആ കോപ്പി നമ്പർ എപ്പോഴും ഏത് സെല്ലിലും ഒരുപോലെ ആയിരിക്കും. എന്നാൽ രണ്ട് ഇൻഡിവിജ്വലുകൾ തമ്മിൽ ആ സീക്വൻസിൻ്റെ കോപ്പി നമ്പറിൽ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് വ്യക്തികളെ തിരിച്ചറിയാനായിട്ട് ഈ ഭാഗങ്ങളുടെ പിക്ചർ എടുക്കുന്നത്. DNA ഫിംഗർ പ്രിൻറ്റിങ് നടത്തുന്നത് VNTR ഭാഗങ്ങളെ വെച്ചുകൊണ്ടാണ്. യൂഷ്വലി ഡാഷ് ഈസ് ദ ഇനിഷ്യേഷൻ കോഡോൺ ഓഫ് ട്രാൻസ്ലേഷൻ പ്രോസസ്. AUG മിഥിയോണൈനെ കോഡ് ചെയ്യുന്ന കോഡ്. mRNAയിൽ ആദ്യം AUG എവിടെ ഉണ്ടോ അവിടെ തൊട്ടായിരിക്കും പോളിപെപ്റ്റൈഡ് ഉണ്ടായി തുടങ്ങുന്നത്. AUG ഇനിഷ്യേഷൻ കോഡോണാണ്. DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്. DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് ആണ് ട്രാൻസ്ക്രിപ്ഷനെ സഹായിക്കുന്ന എൻസൈം അഥവാ പോപ്പുലർലി കോൾഡ് RNA പോളിമറൈസ്. കാറ്റലൈസ് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് വൺ സ്ട്രാൻഡ് ഓഫ് ദ DNA വിച്ച് ഈസ് കോൾഡ്. അപ്പോൾ DNA ഡബിൾ ഹെലിക്സിൻ്റെ ഒരു സിസ്ട്രോൺ ഭാഗത്തിൻ്റെ ഒരു സ്ട്രാൻഡാണ്. സ്ട്രാൻഡ് ആകുന്നിട്ട് ഒരു സ്ട്രാൻഡിൻ്റെ കോപ്പിയായിട്ടാണ് mRNA ഉണ്ടാകുന്നത്. ആ പർട്ടിക്കുലർ സ്ട്രാൻഡ് കോപ്പീഡ് ഇൻ ടു mRNA ഈസ് നോൺ ആസ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് വേറൊരു പേരാണ് ആൻറ്റിസെൻസ് സ്ട്രാൻഡ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് കോഡിംഗ് സ്ട്രാൻഡ്. കോഡിംഗ് സ്ട്രാൻഡിനെ സെൻസ് സ്ട്രാൻഡ് എന്നും പറയാം. അപ്പോൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഈസ് ആൻറ്റിസെൻസ്. അതുപോലെ നെഗറ്റീവ് സ്ട്രാൻഡ് എന്നും പറയാം. സോ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് or antisense strand or negative strand. എല്ലാം ഒന്നും തന്നെ. കോഡിംഗ് സ്ട്രാൻഡ് ഈസ് സെൻസ് സ്ട്രാൻഡ് ഓർ പോസിറ്റീവ് സ്ട്രാൻഡ്. Which of the following RNAs act as structural RNA as well as ribosome in bacteria? ബാക്ടീരിയൽ റൈബോസോമിൻ്റെ 70S റൈബോസോമിൻ്റെ ലാർജർ സബ് യൂണിറ്റിലെ ഒരു RRNA 23S RRNA. ആ വലിയ സബ് യൂണിറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചറൽ RNA. അതേസമയം ട്രാൻസ്ലേഷൻ സമയത്ത് രണ്ട് അമിനോ ആസിഡിനിടയ്ക്ക് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കുന്ന കാറ്റലിസ്റ്റുമാണ് ആ RRNA. സോ 23S RRNA ഓഫ് പ്രൊക്കാരിയോട്ടിക് റൈബോസോം catalyze peptide bonding and as well as part of structure of the ribosome. Interspecific hybridization is the mating between. അതായത് ആനിമൽ ബ്രീഡിങ്ങിൽ, ബ്രീഡ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി, ഒരു സ്പീഷീസിൽ പല വെറൈറ്റികൾ ബ്രീഡുകൾ കാണുമല്ലോ. അപ്പോൾ സെയിം ബ്രീഡ് അഥവാ സെയിം വെറൈറ്റിയിലെ വളരെ റിലേറ്റഡ് മെയിൽ ഫീമെയിൽ ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻബ്രീഡിംഗ് എന്ന് പറയും. എന്നാൽ സെയിം ബ്രീഡ് ഓർ വെറൈറ്റി ആണെങ്കിലും അൺറിലേറ്റഡ് മെമ്പേഴ്സ് ആണെങ്കിൽ അതിനെ ഔട്ട് ക്രോസിംഗ് എന്ന് പറയും. ഇനി ടു ഡിഫറെൻറ്റ് ബ്രീഡ്സ് ഓഫ് സെയിം സ്പീഷീസ് തമ്മിലാണെങ്കിൽ ക്രോസ് ബ്രീഡിംഗ്, ദറ്റ് ഇസ് ഹൈബ്രിഡൈസേഷൻ. ഇനി രണ്ട് സ്പീഷീസ് തമ്മിലാണെങ്കിൽ ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. സോ ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ഈസ് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് റിലേറ്റഡ് ബട്ട് ടു ഡിഫറെൻറ്റ് സ്പീഷീസസ്. ഇപ്പോൾ ഹോഴ്സും ആസും മ്യൂളുണ്ടാകുന്നത് ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡാണ്. രണ്ട് സ്പീഷീസാണ്, സെയിം സ്പീഷീസ് അല്ല, പക്ഷേ റിലേറ്റഡ് സ്പീഷീസ്. ഹൈബ്രിഡ് സീഡ് പ്രൊഡക്ഷൻ ക്യാൻ ബി ഈസി ഇഫ് ഈ അപ്പോമിക്സിന് കാരണമായ ജീനുണ്ട്. ചില ഗ്രാസുകളിലൊക്കെ അപ്പോമിക്റ്റിക് സീഡ് ഉണ്ടാവാറുണ്ട്. എന്താണ് അപ്പോമിക്സിസ്? ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ സീഡ് ഉണ്ടാകുക. അപ്പോൾ സാധാരണ ആ സ്വഭാവമുള്ള ഗ്രാസുകളിലൊക്കെ അതിന് കാരണമായ ഒരു ജീനുണ്ട്, അപ്പോമിക്റ്റിക് ജീൻ. അതുകൊണ്ട് അതിൻ്റെ പൂക്കളിൽ ഈ മെഗാസ്പോർ ഉണ്ടാകുമ്പോൾ മിയോസിലൂടെ ഹാപ്ലോയിഡ് മെഗാസ്പോർ ഉണ്ടാകുന്നതിന് പകരം മൈറ്റോസിലൂടെ തന്നെ മെഗാസ്പോറിലേക്ക് സെൽ രൂപപ്പെടും. അപ്പോൾ ഡിപ്ലോയിഡ് മെഗാസ്പോർ സെൽ ഉണ്ടാകും. അത് എംബ്രിയോസാക്കായിട്ട് വളരുമ്പോൾ അതിലെ ന്യൂക്ലിയസൊക്കെ ഡിപ്ലോയിഡ്. അപ്പോൾ ഡിപ്ലോയിഡ് എഗ് ഉണ്ടാകും. ഡിപ്ലോയിഡ് എഗ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസ്ഡ് പ്രോഡക്റ്റ് അല്ല, മിയോസിസ് ഇല്ലാതെ എഗ് ഉണ്ടാകുന്നു എന്നാണ്. അങ്ങനെ ഡിപ്ലോയിഡ് എഗ് ഉണ്ടായിട്ട് അത് പിന്നെ ഫെർട്ടിലൈസ് ചെയ്യേണ്ട കാര്യമില്ല, അത് എംബ്രിയോ ആയിട്ട് വളരും. അപ്പോൾ സീഡും എംബ്രിയോയും സെക്ഷുവാലിറ്റി മൂലം ഉണ്ടായതുപോലെ നമുക്ക് തോന്നും, പക്ഷേ എസെക്ഷലായിട്ട് എംബ്രിയോ ഉണ്ടായതാണ്. അതാണ് അപ്പോമിക്സിസ് ഈസ് എസെക്ഷുവാലിറ്റി ദാറ്റ് മിമിക്സ് സെക്ഷുവാലിറ്റി എന്ന് പറയാൻ കാരണം.
ഡിപ്ലോയിഡ് എഗ് ഉണ്ടാകുക, ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ അത് ഡിപ്ലോയിഡ് എംബ്രിയോ ആയി തീരുക. പക്ഷെ അവിടെ ഒരു ഗുണം, ആ ഫീമെയിൽ പ്ലാന്റിൻ്റെ എല്ലാ ഗുണവും കാണും. എസെക്ഷൽ പ്രോജനിയായിട്ടാണ് ഈ അപ്പോമിക്റ്റിക് സീഡ് വളരുമ്പോൾ വരുന്നത്. അപ്പോൾ ഒരു ഹൈബ്രിഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഹൈബ്രിഡിൻ്റെ സെക്ഷൽ പ്രോജനികൾ സെഗ്രിഗേറ്റ് ചെയ്ത് സ്വഭാവമൊക്കെ മാറിപ്പോവാറുണ്ട്. അപ്പോൾ ഹൈബ്രിഡിനെ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ അപ്പോമിക്റ്റിക് ജീൻ ഇൻസർട്ട് ചെയ്താൽ എസെക്ഷലായിട്ട് ഹൈബ്രിഡ് സീഡ് ഉണ്ടാക്കും. അപ്പോൾ അത് ആ ഹൈബ്രിഡിൻ്റെ എല്ലാ ഗുണവിശേഷവും പ്രദർശിപ്പിക്കും. സോ ഹൈബ്രിഡ് സീഡുകളെ തുടർന്ന് ആ ചെടികളിൽ നിന്ന് ഉണ്ടാക്കി കിട്ടാൻ ആ ചെടികളുടെ റീപ്രൊഡക്ഷൻ അപ്പോമിക്സിലൂടെ ആക്കണം. അപ്പോമിക്റ്റിക് ജീൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ഹൈബ്രിഡ്. ദെൻ ഹൈബ്രിഡിൽ നിന്ന് കിട്ടുന്നതെല്ലാം ശരിക്കും ഹൈബ്രിഡ് സീഡ്, ഒരു വേരിയേഷനും ഇല്ലാത്ത സീഡായിരിക്കും. ദ റസ്റ്റ് റെസിസ്റ്റൻ്റ് വീറ്റ്, ഗോതമ്പ് ചെടിയുടെ ഒരു സുപ്രധാനമായ ഫംഗസ് രോഗമാണ് റസ്റ്റ് രോഗം. ഇലയൊക്കെ ഇങ്ങനെ ബ്രൗൺ കളർ വന്ന് കരിഞ്ഞുണങ്ങിപ്പോകും. ടോട്ടൽ ക്രോപ്പ് ഫെയില്യുവർ. പക്സീനിയ ഗ്രാമിനിസ് എന്ന ബെസിഡിയോമൈസിറ്റ് ഫംഗസാണ് ഗോതമ്പിൻ്റെ റസ്റ്റ് രോഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾക്കൊക്കെ ഈ രോഗം ഒരു ഭീഷണിയാണ്. അപ്പോൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, റസ്റ്റ് രോഗത്തെ റെസിസ്റ്റ് ചെയ്യുന്ന ജീൻ ഈ ഹൈ യീൽഡിങ് ഹൈബ്രിഡ് വീറ്റുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ കല്യാൺ സോണ പോലുള്ള ഹൈ യീൽഡിങ് വീറ്റുകൾ ഇപ്പോൾ റസ്റ്റ് രോഗത്തിന് റെസിസ്റ്റൻ്റ് ആയി മാറി. അങ്ങനെ റസ്റ്റ് രോഗത്തിന് റെസിസ്റ്റൻ്റായിട്ടുണ്ടാക്കിയ പുതിയ വെറൈറ്റിയാണ് ഹിംഗിരി എന്നറിയപ്പെടുന്ന വീറ്റ്. A disease caused by an autosomal primary non-disjunction is. എന്താണ് നോൺ ഡിസ്ജങ്ഷൻ? ഇപ്പോൾ അനാഫേസ് 1-ൽ മിയോസിസ്, ഓരോ ഹോമലോഗസ് പെയർ ക്രോമസോമും ഡിസ്ജങ്ക്റ്റ് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. ഒരു ഹോമലോഗസ് ക്രോമസോം പെയറിലെ ഒരു മെമ്പർ ഈ പോളിലേക്കും മറ്റേ മെമ്പർ മറ്റേ ഡോട്ടർ സെൽ അഥവാ പോളിലേക്കും പോകും. അതാണ് ഡിസ്ജങ്ഷൻ, അനാഫേസ് 1 ഡിസ്ജങ്ഷൻ. പ്രൈമറി ഡിസ്ജങ്ഷൻ. ഇനി സെക്കൻഡറി ഡിസ്ജങ്ഷൻ ഉണ്ട്. അനാഫേസ് 2-ൽ ഓരോ ക്രോമസോമിൻ്റെയും ക്രൊമാറ്റിഡ്സ് അകന്നു പോകുന്നത് സെക്കൻഡറി ഡിസ്ജങ്ഷനാണ്. അപ്പോൾ പ്രൈമറി ഡിസ്ജങ്ഷൻ ഒരു പെയർ ക്രോമസോമിൽ നടക്കാതിരുന്നാൽ ഒരു ഗ്യാമേറ്റിൽ ഒരു ക്രോമസോം എക്സസ് വരും. അത് അനിപ്ലോയിഡിക്ക് കാരണമാകാം. സെക്കൻഡറി ക്രൊമാറ്റിഡ്സ് അകന്നു പോകുമല്ലോ അനാഫേസ് 2-ൽ, അത് ഏതെങ്കിലും ഒരു ക്രോമസോമിൽ നടക്കാതിരുന്നാലും ഒരു ഗ്യാമേറ്റ് അഥവാ ഡോട്ടർ സെല്ലിൽ ഒരു ക്രോമസോം എക്സസ് വരാം. അപ്പോൾ അനിപ്ലോയിഡ് ഉണ്ടാകണമെങ്കിൽ 2n+1 ഗ്യാമേറ്റ് ഉണ്ടാകണം, അല്ലെങ്കിൽ 2n-1 ഗ്യാമേറ്റ് ഉണ്ടാകണം. ദാറ്റ് ഈസ് ഹാപ്പനിങ് ഡ്യൂ ടു എയ്തർ പ്രൈമറി നോൺ ഡിസ്ജങ്ഷൻ. അനാഫേസ് 1-ൽ ക്രോമസോം ജോഡി അകന്നു പോകുന്നത് സംഭവിക്കാതിരിക്കുക, അതാണ് പ്രൈമറി ഡിസ്ജങ്ഷൻ നടക്കാതിരിക്കുക, പ്രൈമറി നോൺ ഡിസ്ജങ്ഷൻ. അല്ലെങ്കിൽ സെക്കൻഡറി നോൺ ഡിസ്ജങ്ഷൻ വരണം. അപ്പോൾ എ ഡിസീസ് കോസ്ഡ് ബൈ ആൻ ഓട്ടോസോമൽ പ്രൈമറി നോൺ ഡിസ്ജങ്ഷൻ ഈസ് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോമിൽ 21-ാം ക്രോമസോം ഒരെണ്ണം കൂടുതൽ വരുന്നത് 21-ാം ക്രോമസോം ജോഡിയിലെ 2 ക്രോമസോമുകൾ ഊജനസിസ് നടന്നപ്പോൾ അകന്നു പോകാതെ, ഡിസ്ജങ്ഷൻ നടക്കാതെ 2 ക്രോമസോം കൂടെ ഒരു എഗ്ഗിൽ വന്നു. അപ്പോൾ എഗ്ഗിൽ ഒരു ക്രോമസോം കൂടി, 21-ാം ക്രോമസോം 1-ന് പകരം 2 ഉണ്ട്. അതൊരു സ്പേമുമായിട്ട് ചേർന്നു, അവിടുന്ന് ഒരു 21-ാം ക്രോമസോം വന്നു. അപ്പോൾ 21-ാം ക്രോമസോം 3 എണ്ണം വന്നു. പ്രൈമറി നോൺ ഡിസ്ജങ്ഷൻ. അനാഫേസ് 1-ൽ ക്രോമസോമുകൾ ഹോമലോഗുകൾ അകന്നു പോകാതിരുന്നതാണ് ഡൗൺ സിൻഡ്രോമിന് കാരണം. ഓട്ടോസോമൽ 21-ാം ക്രോമസോം. ക്ലിൻഫെൽറ്റർ സിൻഡ്രോം ആണെങ്കിൽ XX ക്രോമസോം അകന്നു പോകാത്തതുകൊണ്ട് വന്നതാണ് XXY വന്നത്. വിച്ച് ഈസ് നോട്ട് എ ട്രാൻസ്ജനിക് ഓർഗാനിസം. ട്രാൻസ്ജനിക് എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. RNA ടൊബാക്കോയിൽ നിമറ്റോഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള RNAi ജീൻ കയറ്റിയിട്ടുണ്ട്. ഗോൾഡൻ റൈസിൽ വിറ്റമിൻ A ഉണ്ടാക്കാനുള്ള ജീൻ കയറ്റിയ റൈസാണ്. കൗ റോസി ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമൻ എന്ന പ്രോട്ടീൻ കോഡ് ചെയ്യുന്ന ജീൻ കയറ്റിയ കൗവാണ്. അപ്പോൾ ആദ്യത്തെ 3ഉം ട്രാൻസ്ജനിക് ഓർഗാനിസംസാണ്. പക്ഷേ ഹിമഗിരി ഹൈബ്രിഡൈസേഷനിലൂടെ ഉണ്ടാക്കിയതാണ്. അവിടെ റസ്റ്റ് റെസിസ്റ്റൻറ്റ് ജീൻ ഒരു വൈൽഡ് റസ്റ്റ് റെസിസ്റ്റൻറ്റ് വെറൈറ്റിയിൽ നിന്ന് ക്രോസിങ്ങിലൂടെ കൊണ്ടുവന്നതാണ്. RDNA ടെക്നോളജിയിലൂടെ ജീൻ കയറ്റിയതല്ല, ട്രാൻസ്ജനിക് അല്ല. യൂഷ്വൽ ഹൈബ്രിഡൈസേഷൻ മെത്തേഡിലൂടെ ക്രോസ് ചെയ്ത് കൊണ്ടുവന്നതാണ്.
For transformation, microparticles coated with DNA to be inserted using gene gun are made up of. Gene അഥവാ DNA ചെറിയ മെറ്റൽ പാർട്ടിക്കിളിൽ ഒട്ടിപ്പിച്ചാണല്ലോ ജീൻ ഗൺ വഴി ഷൂട്ട് ചെയ്ത് ഹോസ്റ്റ് സെല്ലിൽ എത്തിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന മെറ്റലുകൾ ഗോൾഡ് ഓർ ടങ്സ്റ്റൺ. DNA fragments generated by the restriction endonucleases in a chemical reaction can be separated by, no doubt, electrophoresis. അഗാർജൽ ഇലക്ട്രോഫോറസിസ് വഴി നമ്മളിപ്പോൾ DNA ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അതിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ആഡ് ചെയ്യുമ്പോൾ ആ എൻസൈമിൻ്റെ പർട്ടിക്കുലർ റെക്കഗ്നീഷൻ സീക്വൻസ് ഉള്ളിടത്തെല്ലാം മുറിയും. അങ്ങനെ DNA കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു വരും. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഉപയോഗിച്ച് നടന്ന ഒരു റിയാക്ഷനാണ് DNA കട്ടിങ്. അതിനുശേഷം ഈ മുറിഞ്ഞ കഷ്ണങ്ങൾ ഡിഫറൻറ്റ് ലെങ്തിൽ സൈസ് ഡിഫറൻസ് ഉള്ള കഷ്ണങ്ങൾ വേർപെടുത്തിയെടുക്കുന്നത് ഇലക്ട്രോഫോറസിസ് വഴിയാണ്. Which of the following is not correctly matched for the organism and its cell wall digesting enzyme? Bacterial cell wall lysozyme എന്ന എൻസൈം കൊണ്ട് ഡൈജസ്റ്റ് ചെയ്യാം. പ്ലാന്റ് സെൽ സെല്ലുലൈസ് കൊണ്ട് ഡൈജസ്റ്റ് ചെയ്യാം. ഫഞ്ചയുടെ സെൽ വോൾ കൈറ്റിനേസ് കൊണ്ട് ഡൈജസ്റ്റ് ചെയ്യാം. ആൽഗയുടെ സെൽ വോൾ പലതരം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ കാർബോഹൈഡ്രേസസ് വേണം. മെഥൈലേസ് എൻസൈം കൊണ്ടല്ല ആൽഗയുടെ സെൽ വോൾ ലയിപ്പിക്കേണ്ടത്, കാർബോഹൈഡ്രേസുകൾ വേണം. So that is not matching. Third option is the answer. Which part of the tobacco plant is infected by Melodigaina incognitia? Melodigaina incognitia എന്ന നെമറ്റോഡ് വേം, മണ്ണിലുള്ള നെമറ്റോഡ് വേം ടൊബാക്കോ പ്ലാന്റിൻ്റെ വേരിലാണ് കയറുന്നത്. റൂട്ടിൽ ഇൻഫെക്റ്റ് ചെയ്തിട്ട് റൂട്ട് നോട്ട് വേരുകളിങ്ങനെ അബ്നോർമലി സ്വെല്ല് ചെയ്യുന്ന രോഗം ഉണ്ടാക്കും. The recombinant protein alpha-lactalbumin produced from transgenic cow. Transgenic cow, റോസി എന്ന കൗവിലാണ് ഹ്യൂമൻ ആൽഫ-ലാക്ടാൽബുമിൻ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. In mature insulin, A and B polypeptide chains. പ്രോ ഇൻസുലിന് A, B, C 3 പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. എന്നാൽ സി പെപ്റ്റൈഡ് റിമൂവ് ചെയ്ത് മെച്ചുവർ ഇൻസുലിൻ ആകുമ്പോൾ എ ചെയിനും ബി ചെയിനുമാണുള്ളത്. എ ചെയിനിൽ 21 അമിനോ ആസിഡുകൾ, ബി ചെയിനിൽ 30 അമിനോ ആസിഡുകൾ, ടോട്ടൽ 51 അമിനോ ആസിഡുകളാണ് മെച്ചുവർ ഇൻസുലിനിലുള്ളത്, ഹ്യൂമൻ ഇൻസുലിൻ. അതിൽ എ ചെയിനും ബി ചെയിനും തമ്മിൽ 2 സ്ഥലത്ത് ഡൈസൾഫൈഡ് സൾഫർ അതായത് ലൈസിൻ എന്ന സൾഫർ അടങ്ങിയ സിസ്റ്റീൻ എന്ന സൾഫർ അടങ്ങിയ സൈഡ് ചെയിനിൽ സൾഫർ അടങ്ങിയ അമിനോ ആസിഡ് 2 ചെയിനിലും കോറിലേറ്റഡ് സ്ഥാനങ്ങളിൽ വരും. അപ്പോൾ ഈ ചെയിനിലുള്ള സൾഫർ ടെയിൽ മറ്റേ ചെയിനിലുള്ള സൾഫർ ടെയിലും അതിലെ 2 സൾഫറും കൂടെ ബ്രിഡ്ജ് ചെയ്യും. അതാണ് ഡൈസൾഫൈഡ് ബ്രിഡ്ജ്. അങ്ങനെ 2 സ്ഥലത്ത് ഡൈസൾഫൈഡ് ബ്രിഡ്ജുകളുണ്ട്. ആൽഫ ചെയിൻ ഓർ എ ചെയിൻ, ബീറ്റ ചെയിൻ ഓർ ബി ചെയിൻ, 21 അമിനോ ആസിഡ്, 30 അമിനോ ആസിഡ്. ഇതിൽ 2 സ്ഥലത്ത് ഇങ്ങനെ ഡൈസൾഫൈഡ് ബ്രിഡ്ജുകൾ ഉണ്ട്. 2 disulfide bridges. What is true about Bt toxin? Bacillus thuringiensis എന്ന ബാക്ടീരിയയിൽ ഉണ്ടാക്കുന്ന ഒരു എൻഡോടോക്സിനാണ് Bt toxin. അത് fourth option will be the answer. The inactive protoxin when reach the alkaline gut of insect, high pH ഉള്ള ആൽക്കലൈൻ സിറ്റുവേഷൻ ഉള്ള ഇൻസെക്റ്റിൻ്റെ ഗട്ടിനകത്തെത്തുമ്പോൾ ഈ പ്രോടോക്സിൻ ആക്റ്റീവ് ടോക്സിനായി കുടൽ നശിച്ച് ഇൻസെക്റ്റ് നശിക്കും. ഫോർത്ത് ഓപ്ഷൻ. വാട്ട് ടൈപ്പ് ഓഫ് പോളിനേഷൻ ടേക്ക് പ്ലേസ് ഇൻ വാട്ടർ ഹയാസിന്ത് ആൻഡ് വാട്ടർ ലില്ലി? അത് അക്വാട്ടിക് പ്ലാന്റ്സ് ആണെങ്കിലും അവരുടെ ഫ്ലവേഴ്സ് വെള്ളത്തിന് മുകളിലേക്ക് ഇങ്ങനെ നീണ്ട പീറ്റ്യൂളിൽ വന്ന് ബ്ലൂം ചെയ്യും. അതിൽ ഇൻസെക്റ്റുകളൊക്കെയാണ് പോളിനേറ്റ് ചെയ്യുന്നത്, അല്ല വാട്ടർ വഴിയല്ല പോളിനേഷൻ. ഫ്ലവേഴ്സ് എമർജ് എബവ് ദ സർഫസ് ഓഫ് വാട്ടർ ആൻഡ് പോളിനേഷൻ not by water but by insect or wind. Match the column 1 with the column 2 and select the correct option using codes given below. Pistil fused together. അപ്പോൾ സിങ്കാർപ്പസ്, കാർപ്പലുകളെല്ലാം കൂടെ ഫ്യൂസ് ചെയ്ത് ഒരൊറ്റ ഓവറിയായി. ഫോർമേഷൻ ഓഫ് ഗ്യാമേറ്റ്സ്, ഗ്യാമേറ്റ് ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ഗ്യാമറ്റോജനസിസ്. ഹൈഫേ ഓർ ഹയർ ആസ്കോമൈസിറ്റ്സ്,
ഡൈക്കാരിയോട്ടിക് ആയിരിക്കും. കാരണം 2 ന്യൂക്ലിയസ് ഉള്ള ഹൈഫയാണ് ഹയർ ആസ്കോമൈസിറ്റ്സിന് ഉള്ളത്. യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവറിനെയാണ് പിസ്റ്റിലേറ്റ് ഫ്ലവർ എന്ന് പറയുക. ഫീമെയിൽ ഫ്ലവർ, പിസ്റ്റിൽ മാത്രമുള്ള ഫ്ലവർ. സ്റ്റേമൻ മാത്രമുള്ള യൂണിസെക്ഷൽ ഫ്ലവർ സ്റ്റാമിനേറ്റ് ഫ്ലവർ. അട്രാക്റ്റൻസ് ആൻഡ് റിവാർഡ്സ് ആർ റിക്വയർഡ് ഫോർ, അതായത് ഇൻസെക്റ്റുകളെ ആകർഷിക്കാൻ, ഇൻസെക്റ്റ് പോളിനേറ്റഡ് ഫ്ലവറുകളിലാണ് ഇൻസെക്റ്റുകൾ പൂവിലേക്ക് വരാൻ നല്ല കളറും മണവും ഒക്കെ വേണം, അട്രാക്റ്റൻസ് വേണം. ഫ്ലോറൽ റിവാർഡ്സ് എന്ന് പറയും. ഇൻസെക്റ്റിന് റിവാർഡ് ഉണ്ടെങ്കിൽ ആ ഫ്ലവറിലോട്ട് ഇൻസെക്റ്റ് വരൂ. ഇൻസെക്റ്റ് പോളിനേഷൻ ഈസ് എൻഡമോഫിലി. അനിമോഫിലി ഈസ് വിൻ പോളിനേഷൻ, എൻഡമോഫിലി ഇൻസെക്റ്റ് പോളിനേഷൻ. R and Y genes of maize lie very close to each other. When homozygous dominant and homozygous recessive genotypes are hybridized, F1 capital R small r capital Y small y dihybrid F1, F2 generation will show. ഇതിൻ്റെ F2 ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും 9:3:3:1 റേഷ്യോയിൽ F2 ജനറേഷൻ സെഗ്രിഗേഷൻ നടക്കും. സെഗ്രിഗേഷൻ ഇൻ 3:1 റേഷ്യോ ശരിയല്ല. ഹയർ നമ്പർ ഓഫ് പാരലൽ ടൈപ്സ്, ആൻഡ് ലെസ് നമ്പർ ഓഫ് റീകോംബിനൻറ്റ് ടൈപ്സ് ശരിയല്ല. കാരണം റീകോംബിനൻസും പാരൻസും ഒരേ അളവിൽ വരികയും ചെയ്യും. F2 generation will show. അപ്പോൾ characteristics of F2 generation will be, F2 ratio will be 9:3:3:1. A tall true breeding plant is crossed with a dwarf true breeding garden pea plant. When F1 plants were self-fertilized, F1 will be single pair heterozygous, self-fertilized. The resulting genotypes are in the ratio 1:2:1. 4:1 capital T, 4:2 അഥവാ 2:1 capital T small t, and 4:1 small t small t. So 1/4 homozygous tall, 1/2 heterozygous, 1/2 homozygous recessive. If both parents are carriers for thalassemia beta carriers, that is HBB, ഹീമോഗ്ലോബിൻ ബീറ്റ ചെയിൻ ഡോമിനൻ്റ് അലിൽ, ഹീമോഗ്ലോബിൻ ബീറ്റ ചെയിൻ റിസസീവ് അലിൽ. ഇതാണ് കാരിയർ, ഹെട്രോസൈഗസ്, മൈൽഡ് തലസേമിയ. ഇപ്പോൾ രണ്ട് പേരൻസും ഹെട്രോസൈഗസ് ആണ്. അപ്പോൾ അഫക്റ്റഡ് ചൈൽഡ്, അതായത് HB ഡബിൾ ഹോമോസൈഗസ് റിസസീവ് ചൈൽഡ് ഉണ്ടാകാനുള്ള സാധ്യത 1/4 സാധ്യത. പേരൻസ് രണ്ടും ഹെട്രോസൈഗസ് ആണെങ്കിൽ റിസസീവ് പ്രോജനി ഉണ്ടാകാനുള്ള സാധ്യത 1/4, 25%. Choose the incorrect. The two alleles of a chromosome may contain different copy number of VNTR. അത് ശരിയാണ്. ഒരു ക്രോമസോം ജോഡി ഹോമലോഗസ് ക്രോമസോം, അതിൽ ഒരു ക്രോമസോമിൽ ഒരു സീക്വൻസ് 3 ആവർത്തനം, ചിലപ്പോൾ അതിൻ്റെ ഹോമലോഗസ് ക്രോമസോമിൽ അതേ സീക്വൻസ് 4 ആവർത്തനം വരാം. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഇലസ്ട്രേഷൻ റെഫർ ചെയ്താൽ മതി. NCERT-യിലുള്ള ഇലസ്ട്രേഷൻ. ഒരു വ്യക്തിയുടെ ഓരോ ക്രോമസോം ജോഡികളിൽ തന്നെ ഒരു പെയറിലെ ഒരു ക്രോമസോമിലെ കോപ്പി നമ്പർ അല്ല ഹോമലോഗസ് ക്രോമസോമിലുള്ളത്, അത് വേരി ചെയ്യാം. DNA ഫിംഗർ പ്രിൻറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഡിറ്റർമിനിങ് ജനറ്റിക് ഡൈവേഴ്സിറ്റീസ്. അത് ശരിയാണ്. ബ്ലോട്ടിംഗ് ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ടു നൈട്രോസെല്ലോസ് ഫിലിം ഈസ് ഡൺ ആഫ്റ്റർ VNTR ഹൈബ്രിഡൈസേഷൻ. അതാണ് തെറ്റ്.
അതായത് ഇലക്ട്രോഫോർട്ടിക് പ്ലേറ്റിൽ ഇങ്ങനെ ഫ്രാഗ്മെൻറ്റുകളെ ബാൻഡുകളായിട്ട് വേർതിരിച്ചതിന് ശേഷം നൈട്രോസെല്ലോസ് ഫിലിമിലേക്ക് ബ്ലോട്ട് ഓൺ ചെയ്യണം. ബ്ലോട്ടിങ്ങിന് ശേഷമാണ് VNDR പ്രോബുകൾ ആഡ് ചെയ്യേണ്ടത്. അല്ല, VNDR പ്രോബ് ആഡ് ചെയ്തതിന് ശേഷമല്ല ബ്ലോട്ട് ചെയ്യേണ്ടത്. സോ ബ്ലോട്ടിംഗ് ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ടു നൈട്രോസെല്ലോസ് ഫിലിം ഈസ് ഡൺ ആഫ്റ്റർ VNDR ഹൈബ്രിഡൈസേഷൻ. അതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. VNDR hybridization is, blotting is done before VNDR hybridization. In an inducible operon, ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് നാച്ചുറലി റിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഓപ്പറോണാണ്. നാച്ചുറലി റിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഓപ്പറോൺ ഇൻഡ്യൂസ്ഡ് ആകണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ, ട്രാൻസ്ക്രിപ്ഷൻ നടക്കണമെങ്കിൽ ഒരു ഓൺ സിഗ്നൽ, ഇൻഡ്യൂസറിൻ്റെ സാന്നിധ്യം വേണം. അപ്പോൾ ആൻ ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ, ദ ജീൻസ് ആർ യൂഷ്വലി നോട്ട് എക്സ്പ്രസ്ഡ് അൺലെസ് എ സിഗ്നൽ ടേൺസ് ദം ഓൺ. അതാണ് ശരി. ഇപ്പോൾ ലാക്ടോപ്പറോൺ നാച്ചുറലി റിപ്രസ്ഡ് ആയിട്ടാണല്ലോ ഇരിക്കുക. എന്നാൽ ലാക്ടോസ് കയറി വരുമ്പോൾ ഇൻഡ്യൂസറായിട്ട് അത് പ്രവർത്തിക്കുകയും അതാണ് സിഗ്നൽ. അതിനെ തുടർന്ന് സ്വിച്ച് ഓൺ ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയും ചെയ്യും. സോ ഫസ്റ്റ് ഓപ്ഷൻ വിൽ ബി ദ ആൻസർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് generates new genetic combinations leading to variations? ഈ വേരിയേഷൻ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ, പ്രോജനിയിൽ വ്യത്യാസം, പേരൻസിൽ നിന്നും വ്യത്യാസം വരാനുള്ള കാരണങ്ങൾ, ജനറ്റിക് റീസൺസ് ഫോർ വേരിയേഷൻസ്. റീസൺസ് ഫോർ വേരിയേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, recombination of parental traits. parental traits or alleles-ന്റെ പുതിയ കൂട്ടുകെട്ട് വരിക. രണ്ട്, mutation of parental alleles or traits. പേരൻസിലുള്ള ട്രൈറ്റ് അഥവാ അതിന് കാരണമായ ജീൻ ഓർ അലിൽ മ്യൂട്ടേറ്റ് ചെയ്ത് ഇതുവരെ ഇല്ലാത്ത പുതിയ ഇനമായിട്ട് മക്കളിൽ വരിക. അപ്പോൾ മക്കളിൽ വ്യത്യാസം വരും. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളായിട്ടാണ് വേരിയേഷൻ വരിക. ഇതിൽ മ്യൂട്ടേഷൻ വളരെ റയർ ഫിനോമിനാണ്. അത് സാധാരണ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ റീകോമ്പിനേഷൻ ഓഫ് പാരന്റൽ ട്രൈറ്റ്സ് ഷുവറായിട്ടും സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ട് സംഭവിക്കും. അതിന് തന്നെ പല കാരണങ്ങളുണ്ട്. ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ്, അൺലിങ്ക്ഡ് ജീനുകൾ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റിലൂടെ പുതിയ ന്യൂ റീകോമ്പിനൻസ് ഉണ്ടാകും. ലിങ്ക്ഡ് ജീനുകൾ ക്രോസിംഗ് ഓവറിലൂടെ പുതിയ റീകോമ്പിനൻറ്റുകൾ ഉണ്ടാകും. ആൻഡ് സി, റാൻഡം ഫെർട്ടിലൈസേഷൻ. അതായത് ഒരു പേരനുണ്ടാക്കുന്ന വ്യത്യസ്ത തരം ഗ്യാമേറ്റുകളിൽ ഏതൊരു ഗ്യാമേറ്റുമായിട്ട് വേണമെങ്കിലും മറ്റേ പേരൻറ്റിലെ ഏതൊരു ഗ്യാമേറ്റിനും ചേരാം. അതും പുതിയ ജീൻ കൂട്ടുകെട്ടുകൾ മക്കളിൽ വരുത്താൻ കാരണമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പരിണത ഫലമാണ്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗ്യാമേറ്റ് ഉണ്ടാകാനുള്ള മിയോസിസിൽ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റും ക്രോസിംഗ് ഓവറും നടക്കും. പിന്നെ വ്യത്യസ്ത ഗ്യാമേറ്റുകളുടെ റാൻഡം ഫെർട്ടിലൈസേഷൻ, അതും സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗമാണ്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗമായ മിയോസിസിലൂടെയും ഫെർട്ടിലൈസേഷനിലൂടെയും ഈ മൂന്ന് രീതിയിൽ റീകോമ്പിനേഷൻസ് സംഭവിക്കാം. അങ്ങനെ വേരിയേഷൻ വരാം. സോ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ജനറേറ്റ്സ് ന്യൂ ജനറ്റിക് കോമ്പിനേഷൻ ലീഡിങ് ടു വേരിയേഷൻ? ന്യൂസെല്ലാർ പോളി എംബ്രിയോണി, അതൊക്കെ അപ്പോമിക്സിസാണ്. അവിടെ ഒന്നും വേരിയേഷൻ വരത്തില്ല. അപ്പോമിക്സിസിലില്ല, പാർത്തനോജനസിലില്ല. അവിടെ ഒന്നും വേരിയേഷൻ വരുന്ന പ്രശ്നമില്ല. കാരണം അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് ഈ ഫിനോമിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതും വേരിയേഷൻ വരുന്നതും. ഹപ്ലോയിഡ് ക്രോമസോം നമ്പർ ഓഫ് റൈസ് ഈസ് 12, ദെൻ എ ട്രൈസോമിക് പ്ലാന്റ് വിൽ ബി. അപ്പോൾ ഡിപ്ലോയിഡ് എത്രയാണ്? 24. അതിൻ്റെ കൂടെ ഒരു ക്രോമസോം കൂടുക. ട്രൈസോമി ഈസ് 2n+1. അപ്പോൾ n 12 ആണെങ്കിൽ 2n = 24 പ്ലസ് ഒരു ക്രോമസോം. അപ്പോൾ 25 ക്രോമസോം കാണും. തേർഡ് ഓപ്ഷൻ. Which one of the following pair is correctly matched?
Ribosomal RNA carries amino acids to the site of protein synthesis. അത് ശരിയല്ല. സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ. ആൻറ്റികോഡോൺ സൈറ്റ് ഓഫ് RNA molecules that contain complementary bases to the triplet codon the mRNA. അതാണ് ശരിയായ ആൻസർ. mRNAയിലെ ട്രിപ്ലറ്റ് കോഡ് സേ UUC. അപ്പോൾ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ആൻറ്റികോഡോൺ, കോഡോൺ ആൻറ്റികോഡോൺ പെയറിംഗ്. സോ ആൻറ്റികോഡോൺ സൈറ്റ് which of the following pair is correctly matched? Second നോക്കൂ. ആൻറ്റികോഡോൺ site of RNA molecule that contains complementary bases to the triplet codon the mRNA. mRNAയിലെ ട്രിപ്ലറ്റ് കോഡിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള 3 ന്യൂക്ലിയോടൈഡുകൾ ആൻറ്റികോഡോണായിട്ട് ഉള്ളതാണ് tRNA. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് മാച്ചിങ് ആയിട്ട് വരും. സെക്കൻഡ് ഐറ്റം കറക്റ്റ് മാച്ചിങ് ആയിട്ട് വരും. Which of the following is commonly used as vector for introducing a DNA fragment in human lymphocytes? ഇപ്പോൾ ജീൻ തെറാപ്പിയിലൊക്കെ ഹ്യൂമൻ ലിംഫോസൈറ്റിലേക്ക് ഫോറിൻ ജീൻ അല്ലെങ്കിൽ ഗുഡ് ജീൻ, ഇപ്പോൾ ADA ജീനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ജീൻ തെറാപ്പി ഉണ്ടല്ലോ, അവിടെ ഡിസാംഡ് റിട്രോ വൈറസ് വഴിയാണ് നമ്മുടെ ബ്ലഡ് സെല്ലുകളിലേക്ക് ഫോറിൻ ജീനിനെ കയറ്റുന്നത്. കാരണം നമ്മുടെ ബ്ലഡ് സെല്ലുകളിലേക്ക് റെഡിയായിട്ട് ഇൻഫെക്റ്റ് ചെയ്യും റിട്രോ വൈറസ്. പക്ഷെ അതിനെ ഡിസാം ചെയ്താൽ, അതിൻ്റെ മൾട്ടിപ്ലിസിറ്റിയൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വൈറസ് കയറിയാലും വൈറസ് പെരുകി നമുക്ക് രോഗം വരില്ല. പക്ഷേ വൈറസ് വഴി നമുക്ക് ഫോറിൻ ജീൻ കൺവീനിയൻ്റായിട്ട് നമ്മുടെ ബ്ലഡ് സെല്ലിൻ്റെ ജീനോമിലേക്ക് ഇൻ്റഗ്രേറ്റ് ആക്കാൻ കഴിയും. കാരണം റിട്രോ വൈറസിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അത് RNA വൈറസാണ്, റിട്രോയുമാണ്. അപ്പോൾ നമ്മുടെ സെല്ലിൽ കയറിയാൽ അതിൻ്റെ RNA ജീനോമിൻ്റെ DNA കോപ്പി ഉടനുണ്ടാകും, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. എന്നിട്ട് ആ DNA കോംപ്ലിമെൻ്ററി DNA cDNA നമ്മുടെ ന്യൂക്ലിയസിലെ DNAയുമായിട്ട് കൂടിച്ചേർന്ന് സ്ഥിരമായിട്ട് ആ ജീൻ നമ്മുടെ ജീനോമിൻ്റെ ഭാഗമായി തീരും ആ സെല്ലിൽ. അപ്പോൾ റിട്രോ വൈറസിനെ ഡിസാം ചെയ്തിട്ട് ഏത് ജീൻ നമ്മളുടെ സെല്ലിൽ കയറണമോ ആ ജീനിൻ്റെ RNA രൂപം നിർമ്മിച്ച് ഈ റിട്രോ വൈറസിൻ്റെ RNA ആയിട്ട് ലിഗേറ്റ് ചെയ്താണ് കയറ്റുന്നത്. അപ്പോൾ അത് റിവേഴ്സ് ട്രാൻസ്ക്രൈബ് ചെയ്ത് ആ ജീനിൻ്റെയും DNA രൂപം കിട്ടും. അതാണ് ADA cDNA. ADA ജീൻ കോംപ്ലിമെൻ്ററി DNA ആയിട്ട് മാറ്റി നമ്മളുടെ സെല്ലിൽ എത്തിച്ചു. സോ റിട്രോ വൈറസാണ് ബെസ്റ്റ് വെക്റ്റർ നമ്മുടെ ബ്ലഡ് സെല്ലുകളിലേക്കൊക്കെ ഫോറിൻ ജീൻ കയറ്റാൻ. സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. പ്രസൻസ് ഓഫ് ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ഗിവ് ബ്ലൂ കളർ കോളനീസ് ഇഫ് പ്ലാസ്മിഡ് ഇൻ ബാക്ടീരിയ ഡസ് നോട്ട് ഹാവ് ആൻ ഇൻസർട്ട്. സി വെക്റ്റർ PBr322 ഈക്കോളയുടെ പ്ലാസ്മിഡിനെ സെലക്റ്റബിൾ മാർക്കർ ജീനൊക്കെ ചേർത്ത് ബെറ്ററാക്കിയ വെക്ടറാണ്. അപ്പോൾ അതിൽ സപ്പോസ് ദ സെലക്റ്റബിൾ മാർക്കർ ജീൻ ഈസ് ബീറ്റ ഗാലക്ടോസിഡൈസ് എൻസൈം കോഡിംഗ് ജീൻ. ബീറ്റ ഗാലക്ടോസിഡൈസ് എൻസൈം കോഡിംഗ് ജീൻ. ഈ ജീനിൽ ഒരു ക്ലോണിംഗ് സൈറ്റ് ഉണ്ട്. ക്ലോണിംഗ് സൈറ്റ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ എൻസൈം കട്ടിംഗ് സൈറ്റാണ്. അപ്പോൾ ആ എൻസൈം അപ്ലൈ ചെയ്യുമ്പോൾ ഈ ജീൻ ഇവിടെ മുറിയും. ഈ ജീൻ അവിടെ മുറിഞ്ഞിട്ട് ഒരു കട്ട് ഗ്യാപ്പ് വരും. അവിടേക്ക് ഫോറിൻ ജീൻ അഥവാ ഡോണർ ജീൻ ഇൻസർട്ടഡ് ആക്കും. അപ്പോൾ ഡോണർ ജീൻ ഇൻസർട്ടഡ് ആയി എന്ന് പറഞ്ഞാൽ റീകോമ്പിനൻ്റ് DNA ആയി. ഡോണർ ജീൻ ഇൻസർട്ടഡ് ആയാൽ പിന്നീട് ഈ ബീറ്റ ഗാലക്ടോസിഡൈസ് ജീൻ പ്രവർത്തിക്കുകയില്ല. അപ്പോൾ ഇൻസർട്ട് ആയി എങ്കിൽ, റീകോമ്പിനൻ്റ് ആയി എങ്കിൽ, അങ്ങനെ ഫോറിൻ ജീൻ അവിടെ ഇൻസർട്ട് ആകാതെ ഈ കട്ട് ഗ്യാപ്പ് അങ്ങ് ഹീൽ ചെയ്ത് ചേർന്നാൽ വീണ്ടും ഈ ജീൻ പ്രവർത്തിക്കും. അപ്പോൾ വേറൊരു ജീൻ ഇവിടെ ഇടയ്ക്ക് കയറിയാൽ മാത്രമേ ബീറ്റ ഗാലക്ടോസിഡൈസ് ഉണ്ടാവാതിരിക്കും. അപ്പോൾ സക്സസ്ഫുൾ ഇൻസർട്ടിൽ റീകോമ്പിനൻറ്റിൽ നോ എൻസൈം പ്രൊഡ്യൂസ്ഡ്. എന്നാൽ ഇൻസർട്ട് ഫെയിലായാൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ റീകോമ്പിനൻ്റ് വിൽ നോട്ട് പ്രൊഡ്യൂസ് എൻസൈം, നോൺ റീകോമ്പിനൻ്റ് ആണെങ്കിൽ വിൽ പ്രൊഡ്യൂസ് ദ എൻസൈം. അപ്പോൾ എൻസൈം ഉണ്ടായാൽ ബാക്ടീരിയൽ കോളനിക്ക് ബ്ലൂ കളർ. അപ്പോൾ ബ്ലൂ കളർ കോളനി എന്ത് നമ്മളോട് പറയും? ഇൻസർട്ട് സക്സസ്ഫുൾ അല്ല. എന്നാൽ ഇൻസർട്ട് സക്സസ്ഫുൾ ആണെങ്കിൽ ഇനാക്ടിവേഷൻ ഓഫ് എൻസൈം ഇല്ല, അപ്പോൾ കളർലെസ് കോളനി. സോ പ്രസൻസ് ഓഫ് ക്രോമറ്റോജനിക് സബ്സ്റ്റൻസ് ഗിവ് ബ്ലൂ കളർ കോളനീസ് ഇഫ് പ്ലാസ്മിഡ് ഇൻ ബാക്ടീരിയ ഡസ് നോട്ട് ഹാവ് ആൻ ഇൻസർട്ട്.
ഇൻസർട്ട് ഇല്ലെങ്കിൽ ബ്ലൂ കളർ ഉണ്ടാകും, എൻസൈം ഉണ്ടാകും. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. റിട്രോവൈറസസ് ഇൻ ആനിമൽസ് ഹാവ് ദ എബിലിറ്റി ടു ട്രാൻസ്ഫോം നോർമൽ സെൽസ് ഇൻ ടു ക്യാൻസറസ് സെൽസ്. അത് ശരിയാണ്. HIV ബാധിച്ച ആളിൽ ക്യാൻസറസ് സെൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നോൺ റീകോമിനൻ്റ് ബാക്ടീരിയ കണ്ടെയ്നിങ് ബീറ്റാ ഗാലക്ടോസിഡേസ്. നോൺ റീകോമിനൻ്റ് ഇൻസർട്ട് ഫെയിൽ ചെയ്താൽ ബീറ്റാ ഗാലക്ടോസിഡേസ് ഉണ്ടാവും. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇവിടെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ അത് പോയിൻ്റ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഈ ബീറ്റാ ഗാലക്ടോസിഡേസ് സെലക്റ്റബിൾ മാർക്കറായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വെക്ടറിൽ ആ എൻസൈം ഉണ്ടാക്കുന്ന ജീനിലാണ് കട്ടിംഗ് സൈറ്റ് ഓർ ക്ലോണിംഗ് സൈറ്റ്. അപ്പോൾ ആ പർട്ടിക്കുലർ എൻസൈം കൊണ്ട് ഈ ജീൻ മുറിച്ചിട്ട് നമ്മൾ ഡോണർ ജീൻ ഇൻസർട്ടഡ് ആക്കുമ്പോൾ ഇൻസർട്ട് ആയി എങ്കിൽ, റിക്കോമിനൻ്റ് ആയി എങ്കിൽ നോ എൻസൈം, ദാറ്റ് മീൻസ് കളർലെസ് കോളനി. എന്നാൽ ഇഫ് ഇൻസർഷൻ ഫെയിൽസ്, റീകോമിനൻ്റ് ആയില്ലെങ്കിൽ, നോൺ റീകോമിനൻ്റ് ആയിട്ടിരുന്നാൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും, അപ്പോൾ ബ്ലൂ കളർ വരും. ഒന്നുകൂടെ ഞാൻ പറയാം. ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം ജീൻ ഈസ് യൂസ്ഡ് ആസ് insertional inactivation selectable marker. This gene have a recognition cutting site, cloning site. When we cut the gene using that particular enzyme, there will be a cut gap. If foreign gene inserted well, recombinant DNA ആയെങ്കിൽ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം ഇനി ഉണ്ടാവില്ല. അപ്പോൾ നോ ബ്ലൂ കളർ വിത്ത് ക്രോമറ്റോജൻ. എന്നാൽ ഇൻസർട്ട് ഫെയിൽ, നോൺ റീകോമിനൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ദി എൻസൈം വിൽ പ്രൊഡ്യൂസ് ആൻഡ് ബ്ലൂ കളർ വിത്ത് ക്രോമറ്റോജൻ. സോ റീകോമിനൻ്റ് will be colorless colony, that is insert will be colorless colony, non-recombinant or non-insert will be colored colony. Which of the following statement is not true about somatic embryogenesis? Somatic embryogenesis എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൊമാറ്റിക് സെൽ, ഇലയിലെയൊക്കെ സെല്ലെടുത്ത് ടിഷ്യൂ കൾച്ചർ എക്സ്പ്ലാന്റ് ആയിട്ട് എടുത്തിട്ട് അതിനെ കൾച്ചർ ചെയ്ത് വളർത്തുക. അപ്പോൾ ആ സെല്ലുകൾ മെരിസ്റ്റമാറ്റിക് സെല്ല് പോലെ വിഭജിച്ച് അൺഡിഫറൻഷിയേറ്റഡ് സെല്ലുകൾ, വിഭജിക്കുന്ന സെല്ലുകളുടെ ഒരു കാലസ് ടിഷ്യൂ കിട്ടും. അതിൽ പ്രത്യേക ഹോർമോണൽ ആപ്ലിക്കേഷനിലൂടെ റൂട്ടും സ്റ്റെമ്മൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പ്ലാന്റ്ലെറ്റുകൾ വളർത്തിയെടുക്കാം. എംബ്രിയോ വളരുന്ന തൈകൾ പോലെ ഈ കാലസിൽ നിന്ന് കുഞ്ഞു തൈകൾ വളർന്നു വരും. അപ്പോൾ which of the following statement is not true about somatic embryogenesis? Somatic embryogenesis എന്ന് പറഞ്ഞാൽ development of somatic embryo from callus in tissue culture. ടിഷ്യൂ കൾച്ചറിൽ വളർത്തിയെടുക്കുന്ന സൊമാറ്റിക് കാലസ് ടിഷ്യൂവിൽ നിന്ന് എംബ്രിയോകൾ വളർത്തുന്നതാണ് സൊമാറ്റിക് എംബ്രിയോജനസിസ്. But not true. Second option is not true. Somatic embryos can develop from microspores. മൈക്രോസ്പോർ എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻ, അതുണ്ടാകുന്ന ഹാപ്ലോയിഡ് സെൽ മൈക്രോസ്പോർ, അതിൽ നല്ല സൊമാറ്റിക് എംബ്രിയോ ഉണ്ടാക്കുന്നത്. ഡിപ്ലോയിഡ് സൊമാറ്റിക് സെൽ, ഇലയിലെയൊക്കെ സെൽ കാലസായിട്ട് വളർത്തിയിട്ട് അതിൽ നിന്ന് ഡിപ്ലോയിഡ് എംബ്രിയോ ഉണ്ടാക്കുന്നതാണ് സൊമാറ്റിക് എംബ്രിയോജനസിസ്. Which one of the following is a case of wrong matching? Somatic hybridization, fusion of two somatic cells. രണ്ട് വ്യത്യസ്ത ചെടികളുടെ സെല്ലുകൾ, ഇപ്പോൾ പൊട്ടറ്റോയുടെയും ടൊമാറ്റോയുടെയും ഒക്കെ സെല്ലുകൾ, അത് ഗാമറ്റിക് ഹൈബ്രിഡൈസേഷൻ പോസിബിൾ അല്ല. എന്നാൽ അവരുടെ സൊമാറ്റിക് സെല്ലുകൾ, ഇലയിലെ സെല്ലുകളൊക്കെ പോളിയെത്തിലിൻ ഗ്ലൈക്കോൾ PEG എന്ന പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂസിങ് ഏജൻറ്റിൻ്റെ സഹായത്താൽ സെൽ വോൾ ലയിപ്പിച്ചിട്ട് രണ്ട് പ്രോട്ടോപ്ലാസ്റ്റും ചേർത്തെടുക്കാം. ഔട്ട് ക്രോസിങ് ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് പ്യുവർ ലൈൻസ്. അതാണ് റോങ് മാച്ച്. ഔട്ട് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഔട്ട് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഡിലെ ആണെങ്കിലും വളരെ വ്യത്യാസമുള്ള വെരി റിലേറ്റഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓഫ് സെയിം ബ്രീഡ് വരുമ്പോഴാണ് ഇൻബ്രീഡിങ്. അപ്പോൾ പ്യുവർ ലൈൻ ഉണ്ടാകും, സൈഗസ് ആയിട്ടുള്ള മക്കൾ ഉണ്ടായി വരും. അവിടെ ആ ഇൻബ്രീഡിങ്ങിലുണ്ടാക്കിയ ഹോമോസൈഗസ് ലൈൻ അഥവാ ഇൻബ്രീഡിങ് നെസസറിലി ലീഡ് ടു ഹോമോസൈഗസ് ലൈൻ, പ്യുവർ ലൈൻ. എല്ലാ ലോക്കസും ഹോമോസൈഗസ് ആയിട്ട് വരും മക്കൾ. അത് നന്നായിരിക്കും, പക്ഷേ ചിലപ്പോൾ ഒരു സ്റ്റെറിലിറ്റി പോലുള്ള ഇൻബ്രീഡിങ്ങിൻ്റെ ഫലമായിട്ടുള്ള ഒരു ഡിപ്രഷൻ ചില ഈ പ്യുവർ ലൈൻ മക്കളിൽ അനുഭവപ്പെടും. അപ്പോൾ അവരെ ഫെർട്ടൈലാക്കി ഡിപ്രഷൻ ഒഴിവാക്കി എടുക്കാനായിട്ട്
സിംഗിൾ സ്റ്റെപ്പ് ഔട്ട് ക്രോസ് ചെയ്യാറുണ്ട്. ഔട്ട് ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പ്യുവർ ലൈൻ മെമ്പറുകളെ സെയിം ബ്രീഡിലെ ഒരു അൺറിലേറ്റഡ് മെമ്പറുമായിട്ട് മേറ്റ് ചെയ്യുക. അപ്പോൾ സെയിം ബ്രീഡിലെ ആണെങ്കിലും അൺറിലേറ്റഡ് മെമ്പേഴ്സുമായിട്ടുള്ള ബ്രീഡിങ്ങിനെയാണ് ഔട്ട് ക്രോസിംഗ് എന്ന് പറയുക. ഔട്ട് ക്രോസിംഗ് ഹെൽപ്പ് ദ പ്രൊഡക്ഷൻ ഓഫ് പ്യുവർ ലൈൻ അല്ല, പ്യുവർ ലൈനെ ഉണ്ടാക്കുന്നത് ഇൻബ്രീഡിംഗ് ആണ്. അങ്ങനെ ഇൻബ്രീഡിങ്ങിൽ ഉണ്ടാക്കിയ പ്യുവർ ലൈനിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ്, ഒരു ഡിപ്രഷൻ വരികയാണെങ്കിൽ ആ ലൈനിലെ മറ്റംഗങ്ങളെ ബെറ്റർ ആക്കാൻ വേണ്ടി അവരെ അതേ ബ്രീഡിലെ അൺറിലേറ്റഡ് മെമ്പറുമായിട്ട് ക്രോസ് ചെയ്യുന്നതാണ് ഔട്ട് ക്രോസിംഗ്. സോ ഔട്ട് ക്രോസിംഗ് ഹെൽപ്പ് ഓവർകം ദ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എക്സ്പ്രസ്ഡ് ബൈ പ്യുവർ ലൈൻ. അതാണ് ശരി. അപ്പോൾ ഇവിടെ ഹെൽപ്പ് പ്രൊഡക്ഷൻ ഓഫ് പ്യുവർ ലൈൻ എന്നുള്ളത് റോങ് മാച്ച്. എ പ്രോട്ടീൻ എൻറിച്ച്ഡ് വീറ്റ് ഈസ് അറ്റ്ലസ് 66. രത്ന തേച്ചിങ് നേറ്റീവ് 1. തേച്ചിങ് നേറ്റീവ് 1 തൈവാനിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് ബ്രീഡിങ്ങിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുവന്ന റൈസാണ്. രത്ന എന്ന് പറയുന്നത് രത്ന ആൻഡ് ജയ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്ത നല്ല റൈസ് വെറൈറ്റീസാണ്. രത്തൻ, ശക്തി, പ്രോട്ടിമ എന്നൊക്കെ പറയുന്നത് മെയ്സാണ്. മെയ്സ് ബ്രീഡ്സ് ഹാവിങ് ബയോഫോർട്ടിഫൈഡ് റിസൾട്ട്സ്, ദാറ്റ് ഈസ് ലൈസിൻ, ട്രിപ്റ്റോഫാൻ പോലുള്ള അമിനോ ആസിഡുകൾ റിച്ചായിട്ടുള്ള പ്രോട്ടീൻ നിർമ്മിക്കുന്ന ചോളം മെയ്സിൻ്റെ ഇനങ്ങളെയാണ് ഈ പേരിലൊക്കെ അറിയപ്പെടുക. അപ്പോൾ ലൈസിൻ, ട്രിപ്റ്റോഫാൻ ഫോർട്ടിഫൈഡ് മെയ്സ് വെറൈറ്റീസാണ് ഇതൊക്കെ. അറ്റ്ലസ് 66 ആകട്ടെ ഒരു വൈൽഡ് വീറ്റ് വെറൈറ്റി, വീറ്റാണ്, വൈൽഡ് വീറ്റ് വെറൈറ്റി ഹാവിങ് റിച്ച് പ്രോട്ടീൻ. അപ്പോൾ അതിനെ നമ്മുടെ ഹൈ യീൽഡിങ് ഹൈബ്രിഡ് വീറ്റുകളിലേക്ക് ഈ ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ് കൊണ്ടുവരാനായിട്ട്, ക്രോസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ട് അറ്റ്ലസ് 66നെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അറ്റ്ലസ് 66 ഈസ് ഹൈ പ്രോട്ടീൻ റിച്ച് വീറ്റ്. പ്രോട്ടീൻ എൻറിച്ച്ഡ് അല്ല, റിയലി നാച്ചുറലി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു വീറ്റാണ് അറ്റ്ലസ് 66. അപ്പോൾ ഹൈ യീൽഡിങ് ഹൈബ്രിഡ് വീറ്റിലേക്ക് ഹൈ പ്രോട്ടീൻ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോട്ടീൻ സോഴ്സായിട്ട് ഈ അറ്റ്ലസ് 66നെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അറ്റ്ലസ് 66 ഹൈ പ്രോട്ടീൻ റിച്ച് വീറ്റ്, രത്തൻ ഹൈ പ്രോട്ടീൻ റിച്ച് മെയ്സ്, രത്ന ഹൈ യീൽഡിങ് റൈസ് വെറൈറ്റി, തേച്ചിങ് നേറ്റീവ് 1 ഷോർട്ട് ഓർ ഡ്വാർഫ് ഇൻട്രൊഡ്യൂസ്ഡ് റൈസ് ഫ്രം തൈവാൻ. സോ NCERT എല്ലാം ക്ലിയറായിട്ട് പഠിക്കുക. NCERT എല്ലാം ക്ലിയറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റും. NCERTയിലുള്ള കാര്യങ്ങളെ ചോദിക്കും, പക്ഷേ ആ ക്വസ്റ്റ്യൻ സിറ്റുവേഷനിൽ ഓപ്ഷൻസ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആ നോളജ് ചാപ്റ്റർ വൈസ് കറക്റ്റ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, സോ റീഡ് വെൽ ദ NCERT. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന സെക്കൻഡ് ഇയർ ഹോൾ ടോപ്പിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ഹോൾ ടോപ്പിക് ഫ്രം ദി സെക്കൻഡ് ഇയർ ടോപ്പിക്. സെക്കൻഡ് ഇയറിൽ നമുക്ക് സുവോളജിയിൽ നിന്ന് ഉണ്ടായിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, എവല്യൂഷൻ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, ഓർഗാനിസം പോപ്പുലേഷൻസ്, ഇക്കോളജിയിലെ ഇക്കോസിസ്റ്റംസ്, ഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ, ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സെക്ഷൻ എയിൽ 35 ക്വസ്റ്റ്യൻസും സെക്ഷൻ ബിയിൽ 15 ക്വസ്റ്റ്യൻസും. അപ്പോൾ അത് ഓരോ ക്വസ്റ്റ്യൻസുകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദറ്റ് ഇസ് ഫ്രം ദ ടോപ്പിക് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്കാണ് കോമ്പറ്റീഷൻ.
കോമ്പറ്റീഷനകത്ത് നമ്മളൊരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രിൻസിപ്പിളാണ് കോമ്പറ്റീഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ആരാണ് അത് ആ കോമ്പറ്റീഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കുറിച്ച് പറഞ്ഞത്? ദ സയൻറ്റിസ്റ്റ് ഹൂ ബിഹൈൻഡ് ഇറ്റ് ഈസ് ദ ഗൗസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അദ്ദേഹം എന്താ പറയുന്നത്? രണ്ട് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസുകൾ ഒരു ഹാബിറ്റാറ്റിൽ സെയിം റിസോഴ്സ് ഉപയോഗിച്ച് ജീവിക്കുകയാണ് എങ്കിൽ സുപ്പീരിയർ കോമ്പറ്റീറ്റർ വിൽ എക്സ്ക്ലൂഡ് ദ ഇൻഫീരിയർ കോമ്പറ്റീറ്റർ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ വ്യക്തിയാണ് ദാറ്റ് ഈസ് ദ ഗൗസ് എന്ന് പറയുന്നത്. ചോദ്യം നോക്കുക. ടു ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് കോമ്പീറ്റ് ഫോർ ദ സെയിം റിസോഴ്സ് കനോട്ട് കോ എക്സിസ്റ്റ് ഇൻഡെഫിനിറ്റ്ലി. ഒരേ സമയം കുറേ നാൾ അവർക്ക് അങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഗ്രാജ്വലി ദ സുപ്പീരിയർ കോമ്പറ്റീറ്റർ വിൽ എക്സ്ക്ലൂഡ് ദ ഇൻഫീരിയർ കോമ്പറ്റീറ്റർ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് പറഞ്ഞത് ആരാണെന്നാണ് ഇവിടുത്തെ ചോദ്യം. നമുക്കറിയാം ഈ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ഗൗസ് ആണ്. ഗൗസിന്റെ ആ പ്രിൻസിപ്പിളിന്റെ പേരെന്തുവാണ്? ദാറ്റ് ഈസ് കോമ്പറ്റീഷൻ exclusion principle. In that principle he says that two closely related species compete for the same resource cannot coexist indefinitely. Who is Ernst Haeckel? Ernst Haeckel is the scientist who proposed the ontogeny, that is biogenetic law. Ontogeny recapitulates phylogeny and is from the topic evidences of evolution. In that embryological evidence നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഏണസ്റ്റ് ഹേക്കലും വോൺ ബെയറും. Alexander Humboldt, that is the scientist we are discussed in the chapter biodiversity, species area relationship. While he was exploring through the South American jungles, found that within an area, when the area increases, species richness also increases, but up to a certain limit. Then Paul Ehrlich. Who is Paul Ehrlich? Paul Ehrlich ആണെന്നും നമ്മൾ ബയോഡൈവേഴ്സിറ്റിയിൽ തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ്. ഹി കമ്പയർ ദ ഇക്കോസിസ്റ്റം വിത്ത് ദ ഫ്ലൈറ്റ് ഓർ ദ എയറോപ്ലെയിൻ. എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസിനെ എയറോപ്ലെയിനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. ഹെൽത്തി ഇക്കോസിസ്റ്റം ഉണ്ടാവണമെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്തുമാത്രം ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ച വ്യക്തിയാണ് പോൾ എർലിഷ്. പക്ഷേ ഇത് പറഞ്ഞ വ്യക്തി ദാറ്റ് ഈസ് ദ ഗൗസ് ആണ്. സോ ഫോർ ദിസ് ക്വസ്റ്റ്യൻ നമ്പർ 1 റൈറ്റ് ചോയ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ 1 തന്നെ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അനലൈസ് ചെയ്യാം. What is the end result of aerobic process that takes place during secondary treatment of sewage? And this is the topic from microbes in human welfare. നമ്മുടെ സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പഠിച്ച സമയത്താണ് നമ്മളിത് ഡിസ്കസ് ചെയ്തത്. സീവേജ് ട്രീറ്റ്മെൻറ്റിനകത്ത് പ്രധാനപ്പെട്ട 2 സ്റ്റെപ്സുകളുണ്ട്. പ്രൈമറി ട്രീറ്റ്മെൻറ്റും സെക്കൻഡറി ട്രീറ്റ്മെൻറ്റും. ഇതിൽ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്ത് പ്രോസസ്സാണ്? ബയോളജിക്കൽ പ്രോസസ്സും. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്രോസസ്സുമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പാണ് എയറോബിക്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെഡിമെൻറ്റേഷൻ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനഎയറോബിക് കണ്ടീഷൻസിൽ ഡൈജഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ച ഒരു ആണ് എയറോബിക് പ്രോസസ്സിൻ്റെ എൻഡ് റിസൾട്ട് എന്താണ്. ഇൻ ദാറ്റ് എയറോബിക് പ്രോസസ്സ് ലാർജ് എയറേഷൻ ടാങ്കുകളുടെ അകത്ത് നമ്മുടെ എഫ്ലുവനിനെ പാസ് ചെയ്യുകയും കോൺസ്റ്റൻ്റ് ആയിട്ട് എയർ പമ്പ് ചെയ്യുകയും മെക്കാനിക്കലി ഒരു പമ്പ് വെച്ചിട്ട് അതിനെ അജിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഫ്ലോക്സ് എന്ന് പറയുന്ന എയറോബിക് ബാക്ടീരിയയുടെയും ഫംഗസിൻ്റെയും കൂടെ ഒരു മെഷ് അവിടെ ക്രിയേറ്റ് ചെയ്തു. ഫ്ലോക്സുകൾ എന്ത് ചെയ്തു എന്നാണ് അവിടെ പറയുന്നത്? കൺസ്യൂം ദ ഓർഗാനിക് മാറ്റർ. അത് ഡിറ്റക്റ്റ് ചെയ്യുവാൻ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് വിളിക്കുന്ന BOD. BOD ഈസ് എ ടെസ്റ്റ് ദാറ്റ് മെഷേഴ്സ് the amount of oxygen utilized by aerobic microorganism to consume all the organic matter in 1 liter of water. So after at the end of the aerobic treatment, meaning that pollution എന്താവും? കുറയും. പൊല്യൂഷൻ കുറയുന്നു എന്ന് പറഞ്ഞാൽ BOD of that water decreases എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്കിവിടെ ചൂസ് ചെയ്യാൻ കഴിയുന്നത്
production of methane, hydrogen and carbon dioxide. That is the end result of either anaerobic process in the end result ആണ് അതെന്ന് പറയുന്നത്. Significant reduction in the BOD of the primary effluent. Primary effluent in the BOD significantly reduced ആണ്. Sedimentation of the soil and the small pebbles in the sewage, that is the step in after primary treatment. Digestion of activated sludge. Activated sludge is digested in anaerobic sludge digestion. So aerobic process in the end result എന്ന് പറയുന്നത് significant reduction of the BOD of the primary effluent. So question number 2 in the right answer option 2 ആണ്. ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ. ഹ്യൂമൻ എവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ദി ബ്രെയിൻ കപ്പാസിറ്റി ഓഫ് ഹോമോ ഹാബിലിസ് വാസ് അറൌണ്ട് 900 cc. ഹോമോ ഹാബിലിസിന്റെ ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 900 cc എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം ഹോമോ ഹാബിലിസിന്റെ അതല്ല, ഹോമോ ഇറക്ടസിന്റെ ബ്രെയിൻ കപ്പാസിറ്റിയാണ് 900 cc എന്ന് പറയുന്നത്. ഹോമോ ഹാബിലിസിന്റെ ബ്രെയിൻ കപ്പാസിറ്റി ഈസ് അറൌണ്ട് 650 to 800 cc. So that's the wrong statement. Then the Neanderthal man lived near East and Central Asia. East Central Asia ജീവിച്ചിരുന്ന ആളാണ് Neanderthal man. Okay, no problem. Between 75,000 to 10,000 years back. That is the wrong statement. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു the Neanderthal man ജീവിച്ചിരുന്നത് that is around 1 lakh to 40,000 years back. So that is also a wrong statement. Then the skull of adult chimpanzee is more like adult human skull than baby chimpanzee skull. That's not a correct statement. The skull of baby chimpanzee is more like adult human skull than the adult chimpanzee skull എന്നുള്ളതാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. സോ അതും തെറ്റ്. അങ്ങനെയാണെങ്കിൽ Java man. Java man is an example of Homo erectus excavated from the Java Islands. Java is in Asia. So Java man was actually Homo erectus that lived in Asia. So that statement is correct. So human evolution കുറിച്ച് correct ആയിട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ 4 ആണെന്ന് മനസ്സിലായി. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Which of the following is a behavioral adaptation? Adaptations are discussed in the chapter of the second year organism and population. In that organism and population we are discussed after the response of the abiotic factors. Adaptations are discussed. In that discussion, adaptation is any attribute that we are telling as a physiological attribute or morphological attribute or the behavioral attribute that enable an organism to survive better in its habitat. In that topic we are lastly discussed about the behavioral adaptation done by or exhibited by the desert lizard. What they do when the body temperature increases beyond the limit, they move to the shades or hide in burrows. Or when the body temperature limitation is very less, the body temperature less ആവുന്ന സമയത്ത് they bask in the sun. So these two are the behavioral adaptations. Okay, based on that which one is rightly chosen? Masking of the desert lizard to rise the body temperature. Why they are masking in the sun? When they are basked in the sun, sunlight directly approaches their body or hit the body and body temperature increases. So this is a behavioral adaptation. What about the second one? Increase in erythrocyte count at a higher altitude. Higher altitude erythrocyte count increase in the condition that is a condition present in the physiological adaptations to high altitudes, not a behavioral one. Increased perspiration during hot weather, that is again a physiological adaptation, that is sweat ചെയ്യുന്നത്. perspiration വെച്ചാൽ sweat ചെയ്യുക, വിയർക്കുക.
thick oily fur of coat of polar bear, that is a morphological adaptation. So here only one behavioral adaptation is there, that is the first option, basking of the desert lizard to rise their body temperature. So for this question number 4, right option is option 1. Okay. Next question number 5. Which of the following statement is false? ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഗ്രാസ് ഹോപ്പേഴ്സ് ആർ ജനറലി ഇൻ ദ സെക്കൻഡ് ട്രോഫിക് ലെവൽ. ഗ്രാസ് ഹോപ്പറുകൾ സെക്കൻഡ് ട്രോഫിക് ലെവലിലാണ്. നോക്കാം, നമ്മുടെ ഒരു ഫുഡ് ചെയിൻ എഴുതുന്ന സമയത്ത് വി ഹാവ് എ ഗ്രാസ് ഈസ് ഈറ്റൺ ബൈ ദ ഗ്രാസ് ഹോപ്പർ, grasshopper is eaten by the frog, etc., etc. Here the first trophic level is, this one is the first trophic level, this is the first trophic level, this is the second trophic level, this is the third trophic level. Clear? So here grasshoppers are generally in the second trophic level എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കണ്ടുപിടിക്കേണ്ടത് false statement ആണ്. We have to write the false statement. Grasshoppers are primary consumers on land. Grasshoppers primary consumerകളാണ്. Second trophic level are herbivore or primary consumer. Zooplanktons are the primary consumers in ocean. When you write the zooplanktons inde varuna food chain latha, phytoplanktons are eaten by the zooplanktons, so they are also belongs to the second trophic level. So that statement is also correct. Sparrow always occupies at the same trophic level in different food chain. Sparrow is an omnivore. Omnivore do not belongs to the same trophic level. Omnivore are organism that is herbivore sometimes and carnivore sometimes. When the sparrow eat on the seed, it is a herbivore and they belongs to the second trophic level, but when they are eating on the insect, it is in the third trophic level. So here we says that sparrow always occupies the same trophic level. That's not a true statement. So here answer for question number 5 is option 4. Clear? Moving to the next one. Identify the phase of the menstrual cycle from the given events. Identify the phases of menstrual cycle. Increase in the plasma progesterone level. Plasmയിലെ progesterone level കൂടുതലാണ്. Graphene follicle changes to corpus luteum. Thickening of the endometrium and release of watery mucus from the uterine gland. ഈ ചേഞ്ചസുകൾ സംഭവിക്കുന്നത് ഏത് കണ്ടീഷനിൽ എന്നാണ് ചോദ്യം. പ്ലാസ്മ പ്രൊജസ്റ്ററോൺ ലെവൽ, പ്രൊജസ്റ്ററോൺ ആ ഒരൊറ്റ ക്ലൂ മാത്രം മതി. പ്രൊജസ്റ്ററോൺ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ അവസാനത്തെ ഫേസായ ലൂട്ടിയൽ ഫേസിലാണ്. വാട്ട് ഈസ് ദ അനദർ നെയിം ഓഫ് ദ ലൂട്ടിയൽ ഫേസ്? സെക്രീറ്ററി ഫേസ്. In that phase, the graphene follicle under the influence of the LH converted into the ruptured graphene follicle became an yellow colored gland called corpus luteum, and that corpus luteum is the factor responsible for increased plasma progesterone level. Under the increased plasma level of progesterone, the endometrium became more glandular and more vascular, and these all events are happening after the ovulation. So which is after the ovulation phase? That is the luteal phase. So here we have to rightly choose option 3 as our answer, that is luteal phase. Clear? Now moving to the next question. What induces the completion of the meiotic divisions of the secondary oocyte? Meiotic 2 complete chainam, that is oogonia, is converted into primary oocyte, and that primary oocyte is converted into a large secondary oocyte and a small first polar body. This large secondary oocyte will remain the same only when it is completed into meiosis 2, whenever there is the approach of what? Sperm. So sperm vannu secondary oocyte ne fertilize ചെയ്താൽ മാത്രമേ meiosis 2 completed ആവുകയുള്ളൂ. So what induces the completion of meiotic 2 of the secondary oocyte? Option 1, progesterone secreted by corpus luteum.
zona pellucida enveloping the oocyte, entry of the sperm into the cytoplasm of oocyte, in enzyme secreted by the acrosome. So what will cause the condition? Here answer is option 3, that is entry of the sperm into the cytoplasm of the oocyte. The first movement of the fetus and appearance of hair on head are usually observed during, these are the major events topic we are discussed in the major events of gestation. First month embryoയുടെ ഹാർട്ട് ഡെവലപ്പ് ചെയ്യുന്നു, സെക്കൻഡ് മന്ത് ലിംസും ഡിജിറ്റ്സും ഫോം ചെയ്യുന്നു, തേർഡ് മന്തിൽ വി ഹാവ് ദി ഫീറ്റസിൻ്റെ ലിംസും ഡിജിറ്റ്സും വെൽ ഡെവലപ്ഡ്, മേജർ ഓർഗൻ സിസ്റ്റംസ് ആർ ഫോം. ഫിഫ്ത്ത് മന്തിൽ ഫീറ്റസ് ഷോ മൂവ്മെൻറ്റ്സ് ആൻഡ് ഹെയർ അപ്പിയേഴ്സ് ഓൺ ദി ഹെഡ്. So the first movement of the fetus and appearance of hair on head are usually observed during the option that is 5th month. Okay, next one. Question number 9. The pituitary analog of human chorionic gonadotropin HCG is. What is analog? Analog meaning functionally similar but their origin is different. LH, FSH, ACTH, prolactin, these are options. From that we are likely choosing LH. HCG and LH are doing the same function, they are maintaining the corpus luteum. So they are functionally the same but their role is the same but they are from different origin. HCG from the placenta and LH from the anterior pituitary. So pituitary analog is LH. Oral contraceptive pills help in birth control by. What is the role of oral contraceptive pills? Oral contraceptive pills എന്ന് പറയുന്ന pills are tablet made of hormonal tablet, steroidal tablets made up of either progesterone only or progesterone estrogen combination. In that cases, decrease in cervical mucus production. Mucus production oral contraceptive pills increase it, forming a barrier between the egg and the sperm. Egg-നും sperm-നും ഇടയിൽ ഒരു barrier ആയിട്ട് മാറുന്നത് contraceptive pills-കളല്ല. Preventing ovulation and implantation, that is the role done by the oral contraceptive pills. Reducing the motility of the sperm, that is IUD യുടെ റോളാണ്, copper releasing IUD. So oral contraceptive pills help in birth control by preventing ovulation and implantation. So answer is option 3. Amniocentesis is a method of examining. Amniocentesis is a prenatal diagnostic technique to study the karyotype and find out the chromosomal abnormalities found in the fetus. Amniocentesis is done by taking amniotic fluid. In the amniotic fluid there are fetal cells. That fetal cells are examined by the scientists and find what is the condition or karyotype and what are the genetic disorder. But this amniocentesis is misused in some parts of the India for determining the sex of the fetus, and they are doing female feticide. To avoid that, the Indian government banned this amniocentesis in a statutory manner. So here amniocentesis in the role and chemical composition of the amniotic fluid, note karyotype of fetal cells in amniotic fluid. Fetal cells-കളുടെ karyotype study ചെയ്തിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനാണ് amniocentesis എന്ന് പറയുന്ന ടെക്നിക്ക് യൂട്ടിലൈസ് ചെയ്യുന്നത്. So here answer is option 2. Which of the following pair is the wrong matching of substance and source from the microbes in human welfare? Cholesterol lowering agent. Which is the cholesterol lowering agent? കൊളസ്ട്രോളിനെ ലോവർ ചെയ്യിക്കുന്ന ഏജന്റ് എന്ന് പറയുന്നത് that is the statins-കളാണ്. Yes, statins are produced from Monascus purpureus. Trichoderma polysporum is an example that is secreting the cyclosporin A, which are immunosuppressants.
Statins are produced by monoskous purpureus. Here it is right that it is due to wrong matching and cholesterol lowering agent ആണ് ട്രൈക്കോഡെർമ പോളിസ്പോറം കണ്ടുപിടിക്കുന്നത്. പക്ഷേ നമ്മുടെ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണോ അത്? അതെ, കാരണം നമുക്ക് അറിയാം അത് കണ്ടുപിടിക്കുന്നത് ആരാണ്? ദാറ്റ് ഈസ് ദി cholesterol lowering agent are statins, which are produced by monoskous purpureus. Ethanol, that is Saccharomyces. Yes. Then citric acid, Aspergillus niger. Is correct ആണ്. Ethanol produce ചെയ്യാം. Aspergillus niger ൽ നിന്ന് citric acid produce ചെയ്യാം. Swiss cheese are produced by using the bacterium Propionibacterium shermani. So lower cholesterol level lower agent is the statins ആണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ wrong statement. So for this question number 12, the right option answer 1. Next, the sexual phase in the life cycle of Plasmodium takes place in sexual phase. പ്ലാസ്മോഡിയത്തിൻ്റെ സെക്ഷൽ ഫേസ് എവിടെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ലിവർ ഓഫ് മാൻ? നോ. സലൈവറി ഗ്ലാൻഡ് ഓഫ് ഫീമെയിൽ അനോഫിലസ്? നോ. എരിത്രോസൈറ്റ്സ് ഓഫ് മാൻ? അവിടെ സെക്ഷൽ സ്റ്റേജ് അല്ല, സെക്ഷൽ സ്റ്റേജസ് ആണ്. സെക്ഷൽ ഫേസ് നടക്കുന്നത് മോസ്കിറ്റോയുടെ ഗട്ടിലാണ്. ഗാമറ്റോസൈറ്റ് എന്ന് പറയുന്നത് ആർ ബി സിയിൽ ഉണ്ടാകുന്നു, സെക്ഷൽ സ്റ്റേജ് ബിഗിൻ ചെയ്യുന്നു, പക്ഷേ സെക്ഷൽ ഫേസ് നടക്കുന്നത് മോസ്കിറ്റോയുടെ ഗട്ടിലാണ്. സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ 3, ദറ്റ് ഈസ് ഗട്ട് ഓഫ് ദ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ദെൻ അഗെയിൻ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിലെ പോപ്പുലേഷൻ ഗ്രോത്ത് മോഡൽസ് ആയ എക്സ്പൊണൻഷ്യൽ ലോജിസ്റ്റിക് ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. During exponential growth, a population always exhibit intraspecific competition. Whenever there occurs intraspecific competition, when there is resources are limited. The resources unlimited ആകുമ്പോഴാണല്ലോ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻട്രാസ്പെസിഫിക് കോമ്പറ്റീഷൻ അവിടെ ഉണ്ടായിരിക്കത്തില്ല. ഗ്രോത്ത് അറ്റ് ഇറ്റ്സ് മാക്സിമം പെർ ക്യാപിറ്റ റേറ്റ്, ആർ വാല്യൂ ഈസ് വെരി ഹൈ, ദാറ്റ് ഈസ് മാക്സിമം ആർ വാല്യൂ കാണിക്കുന്നു, ദാറ്റ് ഈസ് പോപ്പുലേഷൻ്റെ സൈസ് വളരെയധികം കൂടുന്നു. ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ. ക്വിക്ക്ലി റീച്ചസ് ഇറ്റ്സ് ക്യാരിയിങ് കപ്പാസിറ്റി. ക്യാരിയിങ് കപ്പാസിറ്റിയിൽ എത്തുന്നത് ലോജിസ്റ്റിക് ഗ്രോത്തിലാണെന്നറിയാം, ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റിലെത്തുന്നത്. ദെൻ ലോസ് സം ഇൻഡിവിജ്വൽസ് to my emigration. So here we can rightly choose which one option, that is option 2, grow at its maximum per capita rate. Which factor limit the number of links in a food chain? ഫുഡ് ചെയിനിനകത്ത്, ദാറ്റ് ഈസ് ഇക്കോസിസ്റ്റത്തിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫുഡ് ചെയിനിനകത്ത് നമ്പർ ഓഫ് ലിങ്കിനെ ലിമിറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇക്കോസിസ്റ്റത്തിനകത്ത് ദെയർ ഈസ് സെക്കൻഡ് ലോ ആൻഡ് ഫസ്റ്റ് ലോ ഒബേഡ് ആണ്. സെക്കൻഡ് ലോയിൽ നമ്മൾ പറഞ്ഞു 100% എനർജി ട്രാൻസ്ഫർ ചെയ്യത്തില്ല, കുറച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ലോസ്റ്റ് ആസ് വാട്ട്? ഹീറ്റ്. എനർജി ലോസ് ആസ് ഹീറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ട്രോപ്പിക് ലെവലിനകത്ത് നമ്പർ ഓഫ് ലിങ്കിനെ ലിമിറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് എനർജി ലോസ് ആണ്. അത് പറഞ്ഞ ലോ ആണല്ലോ, ലിങ്ക് ടു മാൻ പ്രപ്പോസ് ചെയ്ത 10% law. So here answer is energy loss. What would happen if the number of herbivore in an ecosystem is increased so much that their food requirement became more than what actually green plant can produce by photosynthesis? വളരെ ലെങ്തി ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഹെർബിവോറുകളുടെ എണ്ണം പ്രൊഡ്യൂസറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതലായാൽ എന്ത് സംഭവിക്കും? ഓഫ് കോഴ്സ് ഹെർബിവോർ വിൽ ബി eliminated. So all organisms will die ultimately, green plants will disappear, the number of herbivore will increase, the number of herbivore will decrease. എന്താ സംഭവിക്കുന്നത്? ഹെർബിവോറുകളുടെ നമ്പർ കുറയുന്നു. So here answer is answer option 4. Okay, next question number 70. Consider the following statement A to D about biodiversity and conservation and select the option which include all correct ones only. Zoological park, botanical garden, wildlife safari park are ex situ conservation methods. Yes. Species confined to a region and not found anywhere else is called endemic species, not the alien species. Alien species are exotic species, so that's not correct. Prospecting is a narrowly utilitarian argument.
What is bioprospecting? Exploring molecular, genetic and species level diversity and producing several products beneficial to humankind. മനുഷ്യന് ഉപയോഗമുള്ള പ്രോഡക്റ്റുകളെ ബയോഡൈവേഴ്സിറ്റി കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്തെടുക്കുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ബയോപ്രോസ്പെക്റ്റിംഗ്. ഹ്യൂമൻ ബെനിഫിറ്റ് ആയതുകൊണ്ട് അത് നാരോലി യൂട്ടിലിറ്റേറിയൻ വ്യൂ ആണ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് അറ്റ് പ്രസന്റ് കവർ ഓൺലി അബൌട്ട് 6% ഓഫ് എർത്ത് ലാൻഡ് ഏരിയ എന്നാണ് പഠിച്ചത്. വൺസ് ദേ കവർ 14%, ബട്ട് നൗ ലെസ് ദാൻ 6%. അപ്പോൾ അത് തെറ്റ്. അങ്ങനെയാണ് എങ്കിൽ എ ടു ഡിയിൽ കറക്റ്റ് വൺസ് ഉള്ളി ഏതാണ്? എയും സിയും. സോ സ്റ്റേറ്റ്മെന്റ് എ ആൻഡ് സി. വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് സഹേലി, ദ നോൺ സ്റ്റിറോയിഡൽ പിൽ? Saheli is a non-steroidal once in a week tablet developed by the scientists in CDRI of Lucknow. Pills are or oral contraceptive pills. Saheli is a SERM. What is the full form of SERM? Selectively estrogen receptor modulator. So they are modulating or change the structure of the estrogen receptors in the uterus. So what will result in? Estrogen never binds with the uterine receptors and estrogen never functioning and prepare the endometrium for implantation. So Saheli, when you are taking the Saheli, as female taking Saheli, the chances of conception is almost nil. So it prevents FSH secretion and follicle growth. It prevents LH surge and ovulation. It suppresses endometrial thickening to prevent implantation. It suppresses sperm motility. So here answer is option 3 aanu. That is it suppresses endometrial thickening to prevent implantation. Next one. Given 4 statement, since small animals have a smaller surface area relative to their volume, they tend to lose body heat very slowly when it is cold outside. എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്മോൾ ആനിമൽസുകൾക്ക് സർഫസ് ഏരിയ എന്താണ്? കുറവാണെന്നാണോ പഠിച്ചിട്ടുള്ളത്? ലാർജർ ആണ്. അപ്പോൾ അത് തെറ്റാ. പോപ്പുലേഷൻ ഷോസ് സീറോ ഗ്രോത്ത് വെൻ n by k is x equals 1. n-ഉം k-യും ഒരേ n by k എന്ന് പറയുന്നത് 1 ആണെങ്കിൽ population zero growth, that is they reaches the asymptote level. Correct. Exponential growth cannot continue for long because of unlimited resources. Exponential growth in ഒരിക്കലും unlimited resource ആയതുകൊണ്ട് cannot continue for a longer period. അത് logistic growth നാണ്. Geographical distribution of different species is determined by the levels of thermal tolerance. ഓർമ്മ കാണാം, യൂറിതെർമൽ ഓർഗാനിസം ആൻഡ് സ്റ്റീനോതെർമൽ ഓർഗാനിസം. ദാറ്റ് ഇസ് ആൾസോ കറക്റ്റ്. സോ ഹൗ മെനി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? 2 statements are correct. So answer is option 2. Next one. Find out the false statement. Snow leopards are not found in Kerala forest. Shivering is a mechanism of heat gain. Archaebacteria can survive in extreme conditions. Eurythermal organism cannot tolerate and survive wide range of temperature. Eurythermal organism cannot tolerate and survive wide range. Eurythermal organism are organisms that can tolerate wide range of temperatures. So this one is the wrong statement and answer is option 4. Answer 4 ആണ്. Question number 21. Match the following. Callotropies. Callotropies here we have to match with the cardiac glycosides. Monarch butterfly, that is a poisonous weed. Belanus Cornell's experiment. Vanda commensalism, Pisaster starfish. So A3, B4, C1, D2 and E5. Option 2. Ozone depletion is the result of, what is ozone depletion? Depletion of ozone meaning that is the thickness of ozone decreases, and it is due to the action of chlorine as well as bromine with ozone and degrade the ozone into free oxygen atoms. One chlorine atom can able to destroy more than 1 lakh
molecule of ozone. അതിങ്ങനെ ഡിസ്ട്രക്ട് വീണ്ടും ഫോം ചെയ്യും, ഡിസ്ട്രക്ട് ചെയ്തും വീണ്ടും ഫോം ചെയ്യും, ഡിസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ഓസോൺ ഡിപ്ലീഷൻ ഈസ് ദ thinning of the ozone layer and it's due to reaction between chlorine and bromine compound with the ozone. അതുകൊണ്ടാണ് ക്ലോറിനും ബ്രോമിനും റിലീസ് ചെയ്യുന്ന എമിഷനുകളെ കുറയ്ക്കുവാനായിട്ട് ഏത് പ്രോട്ടോകോൾ വന്നത്? മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓക്കെ. Dramatic changes in the allelic frequency in a population derived from small band of colonizers to a new habitat. ഒരു പുതിയ ഹാബിറ്റാറ്റിലേക്ക് കുറച്ച് ബാൻഡ് ഓഫ് കോളനൈസേഴ്സ് വന്നിട്ട് അലീലിക് ഫ്രീക്വൻസി മൊത്തത്തിൽ മാറ്റുന്നത് ജനറ്റിക് ഡ്രിഫ്റ്റ് കൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റിനെ വിളിക്കുന്ന പേര് എന്താ? That is called a founder effect. വളരെ സിമ്പിൾ ചോദ്യമാണ്. സോ ആൻസർ ഫൗണ്ടർ ഇഫക്റ്റ് ആണ്. Match the scientists in column 1 with their findings in column 2. Paul Ehrlich പറഞ്ഞത് that is species richness increases alla as more and more species are lost, the ecosystem become dangerously weak over a period of time. So A matched with a 3. Alexander Humboldt, species richness increases with the increasing explored area. Robert May, global estimation of species diversity around 7 million. David Tillman, plot with the more species showed less year-to-year variation in productivity. So A3, B4, C2 and D1. Answer option 4. Which statement best represents the meaning of the term evolution based on modern concept? Modern concept in abhiprayathil what is the best term of evolution? Changes in species towards the greater, changes in gene frequency in a population. That is the correct answer. Namakariala, according to the modern concept, that is Hardy-Weinberg equilibrium, a deviation or change in allelic frequency of a population will result in evolution. Or population and they says that unit of evolution is not the species as said by the Darwin, it is population. So answer is option 2. Consider the following statement given below regarding infertility and answer as according directed thereafter. Infertility കുറിച്ച് പറഞ്ഞിരിക്കുന്ന statement. Infertility is mainly female oriented problem. Females-ന്റെ മാത്രം ഉണ്ടാകുന്ന പ്രശ്നമാണ് അല്ല. MTP is assisted reproductive technology അല്ല. In gift, ovum from a donor is transferred to the fallopian tube. Ovum from a donor is transferred to the fallopian tube. Correct. The reversibility of vasectomy is very poor. So which of the following statements are correct? C, D. So answer is option C. Sorry, option 3. What protected the baby from the shocks and keep it so warm? Babyയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഷോക്കുകളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഏതാണ്? That is the fluid, amniotic fluid. It keeps the embryo warm and they are protecting the baby from shocks. Okay, moving to the next question. Question number 28. A location with a luxuriant growth of lichens on the tree indicate that. നമ്മൾ പഠിച്ചിട്ടുണ്ട് lichens are pollution indicators. In polluted area lichens are absent. So we can say it as a location with a luxuriant growth of lichen on the tree indicate that location is highly polluted. അല്ല, location is not polluted. Luxuriant growth അല്ല, ഇപ്പോൾ pollution ഇല്ലാത്ത ഏരിയ ആയിരിക്കും. Which of the following are analogous structures? Functionally similar, structure different. Gills of prawn and lung of man, that are analogous. Thorns of bougainvillea and tendril of cucurbita, homologous. Flippers of dolphin and leg of horse, homologous. Wing of bat and wing of pigeon, homologous. Here answer is option 1. The shared terminal duct of the reproductive and urinary system in human male is ലാസ്റ്റിലത്തെ ഡക്ട് ഏതാണ്? ഷെയർഡ് യൂറിനറി ആൻഡ് റീപ്രൊഡക്റ്റീവ് രണ്ടിനും കോമൺ ആയിട്ടുള്ള സ്ട്രക്ചർ ഏതാണ്? മെയിൽസിന്റെ കേസിൽ യൂറിത്ര. സോ യൂറിത്ര ഈസ് കോൾഡ് what? That is called urinogenital duct. So the terminal shared structure is called urethra. The domestic sewage in large cities
large cities il varuna domestic sewage is processed by aerobic and then anaerobic bacteria in secondary treatment in sewage treatment plants. Yes, very good, adana answer. When treated in STP does not really require the aeration step, that has a very high amount of suspended solids and dissolved salts, has high BOD as contain both aerobic and anaerobic bacteria. But the domestic sewage in large cities is processed by aerobic bacteria then anaerobic bacteria in sewage treatment plants. Read the following 4 statements. Colostrum is recommended for the newborn because it contains rich in antibody. Which is the antibody? IgA. So that's the statement wrong. Dengue fever is caused by dengue virus and it is not by a bacterium. So also false. Rejection of tissue graft is the function of T lymphocytes. T lymphocytes in a function on a graft rejection. So that is also correct because graft rejected avanamengile endana sambhavikkunna, graft is rejected by cell mediated immunity. Cell mediated immunity is the characteristic feature of T lymphocyte. Beer is manufactured by distillation. That's wrong. Beer is a non-distilled beverage. Distilled beverage in example ആണ് ബിയർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തെറ്റ്. ബിയർ ഓർ നോൺ ഡിസ്റ്റിൽഡ് ബിവറേജ് ആണ്. ആൻഡ് വൈനും അതുപോലെ തന്നെ. അപ്പോൾ ഹൗ മെനി ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ്? റോങ് സ്റ്റേറ്റ്മെന്റ് 1, 2, 3. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. What led to the regression of corpus luteum? Corpus luteum after the 7th day, if due to the absence of HCG is not there, the corpus luteum begins to regress. Cherdaikonda, they became a white structure called corpus albicans. But corpus luteum regress ravanamengil placentayil ninnu HCG varadirikkanam. HCG placenta produce ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ല. ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല. സോ വാട്ട് ലീഡ്സ് ടു ദ റിഗ്രഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം? ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ. സോ ഹിയർ വി ഹാവ് ടു ചൂസ് ഓപ്ഷൻ 3, ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. AIDS is caused by a genetic defect in enzyme synthesis. AIDS ഒരു ബോഡി ഫ്ലൂയിഡ് കോണ്ടാക്ട് വഴി ഉണ്ടാകുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഡ്യൂ ടു വാട്ട്? ഇറ്റ് ഈസ് നോട്ട് ഡ്യൂ ടു എ ജനറ്റിക് ഡിഫക്റ്റ്. കൺജനൈറ്റൽ അസുഖമല്ല എന്ന് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ക്യാൻസർ ഈസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഒരിക്കലുമല്ല. ക്യാൻസർ ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് പകരത്തില്ല. ആൽക്കഹോൾ ഒരു CNS സ്റ്റിമുലൻ്റ് ആണ്. അല്ല, ഇതൊരു സെഡേറ്റീവ് ആണ്. ആൽക്കഹോൾ സെഡേഷൻ ഇഫക്റ്റ് ആണ് കിട്ടുന്നത്, അല്ലാതെ ആൽക്കഹോൾ അടിച്ചിട്ട് സ്റ്റിമുലൻ്റ് ആവത്തില്ല. അഡ്രിനാലിൻ ആൻഡ് സ്റ്റിറോയിഡ് ക്വിക്ലി റെഡ്യൂസ് ദ സിംറ്റംസ് ഓഫ് allergy because they are used in the treatment of allergy. Antihistamine, adrenaline and steroids are amplifying they are reducing the symptoms of allergy. So the correct statement about immunity might relate ചെയ്തു വരുന്ന ചോദ്യമായിരുന്നു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ നിന്നുള്ളത്. അല്ല, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ 4 ആണ്. Next, which among the following group contain drug categorized as opiatic narcotics? Opiatic narcotics എന്ന് പറയുന്ന അനാൾജസിസ് കാറ്റഗറിയിൽ വരുന്നത് മോർഫീൻ ഉണ്ട്. ബാർബിറ്റുറേറ്റ് ഒരു സെഡേറ്റീവ് ആണ്. അപ്പോൾ അത് ബാക്കിയുള്ള നോക്കണ്ട. എന്നാലും നോക്കൂ, കഫീനും സൈലോസൈബീനും. കഫീൻ ഒരു സ്റ്റിമുലൻ്റ് ആണ്. സൈലോസൈബീൻ ഒരു ഹാലൂസിനോജൻ. സൈലോസൈബ മെക്സിക്കാന എന്ന് പറയുന്ന മെക്സിക്കൻ മഷ്റൂമിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹാലൂസിനോജൻ ഡ്രഗാണ് സൈലോസൈബീൻ. മോർഫിൻ ഒരു ഒപ്പിയമാണ്. ഹെറോയിൻ ഒരു ഒപ്പിയമാണ്. പെത്തിഡീൻ ഒരു സിന്തറ്റിക് ഒപ്പിയോയിഡ് ആണ്. സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ 2. മെസ്കാലിൻ, ദാറ്റ് ഈസ് വില്യം സി എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്ന്, കാറ്റസിൽ നിന്ന് എടുക്കുന്നതാണ് മെക്സ്കാലിൻ. അതൊരു ഹാലൂസിനോജനാണ്. LSD ഹാലൂസിനോജൻ. ഫെൻസൈക്ലിഡിൻ ഒരു സിന്തറ്റിക് കോമ്പൗണ്ടാണ്. ബെൻസോഡൈസിപ്പൈനും ആംഫിറ്റമൈനും കൊക്കെയിനും, അല്ല ബെൻസോഡൈസിപ്പൈൻ സെഡേറ്റീവ് ആണ്, ആംഫിറ്റമൈൻ സ്റ്റിമുലൻ്റ് ആണ്, കൊക്കെയിൻ ഒരു സ്റ്റിമുലൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് സെക്ഷൻ ബിയിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ്. വാട്ട് ഈസ് ട്രൂ അബൌട്ട് പ്രൈമറി ഊസൈറ്റ്? പ്രൈമറി ഊസൈറ്റിനെ കുറിച്ച് ശരിയായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ്റെ പ്രോഡക്റ്റ് ആണ് പ്രൈമറി ഊസൈറ്റ്. നോ, it is the product of second meiotic division. Second meiotic division the product ooted, first meiotic division the product secondary oocyte. It is diploid, it is haploid. Answer is it is diploid.
The cell 32 cell stage of the human embryo is smaller than the fertilized egg, same size as the fertilized egg, 2 times the size of the fertilized egg, 4 times the size of the fertilized egg. ഇതൊന്നുമല്ല ആൻസർ, സെയിം ആസ് ദ ഫെർട്ടിലൈസ്ഡ് എഗ്. കാരണം എന്താ, സോണ പെലൂസിഡ ലെയർ അവിടെ ഉള്ളത് കൊണ്ട് സൈസ് വലുതാകുന്നില്ല. ആഫ്റ്റർ സോണ ഹാച്ചിങ്ങിന് ശേഷമാണ് എംബ്രിയോയുടെ സൈസ് വലുതാകുന്നത്. അപ്പോൾ 32 സെൽ സ്റ്റേജും ഫെർട്ടിലൈസ്ഡ് എഗ്ഗും തമ്മിൽ ഒരേ സൈസ് ആയിരിക്കും. പക്ഷെ അതിനകത്ത് സെല്ലുകളുടെ എണ്ണം കൂടുതൽ, അതിനകത്തുള്ള സെല്ലിൻ്റെ സൈസ് കൂടുതൽ. സൈറ്റോപ്ലാസം റിമൈൻസ് സെയിം, DNA കണ്ടന്റ് കൂടുതൽ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ഓപ്ഷൻ 2 ആണ് എടുക്കാൻ കഴിയുന്നത്. നെക്സ്റ്റ്, ഈസ്ട്രോജൻ പ്രൊജസ്റ്ററോൺ റേഷ്യോ. ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ്? റിമൈൻസ് ദ സെയിം ത്രൂ ഔട്ട് ദ ലൂട്ടിയൽ ഫേസ്, ഇൻക്രീസസ് ഡ്യൂറിംഗ് ദ ഫോളിക്കുലാർ ഫേസ്, ഇൻക്രീസസ് ഷോർട്ട്ലി ആഫ്റ്റർ ഓവുലേഷൻ, ഡിക്രീസസ് ഇഫ് കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ്. ഈസ്ട്രോജൻ പ്രൊജസ്റ്ററോൺ റേഷ്യോ, അതായത് ഈസ്ട്രോജൻ്റെ ലെവൽ പ്രൊജസ്റ്ററോണിനെ കാട്ടിയും കൂടുതൽ നിൽക്കുന്ന സമയം ഫോളിക്കുലാർ ഫേസിലാണ്. സോ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 38 ഈസ് ഓപ്ഷൻ 2, ദറ്റ് ഈസ് ഇൻക്രീസസ് ഡ്യൂറിംഗ് ദി ഫോളിക്കുലാർ ഫേസ്. ക്ലിയർ ആയല്ലോ? മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Tubectomy or vasectomy. Tubectomy, vasectomy is meant for voluntary termination of pregnancy before full term, that is MTP. Is advised for the couple as a terminal method to prevent the any more pregnancy. Adale surgical method of sterilization is advised for couple as a terminal method. Okay, it's relatively safe during the first trimester. That MTP ആണ്. ഗമറ്റോജനസിസ് പ്രിവെൻറ്റ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഗമീറ്റ് ട്രാൻസ്ഫറിനെ മാത്രമേ ട്യൂബക്ടമിയും വാസമെക്ടമിയും പ്രിവെൻറ്റ് ചെയ്യത്തുള്ളൂ. ഗമീറ്റിൻ്റെ ഫോർമേഷനെ പ്രിവെൻറ്റ് ചെയ്യത്തില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. Louis Pasteur by careful experimentation demonstrated that. ലൂയിസ് പാസ്റ്റർ വളരെ കെയർഫുൾ ആയിട്ട് എക്സ്പെരിമെൻറ്റിലൂടെ എന്താണ് കണ്ടുപിടിച്ചത്? ലൈഫ് കെയിം ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ലൈഫ് കംസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. എക്സ്പെരിമെൻ്റ് ഏതായിരുന്നു? സ്വാൻ നെക്ക് ഫ്ലാസ്ക് എക്സ്പെരിമെൻറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് കൺവെർജൻറ്റ് എവല്യൂഷൻ. കൺവെർജൻറ്റ് എവല്യൂഷൻ ആരൊക്കെ തമ്മിലാണ് കാണിക്കുന്നത്? ലെമർ സ്പോട്ടഡ് കസ്കസ്, ലെമർ ഓഫ് മഡഗാസ്കർ. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണല്ലോ. കൺവെർജൻറ്റ് എവല്യൂഷൻ്റെ കോളത്തിനകത്ത് വരുന്നതാണ്. ടാസ്മാനിയൻ വൂൾഫിനെ നമ്മൾ വൂൾഫാണ് പഠിച്ചിട്ടുള്ളത്. വൂൾഫ്, ടാസ്മാനിയൻ വൂൾഫ്, ഫ്ലൈയിങ് ഫെലാഞ്ചർ, ദാറ്റ് ഈസ് ഷുഗർ ഗ്ലൈഡർ, മോൾ, മാർസൂപ്പിയൽ മോൾ. അപ്പോൾ അത് ഒന്നും ശരിയായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, തെറ്റിച്ചുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കൺവെർജൻറ്റ് എവല്യൂഷൻ കാണിക്കുന്നത് ലെമറിൻ്റെ അതേ ക്യാരക്ടർ കാണിക്കുന്ന ആളാണ് സ്പോട്ടഡ് കസ്കസ്. ലെമർ ഒരു പ്ലാസെൻ്റൽ മാമലും സ്പോട്ടഡ് കസ്കസ് ഒരു മാർസൂപ്പിയൽ മാമലും. രണ്ടിൻ്റെയും ആൻസിസ്റ്റർ ഡിഫറെൻറ്റ് ആൻഡ് ഫങ്ഷണലി സിമിലർ. എ പോപ്പുലേഷൻ ഡീവിയേറ്റ് ഫ്രം ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം ഇഫ് ദെയർ ഈസ്. ഒരു പോപ്പുലേഷൻ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് മാറുന്നു, ഡീവിയേറ്റ് ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് നടക്കുന്നു? എവല്യൂഷൻ. അതിന് എന്തുകൊണ്ട്? നോ മ്യൂട്ടേഷൻ, ഒരിക്കലും വരില്ല. മ്യൂട്ടേഷൻ ഉണ്ടെങ്കിലാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്. നോ ജനറ്റിക് റീകോമ്പിനേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ ഉണ്ടെങ്കിലാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്. ഫ്ലോ ഓഫ് ജീൻ ബിറ്റ്വീൻ പോപ്പുലേഷൻ, ദാറ്റ് ഈസ് ജീൻ ഫ്ലോ, ജീൻ മൈഗ്രേഷൻ ഈസ് ദ factor that deviate the Hardy-Weinberg equilibrium. So answer is option 3, no selection favorable of phenotypes. Random meeting നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പോപ്പുലേഷൻ ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 3 തന്നെയാണ്. നെക്സ്റ്റ്, ഒബ്സർവ് ദ സിംറ്റംസ് ഗിവൺ. ഫീവർ, ചിൽസ്, കഫ്, ഹെഡേക്ക്. ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് lips and fingernail may turn grey to bluish in color. Which is the disease? Pneumonia. പക്ഷെ അതല്ല ചോദ്യം. The disease is probably waterborne disease, airborne disease, vector-borne disease, a metabolic disorder. നമുക്കറിയാം ന്യൂമോണിയയുടെ സിംറ്റമാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂമോണിയ ഒരു എയർബോൺ ഡിസീസ് തന്നെയാണ്. സോ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 43 ഈസ് ഓപ്ഷൻ 2, ദറ്റ് ഈസ് എയർബോൺ disease. Given 4 statement, gastrointestinal mucosa is a physical barrier of innate immune system. തെറ്റ്. അതൊരു ഫിസിയോളജിക്കൽ. gastrointestinal mucosa, yes, physical barrier തന്നെയാണ്. Interferon is an antibiotic. No, it is a cytokine barrier. A neonate receive IgA antibody from the mother through colostrum.
Antigen binding site of the antibody molecule is towards the C-terminal end. അല്ല, N-terminal ആണ്. അപ്പോൾ ഇവിടുത്തെ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് ആൻഡ് 4 എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ 4 ആണ്. Contact inhibition prevent a cancer cell from uncontrolled proliferation, make a cancer cell to migrate to distant region, induce a normal cell for oncogenic transformation, prevent a normal cell from uncontrolled proliferation. It's a character of the normal cell. Contact inhibition is due to the adhering junctions, and as a result of that, when two cells became contacted, there occurs no uncontrolled proliferation and there occurs controlled proliferation. So it prevents a normal cell from uncontrolled proliferation. Clear ayallo? Okay. Next one, IPM stands for, നമ്മൾ മൈക്രോസ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ ബയോ കൺട്രോൾ കാറ്റഗറിയിൽ പഠിച്ചതാണ് IPM, that is integrated pest management. In that case of integrated pest management, it uses an array of methods which include physical method, cultural method, then natural predation, pheromone treatment, etc. are there. And as a result of that, we have a chemical pesticide use at a last resort. So here IPM stands for what? Integrated pest management. So answer is option 3. So IPM stands for integrated pest management. Question number 47. Biological control of agriculture pest unlike chemical control is. Chemical control അപേക്ഷിച്ച് ഇത് എങ്ങനെയാണ്? സെൽഫ് പെർപെച്യുവേറ്റിംഗ്, പൊള്യൂട്ടിംഗ്, ടോക്സിക്, നോട്ട് എക്കോ ഫ്രണ്ട്ലി. നമുക്കറിയാം അൺലൈക്ക് കൺട്രോൾ ഇതല്ല, സെൽഫ് പെർപെച്യുവേറ്റിംഗ് ആണ്. കെമിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇറ്റ് ഈസ് ഇൻഡിസ്ക്രിമിനേറ്റ്ലി കിൽ ബോത്ത് യൂസ്ഫുൾ ആസ് വെൽ ആസ് ഹാംഫുൾ ഓർഗാനിസംസ്. സോ ബയോളജിക്കൽ കൺട്രോൾ ഓഫ് അഗ്രികൾച്ചർ പെസ്റ്റ് അൺലൈക്ക് കെമിക്കൽ കൺട്രോൾ ഈസ് സെൽഫ് പെർപെച്യുവേറ്റിംഗ്. Competition is the most severe between two closely related species living in the same habitat. So closely related species growing in the same habitat. അതാണ് സിവിയർ ആയിട്ട്. അല്ലാതെ കോമ്പറ്റീഷൻ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകൾ തമ്മിലും കോമ്പറ്റീഷൻ നടക്കാറുണ്ട്. പക്ഷേ ഏറ്റവും സിവിയർ എപ്പോഴാണ്? സെയിം ഹാബിറ്റാറ്റിൽ ജീവിക്കുന്ന രണ്ട് സിമിലർ സ്പീഷീസുകൾ തമ്മിലായിരിക്കും. കാരണം സിമിലർ സ്പീഷീസ് ആകുമ്പോൾ അവരുടെ റിസോഴ്സ് സിമിലർ ആയിരിക്കും. റിസോഴ്സ് സിമിലർ ആകുമ്പോൾ റിസോഴ്സിൻ്റെ ലിമിറ്റേഷൻ കുറവാണെങ്കിൽ സോ സിവിയർ കോമ്പറ്റീഷൻ ഈസ് ദയർ. Okay, so competition is most severe between two closely related species growing in the same habitat. Which of the following group is absolutely essential functional component of the ecosystem? നമുക്ക് ഇക്കോസിസ്റ്റത്തിൽ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻ്റ് ഉണ്ടെങ്കിലും ഫങ്ഷണൽ കമ്പോണൻറ്റുകളായിട്ട് പറയുന്നത് പ്രധാനപ്പെട്ട രണ്ടുപേരാണ്. ദാറ്റ് ഈസ് പ്രൊഡ്യൂസേഴ്സും ഡീകമ്പോസും. കൺസ്യൂമേഴ്സ് വേണ്ടെന്നല്ല, വെരി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസറും ഡീകമ്പോസറും. ഓപ്ഷൻ 3. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇൻ ആൻ ഏരിയ വെയർ DDT ഹാസ് ബീൻ യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി. DDT ഭയങ്കരമായിട്ട് ഉപയോഗിച്ച ഒരു ഏരിയയിലാണ്. The population of bird declined significantly because ബേർഡിൻ്റെ പോപ്പുലേഷൻ വളരെയധികം കുറഞ്ഞു. എന്തുകൊണ്ട്? നമുക്കറിയാം ഇത്തരത്തിൽ പോപ്പുലേഷൻ കുറയാനുള്ള കാരണം DDTയുടെ നമ്മളിത് പഠിച്ചത് ബയോ മാഗ്നിഫിക്കേഷൻ്റെ കേസാണ്. DDT എനർജി ലോസ് ഒബേ ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് കൺസ്യൂമേഴ്സിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓരോ ലെവൽ കഴിയുന്തോറും അതിൻ്റെ ഇഫക്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓരോ ട്രോഫിക് ലെവൽ കഴിയുന്തോറും സ്പീഷീസ് ഡൈവേഴ്സിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു. സോ പോപ്പുലേഷൻ്റെ ബയോ മാഗ്നിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഡസ് നോട്ട് ഒബേ ദ എനർജി ലോ, ദാറ്റ് ഈസ് 10% ലോ ഒബേ ചെയ്യില്ല. ഓരോ ലെവൽ കഴിയുന്തോറും ഇതിൻ്റെ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഇഫക്റ്റ് കൂടി വരികയാണ് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ എന്താണ് പഠിച്ചത്? ബയോ മാഗ്നിഫിക്കേഷൻ. ഈ ബയോ മാഗ്നിഫിക്കേഷൻ ഉള്ളതുകൊണ്ടോ കുഴപ്പം എന്തുവാ? കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് സ്പീഷീസുകളുടെ കേസുകളിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാകുന്നു? കോമ്പറ്റീഷനിൽ വരുമ്പോൾ ഷെല്ലുകൾ എഗ്ഗ് ലേ ചെയ്യുന്ന ഷെല്ലിന് എന്ത് കാണത്തില്ല? കട്ടി കാണത്തില്ല. പ്രീമെച്ചുറായിട്ട് അത് എന്ത് ചെയ്യുന്നു? ഹാച്ച് ഔട്ട് ചെയ്യുന്നു. അങ്ങനെ ബേർഡ് പോപ്പുലേഷൻ കുറയുന്നു. കോബ്ര വെയർ ഫീഡിങ് എക്സ്ക്ലൂസീവ്ലി ഓൺ ബേർഡ്, മെനി ഓഫ് ദ ബേർഡ് എഗ്സ് ലെയ്ഡ് ഡിഡ് നോട്ട് ഹാച്ച്. അഥവാ ഹാച്ച് ചെയ്ത് കഴിഞ്ഞാലും പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പ് തന്നെ ആയിരിക്കും ഹാച്ച് ചെയ്യുന്നത്. സോ ഫോർ ദിസ് ക്വസ്റ്റ്യൻ നമ്പർ 50 our answer is option 2.
ഓക്കെ, നമുക്ക് ഇനി ഒരു ഏതുണ്ട് സെക്കൻഡ് ഇയർ ഹോൾ ടോപ്പിക് എക്സാമും ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ എക്സാം NCERT ബേസ്ഡ് തന്നെയായിരുന്നു. ഈ എല്ലാ എക്സാംസും NCERT ബേസ്ഡ് തന്നെയായിരിക്കും. NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക. പരീക്ഷ അടുത്തടുത്ത് വരികയാണ്. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. നന്നായിട്ട് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു മാസം പോലും ഇനി നമുക്ക് ഇല്ല. വളരെ ചുരുങ്ങിയ ഒരു 10-15 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സെപ്റ്റംബർ 12-നാണ് എക്സാം എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ നന്നായിട്ട് പഠിക്കുക. ഓരോരോ അതുകൊണ്ടാണ് റിവിഷൻ ടെസ്റ്റ് അങ്ങനെ ചെറിയ ചെറിയ ടെസ്റ്റുകളായിട്ട് നടത്തുന്നത്. ആദ്യം ഫസ്റ്റ് ഇയർ ഹോൾ ടോപ്പിക് 2 നടത്തി. ഇപ്പോൾ സെക്കൻഡ് ഇയർ ഹോൾ ടോപ്പിക് 2 ഇനി അങ്ങോട്ടുള്ളതെല്ലാം ഫുൾ ഹോൾ ടോപ്പിക് ടെസ്റ്റുകളാണ്. ഒരു സെക്കൻഡ് ഇയർ ഹോൾ ടോപ്പിക് കൂടെ കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത സെക്കൻഡ് ഇയർ ഹോൾ ടോപ്പിക്കിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുക. ഓക്കെ ദെൻ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു.